ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു Xylem JEEnius കമ്മ്യൂണിറ്റി. നമ്മളിന്ന് അടിപൊളിയായിട്ട് GIB തേർഡ് എക്സാം കവർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല എക്സാം ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? ഹായ് 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 എല്ലാവരും ഒക്കെ ഉണ്ടോ? എത്തിയിട്ടുണ്ടോ? ഓക്കെ. നിജിൽ ഹായ് ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എക്സാം നല്ലതായിരുന്നോ? എക്സാം നല്ലതായിരുന്നോ നിജിൽ? ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പം നമുക്ക് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് തന്നെ കൂടി ചെയ്തേക്കാം. അത് കഴിയുമ്പോൾ ഉടനെ തന്നെ കെമിസ്ട്രി, അത് കഴിയുമ്പോൾ നമുക്ക് മാത്സ്. ഓക്കെ, അധികം ടൈമൊന്നും കളയണ്ട. നാളെ തൊട്ട് നമ്മൾ വീണ്ടും അടുത്ത ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് GIB JEE എക്സാം 3 ഫിസിക്സ് പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ, സെക്ഷൻ A. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതിനു മുമ്പ് നിങ്ങൾ കവർ ചെയ്തായിരുന്നോ? ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഈസ് വീക്ക് ആൻഡ് ഹാർഡ് ടു ഡിറ്റക്ട്. ഇതിലെ പോയിന്റ് ഹാർഡ് ടു ഡിറ്റക്ട്. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ ഇല്ലയോ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് പാരാ ഓർ ഫെറോമാഗ്നറ്റിക്. അതുപോലെ തന്നെ ഇതാണ് സ്റ്റേറ്റ്മെന്റ് 1. അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം ഇതൊരു ശരിക്കും യൂണിവേഴ്സൽ ബിഹേവിയർ ആണ്. എന്ത് ഈ ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത്? ഓക്കെ, NCERT കൃത്യമായിട്ട് സെന്റൻസിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ആ NCERT നിങ്ങൾ കവർ ചെയ്തേ പറ്റൂ. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റുകളായിരിക്കും ഈ ഡയാ പാരാ ഫെറോയിൽ വരുന്നത്. കിടക്കുന്നു ഡയാമാഗ്നറ്റിസം. കണ്ടോ, ഡയാമാഗ്നറ്റിസം ഈസ് പ്രസന്റ് ഇൻ മോസ്റ്റ് ഓഫ് ഓൾ സബ്സ്റ്റൻസ്. പക്ഷെ അതിൻ്റെ അകത്ത് ദ എഫക്റ്റ് ഈസ് വീക്ക് ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് ഗെറ്റ് ഷിഫ്റ്റഡ് പാരാമാഗ്നറ്റിസത്തിലും ഫെറോമാഗ്നറ്റിസത്തിലും. ഓക്കെ, ഓക്കെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2, അതും നിങ്ങൾക്ക് NCERT കൃത്യമായിട്ട് ആ പോയിന്റ് അവസാനം കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റുകൾ. സസെപ്റ്റിബിലിറ്റി -1 ആണെന്നും റിലേറ്റീവ് പെർമിയബിലിറ്റി μr 0 ആണെന്നും μ 0 ആണെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആദിത്യൻ. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം. 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? പറഞ്ഞോളൂ. ഓപ്ഷൻ C ആയിരിക്കും. ഓപ്ഷൻ C. ഓക്കെ, ശരിയാക്കിയായിരുന്നോ ആദിത്യൻ? ശരിയാക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ ഇത് NCERTയിലെ സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിയും. ആ പേജസ് നിങ്ങൾ ഒന്നുകൂടി കവർ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ഹലോ. ഓക്കെ, കേൾക്കാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ലാമ്പ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ കപ്പാസിറ്റർ. അപ്പോൾ ഒരു ലാമ്പ് കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഈ കപ്പാസിറ്ററിന്റെ നമുക്കറിയാവുന്നത് എന്താണ്? Xc ഈസ് ഈക്വൽ ടു എന്താണ്? 1/c ഒമേഗ ഈക്വൽ ടു 1/c × 2πf. നമുക്കറിയാം AC-യിൽ F കൂടുതലാണ്, DC-യിലാണെങ്കിൽ F ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പ്രോബ്ലം ഓക്കെ ആയി. നോക്കാം. ലാമ്പ് വിൽ നോട്ട് ഗ്ലോ when connected to DC. അപ്പൊ കൃത്യമായിട്ട് കേൾക്കാൻ കാണാം. ഓക്കേടാ. അപ്പൊ ഞാനിവിടെ ഒരു DC സോഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AC കേസ് കൊടുത്തിട്ടുണ്ട്. DC-യിൽ Xc എന്ന് പറയുന്നത് നമുക്കറിയാം 1/z × 0 ആണ്. അപ്പൊ ഇത് ഇൻഫിനിറ്റി ആണ്. അപ്പം ശരിക്കും ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും. അപ്പൊ ഇത് ഗ്ലോ ചെയ്യത്തില്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ DC-യിൽ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സ്വിച്ച് ആണ്. ഇനി AC-യുടെ കഥയിലേക്ക് പോവാം. Xc ഈസ് ഈക്വൽ ടു 1/c × 2πf ആണ്. അപ്പൊ F കൂടുതലായതുകൊണ്ട് Xc കുറവായിരിക്കും. അപ്പൊ ഇത് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് വരും. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് ആര് വരും? കപ്പാസിറ്റർ വരും. അപ്പോൾ ഗ്ലോ ചെയ്യും. ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി എന്താ ഇവർ പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്? ലാമ്പ് വിൽ ഷൈൻ ലെസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷൈൻ ലെസ് ഇഫ് കപ്പാസിറ്റൻസ് ഈസ് റെഡ്യൂസ്ഡ്
ശരിയാണോ തെറ്റാണോ? കപ്പാസിറ്റൻസ് കുറച്ചു എന്നാ പറയുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്രൊപ്പോർഷണൽ ടു 1/c. അപ്പോൾ കപ്പാസിറ്റൻസ് കുറച്ചാൽ എക്സ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ബ്രൈറ്റ്നസ് എക്സി കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പോൾ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഗ്ലോ കുറയും. വരും എടാ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ ഇതും എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും എന്താണ്? കറക്റ്റ് ആണ്. നമുക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ്. സി ഒന്ന് വായിച്ചേക്കാം നമുക്ക്. ലാമ്പ് വിൽ ഷൈൻ മോർ ബ്രൈറ്റ്ലി. തെറ്റല്ലേടാ? ഇഫ് കപ്പാസിറ്റൻസ് ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇത് തെറ്റാണ്. അതുപോലെ തന്നെ ലാമ്പ് വിൽ നോട്ട് ഗ്ലോ. ഏതിലാ വിൽ നോട്ട് ഗ്ലോ? എ സിയിൽ ഗ്ലോ ചെയ്യും. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഓക്കെ ഓക്കെ. അപ്പം എയും ബിയും ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കാണും. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തത് മീറ്റർ ബ്രിഡ്ജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് GIB ഇട്ടേക്കുന്നത്. ഓഫ്ലൈൻ ഉണ്ട്. ഓഫ്ലൈനിലാണ്. നാളെ തൊട്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ദ ഫിഗർ ഷോസ് എ മീറ്റർ ബ്രിഡ്ജ് സർക്യൂട്ട് വിത്ത് AB 100, 12, 18. അപ്പോൾ ഇതാണ് 12x, ഇതാണ് 18, ഇതാണ് L, ഇതാണ് 100 - L. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കലി ചെയ്തതും കൂടിയാണ്. അടുത്തുണ്ട് ഇവർ പറയുന്നത് ഫുൾ നൾ ഡിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. ഇഫ് R ഈസ് നൗ ചേഞ്ച്ഡ് ടു 8. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ചെറിയ പ്രശ്നമുള്ളത്. ഇത് മാറ്റി 8 ആക്കി. അപ്പം ബാലൻസ് ലെങ്തിൻ്റെ ഷിഫ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കിയേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് x/r ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 100 - L. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ആദ്യമേ തന്നെ കൊടുത്ത് ഇതാണ് x, ഇതാണ് r എന്നെല്ലാവർക്കും അറിയാമല്ലോ. 12/18 ഈക്വൽ ടു L ബൈ 100 - L. ഇത് നമുക്ക് 12/18 എന്ന് പറയുന്നത് 2/3 ആയിട്ട് കൊടുക്കാം. 2/3 ആയിട്ട് കൊടുക്കാം. ഇതാണ് x/r. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങൾ? അപ്പം 3L ഈക്വൽ ടു 200 മൈനസ് 2L. അപ്പോൾ 5L ഈക്വൽ ടു എന്താണ്? 200. അപ്പോൾ L ഈക്വൽ ടു എന്താണ്? 40 സെൻറ്റിമീറ്റർ. ഇതാണ് ആദ്യത്തെ L1. ഓക്കെ ആണോ? L1. ഓക്കെ അല്ലേടാ? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടുത്തെ കേസിലാണെങ്കിൽ L2 ആണ്. അപ്പോൾ x/r ഡാഷ് ഈക്വൽ ടു 12/8 ഈക്വൽ ടു L2/100 മൈനസ് L2 ഈക്വൽ ടു നമുക്കൊരു 4 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് എത്രയായി? 3/2. അപ്പോൾ നമുക്ക് 2L2 ഈക്വൽ ടു 300 മൈനസ് 3L2. അപ്പം 5L2 ഈക്വൽ ടു 300. L2 ഈക്വൽ ടു എത്രയാണ് പറയും മക്കള്? 60 സെൻറ്റിമീറ്റർ. അപ്പോൾ 40 എന്ന് പറയുന്നത് 60 ആയെങ്കിൽ മക്കളൊന്ന് കൂടിക്ക്, ഡെൽറ്റ L എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഷിഫ്റ്റ് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 20 സെൻറ്റിമീറ്റർ. കണ്ടോ, നിജിൽ അടിച്ചു കഴിഞ്ഞു. വെരി ഗുഡ് മാൻ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? അപ്പം അത് 2 പ്രാവശ്യം ചെയ്യണമെന്നേ ഉള്ളൂ. കൃത്യമായിട്ട് നമ്മൾ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. കിട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് റേഡിയോ വേവ്സ്, ഗാമ റേസ്, മൈക്രോവേവ്സ്, അൾട്രാവയലറ്റ് റേസ് എല്ലാം നിങ്ങൾ അറിയേണ്ടതാണ്. NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ NCERT ടെക്സ്റ്റ് ഫോളോ ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ. പറഞ്ഞു ആദ്യമേ തന്നെ എന്താ കൊടുത്തേക്കുന്നത്? റേഡിയോ വേവ്സ്, റാപ്പിഡ് ആക്സിലറേഷൻ ഓഫ് ആൻഡ് ഡീസിലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? എ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും കൂടി പറയൂ. 4. ഓക്കെ ആണോടാ? അടുത്തത് ഗാമ റേസ്. അവസാനം കിടക്കുന്നതൊന്ന് വായിച്ചു നോക്കിയേ. ഗാമ റേസ് റേഡിയോ ആക്റ്റീവ് ഡീകെ. അപ്പോൾ ഏതാ? റേഡിയോ ആക്റ്റീവ് ഡീകെ. അപ്പോൾ ഇതെന്തായിരിക്കും? 1. അടുത്തത് മൈക്രോവേവ്സ്. ക്ലിസ്റ്റൺ വാൽവും മാഗ്നട്രോൺ വാൽവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദേ കിടക്കുന്നു മൈക്രോവേവ്സ് കിടക്കുന്നത് കണ്ടോ? ക്ലിസ്റ്റൺ വാൽവും മാഗ്നട്രോൺ വാൽവും എത്രയാണ്? 2. ഓക്കെ ആയിക്കഴിഞ്ഞു. അടുത്തത് അൾട്രാവയലറ്റ് ലൈറ്റ് ഏതാണ്? 3. ഇന്നർ ഷെൽ ഓഫ് ഇലക്ട്രോൺ.
ഓപ്ഷൻ പറയും അൾട്രാ വയലറ്റ് റേസ് കണ്ടോ, ഇന്നർ ഷെൽ ഓഫ് ഇലക്ട്രോൺ ഇൻ ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി അല്ലേ നോക്കിക്കേ, A4 B1 C2 D3. ഓക്കെ, അപ്പോൾ അതും അടിപൊളിയായിട്ട്. അപ്പോൾ ഇതെല്ലാം NCERT ബേസ് ചെയ്താണ് ഇപ്രാവശ്യം നമ്മൾ GIB തയ്യാറാക്കിയേക്കുന്നത്. ഓക്കെ ഓക്കെ, അനന്തു എന്താ കയറാൻ താമസിച്ചു പോയായിരുന്നോ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് 50. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എഫ് ഔട്ട്പുട്ട്, എഫ് ഇൻപുട്ട്. ശരിയാണോ തെറ്റാണോ? തെറ്റെന്ന് ഞാൻ പറയും. കാര്യം ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെയാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി. മക്കൾ പറയും ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെയാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി. തെറ്റാണ്. ഹാഫ് വേവിൽ ഇൻപുട്ട് ഫ്രീക്വൻസി ഈക്വൽ ടു റിപ്പിൾ ഫ്രീക്വൻസി. റിപ്പിൾ ഫ്രീക്വൻസി. അടുത്തത് ഫുൾ വേവ് റെക്ടിഫയറിൽ എത്രയാണ് കൊടുത്തേക്കുന്നത്? 100 ആണ് ഔട്ട്പുട്ട്, ഇൻപുട്ട് 50 ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫുൾ വേവിൽ റിപ്പിൾ ഫ്രീക്വൻസി ഈക്വൽ ടു 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. അപ്പം ഇൻപുട്ട് ഫ്രീക്വൻസി 100 ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്ര വരണം? ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ത് വരണം? 200 വരണം. ദേ കൃത്യമായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് വേവിൻ്റെ കാര്യത്തിലും ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കാര്യത്തിൽ ഇതാണ്, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കാര്യത്തിൽ ഇതാണ്. നിങ്ങളൊന്ന് സ്ലൈഡ് കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് റിപ്പിൾ ഫ്രീക്വൻസി. ഇവിടെ 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് റിപ്പിൾ ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? റോങ് ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ കിട്ടിയേക്കുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ റോങ്. എല്ലാവരും കൂടി പറയും ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എന്താണ്? ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഏത് ചാപ്റ്റർ ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ലോസ് ഓഫ് മോഷൻ. നോക്കിയിരിക്കെ, ആസ് പെർ ദ ഗിവൺ ഫിഗർ എ വെയ്റ്റ്ലെസ് പുള്ളി, വെയ്റ്റ്ലെസ് ആണ് പുള്ളി, അറ്റാച്ച്ഡ് ടു ഡബിൾ ഇൻക്ലൈൻഡ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് 60 ഉണ്ട് 30 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് θ1 എന്ന് വിളിക്കാം, ഇതിനെ θ2 എന്ന് വിളിക്കാം. മാസ് M1 എന്ന് വിളിക്കാം, M2 എന്ന് വിളിക്കാം. കുഞ്ഞുങ്ങളെ ഫ്രീ ബോഡി ഡയഗ്രാം വേണം കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഇതിൻ്റെ എന്ത് ക്ലിയർ ആയിട്ടുള്ള. ഓക്കെ, നമുക്ക് M1G sin θ 60 ഇങ്ങോട്ടുണ്ട്, ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെൻഷൻ ഉണ്ട്, M2G sin θ2. ഇതെങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ പോണേ? ആൻറ്റി ക്ലോക്ക് വൈസിൽ. കാരണം എന്താ? ഇവിടെ 4 കിലോഗ്രാം ആണ്, 60 ഇൻക്ലിനേഷൻ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവിംഗ് ഫോഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ, ഡ്രൈവിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വെയിറ്റ് മൈനസ് റൈറ്റ് സൈഡിലെ വെയിറ്റ്. ഇതാണല്ലോ ഇതിനെ അനക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ 2 ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്യുമായിരിക്കും ചെയ്യണേ. ഇതാണ് അതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് പരിപാടി. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് M1G sin θ1 മൈനസ് M2G sin θ2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. M1 എത്രയാണ് ആൻസർ പറഞ്ഞ്? M1 4 ഇൻറ്റു 10 ഇൻറ്റു sin 60 √3/2 മൈനസ് 1 ഇൻറ്റു 10 ഇൻറ്റു sin 30 1/2 ഡിവൈഡഡ് ബൈ 5. നമുക്ക് വേണമെങ്കിൽ ഈ 10ഉം ഈ 5ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ എന്തായി? 2. ആ 2 ഈ 2ഉം കൂടി പോയി. ഈ 10ഉം ഇതും കൂടി കട്ട് ചെയ്തപ്പോൾ എന്തായി? പറ. 5. ആ 5ഉം 5ഉം പോയി. അപ്പോൾ ഒന്നുകൂടി പറയും, ഇതെത്രയായി? 4√3. മറ്റതിനകത്ത് ഒന്നുമില്ല. അപ്പോൾ 1. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആക്സിലറേഷൻ കിട്ടിയ ഏതെങ്കിലും ഒരു ഫ്രീ ബോഡിയിൽ കൊണ്ട്, ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്രീ ബോഡിയിൽ കൊണ്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ 1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1ൽ കൊണ്ട് നമ്മൾ ഇക്വേഷൻ കൊടുക്കാൻ പോവുക. M1A ഈക്വൽ ടു M1G sin θ1 മൈനസ് T. അപ്പോൾ T ഈസ് ഈക്വൽ ടു M1G sin θ1 മൈനസ് M1A. M1 എത്രയാ? 4. G എത്രയാ? 10 ഇൻറ്റു √3/2 മൈനസ് 4 ഇൻറ്റു A. ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു 4√3 മൈനസ് 1
ഓക്കെ ആണോടാ? ഓക്കെ ആണോടാ? ഓക്കെ ആണോടാ? ഈസ് ഈക്വൽ ടു, ഇത് വീണ്ടും കട്ട് ചെയ്തപ്പോൾ എന്ത് വന്നു? നമുക്കറിയാം 520 മൈനസ് 16√3 പ്ലസ് 4 ഇത് 4√3 പ്ലസ് 4 കോമൺ ഫാക്ടർ വെളിയിലേക്ക് എടുത്താൽ 4 × √3 പ്ലസ് 1. ഇതാണ് ടെൻഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് ടെൻഷൻ. ശരിയാക്കിയായിരുന്നോ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി തന്നെ ശരിയല്ലേ? 4 × √3 പ്ലസ് 1 ന്യൂട്ടൺ. 4 × √3 പ്ലസ് 1 ന്യൂട്ടൺ. അശ്വിൻ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എ പാർട്ടിക്കിൾ ഇൻ എ സർട്ടൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. അപ്പോൾ വർക്കിലൊരു പ്രോബ്ലം. പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് യു. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ് ഈസ്. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ കേസിലും പഠിച്ചിട്ടുള്ളതാണ്. ഒന്നും നോക്കാനില്ല. എഫ് ഈസ് ഈക്വൽ ടു, കുഞ്ഞുങ്ങളെല്ലാവരും കൂടി പറഞ്ഞേ, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു ബൈ ഡി ആർ. പക്ഷേ ഇവിടെ നമുക്കറിയാം എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു, കുഞ്ഞുങ്ങൾ പറ, മൈനസ് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 20y/z ഐ ക്യാപ്പ് പ്ലസ് വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 20x/z ജെ ക്യാപ്പ്. ഇസഡ് 1/z, അതിൻ്റെ ഡിഫറൻഷ്യൽ -1/z² മൈനസ് 20xy /z² കെ ക്യാപ്പ്. ഓക്കെ അല്ലേ? ഈ മൈനസ് നമുക്കൊന്ന് അകത്തേക്ക് കയറ്റാം. അങ്ങനെ തന്നെ ഓപ്ഷൻ കിടക്കുന്നത് 20y/z മൈനസ് ഉണ്ട് ഐ ക്യാപ്പ് മൈനസ് 20x/z ജെ ക്യാപ്പ് പ്ലസ് 20xy/z² കെ ക്യാപ്പ്. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ഏതാണെന്ന് പറ. ഇപ്പൊ തുടങ്ങിക്കോ, ഒന്നും പേടിക്കണ്ട, തുടങ്ങിക്കോ. ഓപ്ഷൻ ഏതാന്ന് പറ. അതിനല്ലേ സൈലം നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. എത്ര പാക്കേജുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. ഇത്രയും നാൾ തന്നു. അങ്ങനെ നമ്മുടെ ജീനിയസിൻ്റെ 99 ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ അടുത്തതിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏത് കിട്ടി? ബി കിട്ടി. സെറ്റല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വിൽ ബി ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എ i + j + k ഓൺ വെക്ടർ ബി? അപ്പോൾ ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്? മോഷനെ പറഞ്ഞോളൂ. മോഷനെ പ്ലെയിൻ. അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എ കോസ് തീറ്റയാണ്. അപ്പോൾ എ കോസ് തീറ്റയ്ക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കൂടി പറയണം. അപ്പോൾ പ്രൊജക്ഷൻ ഈക്വൽ ടു എ കോസ് തീറ്റ ഇൻറ്റു ബി ക്യാപ്പ്. ബിയുടെ ഡയറക്ഷൻ അല്ലേ? ബിയുടെ ഡയറക്ഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പറഞ്ഞോ. എ കോസ് തീറ്റ ഇൻറ്റു ബി ക്യാപ്പ് എന്ന് പറയുമ്പോൾ വെക്റ്റർ ബി ബൈ മാഗ്നിറ്റ്യൂഡ് ബി. ഇതും മാഗ്നിറ്റ്യൂഡാണ്. ഇനി കോസ് തീറ്റ ഇല്ല. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എ ഡോട്ട് ബി ബൈ എന്താണ്? എ ബി അല്ലേ? എ ഡോട്ട് ബി എന്താ? എ ബി കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്താ? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എന്താ? എ ബി. ഇതും എന്താണ്? മാഗ്നിറ്റ്യൂഡുകളാണ്. ഇൻറ്റു വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഓരോന്നിനും വേണമെങ്കിൽ എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്ത് കളയാം. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ എ ഡോട്ട് ബിയുടെ ആൻസർ പറഞ്ഞേ. എ ഡോട്ട് ബിയുടെ ആൻസർ പറഞ്ഞേ. എ ഡോട്ട് ബി ഒന്നുകൂടി എഴുതിയേക്കാം. എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ബി ഇൻറ്റു വെക്റ്റർ ബി. ഓക്കെ, എ ഡോട്ട് ബി പറഞ്ഞേടാ 1 + 1 ഡിവൈഡഡ് ബൈ എയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? അതൊന്ന് തമാശയ്ക്ക് എഴുതുന്നേ ഉള്ളൂ. √3. ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? √2. അപ്പോൾ ഇവിടെ √2 ഇൻറ്റു √2 ഇൻറ്റു വെക്റ്റർ ബി i + j. അപ്പം നമുക്കറിയാം ഇത് 2/2 ആണ് ഇൻറ്റു i + j ആണ്. ഇത് ചെയ്തായിരുന്നോ നിങ്ങൾ? അപ്പോൾ ആൻസർ എന്ത് വരും? i + j. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ എന്താ? ഡി. ഇത് പല പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ചെയ്യാൻ ശരിക്കും ബാധ്യസ്ഥരാണത്. i + j. ഓപ്ഷൻ ഡി ആണ്. തെറ്റിച്ചിട്ടുള്ള കുട്ടികൾ പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക.
ഒന്നുകൂടി പറയുന്നു, പ്രൊജക്ഷൻ എന്ന് പറയുന്നത് a cos θ ആണ്. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ കൂടി പറയണം. അപ്പോൾ b ക്യാപ്പ് കൂടി പറയണം. യൂണിറ്റ് വെക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. പ്രശ്നം തീർന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. എ പോയിന്റ് മൂവ്സ് അലോങ് ദ ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് r, വെലോസിറ്റി v ഈക്വൽ ടു, ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്, ഇത് a ആണ്. ആൽഫ എന്ന് പറയുന്നത് a എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. ഈസ് എ കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ അല്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. ഫൈൻഡ് ദ ആംഗിൾ ആൽഫ. കണ്ടോ, ആൽഫ വേറെ വന്നിട്ടുണ്ട് ഇവിടെ. ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത് ബിറ്റ്വീൻ ദ വെക്ടർ ഓഫ് ടോട്ടൽ ആക്സിലറേഷൻ ആൻഡ് വെക്ടർ ഓഫ് വെലോസിറ്റി. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ വരച്ചിട്ടുണ്ട്. നോക്കൂ, മക്കൾക്കറിയാം ഇതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, ഇതാണ് എന്ത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. കാര്യം എന്താ, ഇത് യൂണിഫോം സർക്കുലർ മോഷൻ അല്ല. അപ്പം ഇതാണ് എന്ത് ടോട്ടൽ ആക്സിലറേഷൻ. അപ്പോൾ ഈ ടോട്ടൽ ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ തീറ്റ, ഇതിനെയാണ് അവർ ആൽഫ എന്ന് വിളിച്ചേക്കുന്നത്. ഓക്കെ ആയിക്കാണ്. അപ്പം നമുക്ക് ടാൻ ആൽഫ എടുക്കണം. എന്തെടുക്കണം? ടാൻ ആൽഫ. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? എ ടി. എന്നാലേ ആൽഫ കിട്ടുള്ളൂ. ഇത്രയും ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണോ? അപ്പം നമുക്ക് തുടങ്ങിയേക്കാം. ഇവർ തന്നേക്കുന്നു വി ഈക്വൽ ടു, ഞാൻ തിരുത്തുകയാണ്, എ റൂട്ട് എസ്. ഒന്ന് സ്ക്വയർ ചെയ്തു. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എസ്. രണ്ട് സൈഡും ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. 2 ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. ഇത് ഞാനൊന്ന് ബോക്സ് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് വെച്ചേക്കുവാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് ആക്സിലറേഷൻ ടാൻജൻ്റാണ് വേണ്ടത്. എ ടി ഈക്വൽ ടു എന്താണ്? ഡി വി ബൈ ഡി ടി ആണ്. ഡി വി ബൈ ഡി ടി ആണ്. ഞാനൊരു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ സ്റ്റെപ്പാക്കി തന്നേ ഉള്ളൂ. അപ്പം ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി വി അല്ലേ? അപ്പോൾ വി ഇൻറ്റു എന്ത് കിട്ടി? ഡി വി ബൈ ഡി എക്സ് കിട്ടി. ഇതാണ് എ ടി. ഇതിൻ്റെ വാല്യൂ നേരത്തെ ബോക്സിൽ കിടപ്പുണ്ട്, എ സ്ക്വയർ ബൈ 2. അപ്പം ഇതാണ് എന്ത്? എ ടി. അടുത്ത ബോക്സ് നമ്മളാക്കി. ഓക്കെ ആണോ? അപ്പം എ ടിയുടെ വാല്യൂ എന്താണ്? എല്ലാവരും കൂടി പറയുക, എ സ്ക്വയർ ബൈ 2. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട എ സി. നോക്കും, എ സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വി സ്ക്വയർ ബൈ ആർ, ആർ ഒമേഗ സ്ക്വയർ വി ഒമേഗ. എല്ലാ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വി സ്ക്വയർ ബൈ നമുക്ക് എന്തെടുക്കാം? ആർ എടുക്കാം. വി സ്ക്വയർ എത്രയാണെന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. വി സ്ക്വയർ എ സ്ക്വയർ എസ്, എ സ്ക്വയർ എസ് ബൈ ആർ. ഓക്കെ അല്ലേ? എ സ്ക്വയർ എസ് ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് എ സി. അപ്പം ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, ഒന്നുകൂടി പറയും, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എ സി ബൈ എ ടി ഈക്വൽ ടു എ സ്ക്വയർ എസ് ബൈ ആർ ഇൻറ്റു എ ടി, എ സ്ക്വയർ ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടി 2s ഡിവൈഡഡ് ബൈ ആർ. Therefore ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2s ബൈ ആർ. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഓപ്ഷൻ ഏതാണെന്ന് പറയും? 2s ബൈ ആർ, ടാൻ ഇൻവേഴ്സ് 2s ബൈ ആർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ശരിയാക്കിയായിരുന്നോ? ഓപ്ഷൻ ബി ആണ്, 2s ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ആരും ഇതിന് മാത്രം കമൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത് നമുക്കറിയാം, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഒരു പ്രോബ്ലമാണ്. നോക്കിയിരിക്കുക, ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്, പക്ഷേ വലിയ ശല്യമില്ല. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കൂട്ടത്തിലൊരു കറണ്ട് കൂടിയുണ്ട്. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആദ്യമേ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, 10/6 ഈക്വൽ ആണോ എന്ന് നോക്കുക. 5/3 ഇത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? 5/3 തന്നെ കിട്ടി. അപ്പോൾ ഇത്രയും സാധനം എന്താണ്? വീസ്റ്റൺ ആണ്. ശരിയല്ലേ? അപ്പോൾ വീസ്റ്റണിൻ്റെ കേസിൽ എന്താ പറ്റിയേക്കണേ? 10 + 6 പാരലൽ ടു 5 + 3. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം.
ഓക്കെ അല്ലേ കുഞ്ഞുങ്ങൾ പറഞ്ഞു? ഇതിൻ്റെ ആൻസർ എ ആണോ? അത് തന്നെ, വെരി ഗുഡ്. ABCDEFG. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാൻ പോകുന്നത് 16 പാരലൽ 8. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 16/2+1 ആണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ 16/3. ഇതാണ് അതിൻ്റെ മാത്രം ആർ എഫക്റ്റീവ്, ഇതിൻ്റെ മാത്രം. ആ 16/3 പാരലൽ ടു 16 വീണ്ടും, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് പരിപാടി എന്ന് പറയുന്നത് 16/4 ആണ്, ഈസ് ഈക്വൽ ടു 4. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബിഗ് ഡിവൈഡഡ് ബൈ n+1 എന്ന് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. ബിഗ് ഡിവൈഡഡ് ബൈ n+1. ശരി, അങ്ങനെ ഒന്നെങ്കിൽ ചെയ്യാം, അതാണ് ഏറ്റവും ഷോർട്ട് കട്ട് പരിപാടി. അല്ലെങ്കിൽ R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 ചെയ്താൽ മതി. ഇനി അപ്പം ഇപ്പം എന്തോരായി? ഇത്രയായി. എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇത്രയത്തിൻ്റെ ആയി. ഇത്രയത്തിൻ്റെ ആൻസറാണ് ഈ കിടക്കുന്നത്. ഇനി അവനും 1ഉം തമ്മിൽ എങ്ങനെയാണ്? സീരീസാണ്. ഇപ്പം ഈ 4ഉം 1ഉം സീരീസാണ്. അപ്പോൾ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പറ, 5. ആർ എഫക്റ്റീവ് 5 ഉള്ള ഓരോ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പമായി വന്നു. ഓപ്ഷൻ എ ടിക്ക് ചെയ്യാം, ഓപ്ഷൻ എ ടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയും ചടങ്ങാം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം പറഞ്ഞോളൂ? I ഈസ് ഈക്വൽ ടു V/R എഫക്റ്റീവ്. V എത്രയാണ് പറഞ്ഞോളൂ? 60/R എഫക്റ്റീവ് എത്രയാണ്? 5. ഇപ്പം മെയിൻ കറണ്ട് എന്ന് പറയുന്നത് 12 ആംപിയർ ആണ്, I മെയിൻ. ഈ I മെയിൻ നമുക്കിനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തിലേക്കൊക്കെയാണ് പോകാൻ പോകുന്നത്? ഇവിടെ നിന്ന് വന്നതാണ് I മെയിൻ 12 ആംപിയർ. അത് I മെയിൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വന്നതാണ് 12 ആംപിയർ. അതിവിടെ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എത്രയൊക്കെ വീതമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നോക്കിക്കുക. 16ഉം 16/3. 16ഉം പറ 16/3. ഒന്നെങ്കിൽ കറണ്ട് ഡിവിഷൻ റൂള് I ഡിവൈഡഡ് ബൈ R1 + R2 × R2 ചെയ്താൽ മതി. അപ്പോൾ I1ഉം I2ഉം കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 9 നമുക്ക് 12 അല്ലേ? 12നെ 4ആയിട്ട് കട്ട് ചെയ്യാം, 3. 12നെ 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 3. ആ 3ലെ 3 ഭാഗം നമുക്ക് ഇവിടെ കൂടി കയറി വരും. അപ്പോൾ 6 ആംപിയർ 8ൽ വരും അല്ലല്ലോ. 3 ആംപിയർ 16ൽ വരും. 16ൽ 3 ആംപിയർ വരും. ബാക്കി 9 ആംപിയർ ഇവിടെ കയറും. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ ജംഗ്ഷനിൽ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ കൊടുത്താൽ നമുക്കറിയാം ഇതിന് മൊത്തം എത്ര പീസാണ്? ഒരു 16ഉം ഒരു 16/3. അപ്പോൾ 4 പീസ് ഉണ്ടെന്ന് കരുതുക. അപ്പം 3 ആണ് ഒരു പീസിൽ. 16ൽ അപ്പോൾ മറ്റതിൻ്റെ അകത്ത് 3 ടൈംസ് കയറണം. 16/3 ആണ്. അപ്പോൾ 3യുടെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ 9. ഇത് 3 × 3 വരും. ഇത് 3 × 1 വരും. ഓക്കെ ആവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ കറണ്ട് ഡിവിഷൻ റൂൾ കൊടുക്കുക. ഓക്കെ, ഇനി ഈ 9 നമുക്ക് വീണ്ടും എത്രയാകുകയാണ്? ഇവിടുത്തെ ആർ എഫക്റ്റീവ് എത്രയായിരുന്നു? 10 + 6 16. ഇവിടുത്തെ എത്രയായിരുന്നു? 8. അപ്പോൾ അതും 3ആയിട്ട് കട്ട് ചെയ്തു. 3ൽ 2 ഭാഗം എവിടെ കയറണം? താഴത്ത് കയറണം. അപ്പോൾ 6 ആംപിയർ ഇങ്ങോട്ട് പോകും. ഇത് 3 × 2 എന്നുള്ള കൺസെപ്റ്റ്. ഇത് 3 × 1 എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? പറ, 3 ആംപിയർ. ഓക്കെ അല്ലേ? ഇത് എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ 3 ആംപിയർ. ആൻസർ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, 3 ആംപിയർ. കറണ്ട് ഇൻ 6 ഓം റെസിസ്റ്ററായി ചോദിച്ചേക്കണേ. അതെന്ന് പറഞ്ഞാൽ മേളത്തെ സർക്യൂട്ടിൽ ഇത് 3 ആംപിയർ. ആർ എഫക്റ്റീവ് എത്രയായിരുന്നു? 5 ഓം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. അത് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ലോജിക്കലി ചിന്തിച്ചാൽ പെട്ടെന്ന് തീരും. അതല്ല കറണ്ട് ഡിവിഷൻ റൂൾ കൊടുക്കാനാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ആൻസർ ചെയ്ത് നോക്കുക. ഇതും അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രോബ്ലം ആണ്. കറണ്ട് തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. ഇത്രയും മതി. എനിക്കിത് ഇതും കൂടി വേണം, ആംഗിൾ കൂടി വേണം. ബി സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? ബി സെൻറ്റർ ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π × I⁻r. ആ തീറ്റ 2π ആകുമ്പോൾ സർക്കിൾ കിട്ടും. ഇവിടെ പക്ഷെ തീറ്റ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 3π/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 10⁻⁻⁷. I എത്രയാണ് മക്കൾ പറ? I = 10 ആംപിയർ. I = എന്താ? 10 ആംപിയർ × 3π/2
ബൈ 6 3 സെൻറ്റിമീറ്റർ 3 ഇൻറ്റു 10 റേസ് ടു -2. അപ്പോൾ ഈ 3യും ഈ 3യും കട്ട്, ഈ 2ഉം 10ഉം കട്ട് 5. അപ്പോൾ 5π ഇൻറ്റു 10 റേസ് ടു -5. ഈ 5π എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 15.7 പഠിച്ചേ പറ്റും. ഇൻറ്റു 10 റേസ് ടു -5. ആൻസർ 1 പോയിൻ്റ് ആണ്. അപ്പോൾ 1.57 ഇൻറ്റു 10 റേസ് ടു -4. അങ്ങനെ ഒരു ആൻസറേ ഉള്ളൂ, അങ്ങനെ ഒരു ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ എ. ഇത് ചെയ്തായിരുന്നോ? ഇത് കറക്റ്റ് ചെയ്തായിരുന്നോ? അതേ കണ്ടോ, ആൻസർ ഇട്ടിട്ടുണ്ട് കുട്ടികൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതും ചെയ്തു നോക്കുക കേട്ടോ, അതും ചെയ്തു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഫ്ലാസ്ക് കണ്ടെയ്ൻ ആർഗൺ ആൻഡ് ഓക്സിജൻ. ഇതപ്പോൾ എത്രയാ ഡിഗ്രി ഓഫ് ഫ്രീഡം? ഇത് മോണോ അറ്റോമിക് ആണ്, ഇത് ഡയറ്റോമിക് ആണ്. 3:2 റേഷ്യോയിലുണ്ട്, ശരിയല്ലേ? കെപ്റ്റ് അറ്റ് 27 ഡിഗ്രീസ് ടെമ്പറേച്ചർ സെയിം ആണ്. അടുത്ത ദ റേഷ്യോ ദെയർ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഈസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ വേണ്ടത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂളാണ്. ഫുൾ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോണോ ഡയ എല്ലാ കാര്യങ്ങളും. ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ, ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഹാഫ് kBtt ആണ്, F/2 kBtt ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ബൈ മോളിക്യൂള്, കൈനറ്റിക് എനർജി ബൈ മോളുണ്ട്, മോളിക്യൂളുണ്ട്, ഗ്രാമുണ്ട്. പഠിച്ചു വെച്ചോണം, അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ തന്നേക്കുന്നത്, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ F/2 kB ഇൻറ്റു ടി, ഓർത്തിരിക്കാമല്ലോ, F/2 kBt. മറ്റേത് F/2 RT ആണ്, ഇത് kBtt ആണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക, ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം 1/2 ചെയ്യുവാണെങ്കിൽ മോണോ ബൈ ഡയ, മോണോയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3/5. അപ്പോൾ ആൻസർ 3/5. ആൻസർ 3/5. ഓക്കെ അല്ലേ? ഇത് ചെയ്തായിരുന്നോ? കറക്റ്റ് ചെയ്തായിരുന്നോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് ആണ്. ദ വിഡ്ത്ത് ഓഫ് സ്ലിറ്റ് ഈസ് മെയ്ഡ് ഡബിൾ. അപ്പോൾ ഡി ഡാഷ് എന്ന് പറയുന്നത് 2D ആക്കി. അപ്പോൾ ബീറ്റ ഡാഷ് എന്ത് വന്നു? ഇൻറ്റൻസിറ്റിക്ക് എന്ത് വന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ബീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/d ആണ്. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് 2D ആക്കിയാൽ ബീറ്റ ഡാഷ് ബൈ ബീറ്റ എന്ന് പറയുന്നത് പറയാം d/2d ആണ്. അപ്പോൾ ഡിയും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പോൾ ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് β/2 ആവും. ഇത് അധികം ജസ്റ്റ് ചെയ്യാവുന്ന പ്രോബ്ലം അല്ലേ? ഇനി നമുക്കറിയാം സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കൂടിയാൽ ആംപ്ലിറ്റ്യൂഡ് കൂടും. ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് ഡബിൾ ആക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്തായി? 2a ആയി. ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a സ്ക്വയറാണ്. അപ്പോൾ I'/I = 4 വരും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. അപ്പോൾ I' = എന്തായിരിക്കും? പറ 4i. വലിയ സംഭവമില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ് പറയാവോ? ഓപ്ഷൻ ഏതാണെന്ന് പറയാവോ? വിഡ്ത്ത് ഓഫ് സെൻട്രൽ ബ്രാഞ്ച് ഈസ് ഹാഫ്ഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ബിക്കം 4 times. ഓപ്ഷൻ ഏതാ? ബി ആണ്. സിമ്പിളാണത്. ഇതിൽ കോംപ്ലിക്കേറ്റഡ് ഒക്കെ വരാൻ കേട്ടോ, ജെയ്ക്ക് വരാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മാത്സ് ഫോളോയിങ് ചെയ്യാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ പഠിച്ചല്ലേ പറ്റുള്ളൂ. ആൻസർ ഇനിയെങ്കിലും പറയാവോ? പെട്ടെന്ന് ചാടി പറയാവോ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് m⁻⁻⁴ L³ T⁻². പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറയാവോ? mL² T⁻⁻1 പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അങ്ങനെ ഓരോന്നും നിങ്ങൾ പഠിച്ചോണം. അപ്പോൾ എയുടെ സ്ഥാനത്ത് 2 ആണ്. എയുടെ സ്ഥാനത്ത് ആരാണ്? 2 ആണ് വരേണ്ടത്. അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അത് എനർജി തന്നെയല്ലേ? എനർജിയുടെ mL² T⁻². അപ്പോൾ ഇത് 4 ആണ് വരേണ്ടത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അത് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. അപ്പോൾ അത് 3 ആണ്. ഇനി അതിൻ്റെ ട്രിക്ക് നമ്മൾ പൊട്ടൻഷ്യൽ പഠിക്കുന്നതിലാണ് ട്രിക്ക്. V = പണ്ട് പഠിച്ചിട്ടുണ്ട് ED. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി × R. ഇതിൻ്റെ ഡയമെൻഷൻ എന്താ? L T⁻².
ഇതിൻ്റെ ഡയമെൻഷൻ എന്താ? L. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ എന്താ? L²T⁻². ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഏതാ? ഓപ്ഷൻ 1 ആണ്. അല്ല, ഫസ്റ്റ് മാത്സ് ഫോളോയിങ്ങിൽ ഫസ്റ്റ് ആണ്. ചെയ്തായിരുന്നോ? അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും വരാൻ പോണേ? ഓപ്ഷൻ ഏതായിരിക്കും വരാൻ പോകുന്നേ? A2. ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. B4 ഇതുണ്ട്. C1. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? A ആയിരിക്കും. ഓപ്ഷൻ ഏതായിരിക്കും പറ? A ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. പിച്ച്. അപ്പോൾ വീണ്ടും നമ്മൾ ഏത് ചാപ്റ്ററിലേക്ക് തന്നെ കയറി? മെഷറിംഗ് ഡിവൈസസിലേക്ക് കയറി. ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പിച്ച് ഓഫ് ദ സ്ക്രൂ ഗേജ് ഈസ് 1 millimeter. അപ്പോൾ പിച്ച് സ്കെയിൽ 1 millimeter നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളത് തന്നെ. അതുപോലെ തന്നെ ഹെഡ് സ്കെയിലിൽ 100 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ തന്നെ ലീസ്റ്റ് കൊണ്ട് കിട്ടിക്കഴിഞ്ഞു. പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഈസ് ഈക്വൽ ടു പിച്ച് 1 millimeter ആണ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ സാധാ സ്ക്രൂ ഗേജ് ആയത്. അപ്പോൾ 0.01 millimeter ആണ് ലീസ്റ്റ് കൊണ്ട്. ഇനി എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് പറയും. വെൻ നത്തിങ് ഈസ് പുട്ട് ബിറ്റ്വീൻ ദ ജോസ് 0 ഓഫ് ദ സർക്കുലർ സ്കെയിൽ ലൈസ് 8 division ബിലോ. അപ്പോൾ നമ്മുടെ ഇതാണ് 0 ലൈൻ എങ്കിൽ സർക്കുലർ ലൈനിൻ്റെ 0 ഇവിടെയാണ് കിടക്കണേ. അപ്പോൾ ഇത് 1 2 3 4 5 6. അപ്പോൾ ഇത് +8. അപ്പം ഞാൻ ഇങ്ങനെ തരാം നിങ്ങൾക്ക്. കണ്ട റീഡിങ് +8. അപ്പം 0 എറർ എന്ന് പറയുന്നത് 8 കൂടുതൽ. അപ്പം 0 കറക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞോളൂ -8 ചെയ്യണം. ഇനി നിങ്ങൾ പറയും PSR എത്രയാണ്? PSR എത്രയാണ് മക്കൾ പറഞ്ഞേ? PSR പിച്ച് സ്കെയിൽ റീഡിങ് ഫസ്റ്റ് ലീനിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് ക്ലിയർലി ഒബ്റ്റൈൻഡ്. അപ്പോൾ 1 millimeter ആണ്. ഇനി ഹെഡ് സ്കെയിൽ റീഡിങ് എത്രയാണ്? പറഞ്ഞോളൂ 72. കറക്റ്റഡ് ഹെഡ് സ്കെയിൽ റീഡിങ് എന്താണ്? 72 മൈനസ് എന്ത് ചെയ്യണം? 8. അപ്പോൾ എത്ര കിട്ടും? 64. ശരിയല്ലേ? അപ്പം ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC. നമ്മൾ കറക്റ്റ് പ്രാക്ടിക്കൽ മെത്തേഡിൽ തന്നെ ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു 1 പ്ലസ് കറക്റ്റഡ് HSR എന്ന് 64 ഇൻറ്റു 0.01 millimeter. ഇത് മില്ലിമീറ്ററിലാണ്. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു 1 ഇത് പ്ലസ് ആണ് 1.64 millimeter. അപ്പോൾ റേഡിയസ് കിട്ടണമെങ്കിൽ ഡയമീറ്റർ ബൈ 2. ഇവിടെ കൊണ്ട് നിർത്തി കളയരുത്. 1.64 millimeter ബൈ 2 0.82 millimeter. ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 0.82 millimeter ഓപ്ഷൻ 1 ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും സിമ്പിൾ മാർഗം. നിങ്ങൾ കണ്ട റീഡിങ് 0 റീഡിങ്. അപ്പം നിങ്ങളുടെ തെറ്റ് 0 എറർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 0 കറക്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ റീഡിങ് എടുത്ത് പോയാൽ മതി. ഇതാണ് ഏറ്റവും സിമ്പിൾ മാർഗം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ സൈസ് ഓഫ് ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ഈസ് അറ്റ് ഇൻഫിനിറ്റി. അപ്പം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. അതിൻ്റെ സൈസ് കോൺവെക്സ് ലെൻസ് ഫോക്കൽ ലെങ്ത് 2 centimeter. അപ്പം ഇതാണ് ഇമേജിൻ്റെ സൈസ്. ഇനി എന്നാ പറഞ്ഞേക്കുന്നത്? ഇഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത്. അപ്പം ഇനി അവിടെ കൊണ്ടൊരു കോൺകേവ് ലെൻസ് വയ്ക്കാൻ പോവാം. അതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് ഇമേജ് at a distance of 26 centimeter from the convex lens. Calculate the new size of the image. അപ്പോൾ ആദ്യത്തെ ഇമേജ് ആണ് കോൺകേവിന് ഒബ്ജക്റ്റ് ആകുന്നത്. ആദ്യത്തെ ഇമേജ് കോൺകേവിന് ഓക്കേടാ നിജിൽ ഓക്കെ കോൺകേവിന് എന്താകുന്നത്? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇമേജിലേക്ക് പോന്നാൽ മതി. ഇമേജ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ 3/u ഉണ്ട്, HI/HOU ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ഇതാണ് ഇമേജ്. രണ്ടാമത്തെ കേസിൽ ഈ ഇമേജ് അവൻ്റെ എന്തായി? ഒബ്ജക്റ്റായി. ഇത് ടോട്ടൽ എത്രയായിരുന്നു? 30 ആയിരുന്നു. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കോൺവെക്സ് ലെൻസിൽ നിന്ന് 26 മാറി അയച്ചേക്കുന്നത്. അപ്പോഴും ഇമേജ് സ്ക്രീൻ മാറ്റിയിട്ടില്ല. അപ്പോഴും എന്ത് മാറ്റിയിട്ടില്ല? സ്ക്രീൻ മാറ്റിയിട്ടില്ല. അപ്പോഴും കോൺവെക്സ് ലെൻസും എന്ത് ചെയ്തിട്ടില്ല? മാറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 centimeter ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ മക്കൾ പറ, ഇതാണ് ഏറ്റവും സിമ്പിൾ.
കോൺകേവ് ലെൻസിൻ്റെ കേസിൽ യു ഡാഷ് എന്ന് പറയുന്നത് ഈ 4 സെൻറ്റിമീറ്റർ, അതും പോസിറ്റീവാണ്, കാര്യം അത് റൈറ്റ് സൈഡിൽ തന്നെയല്ലേ. പക്ഷെ അവൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് 20, അത് -20. അവൻ്റെ വി ഡാഷ് കിട്ടിയ പ്രശ്നം പകുതി തീർന്നു. അപ്പോൾ വി ഡാഷാണ് ക്വസ്റ്റ്യൻ. വി ഡാഷ് കണ്ടുപിടിക്കാൻ ഷോർട്ട് ഇക്വേഷൻ എന്താ? UF ഡിവൈഡഡ് ബൈ U+F. പക്ഷേ U എത്രയാ? +4 ഇൻറ്റു F എത്രയാ? -20 ഡിവൈഡഡ് ബൈ U+F. 4 -20 അപ്പോൾ 16. 16ഉം 4ഉം തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എത്രയാ? 4. 20ഉം 4ഉം തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എത്രയാ? 5. അപ്പോൾ ഇപ്പോഴും ഏത് സൈഡിൽ തന്നെയാ? റൈറ്റ് സൈഡിൽ തന്നെ ഇമേജ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ M ഡാഷ് എത്രയാന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ, ഇമേജ് ഡാഷ് ബൈ ഒബ്ജക്റ്റ് ഡാഷ് ഈസ് ഈക്വൽ ടു 5/4. ശരിയല്ലേ? ഇനി ഞാനൊരു ട്രിക്ക് കൂടി എടുക്കാൻ പോവാം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ. M = V ഡാഷ് ബൈ U ഡാഷ് ഈക്വൽ ടു HI ഡാഷ് ബൈ HO ഡാഷ്. ആദ്യത്തവൻ്റെ ഇമേജാണ് ഇവൻ്റെ ഒബ്ജക്റ്റ്. അപ്പം HO ഡാഷ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. നോക്ക്, 2 സെൻറ്റിമീറ്റർ ആണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് HI ഡാഷ് കിട്ടുമല്ലോ. ഒന്നുകൂടി പറയും, ഇത് 5/4 അല്ലേ? ഓക്കെ, 5/4 ഈക്വൽ ടു HI ഡാഷ് ബൈ 2. അപ്പോൾ HI ഡാഷ് ഈക്വൽ ടു 5 × 2 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 5/2 ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ ആയോടാ? ദേ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം കിട്ടിക്കഴിഞ്ഞു. കണ്ടോ? 2.5 സെൻറ്റിമീറ്റർ. മാറിപ്പോയി, സോറി, 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. കുറേ പേര് ശരിയാക്കിയിട്ടുണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കിയിരിക്കാം. 2 ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് collide inelastically. The maximum amount by which their combined kinetic energy is reduced. ഇതിൻ്റെ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കിയേക്കാം. ഇത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം നെഗറ്റീവാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കൈനറ്റിക് എനർജി. അപ്പം ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആദ്യത്തവൻ്റെയും രണ്ടാമത്തവൻ്റെയും, ഇവന്മാർ രണ്ടുപേരും എന്തി കിടക്കുക? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കിടക്കുക. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കിടന്നാൽ ഇതിൻ്റെ എനർജി എത്രയാ? 13.6. ഇവൻ്റെ എത്രയാ? 13.6. മൈനസ് ഇല്ല, മാഗ്നിറ്റ്യൂഡാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 27.2 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ദ മാക്സിമം എമൗണ്ട് ബൈ വിച്ച് ദെയർ കമ്പൈൻഡ് കൈനറ്റിക് എനർജി ഈസ് റെഡ്യൂസ്ഡ്. കൊളീഷൻ എന്താണ്? ഇന്നിലാസ്റ്റിക് ആണ്. അപ്പോൾ ഒരുത്തൻ, ഈ 2 പേരിൽ ഒരുത്തൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അത് n=2 പോകും. ഇവൻ അവിടെ തന്നെ കിടക്കും, ഗ്രൗണ്ടിൽ തന്നെ കിടക്കും. അപ്പം ടോട്ടൽ എനർജി ഫൈനൽ എന്ത് വരും? പറഞ്ഞോളൂ. ടോട്ടൽ എനർജി ഫൈനൽ എന്ത് വരും? 13.6 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 13.6 ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾക്കറിയാം എത്രയാണെന്ന്? 3.4 ആണ്ടല്ലേ? 3.4 നമ്മൾ സെക്കൻഡ് ലെവലിൻ്റെ എനർജി 3.4 പ്ലസ് 13.6. അപ്പോൾ ആൻസർ എത്ര വരും? 17. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 27.2 മൈനസ് 17 ഈസ് ഈക്വൽ ടു 10.2 ഇലക്ട്രോൺ വോൾട്ട്. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട് 10.2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അതും ചെയ്ത്, അത് കണ്ടോ? അതാരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് വിട്ടു. ഓക്കെ, അടുത്തത് തെർമോഡൈനാമിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം സ്റ്റേറ്റ് I ടു സ്റ്റേറ്റ് F. അപ്പോൾ ഇതാണ് I എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് മാറ്റിയത്. അത് 2 റൂട്ടിലൂടെ മാറ്റി, ഇങ്ങനെയും മാറ്റി. ഓക്കെ, ആദ്യത്തെ പാത്തിൽ എലോങ് ദ പാത്ത് IAF QW തന്നിട്ടുണ്ട്. ഡെൽറ്റ Q നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ല യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയണേ? ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U
പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇതെപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ്, കാരണം ഇവൻ ഒരേ സ്റ്റേറ്റിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ വൺ മൈനസ് ഡെൽറ്റ ഡബ്ല്യു വൺ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ടു. ശരിയല്ലേ? ഡെൽറ്റ ക്യൂ വൺ എത്രയാണ്? 50 മൈനസ് ഡെൽറ്റ ഡബ്ല്യു വൺ എത്രയാണ്? 20 ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ടു എത്രയാണ്? 36 മൈനസ് ഡെൽറ്റ ഡബ്ല്യു ടു. Therefore delta W2 equal to 36 minus 30. ആൻസർ ഇല്ല, ജൂൾ. ഓക്കെ, അപ്പോൾ 6 ജൂൾ ആണ് ആൻസർ. 6 ജൂൾ ഉണ്ട്. സോറി 6 കാലറി. നമ്മൾ ആൻസർ പറയുന്ന കാലറിയിലാണല്ലോ, 6 കാലറി. ഓക്കെ, അതും ചെയ്യണം കേട്ടോ. ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഇനി പഠിക്കണം. നമുക്കുള്ള ഓരോ ചൂണ്ടുവലകയാണ് ഇതൊക്കെ. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. എനർജി ഈസ് റിലീസ്ഡ് വെൻ, ന്യൂക്ലിയയുടെ ക്വസ്റ്റ്യൻ ആണ്. ഹെവി ന്യൂക്ലിയൈ അണ്ടർഗോ ഫിഷൻ. ഇപ്പോൾ യുറേനിയം ഫിഷനിൽ എനർജി റിലീസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പെർ ഫിഷൻ 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പുറത്തേക്ക് വരും എന്നൊക്കെ. ലൈറ്റർ ന്യൂക്ലിയർ അണ്ടർഗോ ഫ്യൂഷൻ. അപ്പോഴും എനർജി എന്ത് ചെയ്യപ്പെടും? റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ? കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 2. ഫോർ ഹെവി ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഒരു എലഫന്റിന്റെ മുതുക് പോലത്തെ കർവ. ശരിയല്ലേ? ഇതാണ് അയണിന്റെ റീജിയൻ. 8.6 ഒക്കെ വരുന്നത്. ഇത് 7.6 അടുത്ത് വരും. ഓക്കെ, ഫോർ ഹെവി ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇസഡ്. അല്ലല്ലോ, ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, പണ്ടെങ്ങാണ്ടും ചോദിച്ചിട്ടുള്ള. ഡിക്രീസസും ആകാം, ഇൻക്രീസസും ആകാം. വൈൽ ലൈറ്റർ ന്യൂക്ലിയർ ഇറ്റ് ഡിക്രീസസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? റോങ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ്. ഓക്കെ, അപ്പം ഓപ്ഷൻ അതും കിട്ടിക്കാണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളൂ. വൺ എൻഡ് ഓഫ് എ യൂണിഫോം വയർ ഓഫ് ലെങ്ത് എൽ. ഇത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിലും കൂട്ടാം, ലോസ് ഓഫ് മോഷനിലും കൂട്ടാം. ലെങ്ത് എത്രയാണ്? എൽ. വെയിറ്റ് എത്രയാണ്? ഡബ്ല്യു. അതിൻ്റെ ബോട്ടത്തിൽ വീണ്ടും എന്തും കൂടിയുണ്ട്? W1. നമുക്ക് വേണ്ട എസ് ആണ് ക്രോസ് സെക്ഷൻ ഏരിയ. നമുക്ക് വേണ്ടത് സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എത്ര ഹൈറ്റിലാണ്? 3L/4. നമുക്കറിയാം സ്ട്രെസ് സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോട്ടം മാസ് മാത്രമേ ഉള്ളൂ. ബോട്ടം മാസ് മാത്രമേ എന്ത് സപ്ലൈ ചെയ്യുന്നുള്ളൂ? സ്ട്രെസ് സപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിന്മേലുള്ള മാസ് സ്ട്രെസ് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഒരു വയർ ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ ബോട്ടത്തിൽ മാസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് ലൂസായിട്ട് കാറ്റ് വരുമ്പോൾ ആടും. അപ്പം ടെൻഷൻ ഇല്ല. അപ്പം ബോട്ടം മാസാണ് ടെൻഷൻ സപ്ലൈ ചെയ്യണത്. അപ്പം നമ്മുടെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്, മക്കൾ ശ്രദ്ധിച്ചോളൂ, ഇതാണ് റെഫറൻസ് ലൈൻ. ഞാൻ പറയുന്നു എൽ നീളത്തിന്, നന്നായിട്ട് ശ്രദ്ധിക്കുക, എൽ നീളത്തിന് W വെയിറ്റ്. അപ്പോൾ ഒരു നീളത്തിന് ഇത് ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങൾക്കറിയാമെങ്കിൽ ഒറ്റടിക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ 3L/4 W/L ഇൻറ്റു 3L/4. നമുക്കറിയാവുന്ന ഇത് ഒറ്റടിക്ക് ചെയ്താൽ മതി. ഈക്വൽ ടു ഈ ബോട്ടം മാസ് എന്ന് പറയുന്നത് 3W/4 ഇതും കൂടി ആഡ് ചെയ്യണം, പ്ലസ് W1 കൂടി ആഡ് ചെയ്യണം. ഇതാണ് ടോട്ടൽ ഇലോങ്ങേറ്റിംഗ് മാസ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു F/A. ടോട്ടൽ ഫോഴ്സ് എത്രയാ? 3W/4 പ്ലസ് W1/S. ഏരിയയ്ക്ക് രസം എന്നാണ് വന്നേക്കുന്നത്. ഇതാണ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനും ഒക്കെ വരാം. അപ്പോൾ ആൻസർ എന്താണ്? 3W/4 പ്ലസ് W1/S. ഓക്കെ, ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. W1 പ്ലസ് 3W/4 ഇൻറ്റു S. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. അപ്പോൾ നമ്മൾ പാർട്ട് 1 സെക്ഷൻ 1 കഴിഞ്ഞു, കണ്ടല്ലോ. ഇനി സെക്ഷൻ എന്താണ്? ബി ആണ്, ന്യൂമറിക്കൽ ടൈപ്പാണ്. നമുക്ക് കടന്നേക്കാം, അധികം സമയം നമുക്ക് കളയണ്ട. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ ബി ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻ എ റീജിയൻ ഈസ് ഗിവൺ ബൈ.
അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണിത്. നിങ്ങൾ വർക്കിൽ നമ്മളിപ്പോൾ തന്നെ ഒരു പ്രോബ്ലം ചെയ്തു, പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇതും അത് തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സാധനം ഞാൻ ഇങ്ങോട്ട് എടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. ഇതിനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എല്ലാവരും കൂടി പറയൂ. ഇ ഈക്വൽ ടു മൈനസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇത് നമ്മൾ അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡോ വി എക്സ് ബൈ ഡി എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി ഇസഡ് ബൈ ഡി ഇസഡ്. ഓരോ പ്രാവശ്യവും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോരണം. അത്രയേ ഉള്ളൂ കാര്യം, കഴിഞ്ഞു. ആൻസർ പറ. നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പറഞ്ഞോളൂ. മൈനസ് ഓഫ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1. അപ്പോൾ ഇതെന്തായിരിക്കും പറ? -5 -3, ഇത് ഐ ക്യാപ്പ്, ഇത് ജെ ക്യാപ്പ് പ്ലസ് പറഞ്ഞു √15 കെ ക്യാപ്പ്. എല്ലാം വളരെ സിമ്പിളായിട്ടാണ് കിടക്കുന്നത്. ഒറ്റയടിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1, ഡി എക്സ് അല്ലേ, ഡി എക്സ് ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി വൈ, ഡി സെഡ് ബൈ ഡി സെഡ്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് പറഞ്ഞു ഇത് വേണമെങ്കിൽ ഒന്നകത്തേക്ക് കയറ്റിയേക്കാം. എന്തായാലും സ്ക്വയർ ചെയ്യുമ്പോൾ എല്ലാം പൊക്കോളും. ഇനി നിങ്ങൾക്കൊരു സമാധാനത്തിന് 5i പറഞ്ഞു പ്ലസ് 3j മൈനസ് √15k. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങൾ √25 പ്ലസ് 9 കണ്ടോ, പ്ലസ് തന്നെ വരും 15. 25 പ്ലസ് 15 എത്രയാണ് മക്കൾ പറ? 49. √49 എത്രയാ? 7. ആൻസർ എത്രയാ? 7. ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ ആണോടാ? ആൻസർ 7 ആണ്. ആൻസർ 7. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. 5 gram ഓഫ് വാട്ടർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്, 5 gram ഓഫ് ഐസ് അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ് are mixed together in a calorimeter. The final amount of water in the mixture will be dash milligram. മില്ലിഗ്രാമിലാണ് ആൻസർ. ഇത് 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 80 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ അറിയേണ്ടത്? വാട്ടറിന് എന്ത് സപ്ലൈ ചെയ്യാൻ കഴിയും? വാട്ടറിൻ്റെ കയ്യിൽ 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്, അത് അവന് സപ്ലൈ ചെയ്യാൻ കഴിയും. അതിൻ്റെ ഇക്വലൻ്റ് ഹീറ്റ് എനർജി കണ്ടുപിടിക്കണം. ഇനി ഐസിന് 20 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രി ആകാൻ എത്ര വേണം? അത് സ്റ്റെപ്പ് നമ്പർ 1. ഇനി 0 ഡിഗ്രി കിടക്കുന്ന ഐസ് വാട്ടർ ആകാൻ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? അത് സ്റ്റെപ്പ് നമ്പർ 2. അത്രയും വാട്ടർ ഐസ് എന്തായി മാറും? വാട്ടറായി മാറും. സെറ്റാണോടാ? അപ്പോൾ എന്താണ് കയ്യിൽ എന്തുണ്ട് അല്ലേ? അവൈലബിൾ. ഞാൻ അങ്ങനെ തന്നെ എഴുതിയേക്കാം നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. അവൈലബിൾ ആരുടെ കയ്യിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? വാട്ടറിൻ്റെ കയ്യിൽ അവൈലബിൾ. നമുക്ക് നോക്കാം. എന്താണ് ഇക്വേഷൻ പറ? MS Δθ ഈക്വൽ ടു പറ. എം എത്രയായിരുന്നു? 5 ഗ്രാമോ ആണ്. എസ് എത്രയാ? വാട്ടറിൻ്റെ സ്പെസിഫിക് 1/2 ഇൻറ്റു അവൻ്റെ കയ്യിൽ എത്ര ടെമ്പറേച്ചർ ഉള്ളത്? 30. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എത്ര വരും പറഞ്ഞോ? വാട്ടറിൻ്റെ ഇത് ഐസിൻ്റെ അല്ലേ? വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി 1 ആണ് കേട്ടോ മക്കളെ. സോറി, ഇത് 5 × 1 ആണ്. സോറി. അപ്പോൾ ശ്രദ്ധിക്കുക, 150 ജൂൾ ഓഫ് ഹീറ്റ് എനർജി ആർക്കുണ്ട്? വാട്ടറിൻ്റെ കയ്യിലുണ്ട്. ഇനി ഐസിന് 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ആകാൻ -20 ആണ് കേട്ടോ. ഐസിന് ശ്രദ്ധിക്കും -20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ആകാൻ എത്ര വേണം? ഇത് റിക്വയർഡ് 1. നമുക്ക് നോക്കാം. MS Δθ ഈസ് ഈക്വൽ ടു പറയൂ. ഐസ് എത്രയുണ്ടായിരുന്നു? അതും 5 ഗ്രാം ഇൻറ്റു ഐസിൻ്റെ സ്പെസിഫിക് എത്രയാണ്? 1/2 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയായിരുന്നു? 20. അപ്പം ഐസിന് ആദ്യത്തത് വേണ്ടത് എത്രയാണ്? Q1 എത്രയാണ്? 50 ജൂൾ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? അടുത്തത് ഇനി എന്നാ വേണ്ടത്?
നമുക്ക് 150 ഉണ്ട്, 50 പോയിട്ടുള്ളൂ. അപ്പോൾ ഇനി 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ ഇനി 0 ഡിഗ്രി സെൽഷ്യസിൽ കിടക്കുന്ന പറഞ്ഞോളൂ ഐസ് എന്തോരം വെള്ളമാവും? അപ്പം അവൈലബിൾ എത്രയാ? അവൈലബിൾ എക്സ്ട്രാ അങ്ങനെ കൂടി എഴുതിയേക്കാം. എക്സ്ട്രാ അവൈലബിൾ എത്രയാ? 150 മൈനസ് 50, അതാണ് 100 ഈക്വൽ ടു MS ഡെൽറ്റ ടി. സോറി, ലേറ്റൻറ്റ് ഹീറ്റ് ഫേസ് ചേഞ്ചാണ്. അപ്പം നമുക്കറിയാം, പറഞ്ഞോളൂ എത്രയാണ് തന്നേക്കുന്നവർ? ലേറ്റൻറ്റ് ഹീറ്റ് എത്രയാണ് തന്നേക്കണേ? 80. അപ്പം ML, അപ്പം M ഈക്വൽ ടു 100/L. L എത്രയാണ്? L 80. 10/8 1.25 അല്ലേ? ഇത് ഗ്രാമിലാണ്. അപ്പം ടോട്ടൽ വാട്ടർ എത്ര വരും? ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ നന്നായിട്ട് ശ്രദ്ധിക്കുക. 5 ഗ്രാം ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പം ഐസ് മെൽറ്റ് ചെയ്ത് 1.25 കൂടി വന്നു. അപ്പോൾ എത്രയായിരുന്നു? 6.25 ഗ്രാം ഇപ്പോൾ അവൈലബിളാണ്. അടിപൊളിയായിട്ട് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതാണ് എത്ര? 6.25 ഗ്രാമാണ് ആൻസർ. അപ്പോൾ 625 മില്ലിഗ്രാം. കണ്ടോ, ഇത് ഗ്രാമിലാണ്. അപ്പം 625 മില്ലിഗ്രാം. ഓക്കെ അല്ലേ? ആൻസർ അല്ലല്ലോ, 625 അല്ലല്ലോ, ഒരു 0 കൂടി വേണം. മില്ലിയിലേക്കല്ല മാറ്റിയത്. 10⁻1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇൻറ്റു 6.25 ഇൻറ്റു 1000 മില്ലിഗ്രാം. അപ്പോൾ 6250 മില്ലിഗ്രാം. ഓക്കെ, ആൻസർ ശരിയായി. 6250 മില്ലിഗ്രാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. A 1 meter long metallic rod is rotated with an angular velocity of 400 radian per second. EMIയിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തിലെയാണ്? EMIയിലെ. About an axis normal to the rod passing through its one end. The other end of the rod is in contact with a circular metallic ring. അത് കണ്ടുകൊണ്ടൊന്നും പേടിക്കണ്ട, അതൊക്കെ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞേക്കുക. നമ്മുടെ സൈക്കിളിൻ്റെ റിം പോലെ. എ കോൺസ്റ്റന്റ് ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേണം. ലെങ്ത് 1 മീറ്റർ വേണം. ഇത് ഏത് ടൈപ്പാണ്? റോഡ് റൊട്ടേറ്റിംഗ് ടൈപ്പ്. ഏത് ടൈപ്പാണ്? റോഡ് റൊട്ടേറ്റിംഗ് ടൈപ്പ്. ആൻസർ എന്താ? ഈസ് ഈക്വൽ ടു ഹാഫ് BL² ഒമേഗ. നമ്മൾ ഈസ് ഈക്വൽ ടു BLV പഠിച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ഹാഫ് BL² ഒമേഗ പഠിച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B എത്രയായിരുന്നു? 0.5. അപ്പോൾ 1/2. L² എത്രയാണ്? 1 ഇൻറ്റു എത്രയാണ്? 400. ഒന്നുമില്ല ചെയ്യാൻ. അപ്പോൾ ഒരു 4 വെട്ടിപ്പോയപ്പോൾ എത്ര കിട്ടി? 100 വോൾട്ട് ആയിരിക്കും എന്ത്? ഇൻഡ്യൂസ്ഡ് EMF. ആൻസർ എന്തിലാണ് വേണ്ടത്? ഓക്കെ, നമുക്ക് 100 തന്നെ എഴുതാം. 100 വോൾട്ട്. അതും വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. വായിക്കാം. ദ കൈനറ്റിക് എനർജി ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ ഡബിൾസ്, then its de Broglie wavelength changed by a factor 1/√x. X is equal to de Broglie wavelength. ലാംഡയുടെ ഇക്വേഷൻ പഠിച്ചാൽ മതി. ലാംഡ ഈസ് ഈക്വൽ ടു എന്താ? h/p is equal to h/√2m കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ പ്രൊപ്പോർഷണാലിറ്റി കിട്ടി. ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√, കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജിയാണ് ഡബിൾ ചെയ്തത്. അപ്പോൾ ലാംഡ ഡാഷ് ബൈ ലാംഡ ഈക്വൽ ടു റൂട്ട് കൈനറ്റിക് എനർജി ബൈ കൈനറ്റിക് എനർജി ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് 1/2. അപ്പോൾ 1/√2 ഓർത്തേക്ക്. അപ്പോൾ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ/√2. ഓക്കെ അല്ലേ? ലാംഡ/√2. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ? 2. ആ ചേഞ്ച് ബൈ എ ഫാക്ടർ കണ്ടുപിടിച്ചാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആൻ ഓപ്പൺ പൈപ്പ്, നമ്മുടെ വേവ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ആൻ ഓപ്പൺ പൈപ്പ് സഡൻലി ക്ലോസ്ഡ്. അപ്പോൾ ലെങ്ത് സെയിം ആണ്. അറ്റ് വൺ എൻഡ് വിത്ത് the result that the frequency of third harmonic of closed pipe is found to be higher by
100 hertz fundamental frequency of open pipe. The fundamental frequency of open pipe is, നമുക്ക് എന്തായാലും ഒന്ന് എഴുതി നോക്കാം. ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഓപ്പൺ പൈപ്പാണ്, അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്, എത്താം V/2L. ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/4L. ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ഓപ്പൺ പൈപ്പ് പെട്ടെന്ന് ക്ലോസ്ഡ് പൈപ്പിൻ്റെ തേർഡ് ഹാർമോണിക്കിലേക്ക് കയറി വന്നതാണ്. അപ്പോൾ 3 ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഹാർമോണിക്കും എഫ് ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റലും തമ്മിലുള്ള ഡിഫറൻസ് 100 ഹെർട്സ് ആണെന്നാണ് അവർ ആ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. ഇതാണ് അതിൻ്റെ അകത്ത് കീ നോട്ട് പോയിന്റ്. നോക്ക്, ആസ് എ റിസൾട്ട് ദ തേർഡ് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പിൻ്റെ തേർഡ് ഹാർമോണിക് ഈസ് ഫൗണ്ട് ടു ബി ഹയർ. അപ്പോൾ അവനാണ് കൂടുതൽ ബൈ 100. അപ്പോൾ 100 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോവുകയാണ് 3 ഇൻറ്റു FC എന്ന് പറഞ്ഞാൽ എന്താ? V എന്താ? 4L മൈനസ് FO എന്ന് പറഞ്ഞാൽ എന്താ? V/2L. ഇതാണ് എത്ര? 100. സിമ്പിളാ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ V/2L പുറത്തേക്ക് എടുക്കാം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 3/2 മൈനസ് എന്ത് വന്നു? 1 ഈക്വൽ ടു എത്രയാ? 100. 3/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ V/2L ഈക്വൽ ടു 2 ഇൻറ്റു 100. അപ്പോൾ 200 ആണ്. ഈ സാധനമാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, FO ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ്. ഇതാണ് FO. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 200 ഹെർട്സ്. ആൻസർ 200. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. 26. എ ബോഡി ഓഫ് മാസ് തന്നിട്ടുണ്ട് 500 gram മൂവിങ് അലോങ് ദ എക്സ് ആക്സിസ് സച്ച് ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി വേരീസ് with the displacement x according to the equation V is equal to 10√x. The force acting on the body is x Newton. Find x. ഇത് നമ്മൾ ഒരെണ്ണം ചെയ്തതാണ്, ഇതുപോലത്തെ ഒരെണ്ണം ചെയ്തതാണ്. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കുന്ന റിസൾട്ട് എന്താണ്? V ഈക്വൽ ടു 10√x. നമ്മൾ എന്താ ചെയ്ത മക്കൾ ഓർക്കുന്നുണ്ടോ? സ്ക്വയർ ചെയ്ത്. അപ്പോൾ V സ്ക്വയർ ഈസ് ഈക്വൽ ടു 100x. രണ്ട് സൈഡ് എന്താ ചെയ്ത്? ഡിഫറൻഷിയേറ്റ് ചെയ്തു. 2V ഇൻറ്റു dV/dx ഈക്വൽ ടു എന്താ? 100. അപ്പം V ഇൻറ്റു dV/dx എന്താ? 50. ഇതെന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇച്ചിരി മുമ്പ് നമ്മൾ ചെയ്തതാണ്, തൊട്ട് മുമ്പ്. A ഈക്വൽ ടു എന്താ? dV/dt ഇൻറ്റു dx/dx ഇസ് ഈക്വൽ ടു dV/dx ഇൻറ്റു V. അപ്പോൾ ഇത് തന്നെയാണ് എന്ത്? A. അപ്പോൾ A കിട്ടിക്കഴിഞ്ഞു എന്താണ്? 50. ഓക്കെ ആണോടാ? ഇത്രയും സിമ്പിളായിരുന്നു, ചെയ്തിട്ടില്ലെങ്കിൽ നാണക്കേടാണ്. F ഈസ് ഈക്വൽ ടു എന്താ മക്കളെല്ലാവരും കൂടി പറയാം? MA. M എത്രയാ? 500 gram എന്ന് പറയുമ്പോൾ 1/2 kilogram ഇൻറ്റു 50. ആൻസർ എത്രയാ? 25 ന്യൂട്ടൺ. ഓപ്ഷൻ ഏതാ? 25. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ 26ാമത്തെ ക്വസ്റ്റ്യൻ ആയി. അടുത്തത് നോക്കിയിരിക്കുക, 27. എ പാർട്ടിക്കിൾ പെർഫോം സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് A. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇറ്റ് സ്പീഡ് ഈസ് ട്രിപ്പിൾഡ് അറ്റ് ദ ഇൻസ്റ്റന്റ് ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 2a/3. അപ്പോൾ 2a/3 പറ V ഉണ്ടായിരുന്നു, 2a/3 പെട്ടെന്ന് എന്താക്കി? 2a/3V ആക്കി. കാര്യം മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ന്യൂ ആംപ്ലിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇക്വേഷനിലേക്ക് കിടക്കാം. എന്താ V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? V ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് പറയും A² മൈനസ് എന്താ? Y². കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എന്ത് കൊടുക്കാം? A² മൈനസ് Y². ആ ഇൻസ്റ്റൻറ്റിൽ ഇതെന്തായി? 3V ആയി. പ്രൊപ്പോർഷണൽ ടു A' മൈനസ് അതേ Y². അപ്പോൾ 3V/V സ്ക്വയർ ഈക്വൽ ടു, ഒറ്റടിക്ക് സ്ക്വയർ കൂടി ചെയ്താൽ എളുപ്പമുണ്ടല്ലോ, പറയും A' മൈനസ് 3a/2 അല്ലേ? 2a/3 ആണ്. 2a/3 ദ ഹോൾ സ്ക്വയർ
divided by a square minus 2a/3 the whole square. v cut. Square ചെയ്തപ്പോൾ എന്ത് വന്നു? 9 equal to a dash square minus 4a/9 divided by a square minus 4a/9. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്തപ്പോൾ ആൻസർ ആണ്. ചെയ്ത് നോക്കിയേക്കാൻ വേണമെങ്കിൽ 9a square അല്ലേ, 9a square minus 4a square equal to a dash square minus 4a/9. 4a square by 9. 4a square by 9. ഓക്കെ അല്ലേ? ഇത് 5a square ഈക്വൽ ടു എ ഡാഷ് സ്ക്വയർ. ഇത് ഇപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് ആയി, പ്ലസ് 4a square by 9. അപ്പം 49a square by 9 അല്ലേ? 9 45 4 49 ഈസ് ഈക്വൽ ടു എ ഡാഷ് സ്ക്വയർ. Therefore a dash is equal to 7a/9. 9ന്റെ റൂട്ട് 3, 7a/3 ഓപ്ഷൻ. നമുക്ക് എന്താ ചോദിച്ചേക്കണേ? എക്സ് a/3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് 7a/3 കിട്ടിയേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 7. അടിപൊളിയായിട്ട് മനസ്സിലായോ? അതൊന്നുകൂടി ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വായിക്കാം. എ യൂണിഫോം tin bar of mass 6 kilogram and length 2.4 meter is bent to make an equilateral hexagon. ചടങ്ങാണ്. The moment of inertia about an axis passing through the center of mass and perpendicular to the plane of the hexagon is dash into 10 raised to -1. അപ്പം അതൊരു ചടങ്ങായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. നമുക്കറിയാം മൊത്തം ലെങ്താണ് എത്ര തന്നേക്കുന്നത്? പറഞ്ഞോളൂ. 2.4 മീറ്റർ. മൊത്തം മാസാണ് എത്ര പറഞ്ഞേക്കുന്നത്? 6 കിലോഗ്രാം. അതിനെ 6 പീസാക്കുകയാണ്, ഡിവൈഡഡ് ഇൻറ്റു 6. കാര്യം മനസ്സിലായി കാണുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ m/6 എന്നും l/6 എന്നും കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ അതൊരു സിംഗിൾ പീസായിട്ട് എടുക്കും. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. അതും ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് പാരലൽ ആക്സസ് തിയറം കൊടുക്കും. സെറ്റാണെങ്കിൽ ഓക്കെ. അപ്പം ഇവിടെ l/6 നീളമുള്ളതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ml²/12. പക്ഷേ l മാറി m മാറി, m/6 l/6 ആണ്. അപ്പോൾ m/6 l/6 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണ്. ഇത് മാത്രം. ഇനി അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് പാരലായിട്ട് ഓയിൽ എടുത്തിട്ട് പാരലൽ ആക്സസ് തിയറം കൊടുക്കണം. അപ്പോൾ ഇച്ചിരി ചെയ്യാൻ മാത്രമുണ്ട്. അത് മാത്രമേ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് കാണാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബി ആണിത്. എ ബി എബൌട്ട് പി ഈക്വൽ ടു ഇക്വേഷൻ ml²/12 ആണ്. ഇതാണ് ഇക്വേഷൻ. പക്ഷേ ആ m എന്ന് പറയുന്നത് m/6 ആണ്, ആ l എന്ന് പറയുന്നത് l/6 ആണ്. ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 12. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബി എബൌട്ട് ഒ, അതിന് കൊടുക്കുന്നത് പാരലൽ ആക്സസ് തിയറമാണ്. പാരലൽ ആക്സസ് തിയറം പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെൻറ്റർ ഓഫ് മാസ് പ്ലസ് ma² എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ എ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നതാണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ആ ഡിസ്റ്റൻസ് നോക്കുക. ഞാനത് ഇപ്പുറത്തേക്ക് പേസ്റ്റ് ചെയ്ത് തരാം. ഇതാണ് ആ ഡിസ്റ്റൻസ്. നോക്കിയിരിക്കുക, ഈ ഡിസ്റ്റൻസ് ആണ് ഈ കിടക്കുന്നത്. ശരിയല്ലേ എന്ന് പറയാം. എല്ലിൻ്റെ cos 30, l/6ൻ്റെ cos 30, l/6ൻ്റെ cos 30, l/6ൻ്റെ √3/2. ഓക്കെ അല്ലേടാ? മൊത്തം ആംഗിൾ 60 ഡിഗ്രി ആ ട്രയാങ്കിളിൽ. അപ്പോൾ ഹാഫ് ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അത് ചടങ്ങാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം. IAB എബൌട്ട് O ഈക്വൽ ടു പറഞ്ഞോളൂ m/6. ഇതാണ് ICM.
L/6 the whole square by 12 ICM കിട്ടി പ്ലസ് m/6 ഇൻറ്റു ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇപ്പം കോസ് ചെയ്തത് L/6 ഇൻറ്റു √3/2 ദ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ സോൾവ് ചെയ്തെടുത്തോളൂല്ലോ. ഇത് നിങ്ങൾ സോൾവ് ചെയ്തെടുത്തോളിയല്ലേ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിപ്പോൾ ഒരു പീസിൻ്റെ ആയിട്ടുള്ളൂ. ഇങ്ങനത്തെ മൊത്തം എത്ര പീസുണ്ട്? 6 പീസുണ്ട്. ഓക്കെ, അപ്പം ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈക്വൽ ടു 6 ഇൻറ്റു IAB എബൌട്ട് O ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു പറഞ്ഞോളൂ m/6 L²/36 by 12 പ്ലസ് m/6 L²/36 ഇൻറ്റു 3/4. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് 8 ഇൻറ്റു 10⁻⁻1 എന്ന് കിട്ടിക്കോളൂ. എല്ലാം വെട്ടിപ്പോകുന്ന ഡാറ്റയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതും കൂടി ഞാൻ എഴുതിയിട്ടേക്കാം. എമ്മിന് ഇനി എന്ത് കൊടുക്കാം? 6 കിലോഗ്രാമും എല്ലിന് 24 ഇൻറ്റു 10⁻⁻1 കൊടുത്താൽ മതി. അപ്പോൾ L² എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു 24 കട്ട് ചെയ്ത് പൊക്കോളും. അതൊന്ന് ചെയ്തേക്കുക. ഓക്കെ ആണല്ലോടാ. അപ്പോൾ അതും 8 ഇൻറ്റു 10⁻⁻1 ആണ് ആൻസർ. 8 ഇൻറ്റു 10⁻⁻1 കട്ട് ചെയ്യാം, ഈസി ആയിട്ട് കട്ട് ചെയ്യാം. കാര്യം എല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 10⁻⁻2 കളയാൻ ഒരു 100 എടുക്കും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 80 ആണ്. അപ്പോൾ 80 എന്ന് പറയുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അത് തന്നെ അടിപൊളി. എന്ത് വരും? 80/100. അപ്പോൾ 0.8 8 ഇൻറ്റു 10⁻⁻1 വന്നോളും കേട്ടോ. അത് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. അതെങ്കിലും നിങ്ങൾ തന്നെ ചെയ്യും. അടുത്തത് റെസൊണൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. LCR സർക്യൂട്ട് ആണ്. കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി EV ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്, R ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി അപ്പോൾ I0 ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസൊനൻസിൽ LCR സർക്യൂട്ട് എന്തായി മാറുമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? R സർക്യൂട്ടായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഒരു R സർക്യൂട്ടായി മാറി. അപ്പോൾ കൊടുത്ത വോൾട്ടേജ് മുഴുവൻ R വന്നു. അപ്പോൾ ഇവിടുത്തെ IV കണ്ടുപിടിക്കാം. R ഈസ് ഈക്വൽ ടു EV/IV ആണ് നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ. അപ്പോൾ IV ഈക്വൽ ടു എന്ത് വരും? എല്ലാവരും കൂടി പറയും. IV ഈക്വൽ ടു എന്ത് വരും? പറഞ്ഞോ EV/R. EV എത്രയായിരുന്നു? പറഞ്ഞ മക്കള് 230 അല്ലേ? ഡിവൈഡഡ് ബൈ 230 ഡിവൈഡഡ് ബൈ 40. അപ്പം 23/4 വന്നു. ഇതിൻ്റെ ആൻസർ 5.75 ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ IV ഈക്വൽ ടു I0/√2 ആണ്. അപ്പോൾ I0 ആണ് എനിക്ക് വേണ്ടത്. I0 ഈസ് ഈക്വൽ ടു IV ഇൻറ്റു √2. അപ്പോൾ IV 5.75. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1.414. ഇത് ആൻസർ 8.13 ആംപിയറാണ്. കിടക്കേണ്ടത് ഇൻറ്റു 10⁻²ലാണ്. അപ്പോൾ ഇൻറ്റു 100 ചെയ്തു, ബൈ 100 ചെയ്തപ്പോൾ ഇതെത്രയായി മാറി? 813 ഇൻറ്റു 10⁻² കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? 813. അത് കറക്റ്റായിട്ട് ഒന്നുകൂടി ചെയ്യുക. ഇതാണ് എന്തിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ 813. സെറ്റല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പോവുകയാണ് കേട്ടോ. നോക്കിക്കോളൂ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 1 കിലോഗ്രാം ഫ്രിക്ഷൻലെസ് ട്രാക്ക് ആണ്. അപ്പം മറ്റ് ഡിസിപ്പേറ്റിംഗ് ഫോഴ്സസ് ഒന്നും തന്നെ ഇല്ല. ശരിയല്ലേ? മറ്റ് ഡിസിപ്പേറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഡിസിപ്പേറ്റിംഗ് ഫോഴ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താ മക്കൾ പറ? 0. ഇനീഷ്യൽ ഹൈറ്റ് എത്രയാണ്? 2 ആണ്. സിയിലെത്തി, എന്നിട്ടത് പ്രൊജക്റ്റൈലായി പോയി. അവിടുത്തെ ഹൈറ്റ് 1 ആണ്. അവിടുത്തെ കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. എന്താ ലോ കൺസർവേഷൻ ഓഫ് എനർജി കൊടുത്താൽ പോരെ? അപ്പോൾ എന്താ ഈസി ആയിട്ട് പറഞ്ഞ മക്കള്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കൊടുത്താൽ മതി. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. ΔK ഈക്വൽ ടു ΔP.
ഇവിടെ ഡെൽറ്റ കെ എന്ന് പറയുമ്പോൾ കെ ഇ ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് എന്ന് അത് ഉപയോഗിച്ചുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി കൂടിയത്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ ചെയ്യണം. ശരിയല്ലേ? പൊട്ടൻഷ്യൽ എനർജി ആണ് ഈ കൈനറ്റിക് എനർജി കൊടുത്തത്. അപ്പോൾ എന്ത് വരും? ഹാഫ് വേണ്ട, ഫൈനലാണ് നമുക്ക് വേണ്ടത്. കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു, കാരണം ഇത് 0 ആണല്ലോ, ഈക്വൽ ടു സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ് പറയുന്നത്, mg ഇൻറ്റു h1 മൈനസ് h2 ഈസ് ഈക്വൽ ടു m എത്രയായിരുന്നു? 1 കിലോഗ്രാം ഇൻറ്റു 10 ഇൻറ്റു h1 മൈനസ് h2. h1 എത്രയായിരുന്നു? 2 മൈനസ് 1. അപ്പോൾ എത്രയാണ് ആൻസർ? പറ. 10 ജൂള്. ഓക്കെ അല്ലേടാ? ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1. 1 ഇൻറ്റു 10 എത്രയാണ്? 10 ജൂള്. അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലെ ഒരു പേപ്പർ കൂടി നമ്മൾ ഫിനിഷ് ചെയ്തു. നിങ്ങൾക്ക് അടുത്ത ദിവസം തൊട്ട് LMRP വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സൈലത്തിനെ വിശ്വസിച്ചോളുക. പല പല പാക്കറ്റുകൾ, പല പല ഫേസുകൾ എല്ലാം അടിപൊളിയായിരിക്കും. ഫേസ് 1 കഴിഞ്ഞാലും ഫേസ് 2-ന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടാവും. അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഓരോ ചാൻസസും അടിപൊളിയായിട്ട് പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഒരു ഹൈയൊക്കെ തന്നെ, ഒരു ഹൈയൊക്കെ തന്നെ. ദേ സാറ് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് കെമിസ്ട്രി ആണ് കേട്ടോ. ഓക്കെ, SK സാർ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ 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 ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ 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 മക്കളെ, ഓക്കെ മക്കളെ. ഒന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൽ പതുക്കെ പോകാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. നോക്കൂ, PbCl2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ PbCl4. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ തന്നെ നമുക്കറിയാം. നമ്മൾ പി ബ്ലോക്കിൽ വളരെ ചുരുക്കം ചില ടോപ്പിക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഇനർട്ട് പെയർ ഇഫക്റ്റ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസേഴ്സും കമൻറ്റ് ചെയ്യുക. സോ യു നോ ബെറ്റർ ദാൻ മീ. ഐ തിങ്ക് ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ദിസ് പ്രോബ്ലം, ബട്ട് സ്റ്റിൽ. അപ്പോൾ ഇത് നമുക്കറിയാം ഇനർട്ട് പെയർ ഇഫക്റ്റ് അല്ലേ? ലെഡ് എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള മെമ്പറാണ്. അപ്പോൾ താഴെയുള്ള മെമ്പർ ആകുമ്പോൾ നമുക്കറിയാം അയാൾക്ക് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ Pb4+ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ Pb2+. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്ന് ചോദിച്ചാൽ ഇനർട്ട് പെയർ ഇഫക്റ്റ്. അപ്പോൾ ഇതിൽ അത് ആരും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് PbCl2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ PbCl4. ഈ സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തിലേക്ക് പോകുന്നു. PbCl4 ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. നമുക്കറിയാം നമ്മളിവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം Pb4+ ഈസ് ലെസ് സ്റ്റേബിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ Pb4+ തീർച്ചയായിട്ടും ആരായി മാറാൻ ശ്രമിക്കും? ഇറ്റ് വിൽ ട്രൈ ടു ചേഞ്ച് ഇൻ ടു Pb2+ അല്ലേ? കാരണം നമുക്കറിയാം Pb4+ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് Pb2+ ആരാണ്? സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ Pb4+ Pb2+ ആയി മാറുന്നു പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദെയർ? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? റിഡക്ഷനിലേ നടക്കുക. അപ്പോൾ റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ ആരാണോ റിഡക്ഷൻ വിധേയമാകുന്നത് അയാൾ എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം ശരിയാണ്. പക്ഷെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് റീസണായി നമ്മൾ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് കോൾഡ് ഇനർട്ട് പെയർ ഇഫക്റ്റ്. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? നിങ്ങൾ പറയുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ് അല്ലേ? പക്ഷെ രണ്ടാമത്തെ അല്ല ആദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ അല്ലേ? കറക്റ്റ് റീസൺ എന്താണെന്ന് നമുക്കറിയാമല്ലോ. കറക്റ്റ് റീസൺ എന്താകണം? ഇനർട്ട് പെയർ ഇഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് ഇഫ് ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്,
ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ നമ്മുടെ ആൻസർ ആരാണ്? ബി ആണ്. ഓക്കെ അല്ലേ? സോ ഐ തിങ്ക് ഐ എം ഓഡിബിൾ പെർഫെക്റ്റ്ലി. മുന്നോട്ടേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പോകാൻ പോവുകയാണ്. നോക്കൂ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനെ തിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ്സ് എ പാർട്ട് ഫ്രം ഹൈഡ്രോ കാർബൺ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ആൾഡിഹൈഡ് എന്ന് പറയാം. ഏതായാലും നമ്മൾ എല്ലാവരും പഠിച്ച ടോപ്പിക് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഓസോണോളിസിസ് അല്ലേ. ഓസോണോളിസിൽ എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക, എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻ ഉണ്ട്. സോ വിച്ച് കോമ്പൗണ്ട് വുഡ് ഗീവ് 5 keto 2 methyl hexanal അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുകയാണ്. നമ്മുടെ കോമ്പൗണ്ട് ആരാണ്? 5 keto 2 methyl hexanal എന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടണം. അപ്പോൾ കിട്ടേണ്ട എവിടുന്ന? ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് പറയുക. വാട്ട് ഈസ് യുവർ സജഷൻ, വാട്ട് ഈസ് യുവർ ആൻസർ? സോ യു പ്ലീസ് സ്പീക്ക് ഓൺ ദാറ്റ് പാർട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഓരോരുത്തരായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക. ഏത് ഓപ്ഷനാണ് നിങ്ങൾ നോക്കണ്ട. കാരണം ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും എന്താണ്, ഏകദേശം ഒരേപോലെയുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇയാളെ ഇവിടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ്? നമുക്കതിനെ ഒന്ന് നമ്പർ ചെയ്തേക്കാം അല്ലേ. സോ ഞാനതിനെ നമ്പർ ചെയ്യാൻ പോവുകയാണ്. നോക്കണേ, അവിടെയുള്ള ഓരോ കാർബണായിട്ടും ഞാൻ നമ്പർ ചെയ്യുകയാണ്. സോ വി ഹാവ് ഫസ്റ്റ് കാർബൺ ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഈസ് എ സെക്കൻഡ് കാർബൺ ആൻഡ് ഇതാരാണ്? തേർഡ് കാർബൺ. ഇതാരാ മക്കളെ? ഫോർത്ത്. ആൻഡ് ദിസ് ഈസ് ഫിഫ്ത്ത്. ആൻഡ് സൈഡിലേക്ക് ഒരെണ്ണമുണ്ട് 6th. ഞാൻ ഇതിനെ നമ്പർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇയാളെ ഞാൻ നമ്പർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യണം? ഓസോണോളിസിസ് നടത്തുകയാണ്. ഓസോണോളിസിസ് നടത്തുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് സംഭവിക്കുക. ഡബിൾ ബോണ്ട് നടുക്ക് ബ്രേക്ക് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആരും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓവരും പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോമ്പൗണ്ട് എഴുതി നോക്കാം. സി വാട്ട് ദ കോമ്പൗണ്ട് വി ഗെറ്റ്. ജസ്റ്റ് ലെറ്റ്സ് റൈറ്റ് ഇൻ ദിസ് മാനർ. മുകളിലേക്ക് നമുക്ക് CH3, ഇങ്ങോട്ടേക്ക് അഗെയിൻ ലൈക്ക് ദിസ് ആൻഡ് അഗെയിൻ ലൈക്ക് ദിസ്. ഇവിടം വരെ വന്നു. ഇവിടം വരെ വന്നിട്ട് ഇനി നമുക്കുള്ളത് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ടോ. സിമിലാർലി യു ക്യാൻ സീ ദാറ്റ് ഹിയർ ഓൾസോ വി ഹാവ് എ ഡബിൾ ബോണ്ട് O അല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ട്. എവിടെയാണ് വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂൻ്റ്? നമുക്ക് നമ്പർ ചെയ്തേക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലേ, ഫോർത്ത്, ഫിഫ്ത്ത്, 6th. ആൻഡ് സബ്സ്റ്റിറ്റ്യൂൻ്റ് വന്ന് ഇവിടെയാണ്. ലെറ്റ് മീ സേ ആ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആരാണ്? CH3 ആണ്. അപ്പോൾ ഇയാളുടെ പേരെന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് ലെറ്റ് സീ ദാറ്റ് വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് പേര് നോക്കുമ്പോൾ നോക്കണേ, ഒന്നാമത്തെ ആൾഡിഹൈഡ് വന്നിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 1 2 3 4 6 ഹെക്സനാളിൽ 5ാമത്തെ പൊസിഷനിൽ ആര് വന്നു? കീറ്റോ വന്നു. അപ്പോൾ ഈ കോമ്പൗണ്ട് മീതയിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? 3ാമത്തെ പൊസിഷനാണ്. സോ വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഇയാളുടെ പേര് നമുക്കൊന്ന് എഴുതാം. ഇയാളുടെ പേര് 3-methyl അല്ലേ. അപ്പോൾ ഞാനത് എഴുതി 3-methyl. പിന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? പിന്നെ നമുക്ക് കീറ്റോ ഉണ്ട്. എവിടെ കീറ്റോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5ാമത്തെ പൊസിഷനിലാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് 5 keto. സോ വി ഹാവ് 5 keto 3-methyl ആൻഡ് വാട്ട് കംസ് നെക്സ്റ്റ്? ഹെക്സനാൽ. ഇതാണ് നമുക്ക് കിട്ടിയ കോമ്പൗണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഒരിക്കലും 3-methyl അല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 2-methyl ആണ്. അപ്പോൾ ഈ പറയുന്ന CH3 ഇവിടെ വരാൻ പാടില്ല, ഇപ്പുറത്തേക്ക് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ അല്ലേ. ഇനി നമ്മളത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി ഞാനത് വീണ്ടും വർക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആൻസർ എന്തായിരിക്കും? ഈ കോമ്പൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി നിങ്ങൾ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 2-methyl ആയിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ ഓപ്ഷൻ ഡിയിൽ നിങ്ങൾ ചെയ്താൽ 2-methyl. എന്നാൽ ഓപ്ഷൻ എയിൽ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടി? 3-methyl കിട്ടി അല്ലേ. ആൻഡ് ഓപ്ഷൻ ബിയിലേക്ക് നിങ്ങൾക്ക് വന്നാൽ ബിയിൽ നമുക്ക് ആരെ കിട്ടുക? 4-methyl കിട്ടുക അല്ലേ. എന്നാൽ നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ അത് ഒരു ഡൈകീറ്റോൺ ആയിരിക്കും, ഒരിക്കലും ആരായിരിക്കില്ല? ആൾഡിഹൈഡ് ആയിരിക്കില്ല. സോ പ്ലീസ് റിമെമ്പർ ഓൾ ദിസ് തിങ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്ത് തന്നെയാണ് ഓപ്ഷൻ ഡി അല്ലേ. അപ്പോൾ ആർക്കൊക്കെ ആൻസർ ഇത് ശരിയായത്? അവർക്കൊരു തംസപ്പ് പറഞ്ഞേ പെട്ടെന്ന്. ചാറ്റ് കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പോയിന്റ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. See, arrange the following in the increasing order of heat of hydrogenation. നമുക്ക് എല്ലാവർക്കും അറിയാം yes yeah നോക്കൂ മക്കളെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ, അപ്പോൾ നിങ്ങൾ ഈ അതിൻ്റെ ആൻസർ ഒന്ന് സജസ്റ്റ് ചെയ്തേ. നിങ്ങൾക്കറിയാം നമ്മുടെ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ പല പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും നമുക്കറിയാം അല്ലേ. ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എങ്ങനെയാണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ CHOH. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഡബിൾ ബോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പൈ ബോൺസ് ലെറ്റ്സ് സേ. അപ്പോൾ എത്രത്തോളം മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടോ അത്രത്തോളം ആര് കൂടുന്നതായിരിക്കും? ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കൂടുന്നതായിരിക്കും. ശരിയല്ലേ? ഓക്കെ, ആ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഏതിലേക്ക് നമുക്ക് എത്തിപ്പെടാം? കൻ യു ജസ്റ്റ് കമന്റ് ഓൺ ഇൻ ദിസ് പാർട്ട്. ഏതാണ് നിങ്ങളുടെ ആൻസർ? നിങ്ങൾ പറയുക. നമുക്കറിയാം ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജനേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പൈ ബോൺസ് ആൻഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. മക്കളെ, നമുക്ക് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ആരാ സ്റ്റേബിൾ എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ കോമ്പൗണ്ട്സിനെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ കോമ്പൗണ്ട് നോക്കുമ്പോൾ നിങ്ങളിൽ ഈ രണ്ട് കോമ്പൗണ്ട്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് കോമ്പൗണ്ട്സും കോൺജുഗേറ്റഡ് ആണ്. നോക്കണേ, കോൺജുഗേറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ഡബിൾ ബോണ്ട്, അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റ് പൊസിഷനിലെ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സിമിലർലി ഇവിടെ ഡബിൾ ബോണ്ട്, അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കോൺജുഗേറ്റഡ് ഡൈൻസ് ആണ്. സോ വാട്ട് ഈസ് ദിസ്? ഡെഫിനറ്റ്ലി യു കൻ സീ ദാറ്റ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് കോൺജുഗേറ്റഡ് ഡൈൻസ്. നമുക്കറിയാം കോൺജുഗേറ്റഡ് ഡൈൻസ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ശരിയല്ലേ? എന്നാൽ ഇപ്പുറത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ രണ്ട് കേസിലും നിങ്ങൾ കാണേണ്ടത് ഇവരെ നമ്മൾ പറയേണ്ടത് ഐസൊലേറ്റഡ് ഡൈൻസ് എന്നാണ്. സോ ഐ വിൽ കോൾ ദം ആസ് ഐസൊലേറ്റഡ്. ഐസൊലേറ്റഡ് ആരാ കൂടുതൽ സ്റ്റേബിൾ? കോൺജുഗേറ്റഡ് ഡൈൻസ് ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് അല്ലേ മക്കളെ? അവർ സ്റ്റേബിൾ ആണോ? അവരുടെ ഹൈഡ്രജനേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഇവർ സ്റ്റേബിൾ ആണ്, ഇവരുടെ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് ആറിനും എസിനും ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കുറവായിരിക്കും. ശരിയല്ലേ? നിങ്ങൾ പറയുന്ന ഓപ്ഷൻ എ എന്നാണ് മാക്ലവിൻ പറയുന്നത്, മാനസ് പറയുന്ന ഓപ്ഷൻ ഡി എന്ന്. മാനസ് നമുക്ക് നോക്കാം. അപ്പോൾ ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ വരുന്നത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് 6s ആണ്. അപ്പോൾ 6നും എസിനും ഹൈഡ്രജനേഷൻ എന്തായിരിക്കണം? കുറവായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ യു ഹാവ് ഓപ്ഷൻ എയിൽ അത് കുറവാണ്, പിന്നെ ഓപ്ഷൻ സിയിലും അത് കുറവാണ് അല്ലേ? അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഒന്നുകിൽ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കാം? എ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കാം. അപ്പോൾ മാനസ് പറഞ്ഞ ആൻസറിൽ തെറ്റ് സംഭവിച്ചു. മനസ്സ് നോക്കുക എന്താണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ആറിൽ ആരാണ്, അല്ലെങ്കിൽ ആരാണോ എസ് ആണോ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്, അതിലേക്ക് നമുക്ക് നോക്കാം. സി, നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് ഡബിൾ ബോണ്ട്, ഇതും ഡബിൾ ബോണ്ട്, ബട്ട് ഹിയർ യു ക്യാൻ സി എ ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ട് എന്താണ്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് ഡബിൾ ബോണ്ട് അല്ലേ? അല്ലേ? അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിന് ചുറ്റും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഇല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് CH3 എന്നുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് CH2 എന്നുണ്ട്. ഹൗ മെനി ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ആർ ദെയർ? 5 ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ആർ ദെയർ. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ യു ഹാവ് 1 ഹൈഡ്രജൻ ഓവർ ഹിയർ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എത്ര ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ? 1 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ആരാ കൂടുതൽ സ്റ്റേബിൾ? കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആളല്ലേ കൂടുതൽ സ്റ്റേബിൾ. അപ്പം ഞാൻ പറയുന്നു സ്റ്റെബിലിറ്റി ഇൻ ഓർഡർ. നോക്കണേ, വി ഹാവ് എ സ്റ്റെബിലിറ്റി ഓർഡർ. അത് ഞാൻ എഴുതുന്നു സ്റ്റെബിലിറ്റി ഓർഡർ. സോ ഹു ഈസ് മോർ സ്റ്റേബിൾ? നോ ഡൗട്ട് എസ് ഈസ് മോർ സ്റ്റേബിൾ അല്ലേ? അത് കഴിഞ്ഞ് ആരാണ് കൂടുതൽ സ്റ്റേബിൾ? ആർ. ഇനി നമ്മൾ അടുത്ത രണ്ട് കേസിലേക്ക് പോവാണ്. സി, അടുത്ത രണ്ട് കേസിൽ നിങ്ങൾ നോക്കിയാലേ മക്കളെ, ഇയാളും ഐസൊലേറ്റഡ് ആണ്, ഇയാളും ഐസൊലേറ്റഡ് ആണ് അല്ലേ? സിമിലാർലി നോക്കൂ, ഐസൊലേറ്റഡ് ആണ്. പക്ഷെ ഇത് ഐസൊലേറ്റഡ് ആണെങ്കിൽ കൂടിയും ഇവിടെ നമുക്ക് എന്തുണ്ട്? വി ഹാവ് മോർ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിയർ ഓൾസോ യു ഹാവ് 5 ആൽഫ ഹൈഡ്രജൻ ആൻഡ് ഹിയർ യു ഹാവ് 2. സോ ടോട്ടൽ 7 ആൽഫ ഹൈഡ്രജൻ ദെയർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് എസ് ഗ്രേറ്റർ ദാൻ, ആർ ഗ്രേറ്റർ ദാൻ, ക്യൂ ഗ്രേറ്റർ ദാൻ വാട്ട് വിൽ കം ദെയർ? പി. മക്കളെ, സ്റ്റെബിലിറ്റി ഓർഡർ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരിക? ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ വരിക. അപ്പോൾ ഏതാണ് മെൽവിനെ അല്ലെങ്കിൽ മാനസ്, ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? സോ ഐ ക്യാൻ റൈറ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഓർഡർ. വാട്ട് ഈസ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഓർഡർ? Heat of hydrogenation order will be P greater than, Q greater than, R greater than, what next? Yes. So your answer is this. ശരിയല്ലേ? നോക്കിയേ. സോ എത്ര ആൾക്കാർ ഈ ആൻസർ ചെയ്ത് നിങ്ങൾ തന്നെ പറയുക.
പി ഗ്രേറ്റർ ദാൻ എസ് മൈനസ്. അപ്പോൾ മനസ്സിന് തെറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See what the next question. We have the major product formed in the reaction. മക്കളെ ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. കാരണം അവർ ഇതിൽ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂന്റ് തന്നിട്ടുണ്ട്. ആരസ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയുക പെട്ടെന്ന് തന്നെ. മാനസ്, മക്ലവിൻ പെട്ടെന്ന് പറഞ്ഞേ. ഇതിനകത്ത് നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? CCl3 മാത്രമേ ഉള്ളൂ. മക്കളെ CCl3ൻ്റെ ക്യാരക്ടർ എന്താണ്? CCl3 മാത്രമല്ല, നമുക്കറിയാം അയാളുടെ ബ്രദർ ഉണ്ട്. നിങ്ങൾ നോക്കട്ടെ, നമ്മുടെ CF3 അല്ലേ? CF3 എന്ന് പറയുന്ന ആളെ നിങ്ങൾ എടുത്താലും അതുപോലെ നിങ്ങൾ CCl3 എടുത്താലും നിങ്ങൾക്കറിയാം അവരൊക്കെ എന്ത് ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ദേ ആർ ഇലക്ട്രോൺ വിഡ്രോയിങ് ക്യാരക്ടേഴ്സ്. സോ ഡെഫിനറ്റ്ലി യു നോ ദേ ആർ ഇലക്ട്രോൺ വിഡ്രോയിങ് ക്യാരക്ടേഴ്സ്. ഇവരാരാണ്? സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ് ക്യാരക്ടറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ നോക്കൂ, CCl3 എന്തുകൊണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അതിൻ്റെ പേരുണ്ട്. വൈ CCl3 ഈസ് electron withdrawing? We have answer for that. Answer is reverse hyperconjugation. So what's answer for that? Reverse hyperconjugation അല്ലേ? ഇത് ഓർത്തിരിക്കുക. അപ്പോൾ CCl3യും CF3യും എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അവർ സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ആണോ? ദേ ആർ മെറ്റാ ഡയറക്റ്റിംഗ് ടുവേഴ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ മെറ്റാ ഡയറക്റ്റിംഗ് അല്ലേ? കാരണം വരുന്ന ആരാ? ക്ലോറിനാണ്. ക്ലോറിൻ Fe ആണ്. നമുക്കറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെ നടക്കും? ഉറപ്പായും നടക്കുന്നത് മെറ്റാ പൊസിഷനിലേക്കല്ലേ പോവുക. മെറ്റാ പൊസിഷനിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ CCl3ൻ്റെ മെറ്റാ പൊസിഷൻ, ദിസ് ഇസ് CCl3 ആൻഡ് വാട്ട് ഈസ് മെറ്റാ പൊസിഷൻ? ദിസ് ഇസ് മെറ്റാ പൊസിഷൻ. സോ ആൻസർ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ബി. വേറൊരു ആൻസറിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ അല്ലേ? സോ ഗൗതം സെഡ് ആൻസർ എ അല്ലേ? ഗൗതം, യാ. So next Manas, then Lavin അല്ലേ? Then our Murali sir. So everyone is saying our answer is നോക്ക്, നമ്മൾ ആൻസർ പറയട്ടെ. നമ്മൾ ആൻസർ പറയാം, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ പറ്റൂ. Give me the answer, make it fast. Yes, answer is B. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. What is the next question? See, we have next question on the board. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് നോക്കുക. വലിയൊരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following reagent? Okay, Gautam, Manas, McLovin, let complete your answer. നിങ്ങൾ പറയുക എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പെട്ടെന്ന് പറയുക. സോ വലിയ കോമ്പൗണ്ടാണ്. ഈ വലിയ കോമ്പൗണ്ട് കണ്ട് നമ്മൾ പേടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നമുക്കറിയാം നമ്മുടെ ആൻസർ എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ തന്നിരിക്കുന്നത് സോഡിയം മെറ്റൽ. ഇവിടെ സോഡിയം മെറ്റലിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. സോഡിയം മെറ്റൽ എന്നല്ല, ഏതൊരു മെറ്റൽ ആയിക്കോട്ടെ അവർ അസിഡിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ROH എടുക്കുകയാണ്. ROH, ഈ ROH ആരുമായി റിയാക്ട് ചെയ്യും? സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ലേ? അങ്ങനെ റിയാക്ട് ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? RO മൈനസ് പിന്നെന്താണ്? Na+ അല്ലേ? പ്ലസ് വാട്ട് വിൽ കം ഔട്ട്? ½ H2 അല്ലേ മക്കളെ? അപ്പോൾ എവിടെ നമുക്ക് ആൽക്കഹോൾ ഉണ്ടോ, OH ഉണ്ടോ, ഈ OH ഒക്കെ ആരുമായി റിയാക്ട് ചെയ്യുന്നു? ദേ വിൽ ബി റിയാക്ടിങ് വിത്ത് സോഡിയം. അവന്മാർ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? സോഡിയമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിൽ നോട്ട് റിയാക്ട് എന്നാണ്. അപ്പോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യും. നെക്സ്റ്റ് ഇത് രണ്ടും നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആൽക്കൈൻസ് എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് ടെർമിനൽ ആൽക്കൈൻസും ഉണ്ട്, നോൺ ടെർമിനൽ ആൽക്കൈൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം നോൺ ടെർമിനൽ ആൽക്കൈൻസിൻ്റെ പ്രത്യേകതയും ടെർമിനൽ ആൽക്കൈൻസിൻ്റെ പ്രത്യേകതയും അല്ലേ? സി വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ടെർമിനൽ ആൽക്കൈൻസ്? എന്തായിരുന്നു ടെർമിനൽ ആൽക്കൈൻസിൻ്റെ പ്രത്യേകത? അതിൽ നമ്മൾ പഠിച്ചത് മെയിൻലി പറഞ്ഞത് ഇങ്ങനെയാണ്. ടെർമിനൽ ആൽക്കൈൻസിൻ്റെ സ്വഭാവം എന്തെന്ന് നമ്മൾ പറഞ്ഞു? അസിഡിക് എന്ന് പറഞ്ഞു, ശരിയല്ലേ? അപ്പോൾ ആ അസിഡിക് ആയിട്ടുള്ള വ്യക്തി ആരുമായി റിയാക്ട് ചെയ്യും? അയാളും സോഡിയമായിട്ട് റിയാക്ട് ചെയ്യും. സോ നോക്കൂ, ഇതൊരു ടെർമിനൽ ആൽക്കൈനാണ്. ഇതൊരു ടെർമിനൽ ആൽക്കൈനാണ്. ഈ ടെർമിനൽ ആൽക്കൈനും ആരുമായി റിയാക്ട് ചെയ്യും? ഇറ്റ് വിൽ ഓൾസോ റിയാക്ട് വിത്ത് സോഡിയം. ഓക്കെ ബ്രദേഴ്സ്? അപ്പോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തത് കുട്ടികളെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് ടൊലൻസ് റിയേജൻറ്റ്. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ടൊലൻസ് റിയേജൻറ്റുമായി റിയാക്ട് ചെയ്യുന്നു. നോക്കൂ, രണ്ടാമത് തന്നിരിക്കുന്ന ആരാണ്? ടൊലൻസ് റിയേജൻ്റ് ആണ് അല്ലേ? മൂന്നാമത് തന്നിരിക്കുന്ന ആള്
അമോണിയാക്കൽ കുപ്രസ് ക്ലോറൈഡ് ആണ്. ഇയാൾ റിയാക്ട് ചെയ്ത് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആരുടെ കേസിൽ ഉണ്ടാവും? സോ ഇറ്റ് വിൽ ബി ഫോംഡ് ഇൻ ദ കേസ് ഓഫ് എ ടെർമിനൽ ആൽക്കൈൻ. അപ്പം നമുക്ക് അവസാനത്തെ മൂന്നാമത്തെ കേസിലായി സീൻ്റെ കേസിൽ വാട്ട് വിൽ ഗെറ്റ് ദെയർ? റെഡ് പ്രസിപ്പിറ്റേറ്റ്. അപ്പം ഈ മൂന്ന് റിയാക്ഷനും ആര് കാണിക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എക്സ്പിറേറ്റ് ബൈ ടെർമിനൽ ആൽക്കൈൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ളത് അപ്പോൾ നോക്കണേ, OH ഉള്ളത് കൊണ്ട് സോഡിയം റിയാക്ട് ചെയ്യാം. പിന്നെ ടെർമിനൽ ആൽക്കൈൻസ് ഉള്ളത് കൊണ്ട് വൺസ് അഗെയിൻ ടെർമിനൽ ആൽക്കൈൻസ് ഉള്ളത് കൊണ്ട് സോഡിയം റിയാക്ട് ചെയ്യാം, ടൊളൻസ് റിയേൻഡ് റിയാക്ട് ചെയ്യാം, പിന്നെ അമോണിയാക്കൽ കുപ്രസ് ക്ലോറൈഡ് റിയാക്ട് ചെയ്യാം. പക്ഷേ അവസാനത്തെ ആൾക്ക് അയാൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ഗ്രൂപ്പൊന്നും ഇവിടെ ഇല്ല. ഇയാൾ റിയാക്ട് ചെയ്യണമെങ്കിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഫിനോൾ ഡു നോട്ട് റിയാക്ട് വിത്ത്, പ്ലീസ് ട്രൈ ടു കീപ്പ് ഇൻ മൈൻഡ്. സോ ഫിനോൾ ഡു നോട്ട് റിയാക്ട് വിത്ത് ആരുമായിട്ട്? സോ ഫിനോൾ ഡു നോട്ട് റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. ബട്ട് വെൻ യു ടോക്ക് അബൌട്ട് അയാളുടെ ഒരു ബ്രദർ ഉണ്ട്, നിങ്ങൾക്കറിയാം. അതായത് OH വന്നിട്ട് എല്ലാ സൈഡിലും നമ്മൾ ആരെ കൊണ്ടുവന്നു? ഇവിടെ NO2 കൊണ്ടുവന്നു. And here also we introduced NO2. Here also we introduced NO2. You know, we call this as picric acid. ആ പിക്രിക് ആസിഡ് എന്ന് പറയുന്ന വ്യക്തി, സേ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ പിക്രിക് ആസിഡ്. ഇയാൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യൂടെ? ഇറ്റ് വിൽ റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. ഇയാൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഇറ്റ് വിൽ റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. അതുപോലെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചോ, RCOH. ഓക്കെ, സിമിലർലി യു ഹാവ് അനദർ പേഴ്സൺ RSO3H. ഇവരൊക്കെ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ദേ വിൽ റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ ഇവരൊന്നും ഇതിനകത്ത് ഇല്ല ഇവരുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാനസ് പറയുക, ഗൗതം പറയുക, നമ്മുടെ ആൻസർ D തന്നെയല്ലേ? നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതിയോ? മുന്നോട്ടേക്ക് പോകാമല്ലോ. സോ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കൺസെപ്റ്റ്. ഇഫ് എനി ഡൗട്ട് യു ക്യാൻ കീപ്പ് ഓൺ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See, Lassane's extract is boiled with dilute HNO3 before testing for halogens because അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് Lassane's extract ടെസ്റ്റ്. Lassane's extractനകത്ത് നമ്മൾ ഹാലജൻ്റെ ടെസ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ Lassane's extract എടുക്കുകയാണ്. അപ്പോൾ ഈ Lassane's extractനകത്ത് നമുക്കുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ വെറും സോഡിയം ഹാലൈഡ് മാത്രമല്ല, NaCl മാത്രമല്ല. സിമിലർലി NaX മാത്രമല്ലെന്ന് എഴുതാം, ദാറ്റ് ഈസ് ബെറ്റർ. NaX മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, പിന്നാരാ ഉള്ളത്? Na2S ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിമിലർലി യു ഹാവ് NaCN ഉണ്ട്, പിന്നെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് NaSCN ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്ന് നമ്മൾ Lassane's extract പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ Lassane's extract എന്ത് ചെയ്യാണ്? ഇവർ നമ്മൾ ഇതിനകത്തേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുകയാണ്. നോക്കൂ, സിൽവർ നൈട്രേറ്റ് വെനെവർ യു ആർ ആഡിങ് AgNO3 ആഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഗെറ്റ് ദെയർ? എന്താ നമുക്ക് കിട്ടുക? വിൽ ബി ഗെറ്റിംഗ് സിൽവർ ക്ലോറൈഡ് കിട്ടും. സിൽവർ ക്ലോറൈഡ് ആണെങ്കിൽ നമുക്കറിയാം അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. സോ ആരുടെ പ്രസൻസ് കൺഫേംഡ് ആണ്? ക്ലോറിൻ്റെ പ്രസൻസ് കൺഫേംഡ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആരാണ്? AgBr ആണ്. AgBr ആണെങ്കിൽ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. ദെൻ വി സേ ബ്രോമിൻ അല്ലേ? സിമിലർലി വി ഹാവ് AgI ഉണ്ട്. AgI നമ്മൾ നോക്കിയാൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്നാണ്. പക്ഷെ ഇതിനിടയ്ക്ക് നമുക്ക് പറ്റുന്ന ചതി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മുടെ ലസൈൻ സൊല്യൂഷനകത്ത് ആരുണ്ടാകാം? Na2S ഉണ്ടാകാം, അല്ലെങ്കിൽ NaCN ഉണ്ടാകാം. ഇവന്മാരെ നമ്മളെ ചതിക്കാം, ഇവന്മാരെ നമ്മളെ ട്രാപ്പ് ചെയ്യാം. കാരണം ഇവന്മാരെന്ത് ചെയ്യും? ഇവിടെ AgNO3യുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ AgNO3യുമായിട്ട് റിയാക്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഓഫ് Ag2S. സിമിലർലി യു വിൽ ബി ഗെറ്റിംഗ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് AgCN. അപ്പോൾ ഇവർ നമ്മളെ വഴിതെറ്റിക്കും. Ag2S പ്രസിപ്പിറ്റേറ്റും AgCN പ്രസിപ്പിറ്റേറ്റും നമ്മളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് നമ്മൾ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ AgNO3 ആഡ് ചെയ്യുന്നതിന് മുന്നേ രണ്ടുപേരെ ഒഴിവാക്കണം. യുമാർ രണ്ടുപേരെ ഒഴിവാക്കണം. അവിടെ ആരൊക്കെയാണ്? Na2Sനെ ഒഴിവാക്കണം, അതുപോലെ NaCN ഒഴിവാക്കണം കുട്ടികളെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? HNO3 ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ HNO3 എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ HNO3 നമ്മുടെ Na2Sനെ അല്ലേ, HNO3 ആരുമായിട്ട്? Na2Sമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അയാൾ ആരായി മാറും? ഇറ്റ് വിൽ ചേഞ്ച് ഇൻ Na2S. അതുപോലെ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ആരുമായിട്ട്? NaCN. ഇറ്റ് വിൽ അല്ലേ NaCNുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ NaCNുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരെ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? HNO3യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ Na2S reacting with HNO3, you can see that you are getting H2S. And similarly ഇവിടെ ആരെ കിട്ടൂടെ? HCN കിട്ടും. അപ്പോൾ നമ്മളുടെ പ്രശ്നം അവിടെ ഇല്ലാതാകും.
യെസ് ഗൗതം, നമ്മുടെ ആൻസർ ബി അല്ല, നമ്മുടെ ആൻസർ സി ആണ്. സോ പ്ലീസ് ട്രൈ ടു സീ ദാറ്റ് മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കണം, നമ്മുടെ ആൻസർ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്. Na2S NaCN ആർ ഡീകമ്പോസ്ഡ് ബൈ ആരാണ്? HNO3. സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നോക്കൂ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് തോറിയം. തോറിയം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, നമുക്കറിയാം നമ്മൾ പഠിച്ച പ്രകാരം, നിങ്ങൾ നോക്കൂ നമ്മളുടെ ലാന്തനം അല്ലേ, ലാന്തനത്തിൻ്റെ അറ്റോമിക് നമ്പർ. ലെറ്റ്സ് റൈറ്റ് വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ലാന്തനം. ലാന്തനം അറ്റോമിക് നമ്പർ 57 അല്ലേ. സോ ലാന്തനം കഴിഞ്ഞ് നമുക്കറിയാം വരുന്ന അടുത്ത ഇലമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ 72 ആണ്. സോ 57 കഴിഞ്ഞിട്ട് വരുന്നത് 72. ഓക്കെ, ഹാഫ്നിയം. സിമിലാർലി നമ്മൾ അടുത്ത ലാന്തനത്തിന് താഴെ ആരാണ്? ആക്ടിനിയം. ആക്ടിനിയം ആരാ? എത്രയാണ്? 89 ആണ്. 89 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആരാ? റുദർഫോർഡിയാണ്. റുദർഫോർഡിയത്തിന് അറ്റോമിക് നമ്പർ എത്രയാ? 104 ആണ്. ഇതിനിടയ്ക്കാണ് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്? യെസ്, മാനസ് പറഞ്ഞു നേരത്തെ ആൻസർ ഡി. ഓക്കെ, അതല്ല, നമ്മൾ നേരത്തെ ആൻസർ സി ആണ് മനസ്സിൽ പറഞ്ഞത്. അപ്പോൾ തെറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന തോറിയം എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ തോറിയത്തിൻ്റെ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതണം. അപ്പോൾ തോറിയം പറയുമ്പോൾ തോറിയത്തിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അയാളെയും കൂടെ നമ്മളൊന്ന് സംസാരിച്ച് പോകാം. സോ വാട്ട് വി ഹാവ്, ഇവിടെ വരുന്ന ഇയാളുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹു ഇസ് ദാറ്റ് പേഴ്സൺ? സോ ഇവിടെ വരുന്ന ആള് സിറിയം. സിറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വി ഹാവ് 58. യെസ് സനീഷ്, യു ആർ കറക്റ്റ്. അപ്പോൾ എല്ലാവരും നോക്കുക, ഇവിടെ സിറിയം 58 ആണ്. പക്ഷെ നമ്മൾ സിറിയത്തിൻ്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സി വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് സിറിയം. വി ഹാവ് 4f1. ഓക്കെ, നെക്സ്റ്റ് 5d1, നെക്സ്റ്റ് 6s2. ഇതാണ് സിറിയത്തിൻ്റെ കോൺഫിഗറേഷൻ. അപ്പം നമ്മൾ ഇവിടേക്ക് വരുന്നു. ആക്ടിനിയത്തിനും റുദർഫോർഡിയത്തിനും ഇടയ്ക്ക് ആരാണെന്ന് ചോദിച്ചാൽ തോറിയം. തോറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 90. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതരുത്. 5f1. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആരാ വരിക? 6d1, നെക്സ്റ്റ് 7s2. കുട്ടികൾ ഇത് തെറ്റാണ്. ഓക്കെ, പകരം വാട്ട് ഈസ് കറക്റ്റ് ദെയർ? യെസ് ഓഫ് കോഴ്സ്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത് ചോദിച്ചാൽ യു ക്യാൻ സീ ദാറ്റ് യുവർ ഓപ്ഷൻ ഈസ് ബി. പക്ഷെ വളരെ രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എഫിനകത്ത് ഇലക്ട്രോൺ ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ ഓരോരോ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുകയാണ്. ആ M3+ൻ്റെ, അതായത് തോറിയം 3+ നമ്മൾ എഴുതി. തോറിയം 3+ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് അയാളുടെ കോൺഫിഗറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെല്ലാവരും നോക്കുക 5f1 എന്നാണ് എഴുതുക. സോ പ്ലീസ് സീ ദാറ്റ്. അപ്പോൾ അതിന് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റോറി? സോ ആൻസർ ഈസ്, സനീഷ് പറഞ്ഞതുപോലെ ആൻസർ എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. ലെറ്റ്സ് ഗോ വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കണേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് സ്ട്രക്ചറൽ, ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം? സ്ട്രക്ചറിൽ വേണം, ജോമെട്രിക്കൽ വേണം, ഒപ്റ്റിക്കലും വേണം അല്ലേ. നിങ്ങൾ എല്ലാ കോമ്പൗണ്ട്സിനെയും ടൈപ്പ് ശ്രദ്ധിക്കുക. സി, ആദ്യം വന്നിരിക്കുന്നയാൾ വി ഹാവ് MAA അല്ലേ. എ എന്ന് പറയുന്നത് നമുക്കറിയാം ബൈഡൻഡേറ്റ് ലിഗൻഡ് ആണ്. MAA. വാട്ട് നെക്സ്റ്റ്? B2 ആൻഡ് C2. ഇതാണ് ആദ്യം വന്നിരിക്കുന്നയാൾ. യെസ്, ഇതിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം അതൊരു സിമെട്രിക്കൽ സ്ട്രക്ചറായി വരും. സോ വി ഡോണ്ട് ഹാവ് ഒപ്റ്റിക്കൽ ഐസോമറിസം അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ഓപ്ഷൻസും നോക്കി വരുമ്പോൾ സി അടുത്ത് നമ്മൾ നോക്കിയാൽ വി ഹാവ് MA2. സിമിലാർലി വി ഹാവ് B2. സിമിലാർലി C2. അവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. സോ വെൻ യു കം ടു ദ കേസ് ഓഫ് സി ഓപ്ഷൻ, സി ഓപ്ഷനകത്ത് സ്ട്രക്ചറിൽ എന്നുള്ളതില്ലടെ. എന്തുകൊണ്ട് സ്ട്രക്ചറിലില്ല? കാരണം സ്ട്രക്ചറിൽ വേണമെങ്കിൽ അയണൈസേഷൻ വേണം. ഓക്കെ, അയണൈസേഷൻ പറ്റത്തില്ല. പിന്നെ ലിങ്കേജ് വേണം, ലിങ്കേജ് ഇല്ല. ഹൈഡ്രേറ്റ് വേണം, ഹൈഡ്രേറ്റ് ഇല്ല. അപ്പോൾ കോർഡിനേഷൻ വേണം, കോർഡിനേഷനും പറ്റില്ല. അപ്പോൾ ഇതിനകത്തും നമ്മൾ ആൻസറായി വരില്ല. ഇനി നമ്മൾ ഈ ഓപ്ഷനിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് റൈറ്റ് ദെയർ. നോക്കൂ, നമ്മൾ എഴുതുന്നു MAA ട്വൈസ്. യെസ്, MAA ട്വൈസ് അല്ലേ B2 എന്നാണ്.
MA twice B2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് നോക്കൂ, പുറത്ത് CL, അകത്ത് BR, ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഇയാൾ എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്? ഇയാൾ അയോണൈസേഷൻ ഐസോമറിസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അയണൈസേഷൻ ഐസോമറിസം കാണിക്കുന്നു പറഞ്ഞാൽ അയാൾ സ്ട്രക്ചറൽ ഐസോമറിസം കാണിക്കുന്നു, അല്ലേ? അപ്പോൾ മാനസ് നോക്കുക, ബി എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് പുറത്തേക്ക് CL നെ അകത്തേക്ക് CL നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ NH3 കൊണ്ടുവരാം. അപ്പോൾ സോൾവേറ്റ് വരുന്നു എന്ന് പറയാം, അല്ലേ? ആയത്തിനകത്ത് സോൾവേറ്റ് വരുന്നു, പക്ഷെ അതിനകത്ത് ഒപ്റ്റിക്കൽ ഇല്ല. അപ്പോൾ ഒപ്റ്റിക്കൽ അതുപോലെ ജോമെട്രിക്കലും ഒക്കെ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കൂ, ഈ കോമ്പൗണ്ട് നമുക്ക് രണ്ട് ഫോം ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സിസ് ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്? ട്രാൻസ്, അല്ലേ? ട്രാൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, എന്നാൽ സിസ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സോ ഇയാൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നു, അല്ലേ? അപ്പം നമ്മുടെ ഓപ്ഷൻസ് എന്താണ്? ഡി ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക, അല്ലേ? അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഓപ്ഷൻ ഏതാ വരിക? സോ വാട്ട്സ് ദ ആൻസർ ദെയർ? നമ്പർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് സ്ട്രക്ചറൽ, ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം? നിങ്ങൾ തന്നെ പറയുക. സോ സ്ട്രക്ചറിൽ BR പുറത്തേക്ക് പോകാം, ഇയാൾ അകത്തേക്ക് കയറി വരാം, അല്ലേ? അപ്പം നമ്മുടെ ആൻസർ അവന് DL വരിക, അല്ലേ ഷാഹിദെ? നോക്കിയൊന്നൂടെ. സിയിൽ നമുക്ക് സ്ട്രക്ചറിൽ കാണിക്കാൻ പറ്റുമോ? സിയിൽ നമുക്ക് സ്ട്രക്ചറിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. മുന്നോട്ടേക്ക് പോകാമല്ലോ. യെസ്. അപ്പം നമ്മൾ അടുത്ത കഥയിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റോറി? മാച്ച് ദി മെറ്റൽസ് ഇൻ കോളം 1 വിത്ത് കോളം 2. ഐ തിങ്ക് ഷാഹിദ് യു അണ്ടർസ്റ്റുഡ് ദ മിസ്റ്റേക്ക്. ഓക്കെ മാനസ്, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. See, match the metals in column 1 with coordination number, coordination compounds and enzyme. ഇതിൽ നമ്മൾ വേറെ ഒന്നുമില്ലേ, നമ്മൾ മാച്ച് ചെയ്യുക എന്ന് മാത്രം ജോലിയുള്ളൂ. നിങ്ങൾക്കറിയാം വൈറ്റമിൻ B12 എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ആരെ തന്നെ മാച്ച് ചെയ്യുക? വി ഹാവ് കൊബാൾട്ട്, അല്ലേ? പിന്നെ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രൈഫിനൈൽ, അല്ലേ? സോ ട്രൈഫിനൈൽ ഫോസ്ഫീൻ വന്ന കക്ഷി. സോ വി ഹാവ് PH3, P എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. പിന്നെ ആരാ? RHCl, അയാൾ ആരാണ്? വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. പിന്നെ ക്ലോറോഫിൽ ആരാണ്? മെഗ്നീഷ്യം, അല്ലേ? പിന്നെ നമുക്ക് കാർബോണിക് അൺഹൈഡ്രൈസ്, കാർബൺ ഡൈ ഓക്സൈഡും H2 തമ്മിൽ ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് ആരുണ്ട്? സിങ്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് എന്തെല്ലാം പറയാം? സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആരുമായി മാച്ച് ചെയ്യണം? 6 മാച്ച് ചെയ്യണം, ശരിയല്ലേ? നോക്കി, നിങ്ങൾ ആൻസർ സജസ്റ്റ് ചെയ്ത് മക്കളെല്ലാവരും. മാനസ്, ഷാഹിദ്, സനീഷ്, ടെൽ മീ വാട്ട്സ് യുവർ ആൻസർ ദെയർ? എ എന്ന് പറയുന്ന ഓപ്ഷൻ 6 വരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഏത് മാത്രമേ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരികയുള്ളൂ? ബി മാത്രമല്ലേ വരികയുള്ളൂ, ശരിയല്ലേ? നോക്കി, നിങ്ങളുടെ ആൻസർ സജസ്റ്റ് ചെയ്തേ. നെക്സ്റ്റ്, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കിയാൽ യു ക്യാൻ സീ ദാറ്റ് കൊബാൾട്ട് നമ്മൾ പറഞ്ഞു. സിങ്ക് എന്ന് പറയുന്നത് എസ് വരണം. യെസ്, എസ് ഓൺലി. ഫൈൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ, ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ആരാണ്? ബി ആണ് വരാം. ഷാഹിദ് സേയിങ് ഡി ആണോ? യെസ്. Can you suggest what's your answer there? ഓപ്ഷൻ ബി അല്ലേ? നോക്കിയേ ഒന്നുകൂടെ. സോ യു ക്യാൻ സീ ദാറ്റ് കൊബാൾട്ട് എ എന്ന് പറയുന്നത് 6 വരിക, ശരിയല്ലേ? നെക്സ്റ്റ് സിങ്ക് എന്ന് പറയുന്നത് ബി ആണ്. ബി എവിടെ വരിക? എസിലാണ് വരിക. സി എന്ന് പറയുന്ന ആള് എവിടേക്കാണ് പോവുക? പിയിലേക്കാണ് പോവുക. ഡി മെഗ്നീഷ്യം പോകുന്നത് എങ്ങോട്ടേക്കാണ്? ക്യൂയിലേക്കാണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ ആൻസർ? ഓക്കെ, സോ വി ആർ മൂവിങ് അഹെഡ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് XCF4. യെസ്, XCF4, കറക്റ്റ് ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് XCF4, അല്ലേ? ഇതിൽ നമ്മൾ ഏതാണ് ആൻസർ പറയുക? തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് വേറെ ഒരു സർക്കസ് നടത്തേണ്ട കാര്യമില്ല. ഡയറക്ട്ലി വി ക്യാൻ റൈറ്റ് ദ ആൻസർ ഫോർ ദിസ്. സിനോൺ, അല്ലേ? അയാളുടെ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺ നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺ? 8 അല്ലേ? പിന്നെ അവിടെ വന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 4 ഫ്ലൂറിനാണ്. സോ ഫ്ലൂറിന് എത്ര എണ്ണം? ഫ്ലൂറിൻ വി ഹാവ് 4. അങ്ങനെയാണെങ്കിൽ യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നു 8 + 4 എത്രയാണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് 12, അല്ലേ?
12/2 ഡെഫിനറ്റ്ലി വി ഗെറ്റ് 6. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് എന്ന് പറയുന്നത് 6 ആണ്. അതിൽ 4 ഫ്ലൂറിൻ വന്നു. അപ്പോൾ ബോണ്ട് പെയർ നമുക്ക് എല്ലാവർക്കും അറിയാം. ബോണ്ട് പെയർ എത്രയായി? 4. ആൻഡ് വാട്ട് വിൽ ബി ദി ലോൺ പെയർ? ലോൺ പെയർ ഈസ് 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയാളുടെ സ്ട്രക്ചർ വരയ്ക്കാം. So whenever we are drawing the structure of this person, xenon at the center and fluorine just like this, അല്ലേ? ആൻഡ് ലോൺ പെയർ ഒരെണ്ണം മുകളിലേക്കും ഉണ്ടാവും, അല്ലേ? ഒരെണ്ണം എന്ത് ചെയ്യും? താഴേക്കും ഉണ്ടാവും. ഇതല്ലേ സംഭവിക്കുക? സോ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ ഉറപ്പായും ഡി തന്നെയാണ്. അല്ലാതെ വേറെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പോകേണ്ട കാര്യമില്ല. ലെറ്റ്സ് ഗോ വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. What the next question? Which of the following best convert nitrobenzene into 3-fluorobromobenzene? അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നോക്കണേ, നമ്മൾ ഇതിനകത്ത് ഇവരുടെയൊക്കെ സ്വഭാവങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. നിങ്ങൾക്കറിയാം NO2 എന്ന് പറയുന്ന ആള്, അല്ലേ? NO2 എന്ത് ഡയറക്റ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. സോ NO2 ഈസ് മെറ്റാ ഡയറക്റ്റിംഗ്. നെക്സ്റ്റ് NH2 നമ്മൾ ചിന്തിക്കണം. NH2 എന്നാ ഡയറക്റ്റിംഗ് എന്ന് ചോദിച്ചാൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. ശരിയല്ലേ? യെസ്. കൻ യു സജസ്റ്റ് വാട്ട്സ് ആൻസർ ഫോർ നെക്സ്റ്റ് വൺ? പെട്ടെന്ന് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ NH2 പറയുമ്പോൾ എന്താണ്? ഓർത്തോ ഓർ പാര. പിന്നെ നമ്മൾ ബ്രോമിൻ. സോ ബ്രോമിൻ ആണെങ്കിലും ഫ്ലൂറിൻ ആണെങ്കിലും നിങ്ങൾക്കറിയാം അവർ രണ്ടുപേരും സജസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റിംഗ് നേച്ചർ. അവരുടെ ഡയറക്റ്റിംഗ് നേച്ചർ എന്ന് ചോദിച്ചാൽ ഓർത്തോ പാര തന്നെയാണ്. അപ്പം നമുക്ക് ഫ്ലൂറിൻ പോകേണ്ടത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? മെറ്റാ പൊസിഷനിലേക്ക് പോകണം. അല്ലെങ്കിൽ ബ്രോമിൻ പോകേണ്ടത് മെറ്റാ പൊസിഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് NO2 വെച്ച് തന്നെ ആദ്യത്തെ പരിപാടി നടത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ എവിടേക്ക് പോകാമെന്ന് ചോദിച്ചാൽ ഐ നെവർ സെലക്ട് ദ ഓപ്ഷൻ. ഇത് സെലക്ട് ചെയ്യില്ല, ഇതും സെലക്ട് ചെയ്യില്ല. മക്കളെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ SnCl2 ഉപയോഗിച്ചാൽ ആദ്യം തന്നെ നമ്മളുടെ NO2 ആരായി മാറും? സോ ലെറ്റ്സ് റൈറ്റ് ദെയർ, അല്ലേ? നമ്മൾ BO CO ചെയ്യുകയാണെങ്കിൽ NO2 വിൽ ചേഞ്ച് ഇൻ ടു NH2. NO2 ആരായിട്ട് മാറും? ഇവിടെ NH2 ആയിട്ട് മാറും, അല്ലേ? NH2 എന്ന് പറയുന്നത് എന്താ? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് സർ chat is lagging and you are seeing the answer. Maybe I felt like that. അപ്പോൾ അത് നേരത്തെ എനിക്കൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, ഫൈൻ. താങ്ക് യു മനസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കണേ, NO2 NH2. അപ്പോൾ NH2 വരികയാണെങ്കിൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയി പോകും. അപ്പോൾ നമുക്കത് പറ്റില്ല. എന്തായാലും ഓപ്ഷൻ ബിയും ഞാൻ സെലക്ട് ചെയ്യില്ല, ഓപ്ഷൻ സിയും സെലക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഐദർ ഓപ്ഷൻ എ ഐദർ ഓപ്ഷൻ ഡി, ഇത് രണ്ടും വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നോക്കൂ, ഞാൻ ആദ്യം നൈട്രോബെൻസീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ നൈട്രോബെൻസീനിലേക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരെയാണ്? ഫ്ലൂറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഞാൻ ഫ്ലൂറിൻ ആഡ് ചെയ്തു പോകുന്നു, ഒരു സ്റ്റെപ്പിൽ ഞാൻ ബ്രോമിൻ ആഡ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കണേ, വി ഹാവ് NO2 ആൻഡ് ഹിയർ വി ഗെറ്റ് ഫ്ലൂറിൻ. സിമിലർലി വി ഹാവ് NO2 ആൻഡ് നെക്സ്റ്റ് ഹിയർ വി ഗെറ്റ് ബ്രോമിൻ. ഇതാദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത് നമ്മൾ അവിടെ ഉപയോഗിച്ചു സിങ്ക് ബാർ HCl. സിങ്ക് ബാർ HCl ഉപയോഗിച്ചാലും NO2 നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കൺവേർട്ട് ഇൻ NH2. അതുപോലെ SnCl2 ബാർ HCl ഉപയോഗിച്ചാലും അവർ എന്ത് ചെയ്യാം? NH2 ആക്കി മാറ്റാം. അപ്പോൾ ആ സ്റ്റെപ്പിൽ ഞാൻ മുകളിൽ എഴുതുന്നു വി ഹാവ് NH2. സോ ഹിയർ വി ഹാവ് NH2 ആൻഡ് ഹിയർ വി ഹാവ് ഫ്ലൂറിൻ. സിമിലർലി ഹിയർ ഓൾസോ യു ക്യാൻ സീ ദാറ്റ് വി ഹാവ് NH2. ഇവിടെ ആര് വന്നോടെ? NH2. ഇവിടെ ആര് വന്നു? ബ്രോമിൻ വന്നു. കുട്ടിയെ അടുത്താണ് പ്രശ്നം. ഇവിടെ NaNO2 HCl എന്നാണ്. NaNO2 മാത്രം മതി, അല്ലേ? കാരണം NaNO2 എവിടുന്നാണ് വന്നത്? NaCl, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ഹാവ് നമ്മുടെ HNO3യും NaCl കൂടെ കൂടിയിട്ടാണ് നമുക്ക് ആരെ കിട്ടുക? നൈട്രസ് ആസിഡ്. ഹൗ വി ഗോട്ട് നൈട്രസ് ആസിഡ് നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. പക്ഷെ ഇവിടെ നമുക്ക് NaNO2 എന്ന് നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ? NaNO2 HBF4, അല്ലാതെ ഇവിടെ HCl അല്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞാൻ ഡിഫറൻസിയേഷൻ നടത്തുന്നത്. സോ ഐ വിൽ സെലക്ട് ദിസ് സ്റ്റെപ്പ്. സോ ഐ വിൽ മൂവ് ഫോർവേഡ് ഹിയർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡൈസോഡൈസേഷൻ ആദ്യം നടക്കും, പിന്നെ HBF4 നമ്മൾ ആഡ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് സോ വാട്ട് വി ഗെറ്റ് ദി ഫൈനൽ ആൻസർ ആരെ കിട്ടുന്നതായിരിക്കും? ഇയാളെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ ആയി നമുക്ക് ആരെ തന്നെ സെലക്ട് ചെയ്ത് പോകാം? ഡിയെ തന്നെ സെലക്ട് ചെയ്ത് പോകാം. Let's go to the next question.
The product of the above reaction. The product of the above reaction. നോക്കൂ, ഇതിൽ ഈ ക്വസ്റ്റ്യനകത്ത് വേറൊന്നും ഇല്ലടേ. അതായത് നമുക്ക് ഒരിടത്ത് CL ഉണ്ട്, ഒരിടത്ത് ബ്രോമിൻ ഉണ്ട്, ഒരിടത്ത് ഹാലജൻ ഉണ്ട്, ഒരിടത്ത് ആരുണ്ട്, ബ്രോമിൻ ഉണ്ട്, അല്ലേ? ഇത് രണ്ടിൽ ആരാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഈ ക്വസ്റ്റ്യൻ അർത്ഥമുള്ളൂ. നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഹോഫ്മാൻസ് അമനോളിസിസ് എന്നാണ്. വാട്ട് ഈസ് ദിസ് റിയാക്ഷൻ കോൾഡ്? So definitely you know this is Hofmann's ammonolysis. Yes. അപ്പോൾ Hofmann's ammonolysis. Okay. So Hofmann's ammonolysis. അപ്പോൾ നമ്മളുടേതല്ലാത്ത ഏതെങ്കിലും കുട്ടികൾ ഇതിൽ ഞങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയുക, നാളെ മുതൽ നമ്മളുടെ LMRP അതായത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദാറ്റ് ദേ ക്യാൻ കോൺടാക്ട് എന്താണ് ത്രൂ ടെലിഗ്രാം ചാനൽ ഓർ ഓഫീസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കൂ, ഇത് ഹോഫ്മാൻസ് അമനോളിസിസ് ആണ്. ഹോഫ്മാൻസ് അമനോളിസിൽ ആരാ റിയാക്ട് ചെയ്യുക? ഉറപ്പായും നിങ്ങൾക്കറിയാം ആരോമാറ്റിക് ആയിട്ടുള്ള ഹാലജൻ അവിടെ റിയാക്ട് ചെയ്യില്ല, ആലിഫാറ്റിക് ആയിട്ടുള്ള ഹാലജൻ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി ക്വസ്റ്റ്യൻ ചെയ്യാൻ, അല്ലാതെ വേറെ നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ H റിയാക്ടിങ് വിത്ത് NH2. ആരും പോയടെ CLഉം Hഉം പോയി. സോ CLഉം Hഉം പോയാൽ വാട്ട് വി ഗെറ്റ് ദ പ്രൊഡക്റ്റ്? ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ പ്രൊഡക്റ്റ്. ഇവിടെ നോക്കൂ, ഇവിടേക്ക് ആര് വരൂടെ? NH2 വരും. എന്നാൽ താഴെയുള്ള ബ്രോമിന് ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട് സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർഷ്യൽ ലെവൽ 1 ക്യാരക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ റീസൺസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ആരോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിന് വിധേയമാവുന്നില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേറൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരിടത്ത് NH2ഉം അടുത്ത സ്ഥലത്ത് ആരും വരണം? ബ്രോമിനും വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നമുക്ക് ആരിലേക്ക് പോകാം? സിയിലേക്ക് പോകാം. ഓക്കെ അല്ലേ? മുന്നോട്ടേക്ക് പോകാമല്ലോ. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ ലെറ്റ് മീ നോ വാട്ട് ഈസ് ദ ആൻസർ ഫ്രം യുവർ സൈഡ്, അല്ലേ? നിങ്ങൾ തന്നെ പറയുക ഇവിടുത്തെ ആൻസർ എന്താണെന്നും. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഗിവ് മി ദ ആൻസർ അറ്റ് ദ ഏർലിയസ്റ്റ്. യെസ് ബ്രദേഴ്സ്. CH3 ട്രിപ്പിൾ ബോണ്ട് CH, അതിലേക്ക് നമ്മൾ ആരെ കൊണ്ടുവരികയാണ്? NaNH2. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചാറ്റ് ബോക്സിൽ തരണം. ഓക്കെ, സോ പ്ലീസ് ഡു ദാറ്റ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. നോക്കൂ എല്ലാവരും, ആദ്യം നമുക്ക് ആരാണ്? CH3 ട്രിപ്പിൾ ബോണ്ട് CH, അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് you get CH3 single bond C triple bond C minus Na plus. ഇതല്ലേ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വരുന്നത്. ഇതിലേക്ക് നമ്മൾ ആരെ കൊണ്ടുവരികയാണ്? ഇതിലേക്ക് നമ്മൾ CH3Br കൊണ്ടുവന്നു, അല്ലേ? അപ്പോൾ CH3Br-ഉം Na-യും തമ്മിൽ റിയാക്ട് ചെയ്ത് ആര് പുറത്തേക്ക് പോയി? NaBr പുറത്തേക്ക് പോയി, അല്ലേ മക്കളെ? NaBr പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് CH3 C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് ചെറിയ ആൽക്കൈൻ ആയിരുന്നു. അപ്പോൾ ഈ ചെറിയ ആൽക്കൈൻ മാറി നമുക്കൊരു വലിയ ആൽക്കൈൻ കിട്ടി. ഓക്കെ, ഈ വലിയ ആൽക്കൈനിലേക്ക് നമ്മൾ അടുത്തത് ആരെ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സെലീനിയം ഡയോക്സൈഡ് ആഡ് ചെയ്യുന്നു. മക്കളെല്ലാവരും നോക്കണേ, സെലീനിയം ഡയോക്സൈഡ്. ഈ സെലീനിയം ഡയോക്സൈഡ് മാത്രമല്ലടേ, സെലീനിയം ഡയോക്സൈഡിന് പകരം നിങ്ങൾ ആൽക്കലൈൻ കേമനോഫർ കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓസോണോളിസ് നടത്തും. ഈ 3 റീജൻസും ഒരേ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ സെലീനിയം ഡയോക്സൈഡിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ആൽക്കൈനിലേക്ക് ആൽക്കലൈൻ കേമനോഫർ ആഡ് ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ ഓസോണോളിസ് നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടുന്നു ആ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുക, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് എഴുതണം? നിങ്ങൾ തന്നെ പറയും യു വിൽ ബി ഗെറ്റിംഗ് ഡൈക്കീറ്റോൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ ഡൈക്കീറ്റോൺ എഴുതുകയാണ്. CH3 C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട്, വാട്ട് നെക്സ്റ്റ്? CH3. മക്കളെ ഇതാരാണ്? ഇത് ഡൈക്കീറ്റോൺ ആണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് 2 എണ്ണമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 2 എണ്ണം കൂടെ വന്നിട്ട് ആരെ അറ്റാക്ക് ചെയ്യും? നമ്മുടെ CO ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യും, അല്ലേ? കാർബണൈൽ ഗ്രൂപ്പ് ഉറപ്പായിട്ടും ഈ അറ്റാക്ക് നടന്നാൽ ആരായിട്ട് മാറും? ആൽക്കോഹോൾ ആയിട്ട് മാറും, അതല്ലേ നടക്കുക? സോ ഡെഫിനറ്റ്ലി വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഐ എം നോട്ട് റൈറ്റിംഗ് ദ മെക്കാനിസം ഓവർ ഹിയർ. നോക്കൂ, CH3 അല്ലേ? C ഇവിടെ നമുക്ക് O ആയിരുന്നു, ഇങ്ങോട്ടേക്ക് CO ആൻഡ് ദെൻ വി ഹാവ് CH3. എന്നാൽ പുതുതായി വന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് അവൻ എന്ത് ചെയ്യൂടെ? അവൻ ഇവിടെ ഒരു CH3 ആഡ് ചെയ്യും. സിമിലർലി ഇപ്പുറത്തും ആരെ ആഡ് ചെയ്യും? CH3 ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കറിയാം ഇവിടെ വരുന്നത് ആരാ? MgX ആണ്. പക്ഷെ ആ MgX ഞാൻ എഴുതുന്നില്ല. ആ MgX എഴുതാതെ നേരിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? OH എന്ന് എഴുതി.
അല്ലേ? അപ്പുറത്തും ആരും എഴുതിയുടെ OH എന്ന് എഴുതി. അപ്പോൾ ഈ ചങ്ങാതി ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയ വ്യക്തി ആരാണെന്ന്. യു നോ ദിസ് ഈസ് ദ ഫേമസ് കോമ്പൗണ്ട്. വാട്ട് വി കോൾ ഫോർ ദിസ്? പിനക്കോൾ. അപ്പോൾ ഈ ചങ്ങാതി പിനക്കോൾ ആണ്. സോ വി നോ ദിസ് കോമ്പൗണ്ട് ഈസ് ദ പിനക്കോൾ. അപ്പോൾ ഇത് പിനക്കോൾ. സോ വി ഹാവ് എ പിനക്കോൾ. അപ്പോൾ പിനക്കോൾ അല്ല ഇത്. പിനക്കോൾ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ നിൽക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ആരെ കൊണ്ടുവന്നു? H2SO4 കൊണ്ടുവന്നു. ഒരു H+ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു അല്ലേ? സോ ഒരു H+ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നോക്കണേ മക്കളെ, നമ്മൾ ഒരു H+ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയാം. പിനക്കോളിൻ റീഅറേഞ്ച്മെന്റ് നടക്കുമെന്ന് അറിയാമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിതിലേക്ക് ആരെ കൊണ്ടുവരുന്നു? H+ കൊണ്ടുവരുന്നു. ആ H+ ഇതിലൊരു OH കൊണ്ട് അങ്ങ് പോവുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ആരായി? വാട്ടർ പോയി. വാട്ടർ പോയി കഴിഞ്ഞാൽ what do you get there? CH3 സിംഗിൾ ബോണ്ട് C, and here what comes? CH3. ഇവിടെ ആരായി? OH. ശരിയല്ലേ? സിംഗിൾ ബോണ്ട് C. ഇവിടെ ആര് വരുന്നു? CH3. ഇവിടെ ആര് വരുന്നു? CH3. and here we have positive charge. and you know of course next step ഇവിടെ നിന്ന് സംഭവിക്കുന്ന അറിയാം. മൈഗ്രേഷൻ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ റിസൾട്ടന്റ് സ്പീഷീസ് എന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. സോ ഇവിടുന്ന് CH3 കുറ്റിയും പറിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് എത്തി അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കണേ കിട്ടുന്നത് CH3 സിംഗിൾ ബോണ്ട് C, and here we get OH, lone pair is there. Here we have plus, next we have CH3, and here also CH3, here also CH3. കുട്ടികളെല്ലാവരും നോക്കൂ, ദിസ് കോമ്പൗണ്ട് ഇത് ഇവിടെ നമുക്ക് പറയാം ബാക്ക് ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ഓക്സിജനിൽ നിന്ന് അങ്ങോട്ടേക്ക് ലോൺ പെയർ റെസണൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റേബിൾ ആണ് അല്ലേ കുട്ടികളെ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആരിറങ്ങിപ്പോവും? നേരത്തെ വന്ന് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്ത H ഇറങ്ങിപ്പോകുന്നു. ആൻഡ് യു നോ യു ആർ ഗെറ്റിംഗ് ഫൈനൽ കോമ്പൗണ്ട്. വാട്ട് ഈസ് ദ ഫൈനൽ കോമ്പൗണ്ട്? CH3C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് C, CH3 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 അല്ലേ മക്കളെ? അപ്പോൾ ഈ കോമ്പൗണ്ട് പേരെന്താണ്? സോ സ്പീക്ക് ഓൾ ഓഫ് യു, പറയുക. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് നെയിം? നമ്മൾ നേരത്തെ കണ്ട കോമ്പൗണ്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കോമ്പൗണ്ടിന്റെ പേര് ഉറപ്പായിട്ടും വാട്ട് വി സേ ഫോർ ദാറ്റ്? ഇറ്റ്സ് കോൾഡ് പിനക്കോളിൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും സർ എന്താണ്? നിങ്ങൾ ചോദിക്കും ഓക്സിഡൈൻ ആരാണ്? മക്കൾ ഒരിക്കലും മറക്കണ്ട, ഓക്സിഡൈൻ എന്ന് പറയുന്നത് സൈക്ലിക് ഈതർ ആണ്. ഇഫ് യു ഡോണ്ട് നോ യു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ഓക്സിഡൈൻ. ആൻഡ് വാട്ട് ഈസ് ഓക്സിഡൈൻ? ഓക്സിഡൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതാണ്. നമുക്കറിയാം, നമ്മൾ ഇയാളെ വേറൊരു പേര് പറഞ്ഞിരുന്നു അല്ലേ? വാട്ട് വി കോൾ ഫോർ ദിസ്? എപ്പോക്സിഡൈൻ അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. സോ നമ്മൾ ആൻസർ ചെയ്യുന്നത് ആരാണ്? പിനക്കോളിൻ. മുന്നോട്ടേക്ക് പോകാമല്ലോ. അപ്പോൾ ഇത് മാത്രമാണ് അല്പമെങ്കിലും ഒരു ചെറിയ കുറച്ച് ലെന്തി ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അല്ല വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാര്യമായി എടുത്തു പറയേണ്ടതായിട്ടില്ല. മുന്നോട്ടേക്ക് പോകാമല്ലോ. ലെറ്റ്സ് ഗോ ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ആൽക്കഹോൾ. ആൽക്കഹോളിനെ നമ്മൾ എന്ത് നടത്തുകയാണ്? കോപ്പർ 573 കെൽവിൻ. വി നോ വി ആർ കണ്ടക്ടിങ് ഡീഹൈഡ്രജനേഷൻ അല്ലേ? എന്നിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ച വ്യക്തിയെ ഓർക്കുക. ഇത് ആരാന്ന് ചോദിച്ചാൽ ഫെലിങ്സ് സൊല്യൂഷനാണ് അല്ലേ? ഫെലിങ്സ് റിയേജന്റ് ആണ്. ഫെലിങ്സ് റിയേജന്റ് ആരുമായി റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫെലിങ്സ് റിയേജന്റ് ആൽഡിഹൈഡുമായിട്ടല്ലേ റിയാക്ട് ചെയ്യുക. അപ്പോൾ എ എന്ന് പറയുന്ന ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. നോക്കണേ, ഈ സ്റ്റെപ്പിൽ നിങ്ങൾ മനസ്സിലാക്കണം, തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന വ്യക്തി ആൽക്കഹോളാണ്. എ എന്ന് പറയുന്ന വ്യക്തി ആൽഡിഹൈഡ് ആണ്. സോ പ്ലീസ് മൈൻഡ് ദെയർ, എ എന്ന് പറയുന്ന വ്യക്തി ആൽഡിഹൈഡ് ആണ് എന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പിന്നെ നമുക്ക് അവിടെ കിട്ടേണ്ടത്. ആൽഡിഹൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ആൽക്കഹോൾ എന്തായിരിക്കണം? പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കണം. ശരിയല്ലേ? പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കണം. അപ്പോൾ ഉറപ്പായും നിങ്ങൾക്കറിയാം സി എന്ന് പറയുന്ന നമ്മൾ ആൻസർ വരില്ല. ബിക്കോസ് സി ഈസ് നോട്ട് എ പ്രൈമറി ആൽക്കഹോൾ. സി എന്താണ്? സെക്കൻഡറി ആൽക്കഹോൾ അല്ലേ? അയാളെ നിങ്ങൾ ഡീഹൈഡ്രേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? കീറ്റോൺ ആയിരിക്കും കിട്ടുക. പറ്റില്ല. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഡി ഒരിക്കലും പറ്റില്ല. കാരണം ഡി എന്താണ്? ഡി നമുക്കറിയാം വിൽ ബി ഗെറ്റിംഗ് ആൽക്കിൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഡിയും പറ്റില്ല. അപ്പം നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒന്നുകിൽ എ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ. കാരണം എയും ബി എന്താണ്? പ്രൈമറി ആൽക്കഹോളാണ്. പക്ഷേ ഇനി അവസാനം ഇവർ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ ടെസ്റ്റ് ഏത് ടെസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം? അയഡോഫോം ടെസ്റ്റ് അല്ലേ മക്കളെ? അല്ലേ? അയഡോഫോം ടെസ്റ്റ് അല്ലേ? അയഡോഫോം ടെസ്റ്റ് നടത്തണമെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിലാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഈ പറയുന്ന സിറ്റുവേഷൻസ് വരേണ്ടത്, OH വരേണ്ടത് അല്ലേ? രണ്ടാമത്തെ പൊസിഷനിൽ OH വരുന്നത് നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയാമല്ലോ. നെയിമിംഗ് അല്ല നമ്മൾ പറയുന്നത്, രണ്ടാമത്തെ പൊസിഷൻ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ കോമ്പൗണ്ട് അല്ലേ നമുക്ക് എന്ത് കാണിക്കുക? അയഡോഫോം ടെസ്റ്റ് കാണിക്കുക. അല്ലാതെ വേറെ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ അപ്പോൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ലല്ലോ. സോ വാട്ട്സ് യുവർ ആൻസർ ദെയർ? ഓപ്ഷൻ ബി അല്ലേ?
ഓക്കെ, എനിക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും നമുക്ക് ആൻസർ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. മുന്നോട്ട് പോകാമല്ലോ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരു എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് അവർ ഇട്ട് തന്നാണ്. ഇറ്റ്സ് ഫ്രം ബയോമോളിക്യൂൾ. ഇത് സ്ട്രക്ചർ ഓഫ് ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ആരെ ചോദിച്ചിരിക്കുന്നത്? എൽ ഗ്ലൂക്കോസിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. സോ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എൽ ഗ്ലൂക്കോസ് അല്ലേ? വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എൽ ഗ്ലൂക്കോസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ എൽ ഗ്ലൂക്കോസ് നോക്കണേ, ഇവിടെ അല്ലേ, ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് തിരിഞ്ഞു വരണം. തിരിഞ്ഞു വരുന്നത് എവിടാന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ആൻസർ അല്ല, ഇസ്ന്റ് ഇറ്റ്? സോ ഇത് നമ്മൾ ആൻസർ അല്ല. അപ്പം നമുക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങൾ എവിടൊക്കെയാണെന്ന് ചോദിച്ചാൽ, സോ ലെറ്റ്സ് സീ ദാറ്റ്. നോക്കണേ, വി ഹാവ് OH, ഇവിടെ 2 OH തിരിഞ്ഞു വരണം. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ, വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. സോ വാട്ട്സ് ആൻസർ ദെയർ? ഓപ്ഷൻ എ. മുന്നോട്ട് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലിക്വിഡ് പെയർ ഷോസ് എ പോസ്റ്റ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ? മക്കളെ, ഇതിൽ നമ്മൾ അവസാനത്തെ 2 പേരെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഇത് ആസിഡ് പ്ലസ് വാട്ടർ ആണ് അല്ലേ? ആസിഡ് പ്ലസ് വാട്ടർ. നിങ്ങൾ ഓർക്കുക, ആസിഡ് പ്ലസ് വാട്ടർ, ആസിഡിലേക്ക് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എക്സോതെർമിക് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അതെന്തായാലും നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പോൾ വേറെ ആരും നമ്മോട് പറയേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ അത് ആസിഡും വാട്ടറുമാണ്. അവർ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. പിന്നെ നമ്മൾ വേറെ ആളുടെ ബാക്കി പോകേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. അസറ്റോണും ക്ലോറോഫോം ഒന്നുമില്ല, എന്താ ഹൈഡ്രജൻ ബോണ്ട് വരാം. അപ്പോൾ അയാൾ എന്താണ്? വി ഹാവ് നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, എന്നാൽ മെത്തനോളും തമ്മിൽ ഇരിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. എന്നാൽ മെത്തനോൾ ഇടയ്ക്ക് ബെൻസീൻ വന്ന് കയറിയാൽ അത് വീക്കായി പോവുകയല്ലേ ചെയ്യുക. സോ വാട്ട് വിൽ ഹാപ്പൻ ദെയർ? ദിസ് ഈസ് ഡെഫിനറ്റ്ലി എക്സാമ്പിൾ ഫോർ എ പോസിറ്റീവ് ഡീവിയേഷൻ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ശരിയല്ലേ? നമ്മൾ അടുത്ത കഥയിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റോറി? നോക്കൂ, നെക്സ്റ്റ് 20 ml ഓഫ് 20 ml of 0.1 molar H2SO4 solution is added to 30 ml of 0.2 molar ammonium hydroxide solution. The pH of the resulting mixture is അല്ലേ? അപ്പോൾ ഇവിടെ അവർ തന്നിരിക്കുന്ന നമുക്ക് ചെയ്ത് നോക്കാം. അത് തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്. വി ഹാവ് അമോണിയം ഹൈഡ്രോക്സൈഡ്. സിമിലർലി ആരാണ്ട് H2SO4 തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ബേസും ഒരാൾ ആസിഡുമാണ് അല്ലേ? അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് വല്ലതും ബാക്കിയുണ്ടോ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇയാൾ സോൾട്ട് ആണോ അല്ലെങ്കിൽ ബഫർ ആണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു റിയാക്ഷൻ ഒന്ന് എഴുതുകയാണ്. സി, റിയാക്ഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. വി ഹാവ് അമോണിയം ഹൈഡ്രോക്സൈഡ് 2 moles reacting with ആരുമായിട്ട്? H2SO4. You can see that you are getting the compound ammonium NH4 twice what will come there? SO4. കുട്ടികൾ വാട്ടർ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് നോക്കണേ, 20 × 0.1 20 × 0.1 2 അല്ലേ? അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ എമൗണ്ട് 2 മില്ലിമോളാണ്. ഓക്കെ, നോക്കണേ എല്ലാവരും, 2 മില്ലിമോൾ. എന്നാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് 30 × 0.2 6 മില്ലിമോൾ. അപ്പോൾ ഇയാൾ പേനയുടെ ചാർജ് തീർന്നു ഇല്ല, ഇനിയൊരു 40 മിനിറ്റ്സ് എടുക്കും. പേനയുടെ ചാർജ് തീർന്നു. സോ 2 മില്ലിമോൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് വി ഹാവ് 6 മില്ലിമോൾ. കുട്ടികളെല്ലാവരും നോക്കൂ, വി ഹാവ് 6 മില്ലിമോൾ. നെക്സ്റ്റ് 2 മില്ലിമോൾ. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് ഇയാൾ ആരാണ്ട്? ഇനീഷ്യലി നമുക്ക് 0 മില്ലിമോൾ അല്ലേ ഉള്ളത്. അപ്പോൾ ഈ 6 മില്ലിമോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്? H2SO4 റിയാക്ട് ചെയ്യുകയല്ലേ? എത്ര റിയാക്ട് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇയാൾ 2ഉം ഇയാൾ 1ഉം അല്ലേ? സോ ഡെഫിനറ്റ്ലി ഇയാൾ 4 മില്ലിമോൾ റിയാക്ട് ചെയ്യും. ആൻഡ് ഇയാൾ 2 മില്ലിമോൾ റിയാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മില്ലിമോൾ ഇവിടെ കിട്ടും അല്ലേ? സോ വാട്ട് ഈസ് ബാലൻസ്? യു ആർ ഗെറ്റിംഗ് ബാലൻസ് ഹിയർ 2 മില്ലിമോൾ ആൻഡ് ബാലൻസ് ഹിയർ 0 മില്ലിമോൾ, ബാലൻസ് ഹിയർ 2 മില്ലിമോൾ. ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മക്കൾ ഇവിടെ ഒരു ചെറിയ തെറ്റ് വരുത്താനുള്ള സാധ്യതയുണ്ട്. നോക്കണേ, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇയാൾ 2 മില്ലിമോളാ, ഇയാളും 2 മില്ലിമോളാ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത്? രണ്ടുപേരുടെ എമൗണ്ട് ഈക്വൽ അല്ലേ? അപ്പോൾ ഇയാളുടെ POH എന്ന് പറയുന്നത് PKB തന്നെ ആയിരിക്കും. അതാണ് അവിടുത്തെ ഒരു തെറ്റ്. ശരിക്കും ഇങ്ങനെയല്ല. ശരിക്കും നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. കുട്ടികളെല്ലാവരും നോക്കണേ, വി ഹാവ് POH is equal to
വാട്ട് കംസ് ദെയർ? പി കെ ബി പ്ലസ് എന്നതാ വരുന്നത് ലോഗ് ഓഫ് സോൾട്ട്, കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് എന്നാണ്. പക്ഷെ മക്കൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ വി ഹാവ് പി കെ ബി പ്ലസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് NH4 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് എന്നാണ്. ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഈ ക്വസ്റ്റ്യനകത്തെ അമോണിയം സൾഫേറ്റിന്റെ എമൗണ്ട് അല്ലേ 2 മില്ലിമോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അമോണിയത്തിന്റെ എമൗണ്ട് എത്രയാ? 4 മില്ലിമോൾ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇക്വേഷനകത്ത് POH is equal to PKB. PKB എത്രയാണ്? 4.7 പ്ലസ് എന്ത് വരൂടെ? ലോഗ് ഓഫ് 4/2 എന്ന് വരൂടെ. ലോഗ് ഓഫ് 4/2 എത്രയാ? ലോഗ് 2 അല്ലേ? ലോഗ് 2 എത്രയാ? 3.3 അല്ലേ? അപ്പൊ 4.7 പ്ലസ് 0.3 എന്ന് വരില്ലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര വരൂടെ? 5 എന്ന് വരില്ലേ? പക്ഷെ നമ്മോട് ചോദിച്ചത് POH അല്ല, നമ്മോട് ചോദിച്ചത് PH ആണ് നമ്മോട് ചോദിച്ചത്. അപ്പൊ PH എത്രയാ കുട്ടികളെ വരിക? PH will come as 9. So answer is 9. മുന്നോട്ട് പോവാലോ. So we are moving ahead with the next question. The incorrect statement in the following എന്താ തന്നിരിക്കുന്നത്? The successive half life of zero order reaction decreases with the time. എടേ നമ്മൾ ഏതൊരു റിയാക്ഷൻ നോക്കിയാലും സീറോ ഓർഡർ ആയിക്കോട്ടെ എന്തായാലും സമയം കൂടുന്ന അനുസരിച്ചിട്ട് ആര് എമൗണ്ട് കുറയും? A0 കുറയില്ലേ? A0 കുറഞ്ഞാൽ നിങ്ങൾക്കറിയാം സീറോ ഓർഡർ ആണ്. സീറോ ഓർഡറിന്റെ കേസിൽ ടി ഹാഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0 ആണ്. അപ്പോൾ A0 കുറഞ്ഞാൽ ആര് കുറയും? ടി ഹാഫും കുറയും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബട്ട് അത് നമ്മുടെ ആൻസർ അല്ല, ബിക്കോസ് ദേ ആർ ആസ്കിംഗ് അബൌട്ട് ഇൻകറക്റ്റ് വൺ. ഓക്കെ അല്ലേ? അടുത്തത്, എ സബ്സ്റ്റൻസ് അപ്പിയറിംഗ് ആസ് റിയാക്ടന്റ് ഇൻ ദ കെമിക്കൽ ഇക്വേഷൻ മേ നോട്ട് അഫക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. യെസ്, നമുക്കൊരു റിയാക്ടൻ്റായി വന്നു വിചാരിച്ച് അയാൾ നമ്മുടെ റിയാക്ഷൻ അഫക്ട് ചെയ്യും നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സോ അത് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദ റിയാക്ഷൻ ഈസ് എലിമെന്ററി ഓർ കോംപ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ ഇത് ശരിയാകാം. Next, order and molecularity of a chemical reaction can be fractional. This is absolutely wrong, because നിങ്ങൾ വായിക്കുന്നതിന് അറിയാം മോളിക്കുലാരിറ്റി എന്നുള്ളത് ഒരിക്കലും എന്താകില്ല, ഫ്രാക്ഷണൽ ആകില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇതല്ലേ നമ്മുടെ ആൻസർ ആയി വരിക. സോ ഓപ്ഷൻ സി അല്ലേ നമ്മൾ എടുക്കേണ്ട ആൻസർ. നെക്സ്റ്റ്, അടുത്ത് തന്നിരിക്കുന്നത് സീറോ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഇതാണ് അല്ലേ? സെക്കൻഡ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് ഇങ്ങനെയാണ്, അതിലും തെറ്റില്ല. ദാറ്റ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺലി. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ നമ്മുടെ ആൻസർ ആരാണ്? സി ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, 5 സക്സസീവ് അയണൈസ്ഡ് എൻതാൽപ്പി ഓഫ് എൻ എലമെന്റ് 800, പിന്നെ 2427, പിന്നെയോ 3658, പിന്നെയോ 25024. മക്കളെ, ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ 3 ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. 1, 2, 3. 4ാമത്തെ വിഡ്രോ ചെയ്യാൻ പോയപ്പോ അയാളുടെ എനർജി 3000 നിന്ന് എത്രയായിട്ട് 26,000 അല്ലെങ്കിൽ 25,000 എത്തി എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് എന്നല്ലേ മക്കളെ? സോ നമ്മുടെ കോമ്പൗണ്ടിനകത്ത്, നമ്മുടെ ഇലമെന്റിനകത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ലെറ്റ്സ് ഗോ വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നോക്കൂ, അവർ തന്നിരിക്കുന്നത് പലേഡിയം, ഫ്ലൂറിൻ, ക്ലോറിൻ അല്ലേ? നോക്കൂ, അവിടെ നമുക്കറിയാം ഈ കോമ്പൗണ്ട് ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. MABCD അല്ലേ മക്കളെ? MABCD ഏതാന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് n നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ സ്ക്വയർ പ്ലാൻ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇയാൾക്ക് 3 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ 3 ജോമെട്രിക്കൽ ഐസോമേഴ്സ്? ABCD അല്ലേ? വാട്ട് ഈസ് നെക്സ്റ്റ്? ACBD. വാട്ട് ഈസ് നെക്സ്റ്റ്? A അല്ലേ? ഇവിടെ എന്താണ്? D, ഇവിടെ C, B. ഇങ്ങനെ 3 ആൾക്കാരുണ്ട്. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 3 ആണ്. എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ നമ്മുടെ ഈ കോംപ്ലക്സ്, മക്കളെ ഇതിനകത്ത് തെറ്റ് കണ്ടോ? അത് FO എന്നല്ല, FE എന്നാണ്. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് FE അല്ലേ? പിന്നെ ആരാ? CN. വാട്ട് നെക്സ്റ്റ്? 6 എന്ത് വരുന്നു? വി ഹാവ് 3 - 6 എന്നല്ലേ? 3 - 6 എന്താകും? സോ വി ക്യാൻ റൈറ്റ് FE CN 6 എന്ത് വരും ഇവിടെ? -3 എന്ന് വരും. ഇതല്ലേ വന്നത്. അങ്ങനെ നമ്മൾ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം FE 3+ ആണ്,
Fe3+ എന്ന് പറഞ്ഞാൽ അത് D5 ആണ്, ശരിയല്ലേ? Fe3+ അല്ലേ, D5 അല്ലേ? D5 ആണെങ്കിൽ നിങ്ങൾക്കറിയാം സ്ട്രോങ് ലിഗൻഡ് അല്ലേ വന്നത്. സ്ട്രോങ് ലിഗൻഡ് വന്നാൽ പെയറിംഗ് നടക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പെയറിംഗ് നടന്നാൽ യു വിൽ ഹാവ് അല്ലേ, പെയറിംഗ് നടന്നാൽ നോക്കണം, നമ്മൾ ഏതാ ക്രിസ്റ്റൽ ഫീൽഡ് അല്ലേ പറയുന്നത്. അപ്പോൾ പെയറിംഗ് നടന്നാൽ 3 പേര് താഴെ 2 പേര് മുകളിൽ, ഇങ്ങനല്ലേ വരിക. സോ ഹിയർ 2, ഹിയർ 2, ഹിയർ 1. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ? ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ. ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അത് 1.73 അല്ലേ, അല്ലേ? ഇനി നമുക്ക് എന്താ പറയുന്നത്, CFSE കാൽക്കുലേറ്റ് ചെയ്യാനാ പറയുന്നത്. എന്നാൽ അവർ പറയുന്നുണ്ട് പെയറിംഗ് എനർജി വേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, 5 പേരില്ലേ ഇവിടെ. ഈ 5 പേരുടെ എനർജി എന്ന് പറയുന്നത് -2/5 ഡെൽറ്റ O എന്നല്ലേ? -2/5 ഡെൽറ്റ O എന്ന് പറയുന്നത് -10/5 അല്ലേ? -10/5 എന്ന് പറയുന്നത് -2 അല്ലേ? അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതേ വരികയുള്ളൂ, CA വരികയുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കുട്ടികളെ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ന്യൂമറിക്കൽ ടൈപ്പ്. ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. നോക്കൂ, ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് 0.001 മോളാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ തന്നിട്ടുണ്ട്, KFൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഐൻ്റെ വാല്യൂ കാണണം. സിംപ്ലി നമ്മൾ ആരുടെ വാല്യൂ കാണണം? ഐൻ്റെ വാല്യൂ കാണണം. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഇക്വേഷൻസ് നമുക്ക് എഴുതാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ വി സ്റ്റഡീഡ്? ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു I ഇൻറ്റു അല്ലേ KF ഇൻറ്റു മൊളാലിറ്റി എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ TFൻ്റെ വാല്യൂ ഇതാണ്. സോ ലെറ്റ്സ് റൈറ്റ് 7.1 5% എന്ന് പറഞ്ഞു. 7.1 into 10 to the power, what comes there? So we have a 7.1 into 10 to the power -3. This is equal to ഐൻ്റെ വാല്യൂ അല്ലേ? ഐൻ്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. KFൻ്റെ വാല്യൂ 1.86 അല്ലേ? 1.86. പിന്നെ നമുക്കുള്ളത് മൊളാലിറ്റി. വാട്ട് ഈസ് മൊളാലിറ്റി? 10 to the power -3. ഇതല്ലേ മക്കളെ? അപ്പം നമ്മൾ ആരെയും കട്ട് ചെയ്യുക, -3 കട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഐൻ്റെ വാല്യൂ, വാട്ട് ഈസ് ഐ വാല്യൂ? ഇറ്റ് വിൽ ബി 7.1 ഡിവൈഡഡ് ബൈ 1.86. മക്കളെ ഇത് നിയർലി ഈക്വൽസ് 4 അല്ലേ വരിക? അങ്ങനെ വന്നാൽ ഇയാൾ ഡിസോസിറ്റ് ചെയ്യുമ്പോൾ ഏതാ ഡിസോസിറ്റ് ചെയ്യുന്നത്? KX FeCN6 എന്ന് പറയുന്നയാൾ ഡിസോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 അയോൺസ് വേണം കുട്ടികളെ. 4 അയോൺസ് വരണമെങ്കിൽ ഇയാളുടെ വാല്യൂ എത്ര വരണോടെ? K3 എന്ന് വന്നല്ലേ പറ്റുകയുള്ളൂ. സോ വാട്ട്സ് വാല്യൂ ഓഫ് X ഈക്വൽസ് 3. ഓക്കെ, നിങ്ങളെ ചാറ്റ് ബോക്സ് ഡിസേബിൾഡ് ആണ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ റീസൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കട്ടെ, നമ്മൾ ആൻസർ എത്രയാണ്? 3 എന്നാണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? How many distinct alkene products are possible when the alkyl iodide given below undergoes E2 elimination? മക്കളെ E2 elimination ആണ്, E1 elimination അല്ല. E1 elimination ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാർബോക്കേറ്റോൺ ചെറു ചിന്തിക്കണം, അവിടെ റീഅറേഞ്ച്മെന്റ് ഒക്കെ ചിന്തിക്കണം. E1ൽ അങ്ങനൊന്നുമില്ല അല്ലേ? E1ൽ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇത്ര മാത്രം നോക്കിയാൽ മതി. അപ്പം നമ്മൾ നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഈ ഐയും പോകാം, ഈ എച്ചും പോകാം, ഇവിടുന്ന് ഒരു എച്ചും പോകാം. അപ്പം നമുക്കിടുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് കോമ്പൗണ്ട് വിൽ ബി ഓഫ് ദിസ് കൈൻഡ്. നോക്കൂ, ഇതായിരിക്കും ഫസ്റ്റ് കോമ്പൗണ്ട്. ഹിയർ ഡബിൾ ബോണ്ട്. ദിസ് ഇസ് ഫസ്റ്റ് കോമ്പൗണ്ട്. സെക്കൻഡ് കോമ്പൗണ്ട് ആരാന്ന് ചോദിച്ചാൽ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണേ. സെക്കൻഡ് കോമ്പൗണ്ട് യു വിൽ ബി ഗെറ്റിംഗ് ഇവിടെ ഡബിൾ ബോണ്ട്. തേർഡ് കോമ്പൗണ്ട് ആരാന്ന് ചോദിച്ചാൽ യു ക്യാൻ സീ ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡബിൾ ബോണ്ട് ഹിയർ. നിങ്ങൾ നോക്കൂ, ഇതിൽ നോ ജോമെട്രിക്കൽ ഐസോമറിസം, എന്നാൽ ഇതിൽ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. ഇതിലും എന്തുണ്ട്? ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. മക്കളെ ജോമെട്രിക്കൽ ഉണ്ടെങ്കിൽ ഇയാൾ സിസ്സും ഉണ്ടാകും, ട്രാൻസും ഉണ്ടാകും. ഇയാളും ആരുണ്ടാകും? സിസ്സും ഉണ്ടാകും, ട്രാൻസും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആകെ 1 + 2 + 2. വാട്ട്സ് ദി ആൻസർ ദെയർ? ഓപ്ഷൻ 5. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ അവിടെ എത്രയാണ്? ഓപ്ഷൻ 5 അല്ലേ വരിക. ലെറ്റ്സ് ഗോ വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ് അല്ലെ? 23rd ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ് STP ബൈ ട്രീറ്റിംഗ് വിത്ത്
2.4 gram of magnesium with excess of hydrochloric acid. മക്കളെ ഈ റിയാക്ഷൻ നമ്മൾ നോക്കുക, ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ച റിയാക്ഷനാണ്. നിങ്ങൾക്കറിയാം മെഗ്നീഷ്യം റിയാക്ടിങ് വിത്ത് ആരുമായിട്ട് 2HCl. വാട്ട് യു ആർ ഗെറ്റിംഗ് MgCl2. അയാളെ വിട്ടേക്ക്, അയാളെ നമുക്ക് ആവശ്യമില്ല, H2. ഇതല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമുക്കറിയാം 1 മോൾ മെഗ്നീഷ്യം എന്ന് പറയുന്നത് 24 ഗ്രാം അല്ലേ. 24 ഗ്രാം ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 22400 ml. കാരണം ഹൈഡ്രജനും 1 മോൾ ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ഇയാൾ എത്രയാ? 2.4 അല്ലേ. 2.4 ഗ്രാം ആണെങ്കിൽ അയാൾ എത്ര ml അല്ലെങ്കിൽ അയാൾ എത്ര ലിറ്റർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റി ചെയ്യാം കുട്ടികളെ. സോ ഇത് 24 ഗ്രാം ആണെങ്കിൽ അത് 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് 2.4 ഗ്രാം ആണെങ്കിൽ അത് 2.24 ലിറ്റർ. പക്ഷേ നമ്മൾ ആൻസർ എഴുതേണ്ടത് എന്തിൻ്റെ പവർ ആയിട്ടാണ്? 10 to the power. യെസ്. സോ 10 to the power -2 ആയിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ 2.24 നമ്മൾ 10 to the power -4 ആയിട്ട് എഴുതുമ്പോൾ 224 ഇൻറ്റു എന്തെന്ന് എഴുതാം? 10 to the power -2 എന്ന് എഴുതാം. സോ യുവർ ആൻസർ ഈസ് 224. ശരിയല്ലേ? യെസ്. നമ്മൾ അടുത്ത കേസിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്? നോക്കണേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പോകുന്നു. Among the following, so question number 24 we are discussing. Among the following, the number of molecule having net resultant dipole moment. നോക്കൂ, NF3 തീർച്ചയായും നമുക്കറിയാം it has dipole moment. എന്നാൽ BF3 നമുക്കറിയാം BF3 is a planar molecule, there is no dipole moment. BF2 is a linear molecule, there is no dipole moment. CH3 is tetrahedral, unsymmetrical tetrahedral, definitely it has dipole moment. H2S is just like water, അയാൾക്കും എന്തുണ്ട്? ഡൈപോൾ മൊമെന്റ്. SiF4 is tetrahedral, അയാൾക്ക് എന്തില്ല? ഡൈപോൾ മൊമെന്റ് ഇല്ല. CCl4 is symmetrical tetrahedral, അയാൾക്ക് എന്തില്ല? ഡൈപോൾ മൊമെന്റ് ഇല്ല. PF4 നിങ്ങൾ എല്ലാവരും നോക്കൂ, PF4 എന്താ? ട്രയഗണലുമാണ്, ബൈപിരമിഡലുമാണ് അല്ലേ. എല്ലാവരും ഫ്ലൂറിനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുമല്ലോ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്തില്ല? ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പോൾ എവിടെയൊക്കെ ഡൈപോൾ മൊമെന്റ് എന്ന് ചോദിച്ചാൽ വി ഹാവ് ഓൺലി 3 കോമ്പൗണ്ട്സ്. സോ വി ഹാവ് ആൻസർ ഹിയർ ഈസ് 3. ഓക്കെ അല്ലേ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ്, ഈ കുറെ ആൾക്കാരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. സോ 25th ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. CCl4 ഉണ്ട്, പിന്നെ ആരാണ്? H2O, CO2, HCl. ഇതാണ്ട് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ. നോക്കണേ മക്കളെ, നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന്. നമ്മൾ ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഞാൻ എഴുതുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. വി ആർ ഡൂയിങ് ദാറ്റ്. CCl4 അത് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 H2O, 2 H2O റിവേഴ്സിബിളി ഗീവ്സ് യു വാട്ട് യു ഗെറ്റ്? യു ആർ ഗെറ്റിംഗ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, പിന്നെ ആരെയാണ് നമുക്ക് കിട്ടുക? 2 HCl കിട്ടും. ഓക്കെ, നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. നമ്മളെന്താ കാണേണ്ടത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണണം അല്ലേ. നമുക്ക് CCl4ന്റെ വാല്യൂ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് CCl4? -105. ഒരു CCl4 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 105 തന്നെ ഇട്ടാൽ മതി. എന്നാൽ അടുത്തത് വാട്ടർ 2 ഇല്ലേടെ, ഒരാളുടേതല്ലേ 242. അപ്പോൾ 2 പേര് എത്രയാ? -484. ശരിയല്ലേ? നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് -394. -394. 2 HCl അല്ലേ. സോ വി ഹാവ് 4 HCl ആണ്. ഇറ്റ് ഈസ് നോട്ട് 2 HCl, ഇറ്റ് ഈസ് 4 HCl. 4 HCl എന്ന് പറയുമ്പോൾ 92 അല്ലേ. 92 അല്ലേ. 100 4 പ്രാവശ്യമാണെങ്കിൽ നമുക്കറിയാം എത്ര വരുമെന്ന്. 400 വരണമായിരുന്നു. അപ്പോൾ 400 നമ്മൾ ഒരു 32 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ -368. അപ്പോൾ നമുക്ക് ആകെ റിയാക്റ്റൻസ് ഇതെല്ലാം കൂടെ ആരാണ്? റിയാക്റ്റൻസ് അല്ലേ. ഇതെല്ലാം കൂടെ ആരാണ്? പ്രൊഡക്റ്റ് അല്ലേ. വാട്ട് ഈസ് ദ സം ഓഫ് റിയാക്റ്റന്റ്? സം ഓഫ് റിയാക്റ്റന്റ് നമുക്ക് എഴുതാടെ. ഇറ്റ് ഈസ് 985. സോ -589. സം ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് എഴുതാടെ. 8ഉം 4ഉം കൂടെ 2 അല്ലേ. പിന്നെ നമുക്ക് റിമൈൻ, സോ വി ഹാവ് 6 അല്ലേ. പിന്നെ നമുക്ക് 7, സോ വി ഹാവ് -762. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ 224 ആണോ? മെൽവിനെ ഒന്നുകൂടെ നോക്കിയേ. സോ 224 ആണോ കിട്ടുക എന്ന് ജസ്റ്റ് ട്രൈ.
അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? യെസ്, നേരത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷനാണ് 2 to 4, ലാഗ് ആണ്, അതാണ് പ്രശ്നം. ഓക്കെ, സോ വി ഹാവ് -589, അടുത്ത് എന്താണ് -762. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ്റ് എന്നല്ലേ. അപ്പം നമുക്ക് 762 മൈനസ് 589. അപ്പം ഇവിടെ നമുക്ക് 12 9 കുറച്ചാൽ 3 അല്ലേ, പിന്നെ 15 8 കുറച്ചാൽ അല്ലേ ഇവിടെ 1. സോ യുവർ ആൻസർ ഈസ് 173. സോ വാട്ട്സ് ദ ഫൈനൽ ആൻസർ അല്ലേ? സോ പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ദ അൺനെസറി ചാറ്റ് ഓൺ ദ ചാറ്റ് ബോക്സ് പ്ലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ്? 173. ദാറ്റ്സ് ആൻസർ വി ഗോട്ട് ഇറ്റ്. മുന്നോട്ട് പോകാമല്ലോ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. What is the next question? The specific, നമ്മൾ പറയുന്ന 26 ക്വസ്റ്റ്യൻ ആണ്. So the specific conductance of 0.0025 molar acetic acid. അപ്പോൾ തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഡോണ്ട് ഫോർഗെറ്റ്, ഇത് സ്പെസിഫിക് കോൺസ്റ്റന്റ് ആണ്, കണ്ടക്ടൻസ് ആണ് K. നെക്സ്റ്റ് സഡൻ ടെമ്പറേച്ചർ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് KA. മോളാർ കണ്ടക്ടിവിറ്റി 400. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കൂ, നമുക്ക് K കാണണം കുട്ടികളെ. നമ്മൾ K കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. C∝² അല്ലേ, ഡിവൈഡഡ് ബൈ 1 - α². ഇതാണ് നമ്മൾ K കാണാൻ വേണ്ടി പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ വേണം, കാരണം കോൺസെൻട്രേഷൻ ഉണ്ട്. ആൽഫ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ആൽഫ കാണുന്നത് എങ്ങനെയാണ്? λm ഡിവൈഡഡ് ബൈ λ0m എന്നല്ലേ അല്ലേ. λm കാണുന്നത് എങ്ങനെയാണ്? λm എന്ന് പറയുന്നത് K ഇൻറ്റു എന്നാ മക്കളെ, K ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്താണ് മൊളാരിറ്റി. ഇതല്ലേ നമ്മൾ ഇക്വേഷൻസ്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, മുകളിലേക്ക് കയറി പോകാം. നമ്മൾ ആദ്യം λm കണ്ടുപിടിക്കുന്നു. സോ വാട്ട് ഈസ് λm? λm ഈക്വൽസ് K വാല്യൂ. K എത്രയാ? 5 × 10⁻⁻5. നെക്സ്റ്റ് അടുത്തത് 1000. സോ 10⁻3 ഡിവൈഡഡ് ബൈ അയാളുടെ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 2.5 × 10⁻⁻3. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെല്ലാം കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ λm എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 5 × 10⁻⁻2 അല്ലേ. അപ്പോൾ 10 മുകളിൽ വരും ബൈ വാട്ട് വി ഗെറ്റ് ദെയർ 2.5. സോ വി ഗോട്ട് λm is 20 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൽഫ കാണാൻ കുട്ടികളെ. ആൽഫ ഈക്വൽസ് λm ഡിവൈഡഡ് ബൈ λ0m which is equal to 20 ഡിവൈഡഡ് ബൈ 400. ശരിയല്ലേ, കാരണം 400 അല്ലേ ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ. അപ്പോൾ സോ വി ഹാവ് again 1/20. we got 1/20. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് KA കാണാം. what is the equation to find KA? C∝² ബൈ അല്ലേ, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിന്റെ വാല്യൂ ഇവിടെ നമുക്കറിയാം. സോ സിന്റെ വാല്യൂ 2.5 × 10⁻⁻3 ശരിയല്ലേ, ഇൻറ്റു α². α² മീൻസ് 1/20 the whole square divided by what comes 1 minus അല്ലേ, 1 minus alpha. okay, 1 minus α². so α² we can neglect literally speaking. okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? so let's 1 minus α² അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈവൻ let us say that നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാടെ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ തൽക്കാലം എത്താം. സോ വാട്ട് വി ക്യാൻ ഗെറ്റ് 2.5 into 10⁻⁻3 divided by what comes there 20 into 20. okay, so we get അപ്പോൾ നമുക്ക് 2.5 let me make it as 225 into 10⁻⁻4 okay, divided by what comes there 2 into 0.2. okay, 2 into 0.2 into 10⁻⁻3. so we get again 25 divided by 0.4. 25 by 0.4 into 10⁻⁻7. മക്കളെ നമ്മൾ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് യു വിൽ ഗെറ്റ് 66.6 into 10⁻⁻7. ഇതിലൊരു തെറ്റുണ്ട് ഈ ക്വസ്റ്റ്യനകത്ത്. ഇവിടെ -7 ഇല്ല കുട്ടികളെ, അതാണ് ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ അവിടെ 10 to the അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, കാരണം ഇത് ഡിസോസിയേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആണ്, ഒരിക്കലും അത് എന്ത് വരില്ല, 7 വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് 10⁻⁻7 ആണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പോയാൽ മതിയായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ബട്ട് എനിവേ പറഞ്ഞിരിക്കുന്ന പ്രകാരം അതിനകത്ത് എന്തില്ല, നമുക്ക് ആൻസർ ഇല്ല. മുന്നോട്ട് പോകാമല്ലോ. Let's go to 27th question. 9.65 ampere current was passed for 1 hour into nitrobenzene in acidic medium. The amount of para-aminophenol produced. മക്കളെ റിയാക്ഷൻ നമുക്ക് എഴുതാം. നോക്കൂ, റിയാക്ഷൻ ഇങ്ങനെയാണ്. We have nitrobenzene. നോക്കണേ, nitrobenzene. We have N and here double bond O and here coordinate bond O. ഇയാൾ ആദ്യം എന്തായി മാറുമെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു, നോക്കൂ, ബെൻസീൻ റിംഗ്. ഓക്കെ, ഹിയർ വി ഹാവ് NH. ഓക്കെ, നെക്സ്റ്റ് OH. ഇയാൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടുന്നു, പാരാ അമിനോഫിനോൾ. ഓക്കെ, അപ്പോൾ റീഅറേഞ്ച് ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് ദ കോമ്പൗണ്ട് പാരാ അമിനോഫിനോൾ. So just like this, and here we have OH and next we have NH2. മക്കളെ, നമ്മൾ ഇവിടെ ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ആരുടെ? നൈട്രജൻ്റെ. അപ്പോൾ നമുക്ക് NO2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് NO2 ഹിയർ? ഇയാൾ -2, ഇയാളും -2. അപ്പോൾ ഇത് +4 വരും. പക്ഷേ ഇവിടെ കാർബൺ ഉണ്ട്, ആ കാർബൺ -1 ആകും, അല്ല +1 ആകും. അപ്പോൾ ഇയാൾ -1. സോ ആദ്യത്തെ കേസിൽ ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. നെക്സ്റ്റ് നിങ്ങൾ അടുത്ത നൈട്രജൻ പോയി നോക്കിയാൽ ഈ നൈട്രജൻ ഹൈഡ്രജൻ +1 ആണ്, അപ്പോൾ ഇയാൾ -1. ഓക്സിജൻ -1 ആണ്, അപ്പോൾ അയാൾ +1. അത് രണ്ടും ക്യാൻസൽ ആയി പോയേ. പിന്നെ ആകെയുള്ള ഈ ഒരു ബോണ്ടാണ്. ഈ ഒരു ബോണ്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ ഹിയർ യു വിൽ ഗെറ്റ് നൈട്രജൻ -1, അപ്പോൾ ഇവിടെ നൈട്രജൻ -1. അപ്പോൾ ആകെയുള്ള ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ, +1 +3യിൽ നിന്ന് അയാൾ ആരായി മാറുകയാണ്, -1 ആയി മാറുകയാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഇൻവോൾവ് ചെയ്ത് ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചാൽ 4 ഇലക്ട്രോൺസ് ആണ്. അപ്പം നമ്മളുടെ 1 മോൾ പാരാ അമിനോഫിനോൾ കിട്ടാൻ വേണ്ടി, സോ 1 മോൾ പാരാ അമിനോഫിനോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് 4 മോൾ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പം നമുക്ക് എഴുതാം 4 ഫാരഡേ. 4 ഫാരഡേ corresponds to 1 mole of aminophenol. 1 mole of aminophenol. മക്കൾ, അമിനോഫിനോളിൻ്റെ മോളിക്കുലർ മാസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് 109. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 4 ഫാരഡേ corresponds to 109 gram. 4 ഫാരഡേ എന്ന് പറയുന്നത് 4 × 96500. ഇത് കറസ്പോൺസ് ടു 109 gram. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഉപയോഗിച്ചത് 1 അവറിൽ 9.65 അല്ലേ? അപ്പോൾ 1 അവറിൽ 9.65 into 60 into 60 will give how much gram? ഇതല്ലേ ക്വസ്റ്റ്യൻ. രണ്ടും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നോക്കൂ, നമ്മൾ ചെയ്യുന്നു 4 × 96500 divided by what comes 9.65 into 60 into 60 equals 109/x. നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരെല്ലാം കട്ട് ചെയ്യുക. 965ഉം ഇതും ക്യാൻസൽ. ബാക്കി നമുക്കുള്ളത് 6ഉം 4ഉം 2 3 വീണ്ടും കട്ട് 3. വാട്ട് വി ഗെറ്റ് 100/9 is equal to 109/x അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വരും ഇവിടെ? എക്സ് വിൽ ബി ഈക്വൽസ് 109 into 9 divided by what comes there? So it will be 100 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 1.09 into 9. ഇതാണ് വരിക. ഇത് ഓൾമോസ്റ്റ് എന്ത് അടുപ്പിച്ച് വരും ഇവിടെ? 10 അടുപ്പിച്ച് വരും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ് മക്കളെ? 10 ആണ്. ഓക്കെ അല്ലേ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇനി നമുക്കുള്ളത് 28th ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഓഫ് യു പ്ലീസ് സീ ദാറ്റ് 28th ക്വസ്റ്റ്യൻ. നോക്കൂ, ഫോർ ദ റിയാക്ഷൻ അവർ തന്നിരിക്കുന്നത് log k against 1/t അല്ലേ? ഗ്രാഫ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണണം
the temperature at which rate constant. അപ്പോൾ ഒരു റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, അയാളുടെ ടെമ്പറേച്ചർ കാണണം. പിന്നെ തന്നിരിക്കും നോക്കണേ, ഗിവൺ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 500 കെൽവിൻ. അപ്പോൾ 500 കെൽവിനുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, വേറെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കാണണം? ടെമ്പറേച്ചർ കാണണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അറീനീസ് ഇക്വേഷൻ്റെ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ. എന്താ നമ്മൾ എഴുതേണ്ടത്? എഴുതാം, ലെറ്റ്സ് റൈറ്റ് ലോഗ് K2 by K1 അല്ലേ ഈക്വൽസ് okay, what we have EA by 2.303 R into 1 by T1 minus 1 by T2. This what we studied. അപ്പോൾ അങ്ങനെയാണെങ്കിൽ log K2 by K1, അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുന്നു log 10 to the power minus 4 by 10 to the power minus 5 is equal to, മക്കളെ ഈ വാല്യൂ ഒന്ന് നോക്കാം. ഈ വാല്യൂ അതായത് EA by 2.303R അതാണ് ഈ തന്നിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് വിൽ ബി 10,000 മൈനസ് ഒന്നും വേണ്ട ഇൻറ്റു ഓക്കെ നമുക്ക് വേണ്ടത് ആദ്യത്തെ ടെമ്പറേച്ചർ 1/500 ഓക്കെ മൈനസ് 1/T2. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ലോഗ് 10 ഈക്വൽസ് അല്ലേ 10,000 ഡിവൈഡഡ് ബൈ 500 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ T2. ലോഗ് 10 1 അല്ലേ. അപ്പോൾ 1 ഈക്വൽസ് 1000 ബൈ ദിസ് 20 മൈനസ് 10,000 ബൈ T2. സോ നമ്മൾ മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, 20 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ മൈനസ് 19 അല്ലെങ്കിൽ നമുക്ക് എഴുതാം 19 ഈസ് ഈക്വൽ ടു 10,000 ബൈ T2. സോ T2 ഈസ് ഈക്വൽ ടു 10,000 ഡിവൈഡഡ് ബൈ 19. മക്കളെ ഈ ആൻസർ ഓൾമോസ്റ്റ് വിൽ ബി ഈക്വൽസ് 523 കെൽവിൻ എന്നാണ്. സോ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് 523. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ ടോക്കിംഗ് അബൌട്ട് the number of molecular ion from the following having non-planar structure. മക്കളെ നോൺ പ്ലാനാർ നോക്കൂ, NO3 is a planar molecule. NO3 is a planar molecule. എന്നാൽ H2O2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ അല്ലേ, നോൺ പ്ലാനാർ. BF3 is again planar. ശരിയല്ലേ. PCl3 is tetrahedral. Not tetrahedral, actually it is pyramidal, so it is non-planar. XCF4, it's a square planar P. Next SF4 seesaw. ശരിയല്ലേ, seesaw. Next XCO3 pyramidal. XCO3 pyramidal non-planar. അപ്പോൾ ആരൊക്കെ non-planar? H2O2 non-planar, PCl3 non-planar, SF4 non-planar, XCO3 non-planar, PH4 is tetrahedral, SO3 is trigonal planar, ALOH4 tetrahedral. അപ്പോൾ we have 6 ആൾക്കാർ ഇതിനകത്ത് എന്തായിരിക്കും? നോൺ പ്ലാനർ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫൈനൽ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. At constant volume, 4 mole of an ideal gas when heated from 300 Kelvin to 500 Kelvin changes its internal energy by 5000 joule. The molar heat capacity at constant volume. നോക്കണം മക്കളെല്ലാവരും, ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇന്റേണൽ എനർജിയാണ്, പിന്നെ കോൺസ്റ്റന്റ് വോളിയമാണ് അല്ലേ. ഇവിടെയും കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV ഡെൽറ്റ T. ഓക്കെ, internal energy value 5000, okay, which is equal to number of mole is 4 അല്ലേ. CV ന്റെ വാല്യൂ നമുക്ക് അറിയില്ല, that's what we need to find. ഡെൽറ്റ T ന്റെ വാല്യൂ 300 ന് 500 അല്ലേ, അപ്പോൾ 200 വരില്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെല്ലാം കട്ട് ചെയ്യാം. this cut, so what we get, will be getting 50 by what will come there, 8 is equal to CV. 50 by 8 അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ ഇറ്റ് വിൽ ബി CV വിൽ ബി ഈക്വൽ 6.25. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കെമിസ്ട്രിയുടെ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ പറയേണ്ടത്.
സോ ഓൾ ഓഫ് യു പ്ലീസ് സീ ദാറ്റ്. ഓവറോൾ നമ്മുടെ പേപ്പർ നമുക്കറിയാം വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. മേ ബി 1-2 ക്വസ്റ്റ്യൻസ് മാത്രം എന്തായിരുന്നു കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വന്നു. ബാക്കിയുള്ളതൊക്കെ എന്തായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ബട്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സും ഏറെക്കുറെ എന്തായാലും എനേബിൾഡ് അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ട്രൈ ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് എക്സാം. താങ്ക് യു. നൗ മാത്സ് സർ വെൽക്കം. Hi students, all of you are welcome. നമ്മളിന്ന് ഇപ്പോൾ കഴിഞ്ഞ GIB മാത്തമാറ്റിക്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് കടക്കുന്നത്. അതിനു മുന്നേ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളൊക്കെ എക്സാം വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഹൈ സ്കോർ തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. ക്വസ്റ്റ്യൻസുകൾ നോക്കിയപ്പോൾ വളരെ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു വരാൻ പോകുന്നൊരു JEE മെയിൻ എക്സാം തന്നെയാണ് എന്നുള്ള ഒരു ഫീൽ ആ ക്വസ്റ്റ്യൻസ് എന്നുണ്ട്. എന്ന് വെച്ചാൽ വരുന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. കറക്റ്റ് ഒരു JEE മെയിൻ എക്സാമിനേഷന് ഏതൊക്കെ ഫോർമാറ്റിൽ, ഏത് റേഞ്ചിൽ, ഏതെല്ലാം കോൺസെപ്റ്റ്, ഏതൊക്കെ സെക്ഷന് കൂടുതൽ വെയിറ്റ് ചെയ്ത് കൊടുത്ത് ക്വസ്റ്റ്യൻസ് വരണമോ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ എക്സാമിനേഷനിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത്. വളരെ നല്ല ക്വസ്റ്റ്യൻസുകളാണ്. ഇപ്പോൾ JEE മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുകയും നിങ്ങളുടെ കോൺസെപ്റ്റും നിങ്ങളുടെ ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസിലൂടെ ഈവൻ നിങ്ങളൊരിക്കൽ ക്ലാസ്സിൽ ചെയ്യാത്ത പ്രോബ്ലം ആണെങ്കിൽ കൂടിയും നമുക്ക് അവിടെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എക്സാമിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അപ്സെറ്റ് ആക്കുന്ന തരത്തിലുള്ള വളരെ ഡെപ്തിൽ ചോദിക്കുക എന്നുള്ളതല്ല. സിലബസ് പ്രകാരമുള്ള കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കുട്ടി അതുപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുകൾ ധാരാളം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു കുട്ടിക്ക് ഈവൻ ഒരിക്കൽ പോലും കാണാത്ത ക്വസ്റ്റ്യൻ പോലും നമുക്ക് അവിടുന്ന് സോൾവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്രോപ്പർ ട്രെയിനിങ്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഈ GIB ഇപ്പോൾ കഴിഞ്ഞ GIB പരീക്ഷയുടെ ക്വസ്റ്റ്യൻസുകൾ വളരെ ആപ്റ്റായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോ ക്ലാസ്സുകൾ, എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും ഞാൻ മനസ്സിലാക്കിയത്തോളം നിങ്ങൾക്ക് JEE മെയിൻ ജാനുവരി സെഷനിൽ തന്നെ തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഉറപ്പു തരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഈ കഴിഞ്ഞ GIB എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസുകളുടെ സൊല്യൂഷൻസിലേക്ക് ഒന്ന് കടക്കാം. നോക്കിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? f(x) ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. മാത്രമല്ല അതിൻ്റെ മോഡുലസ് വാല്യൂ എപ്പോഴും 1 or 1 കുറവായിരിക്കും. ഏത് റിയൽ നമ്പേഴ്സ് കൊടുത്താലും ഏത് റിയൽ നമ്പറിനും അത് 1 or 1 കുറവായിരിക്കും. g(x) എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ f(x) ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുന്നു. e⁻f(x) മൈനസ് e⁻mod of f(x) ഡിവൈഡഡ് ബൈ e⁻f(x) പ്ലസ് e⁻mod of f(x). എന്നിട്ട് ഈ g(x)ന് മാക്സിമം ലഭിക്കാവുന്ന വാല്യൂ ബിയും മിനിമം ലഭിക്കാവുന്ന വാല്യൂ എയും ആൻഡ് ഓൾ അതർ വാല്യൂസ് ഓഫ് g(x) ആർ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ ആ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എങ്ങനെയായിരിക്കും ഇതിനകത്തേത് എന്ന് വെച്ചാൽ നിങ്ങൾ എയും ബിയും കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ g(x)ന് ലഭിക്കാവുന്ന മാക്സിമം വാല്യൂ, ഏത് റിയൽ നമ്പർ കൊടുക്കുമ്പോഴും g(x)ന് ലഭിക്കാവുന്ന മാക്സിമം വാല്യൂ അണ്ടർ ദിസ് കണ്ടീഷൻ, ഈ എക്സ്പ്രഷൻ വിത്ത് സാറ്റിസ്ഫൈങ് മോഡ് f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതുപോലെ തന്നെ g(x)ന് സ്വീകരിക്കാവുന്ന മിനിമം വാല്യൂ അതാണ് എയും മാക്സിമം വാല്യൂ ആണ് ബി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇൻ്റർവെൽ ആയിരിക്കും ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എന്ന് കിട്ടാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് f(x)ൻ്റെ മോഡുലസ് 1 or 1 കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ
നമുക്ക് എന്ത് ലഭിക്കുന്നു? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1. അപ്പോൾ ഈ മോഡ് എഫ് ഓഫ് എക്സിന് രണ്ട് തരത്തിലുള്ള ഫോർമാറ്റ് എടുക്കാം. ഒന്ന് പോസിറ്റീവ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് സീറോയേക്കാൾ കൂടുതലോ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ്. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തെഴുതണം? മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതണം. ഏത് സമയത്ത്? നമ്മളുടെ ഈ ഇൻ്റർവെല്ല് -1 to +1 എഫ് ഓഫ് എക്സ് പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0. എഫ് ഓഫ് എക്സ് സ്വീകരിക്കുന്ന വാല്യൂ മാക്സിമം +1ഉം മിനിമം -1ഉം ബാക്കി അതിനിടയിലുമാണ്. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ആയിട്ടും ബിഹേവ് ചെയ്യും, മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ടും ബിഹേവ് ചെയ്യും. എപ്പോഴാണ് എഫ് ഓഫ് എക്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് സീറോയേക്കാൾ കൂടുതലോ 1ഓ 1നേക്കാൾ കുറവോ ആകുമ്പോൾ. മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് സ്വീകരിക്കേണ്ടത് സീറോയേക്കാൾ കൃത്യമായിട്ട് താഴെ, നമ്മളുടെ ഇൻ്റർവെൽ -1 വരെയുള്ളൂ ലിമിറ്റ്, ലോവർ ലിമിറ്റ്. അതുകൊണ്ട് -1ഓ -1നേക്കാൾ കൂടുതലോ സീറോയേക്കാൾ താഴെ വരുമ്പോൾ നമ്മൾ മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതണം. ഇങ്ങനെ ആയതുകൊണ്ട് ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് ജി ഓഫ് എക്സിനെയും അതുപോലെ ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ എഴുതാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജി ഓഫ് എക്സ് തന്നിരിക്കുന്നത് ഇ പവർ എഫ് ഓഫ് എക്സ് മൈനസ് ഇ പവർ മോഡ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇ പവർ ഡിനോമിനേറ്ററിൽ ഇ പവർ എഫ് ഓഫ് എക്സ് പ്ലസ് ഇ പവർ മോഡ് എഫ് ഓഫ് എക്സ് എന്നാണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജി ഓഫ് എക്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിലുള്ള എഫ് ഓഫ് എക്സ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോയേക്കാൾ കൂടുതലോ 1ഓ 1നേക്കാൾ കുറയുന്ന സമയത്ത് മോഡ് എഫ് ഓഫ് എക്സ് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ മോഡ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ ന്യൂമറേറ്റർ വിൽ ബി 0. അപ്പോൾ 0ക്കും 1നും ഇടയിൽ വരുന്ന എല്ലാ എഫ് ഓഫ് എക്സുകൾക്കും നമ്മളുടെ ജി ഓഫ് എക്സിൻ്റെ ആൻസർ 0യും, സീറോയേക്കാൾ കുറയുമ്പോൾ എഫ് ഓഫ് എക്സ് സീറോയേക്കാൾ കുറയുമ്പോൾ നമ്മൾ മോഡ് എഫ് ഓഫ് എക്സിന് പകരം ഇ പവർ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതണം. അപ്പോൾ നോക്കാം നമുക്ക്. ഇ പവർ എഫ് ഓഫ് എക്സ് മൈനസ് ഇ പവർ മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഇ പവർ എഫ് ഓഫ് എക്സ് പ്ലസ് ഇ പവർ മൈനസ് എഫ് ഓഫ് എക്സ്. ഏത് സമയത്ത്? സീറോയേക്കാൾ കൃത്യമായിട്ട് കുറവ്, -1ഓ -1നേക്കാൾ കൂടുതലാവുമ്പോൾ. ഈ ഇ പവർ മൈനസ് എഫ് ഓഫ് എക്സിനെ നമുക്ക് 1 ഇ പവർ എഫ് ഓഫ് എക്സ് ആയി സ്വീകരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ what we get is e power 2 f of x minus 1 by e power 2 f of x plus 1. ഇത് ഏതാ റേഞ്ച്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0. ഇതാണ് കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജി ഓഫ് എക്സ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫസ്റ്റ് കേസ് ഓൾറെഡി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ദാറ്റ് ഈസ് വാട്ട് ഈസ് 0. പക്ഷേ സെക്കൻഡ് കേസിൽ നമുക്കിനി എന്തായിരിക്കും എഴുതേണ്ടി വരിക? ഇതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഫോർ എ വൈൽ നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചാൽ, അതായത് വീണ്ടും എടുക്കുമ്പോൾ ജി ഓഫ് എക്സിനെ ഒന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ 0 വരുന്നുണ്ട്. പിന്നെ ഇ പവർ 2 എഫ് ഓഫ് എക്സ് -1 ബൈ ഇ പവർ 2 എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആണ് വരുന്നത്. ആദ്യത്തെ 0 വരുന്ന കേസ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എക്സാക്ട്ലി ലെസ് ദാൻ 0. എഫ് ഓഫ് എക്സിനെ നിങ്ങൾ ടി എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇ പവർ 2t -1 ഡിവൈഡഡ് ബൈ ഇ പവർ 2t പ്ലസ് 1 എല്ലാ ഇപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും ഇൻ ലെഫ്റ്റ് ക്ലോസ്ഡ് -1 0ൽ. എഫ് ഓഫ് എക്സിന് ഒരു ടി ആയിട്ട് അസ്യൂം ചെയ്താൽ ഇ പവർ ടി -1 ബൈ ഇ പവർ ടി പ്ലസ് 1. ഇതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ നമ്മളൊരു എച്ച് ഓഫ് ടി ആണെങ്കിൽ എച്ച് ഡാഷ് ടി എല്ലാ ഇപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. -1നും 0ക്കും ഇടയിൽ ടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വരുമ്പോൾ. എഫ് ഓഫ് എക്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു സിംഗിൾ വേരിയബിൾ ആയിട്ട് തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്ത്. കാൽക്കുലസ് പ്രകാരം അതിനെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നിങ്ങൾ കോഷ്യൻ റൂളിൽ ചെയ്താൽ -1ഓ -1നേക്കാൾ കൂടുതലോ 0യേക്കാൾ കുറയുമ്പോൾ
എല്ലായ്പ്പോഴും ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ലീസ്റ്റ് വാല്യൂ ഓഫ് ദ വേരിയബിളിനാണ് മിനിമം തരുന്നത്. ദെയർഫോർ നിങ്ങൾക്ക് എന്തെഴുതാമെന്ന് ചോദിച്ചാൽ ഈ ജി ഓഫ് എക്സ് ഈ പാറ്റേണിൽ നിന്ന് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ എഫ് ഓഫ് എക്സിൻ്റെ -1 കൊടുക്കുമ്പോൾ മിനിമവും 0 അപ്രോച്ച് ചെയ്യേണ്ട 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇ പവർ എഫ് ഓഫ് എക്സിന് പകരം -1 കൊടുത്താൽ -2 -1 ഡിവൈഡഡ് ബൈ ഇ പവർ -2 + 1 കൂടുതലായിരിക്കും നമ്മളുടെ ജി ഓഫ് എക്സ്. ആൻഡ് ദിസ് വിൽ ബി എന്തായിരിക്കും 1 - e² ഡിവൈഡഡ് ബൈ 1 + e² എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. പിന്നെ 0യ്ക്ക് ശേഷം 0യേക്കാൾ കൂടുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള 0 വാല്യൂ കിട്ടും. അപ്പോൾ നോക്കൂ ജി ഓഫ് എക്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ചോദിച്ചാൽ e⁴ എഫ് ഓഫ് എക്സ് -1 ബൈ e⁴ എഫ് ഓഫ് എക്സ് +1 ആവുമ്പോഴേ വേരിയേഷൻ ഉള്ളൂ. അഥവാ -1ഉം -1 കൂടുതലോ 0യേക്കാൾ കുറവോ ആയിട്ട് എഫ് ഓഫ് എക്സ് നിൽക്കുമ്പോഴേ നമുക്ക് ജി ഓഫ് എക്സിൻ്റെ വേരിയേഷനെ കുറിച്ച് ചിന്തിക്കണ്ടു. കാരണം 0യേക്കാൾ കൂടുതലോ 1ഓ 1 കുറയുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ട് 0. അപ്പോൾ ഈ വേരിയേഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് ആ ഫോർമാറ്റ് ആ ഫംഗ്ഷൻ, അതായത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എഫ് ഓഫ് എക്സിന് ഒരു ടി തൽക്കാലത്തേക്ക് വിചാരിക്കുകയാണെങ്കിൽ അതൊരു e⁴t -1 ബൈ e⁴t + 1 എന്ന് പറയുന്നത് h ഓഫ് ടി ആയിട്ട് എടുത്ത് h' കാണുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടേ വരുള്ളൂ കോഷ്യന്റ് റൂൾ പ്രകാരം. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്നത് ടി ആയ എഫ് ഓഫ് എക്സ് -1 വരുമ്പോഴാണ്. എത്രയാണ് ആ മിനിമം വാല്യൂ? അത് e⁻² -1 ബൈ e⁻² + 1 ആണ്. എന്ന് വെച്ചാൽ 1 - e² ബൈ 1 + e². ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് ഇൻക്രീസിങ് ആണെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റിലാണ് അതിൻ്റെ മിനിമം. അതാണ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് -1 ആർക്ക് കൊടുത്തത്? എഫ് ഓഫ് എക്സിന്. അപ്പോൾ e⁻² -1 ബൈ e⁻² + 1 ആണ് അതിൻ്റെ മിനിമം വാല്യൂ വരുന്നത്. അത് സിംപ്ലിഫൈ ചെയ്താൽ സാധാരണ e⁻² കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല. e⁻² 1 ബൈ e² ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 - e² ബൈ 1 + e²ഓ അതിനേക്കാൾ കൂടുതലോ ഇനി എക്സീഡ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ മാക്സിമത്തിൽ എത്തുന്നത് ഒരിക്കലും 0യേക്കാൾ അധികം പോകുന്നില്ല. അതുകൊണ്ട് it can say it is less than or equal to 0. So what is a here? A എന്ന് പറയുന്ന മിനിമം വാല്യൂ 1 - e² ബൈ 1 + e²ഉം ബി എന്ന് പറയുന്ന മാക്സിമം വാല്യൂ 0 ആയ സ്ഥിതിക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ് ചോദ്യം. അത് നമുക്ക് 1 - e² ബൈ 1 + e² 0 എന്നായിട്ട് സ്വീകരിക്കാം. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതാ ഓപ്ഷൻ എ ആണ് ആൻസർ കീ ആയിട്ട് തന്നിരിക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 - e² ബൈ 1 + e², 0 അതാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ ആ എഫ് ഓഫ് എക്സിനെ പ്ലസ് എഫ് ഓഫ് എക്സ് ആയും സ്വീകരിക്കേണ്ടി വരുന്നു, -f ഓഫ് എക്സ് ആയിട്ടും സ്വീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 0 ലഭിക്കും. കാരണം ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം e⁻f ഓഫ് എക്സ് e⁻f ഓഫ് എക്സ് എന്ന് തന്നെയാണ് വരുന്നത്. e⁻f ഓഫ് എക്സ് e⁻f ഓഫ് എക്സ് തന്നെ വരും ഈ കേസിൽ. അപ്പോൾ e⁻f അതുകൊണ്ടാണ് ന്യൂമറേറ്റർ 0. സെക്കൻഡ് കേസിൽ mod f ഓഫ് എക്സ് -f ഓഫ് എക്സ് ആയി എഴുതണം. അത് 1 ബൈ എഫ് ഓഫ് എക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് e⁻²f ഓഫ് എക്സ് -1 ബൈ e⁻²f ഓഫ് എക്സ് + 1 ആയിട്ട് വരും. അതിൻ്റെ ബിഹേവിയർ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അറിയാൻ വേണ്ടി ആ എഫ് ഓഫ് എക്സ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ എന്ന് സംശയമായതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് എഫ് ഓഫ് എക്സ് ഒരു വേരിയബിൾ ടി ആയിട്ട് വിചാരിച്ച് ഇൻക്രീസിങ് ആണെന്ന് മനസ്സിലായി. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ മിനിമം വാല്യൂ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ആയ -1 കൊടുക്കുമ്പോഴാണ്. അങ്ങനെ -1 കൊടുത്താൽ ലഭിക്കുന്നത് 1 - e² ബൈ 1 + e². സോ മിനിമം ഈസ് 1 - e² ബൈ 1 + e² ആൻഡ് മാക്സിമം ഈസ് 0. സോ ദ ഇൻ്റർവെൽ ഈസ് ദിസ്. ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സെഡ് ഒരു കോംപ്ലക്സ് നമ്പർ cos α + i sin α. അങ്ങനെയാണെങ്കിൽ സെറ്റ് ടു ദ പവർ 2λ - 1 കാണുകയും അതിൻ്റെ ഇമാജിനറി പാർട്ട് എടുക്കുകയും ഇതാണ് സെറ്റ് പവർ 2λ - 1 കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇമാജിനറി പാർട്ട് എടുക്കുന്നു,
ആ എക്സ്പ്രഷനിൽ അപ്പോൾ ലാംഡ ഉണ്ടായിരിക്കും. എങ്കിൽ ലാംഡയ്ക്ക് നിങ്ങൾ 1 മുതൽ 30 വരെ വേരിയേഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന സം വാല്യൂ എത്രയായിരിക്കും? അതും വീണ്ടും ലാംഡയിലായിരിക്കും. സോറി, ലാംഡയിൽ വരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ അവിടെ ആൽഫ ലാംഡയല്ല. കാരണം ലാംഡയ്ക്ക് നമ്മൾ 1, 2, 3, 30 വരെ കൊടുത്ത് അത് വീണ്ടും ആൻസർ എപ്പോഴും എന്തിലായിരിക്കും? ആൽഫയിലായിരിക്കും. എന്നതിന് ശേഷം ആൽഫയ്ക്ക് പകരം 4 ഡിഗ്രി കൊടുക്കുന്നു. ആൽഫ ഈക്വൽ ടു 4 ഡിഗ്രി കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇതിൽ ഏത് ആൻസർ വരും എന്നാണ് നോക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ സെഡിനെ കോസ് ആൽഫ പ്ലസ് ഐ സൈൻ ആൽഫയാണ്. ഉടനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഡിമോവിയസ് തിയറം, ഡിമോയിവേഴ്സ് റിസൾട്ട് എന്ന് വേണമെങ്കിലും പറയാം. എന്താണ് ആ റിസൾട്ട്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ പവർ എൻ. എൻ ഏത് റാഷണൽ നമ്പർ വേണമെങ്കിലും വരാം. അത് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്നൊരു റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഡിമോവിയസ് റിസൾട്ട് എന്നോ തിയറമോ എന്ന് വിളിക്കാം. അത് പ്രകാരം നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ സെറ്റ് ടു ദ പവർ 2 ലാംഡ മൈനസ് 1 കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ശരിക്ക് കോസ് ആൽഫ പ്ലസ് ഐ സൈൻ ആൽഫ ഓൾ പവർ എന്ത് ലഭിക്കും? 2 ലാംഡ മൈനസ് 1 ലഭിക്കും. ഇവിടെ എന്നിന് പകരം 2 ലാംഡ മൈനസ് 1, അത് ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ what we get is cosine of 2 lambda minus 1 alpha plus I sin of 2 lambda minus 1 into alpha. അപ്പോൾ എന്തായിരിക്കും അവിടെ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ടു ദ പവർ 2 ലാംഡ മൈനസ് 1 എന്ന് ചോദിച്ചാൽ ഐയോട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന റിയൽ നമ്പർ അതാരാണ് അവിടെ? ദാറ്റ് ഈസ് സൈൻ ഓഫ് 2 ലാംഡ മൈനസ് 1 ഇൻറ്റു ആൽഫ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ലാംഡ ഈക്വൽ ടു 1 to 30 ഇമാജിനറി ഓഫ് സെറ്റ് ടു ദ പവർ 2 ലാംഡ മൈനസ് 1 എന്ന് പറയുമ്പോൾ സമ്മേഷൻ ലാംഡ ഈക്വൽ ടു 1 to 30 സൈൻ ഓഫ് 2 ലാംഡ മൈനസ് 1 ആൽഫ. ഇതിൽ ലാംഡയ്ക്ക് നിങ്ങൾ 1 മുതൽ 30 വരെ കൊടുത്താൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൽഫയുടെ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. 2 ലാംഡ മൈനസ് 1 ഇൻറ്റു ആൽഫ. ലാംഡയ്ക്ക് 1, 2, 3 എന്നാണ് കൊടുക്കണം. നോക്കൂ, ലാംഡ 1 കൊടുത്താൽ 1 ഇൻറ്റു ആൽഫ, ലാംഡ 2 കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു ആൽഫ. അപ്പോൾ സൈൻ ആൽഫ പ്ലസ് സൈൻ 3 ആൽഫ പ്ലസ് സൈൻ 5 ആൽഫ പ്ലസ് എക്സെട്ര സൈൻ ലാസ്റ്റ് 30 കൊടുക്കുമ്പോൾ 59 ആൽഫ എന്നാണ് വരുന്നത്. ഈ സീരീസിൻ്റെ സമ്മ് കണ്ടാൽ മതി. ഈ സീരീസിൻ്റെ സമ്മായിരിക്കും നമ്മളുടെ ആൻസർ ആൽഫയിൽ. അതിനുശേഷം ആ ആൽഫയ്ക്ക് എന്ത് കൊടുക്കണം? 4 ഡിഗ്രി കൊടുക്കാം. അപ്പോൾ ഇതൊരു ട്രിഗണോമെട്രിക് സീരീസ് ആണ്. മാത്രമല്ല ആംഗിൾസ് ആർ ഇൻ എ പി. ആൽഫ, 3 ആൽഫ, 5 ആൽഫ എക്സെട്ര 59 ആൽഫ. അതിന് നമ്മൾ ട്രിഗണോമെട്രിയിൽ ഒരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. ആ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ റിസൾട്ടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. സൈൻ ആൽഫയാണ് ഫസ്റ്റ്. രണ്ടാമത്തത് സൈൻ ഓഫ് ഈ ആൽഫയോട് 2 ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ് ആഡ് ചെയ്യുന്നത്. അതാണ് 3 ആൽഫ. പിന്നെ നമുക്ക് സൈൻ ഓഫ് ആൽഫയോട് 2 ഇൻറ്റു 2 ആൽഫയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആൽഫയോട് എത്രയാണ് പറയുന്നത്? 29 ഇൻറ്റു 2 ആൽഫ. കാരണം 58 ആൽഫ പ്ലസ് ആൽഫ 59 ആൽഫ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ 2 ആൽഫയെ നിങ്ങളൊരു ബീറ്റയായി കാണുകയാണെങ്കിൽ, ആ റിസൾട്ട് അറിയാത്തവരുണ്ടെങ്കിൽ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. സൈൻ ആൽഫ പ്ലസ് സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് സൈൻ ഓഫ് ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് സൈൻ ഓഫ് ആൽഫ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ബീറ്റ. ഇതൊരു സ്റ്റാൻഡേർഡ് സീരീസാണ്. ഈ സ്റ്റാൻഡേർഡ് സീരീസിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൈൻ ഓഫ് ആൽഫ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ബീറ്റ ബൈ 2 സൈൻ ഓഫ് n ബീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ബീറ്റ ബൈ 2 എന്നാണ്.
ഇതാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾ മുകളിലത്തെ സീരീസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് നിങ്ങളുടെ n വരുന്നത്? n-1 29 നിൽക്കുന്നു. അപ്പം n അവിടെ 30 ആണ്. ആൽഫയായിട്ടും ബീറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2 ആൽഫയാണ്. അപ്പോൾ ഈ ആൻസറിൽ നിങ്ങൾ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ, അതായത് ഈ നമ്മുടെ സീരീസിൻ്റെ ആൻസർ സൈൻ ഓഫ് ആൽഫ പ്ലസ് 29 × 2 ആൽഫ ബൈ 2. 29 × 2 ആൽഫ ബൈ 2 എന്ന് പറയുമ്പോൾ 29 ആൽഫയാണ്. 29 × 2 ആൽഫ ബൈ 2, ദാറ്റ് ഈസ് 29 ആൽഫ. അടുത്തത് സൈൻ ഓഫ് n എന്ന് പറയുന്നത് 30, n-1 29, 30 × 2 ആൽഫ ബൈ 2, അതും 30 ആൽഫയാണ്. താഴെ നമുക്ക് സൈൻ ആൽഫ എന്ന് കിട്ടുന്നു. ബീറ്റയ്ക്ക് 2 ആൽഫയാണ് കൊടുക്കേണ്ടത്. ഇതാണ് ആൻസർ വരുന്നത്. ഇത് എത്രയായിരിക്കും? ഈ ആൻസർ എത്രയായിരിക്കും? ന്യൂമറേറ്റർ സൈൻ സ്ക്വയർ ഓഫ് 30 ആൽഫ, രണ്ടും സൈൻ 30 ആൽഫ, സൈൻ 30 ആൽഫ, താഴെ സൈൻ ആൽഫ. ഇതാണ് നമ്മുടെ സമ്മേഷൻ ലാംഡ ഈക്വൽ ടു 1 to 30 ഇമാജിനറി ഓഫ് സെറ്റ് ടു ദ പവർ 2 ലാംഡ മൈനസ് 1ൻ്റെ ആൻസർ. പെട്ടെന്നൊരു വട്ടം പറയുകയാണെങ്കിൽ സെറ്റ് എഴുതി സെറ്റ് ടു ദ പവർ 2 ലാംഡ മൈനസ് 1നെ ഡീമോവിയസ് റിസൾട്ട് പ്രകാരം വീണ്ടും ഒരു കോംപ്ലക്സ് പാറ്റേണിലേക്ക് എഴുതി അതിൻ്റെ ഇമാജിനറി പാർട്ട് മനസ്സിലാക്കി ഇൻ ടേംസ് ഓഫ് ലാംഡ ആൻഡ് ആൽഫയിൽ കിട്ടി. ഇതാണ് ഇമാജിനറി പാർട്ട്. ആ ഇമാജിനറി പാർട്ടിൽ ലാംഡയ്ക്ക് 1 മുതൽ 30 വരെ വേരിയേഷൻ കൊടുത്ത് കിട്ടുന്ന സമ്മ് ഇത്തരത്തിലുള്ള ഒരു ട്രിഗണോമെട്രിക് സീരീസായി മാറണം. ഈ ട്രിഗണോമെട്രിക് സീരീസിനെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സീരീസുമായിട്ട്, ഈ എഴുതിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫയുടെ റോൾ ആൽഫ തന്നെ, ബീറ്റയുടെ റോള് 2 ആൽഫയ്ക്കും എന്നിൻ്റെ റോള് 30ക്കും കൊടുക്കണം. എങ്കിൽ ഈ റിസൾട്ടിനകത്തും ഞാൻ ഈ പറഞ്ഞ ബീറ്റയ്ക്ക് പകരം 2 ആൽഫ, എന്നിന് പകരം 30 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സൈൻ സ്ക്വയർ 30 ആൽഫ ബൈ സൈൻ ആൽഫയാണ്. ഇനി നമ്മൾ കാണേണ്ടത് അറ്റ് ആൽഫ ഈക്വൽ ടു 4 ഡിഗ്രി എന്ന് പറയുമ്പം സൈൻ സ്ക്വയർ ഓഫ് 120 ബൈ സൈൻ 4 ഡിഗ്രി. എത്രയാണ് സൈൻ 120 എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് 180 മൈനസ് 60, ദാറ്റ് ഈസ് സൈൻ 60 √3/2. ആ √3/2ൻ്റെ സ്ക്വയറിനെ കൊസീക് 4 ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ what we get is 3/4 into കൊസീക് 4 ഡിഗ്രി. എന്തിനാണ് ഞാൻ ഈ ഡിനോമിനേറ്ററിലെ സൈൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ, ഡിനോമിനേറ്ററിൽ സൈൻ 4 ഡിഗ്രി എത്തുമ്പോൾ എനിക്ക് ന്യൂമറേറ്റർ 4 എന്നാണ്. അപ്പോൾ ഇതല്ല ആൻസർ. അതേസമയം എനിക്ക് 3/4 വരുന്ന ടേം ആയിരിക്കാം. 3/4 വരുമ്പോൾ കൊസീക് 4 മുകളിലാണ് ഡിനോമിനേറ്ററിലെ സൈൻ 4. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി 3 കൊസീക് 4 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്താണ് ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം? അങ്ങനെയാണ്, നിങ്ങൾ പ്രോബ്ലം ചെയ്തപ്പോൾ എന്ത് കിട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നേക്കാൾ നല്ല ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, വേണമെങ്കിൽ 3 എന്ന് പറയാം. ഒന്ന്, ഡിമോവിയസ് തിയറം നിർബന്ധമാണ്. മറ്റൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട്, ദാറ്റ്സ് വെരി സിമ്പിൾ, അതിൽ ഇത്ര കാര്യമൊന്നുമില്ല. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ട്രിഗണോമെട്രിക് സീരീസിൻ്റെ സമ്മ്. ട്രിഗണോമെട്രിയിൽ തന്നെ നിരവധി തവണ നിങ്ങൾ പല സ്ഥലത്ത് ഉപയോഗിച്ച് എല്ലാവർക്കും കൃത്യമായി ഇതുപോലെ തന്നെയാണ് കോസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഏക വ്യത്യാസം ഈ സൈൻ ഓഫ് n β/2 എന്നതിന് പകരം കോസ് ആവുന്നു, കോസ് ഓഫ് ആൽഫ പ്ലസ് n-1 β/2 ആവുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ സൈൻ n β/2 ബൈ സൈൻ β/2. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട്, ഈ സമ്മേഷൻ സീരീസ് നിങ്ങൾ ധാരാളമായിട്ട് ട്രിഗണോമെട്രിയിൽ ഉപയോഗിക്കുന്നതായിരിക്കാം, പല സ്ഥലത്തും വരാം. അത് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്തപ്പോൾ സൈൻ സ്ക്വയർ 30 ആൽഫ ബൈ സൈൻ ആൽഫ, ആൽഫയ്ക്ക് 4 ഡിഗ്രി കൊടുക്കുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ പ്രോബ്ലം, യു ഗെറ്റ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു ബൈനോമിയൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെടുത്താന്നല്ല, അതിൽ തന്നെ വരണം. 5√5 + 11 ⁻n + 1. അതിന് m എന്നാണ് അതിൻ്റെ വാല്യൂ. അതൊന്ന് ആലോചിച്ച് നോക്കുക. അത് എക്സ്പാൻഡ് ചെയ്താൽ ഈ n+1 എന്നിനെ കുറിച്ച് E1 എന്നവിടെ പറയുന്നുണ്ട്.
ഇവിടെ ഈവൺ എന്ന് പറഞ്ഞതുകൊണ്ട് n+1 ഓടാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എ ആയ 5√5ന്റെ പവേഴ്സ് n+1 നിന്ന് 1/1 ആയി കുറഞ്ഞ് പവർ 0-ലെത്തുന്നതാണല്ലോ ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഒരു രീതി. a+b² n എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a⁻n നിന്ന് തുടങ്ങി കോമ്പിനേഷൻ റിസൾട്ട് പ്രകാരം C1 എന്ന് പറഞ്ഞാൽ NC1 a⁻n−1 പിന്നെ a⁻n−2 അങ്ങനെ ഡിക്രീസ് ചെയ്ത് വന്ന് ബി വരും. എന്തായാലും ഞാൻ എയുടെ പവറിനെ കുറിച്ചൊന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ √5n+1ന്റെ പവർ n+1ൽ നിന്ന് കുറഞ്ഞു വരുമ്പോൾ അത് ഈവൺ ആയിട്ടും ഓഡായിട്ടും വരും 5√5ന്റെ പവർ. അങ്ങനെ വരുമ്പോൾ 5√5ന്റെ ഈവൺ പവേഴ്സുകൾക്ക് മാത്രമേ ഇൻറ്റിജർ ആവാൻ പറ്റുള്ളൂ അല്ലേ? കാരണം എന്താ, √5 എന്ന് പറയുന്നത് 5⁻²² എന്നാണ്. അപ്പൊ അതിന്റെ പവറിൽ ഒരു 2n വന്നാൽ മാത്രമേ നമുക്കത് 5⁻n പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഈ എക്സ്പാൻഷനിൽ നിരവധി ടേമുകളുടെ, അതായത് 5√5യുടെ പവേഴ്സുകളിൽ എല്ലാം ഒന്നും എന്തല്ല, ഈവൺ അല്ല. n ഈവൺ ആണെങ്കിൽ പോലും. അപ്പൊ ഈ n ഈവൺ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കാം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 5√5+11n+1ന്റെ ആൻസർ നോട്ട് എ മിയർ ഇൻറ്റിജർ അല്ല. അതിനകത്ത് ഇൻറ്റിജറും ഉണ്ടാവും, ഇൻ്റഗ്രൽ പാർട്ടും ഉണ്ടാവും, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ m എന്ന് പറയുന്ന ഈ ആൻസറിൽ, ടോട്ടൽ ആൻസറിൽ ഉള്ള ഫ്രാക്ഷണൽ പാർട്ടിനെയാണ് എഫ് എന്ന് വിളിച്ചിരിക്കുന്നത്. m അതിന്റെ ടോട്ടൽ ആൻസർ, f അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട്. എങ്കിൽ എത്രയാണ് mf? അപ്പൊ ഈ ആൻസറിനെ നമുക്ക് m ആണെങ്കിൽ തന്നെ m-ൽ തന്നെ എന്തുണ്ട്, ഒരു ഇന്റഗ്രൽ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. എന്തായിരിക്കും m-ന്റെ ഇന്റഗ്രൽ പാർട്ടിനെ നമുക്ക് എഴുതാം? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ m എന്ന് എഴുതിയാൽ മതി. അപ്പൊ m = നമുക്ക് എപ്പോഴും എന്തെഴുതാം? m എന്ന് പറയുന്ന നമ്പറിൽ എന്തുണ്ട്, ഇന്റഗ്രൽ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. കാരണം ഇവിടെ 5√5ന്റെ ഇന്റഗ്രൽ പവേഴ്സ് എല്ലായ്പ്പോഴും ഇൻറ്റിജർ ആവണം എന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. 5√5യുടെ ഇന്റഗ്രൽ പവേഴ്സ് എല്ലായ്പ്പോഴും എന്താവണമെന്നില്ല, ഇൻറ്റിജർ ആവണമെന്നില്ല. അപ്പൊ അത് ഉൾപ്പെട്ടിട്ടുള്ള ആൻസർ ഒരു m ആണെന്ന് പറഞ്ഞാൽ m is a real number which is not mere integer. That means it contains a non-zero fractional part. അതാണ് അത് f. അതുകൊണ്ട് അതിനെ എങ്ങനെ കണക്കാക്കാം നമുക്ക്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ m പ്ലസ് f ആണ് അതിൻ്റെ യഥാർത്ഥ പിക്ചർ. അപ്പോൾ നമുക്ക് എന്തെഴുതാമെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് what is the question? 5√5 plus 11 the whole power n+1നെ നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ m പ്ലസ് f ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ 5√5 - 11 whole power n+1നെ പരിഗണിക്കാനായി ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഞാൻ ഈ പർപ്പസ്ഫുള്ളി 5√5 - 11 n+1 കരുതിക്കൂട്ടി എടുക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 5√5 + 11ന്റെ പവറും 5√5 - 11ന്റെ പവേഴ്സുകൾ തമ്മിലുള്ള എക്സ്പാൻഷൻസുകൾ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും റിഡ്യൂസ്ഡ് ആൻസറുകൾ വരാം. മാത്രമല്ല അവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ വരാം. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കുക എന്ന് ചോദിച്ചാൽ we get always an integer. this expansion integer ആയി വരും. ഇന്റിജർ ആയി വന്നാൽ നമുക്ക് ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വളരെ ഗുണം ഉണ്ടാവും. കാരണം 5√5 + 11 ഇൻറ്റു 5√5 - 11 എന്ന് പറയുമ്പോൾ നമുക്ക് ഹൗ മച്ച് ഇറ്റ് ഈസ് 4 എന്നാണ് ആൻസർ വരാം, a² - b² പ്രകാരം. അത് ഒരു ഘട്ടത്തിൽ വേണ്ടി വരാൻ നോക്കാം നമുക്ക്. പക്ഷേ അത് നേരിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഫ് അവിടെ സോൾവ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി ഇതിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? 5√5 - 11 എന്ന് പറഞ്ഞാൽ 5√5 - 11 തീർച്ചയായിട്ടും
ഇതിനെ ഞാനൊരു എഫ് ഡാഷ് എടുക്കുകയാണ്. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ, 12നും 11നും ഇടയിലുള്ളൊരു നമ്പറാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദാറ്റ് -11 എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇടയിലുള്ളൊരു നമ്പറാണ്. 5√5 - 11 0 അല്ല 1 അല്ല, 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പറാണ്. അപ്പൊ 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പറിന്റെ n+1th പവർ തീർച്ചയായിട്ടും ആർക്കിടയിലായിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും. ഇറ്റ്സ് എ ഫ്രാക്ഷൻ. കാരണം 5√5 - 11 0ക്കും 1നും ഇടയിലുള്ള നമ്പറാണ്. 0ക്കും 1നും ഇടയിലുള്ള നമ്പറുകളുടെ ഏത് റിയൽ നമ്പറിന്റെയും എനി ഹയർ പവർ ഈസ് ഓൾവേസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, 0ക്കും 1നും ഇടയിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ആൻസർ എഴുതാം. ഈ എക്സ്പാൻഷൻസുകൾ സബ്ട്രാക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 5√5 - 11 all raised to n+1 എവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു? 5√5 + 11 all raised to n+1 എന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ എക്സ്പാൻഷനും ഓൾട്ടർനേറ്റിംഗ് എക്സ്പാൻഷൻ ടേംസ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ടേംസ് എന്ന് പറയുമ്പോൾ NC0, NC2, NC4, NC6കളൊക്കെ സെയിം സൈനിലാണ് രണ്ടിലും വരിക. സെയിം സൈനാണ് വരിക. അതെന്താ കാരണം? അവിടെ 11 raised to 0, 11 -11 ആണെങ്കിൽ പോലും അതിൻ്റെ സ്ക്വയർ raised to 4 അങ്ങനെ വരുന്ന സമയത്ത് നമുക്കവിടെ NC0, NC2, NC4, NC6 ടേംസുകളൊക്കെ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസുകളൊക്കെ സെയിം സൈനിൽ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0യും ബാക്കിയെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു 2 times. സോ ഫൈനൽ ആൻസർ ഈസ് 2 × എന്ത് ലഭിക്കും നമുക്ക്? എന്നിന് പകരം നമ്മളെ പവർ n+1 ആണെന്ന് മനസ്സിലാക്കണം. n+1 C1 5√5 all raised to n+1 എന്നൊന്ന് കുറയ്ക്കാം, അതാണ് n. അപ്പോൾ 11ന്റെ പവർ 1 പ്ലസ് n+1 C3 എന്നാണ് ലഭിക്കുക. അപ്പം നമുക്ക് 5√5 all power n+1 നിന്നാണ് 3 കുറയ്ക്കേണ്ടത്. n+1 നിന്ന് 3 കുറച്ചാൽ n-2. അപ്പോൾ 11ന്റെ പവർ 3. ഈ തരത്തിൽ പോകുന്നൊന്ന് മനസ്സിലാക്കൂ. മുഴുവനായിട്ട് നമുക്കൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ n വെച്ചാൽ നേരത്തെ പറഞ്ഞത്, പക്ഷെ ആ എന്നിൻ്റെ റോൾ ഇവിടെ ആർക്കാണ്? n+1നാണ്. a+b all raised to n നിന്ന് a-b all raised to n സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് NC1, NC3, NC5 അങ്ങനെയുള്ള കോമ്പിനേഷൻ റിസൾട്ട്സുകൾ വരുന്ന ടേംസ് ആയിരിക്കും. NC0, NC2, NC4, NC6 ടേംസുകൾ വരുന്നത് ഓപ്പോസിറ്റ് സൈനിൽ സെയിം സൈനിലായതുകൊണ്ട് സബ്ട്രാക്ഷനിൽ അവരെന്താവും? ക്യാൻസൽ ചെയ്യുകയും ഇത്തരം ടേംസുകൾ ഡബിൾ ആവുന്നതും NC1, NC3, NC5. ആ n എന്നുള്ളതിന് പകരം അവിടെ n+1 ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇനി നോക്കൂ, എന്താണ് ഇവിടെ 5√5യുടെ പവേഴ്സുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? n, n-2, n-4, n-6 അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഇൻറ്റിജർ ആണോ അല്ലോ എന്ന് ഉറപ്പ് പറയണമെങ്കിൽ ഈ പവേഴ്സുകളായ n, n-2, n-4, n-6 വരുന്ന എല്ലാ പവേഴ്സുകളും ഈവൺ ആയി വരണം. കാരണം 5√5യുടെ ഈവൺ പവർ എപ്പോഴും ഇൻറ്റിജറിൽ നിൽക്കും. 11ന്റെ പവറിനെ പറ്റി പ്രശ്നമാക്കണ്ട. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ n-2, n-4കൾ ഈവൺ ആയി നിൽക്കണമെങ്കിൽ എന്ത് വേണം? n ഈസ് ഈവൺ എന്ന് വേണം. അവിടെയാണ് n ഈസ് ഈവണിൻ്റെ നമ്മളുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ശരി, n ഈവൺ ആയതുകൊണ്ട് നിസ്സംശയം പറയാം ഇതൊരു ഇറ്റ്സ് എൻ ഇൻറ്റിജർ. 2 × ഇൻ ഇൻറ്റിജർ, ഈവൺ ഇൻറ്റിജർ എന്ന് പറയുന്നതിലൊന്നും വലിയ വിശേഷമില്ല. ഇറ്റ്സ് എൻ ഇൻറ്റിജർ. ഇൻറ്റിജർ. എന്താണ് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? നമ്മളിത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ m+f എന്നും -f' എന്നാണ് വരുന്നത്. കാണാം, ഇറ്റ്സ് എൻ ഇൻറ്റിജർ. ഇത് ഓൾറെഡി എൻ ഇൻറ്റിജർ. സോ ആൻ ഇൻറ്റിജർ പ്ലസ് a number equal to an integer. Integer plus a number is equal to an integer. So what must be that number? That number should be in integer. അതും എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം.
So f minus f dash is an integer. But you see, both are lies between 0 and 1. 0ക്കും 1നും ഇടയിലുള്ള രണ്ട് നമ്പേഴ്സുകളുടെ ഡിഫറൻസ് ഒരു ഇൻറ്റിജർ ആവണമെങ്കിൽ the only possibility it is the difference is 0. f minus f dash equal to 0. കാരണം f ആണെങ്കിലും അതെ, f ആണെങ്കിലും f dash ആണെങ്കിലും ആർക്കിടയിലാണ്? 0ക്കും 1നും ഇടയിലാണ്. അപ്പോൾ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 0ക്കും 1നും ഇടയിൽ നിന്നാൽ മാത്രമല്ല 0 വരാം. കാരണം സെയിം ആയി വരുമ്പോൾ 1/2, 1/2, 1/3, 1/3, 1/√7, 1/√7 ഒക്കെ ആയി വരുമ്പോൾ their difference will be integer. The only possibility f minus f dash can be an integer as 0. That means f equal to ആരായിരിക്കണം? f dash ആയിരിക്കണം. f equal to f dash ആയിരിക്കണം. ആരാണ് mf? അപ്പം mf നിങ്ങൾക്ക് അപ്പോൾ എന്ത് പറയാം? mf എന്ന് പറഞ്ഞാൽ അപ്പോൾ mf dash. m നേരത്തെ അറിയാം. m എന്ന് പറഞ്ഞാൽ 5√5 പ്ലസ് 11 ഹോൾ പവർ n പ്ലസ് 1 ആണ്. m മനസ്സിലാക്കണം. ആ എമ്മിനെ ഞാൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ m പ്ലസ് f ആക്കി മാറ്റി. പക്ഷേ m എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് എടുക്കണം. f ഡാഷ് ആരാന്നെടുത്തത്? 5√5 മൈനസ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ എടുത്തിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് mf ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 4 പവർ n പ്ലസ് 1 ആണല്ലേ വരുന്നത്. പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 പവർ n പ്ലസ് 1 വരും. 4 പവർ n പ്ലസ് 1 നമുക്ക് 4 × 4 പവർ n എന്ന് എഴുതാം. 4 പവർ n നമുക്ക് അതെന്തിനാണ് നമ്മളിങ്ങനെ മാറ്റുന്നത്? ഇനിയാണ് എന്തിനാണ് മാറ്റുന്നത്. അതായത് നമ്മൾ ഈ MCQ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓപ്ഷൻസിൽ സിംഗിൾ കറക്റ്റ് ആൻസർ വരുന്ന പ്രോബ്ലംസുകളിൽ മാത്രമല്ല, ഓപ്ഷൻസുകൾ തന്നിട്ടുള്ള MCQ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമുക്ക് മെത്തേഡ്സുകളും അറിയാം, അതായത് കോൺസെപ്റ്റ് അറിയാം, പ്രോസസ്സ് അറിയാം, ടെക്നിക്ക് മനസ്സിലായി, പ്രോബ്ലം നമുക്ക് കൃത്യമായി മനസ്സിലായി, എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായെങ്കിൽ കൂടിയും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓരോ ടെക്നിക്കിലൂടെയും പുതിയ പുതിയ സ്റ്റെപ്പുകൾ വരുന്നതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻസുകളിലേക്ക് നമുക്കൊരു ശ്രദ്ധ വേണം. എങ്കിൽ പെട്ടെന്നത് ഓപ്ഷൻ ഏതാണെന്നുള്ളത് ക്ലിയർ ആക്കാൻ പറ്റും. അതുപോലെ പല മെത്തേഡുകളുണ്ട്. മാത്തമെറ്റിക്സിൽ പറയുന്ന മാത്തമെറ്റിക്കൽ ലോജിക് അല്ലാത്ത മെത്തേഡ്സുകളുണ്ട്. ചില പ്രോബ്ലംസുകളെ നമുക്ക് ചില ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊരു ഒരു JEE പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡായിട്ട് ഓതൻറ്റിക്കലി നമുക്കത് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ കുട്ടികളിൽ പലരും ഒരു എളുപ്പ വഴിയായിട്ട് അതിനെ മനസ്സിലാക്കുകയും ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ആ രീതിയിൽ ഓപ്ഷനിൽ നിന്ന് തിരിച്ചു നോക്കുമ്പോൾ ശരിയാവാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ മറ്റു പല നിയമങ്ങളാലും കണ്ടീഷനാലും അതിലേതെങ്കിലും പർട്ടിക്കുലറി വരുള്ളൂ. അപ്പോൾ എല്ലായ്പ്പോഴും സാധിക്കില്ല. അങ്ങനെ സാധിക്കുന്നതായ പ്രോബ്ലംസുകൾ നമ്മുടെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അത് ജനറലൈസ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല ഒരു മെത്തേഡായിട്ട്. ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ 4 പവർ എന്തിനെയാണ് ഞാൻ മാറ്റാൻ പോകുന്നതെന്ന് വെച്ചാൽ 4നെ 2² ഹോൾ പവർ n ആക്കുമ്പോഴാണ് എനിക്ക് 4 × 2 പവർ 2n എന്ന് പറഞ്ഞ ആൻസർ. അത് എന്തിനാണ് ഞാൻ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയതെന്ന് ചോദിച്ചാൽ യു ക്യാൻ സീ ദ ആൻസർ ഈസ് 4 × 2 പവർ 2n. അതുകൊണ്ടാണ് ഞാൻ അതിനെ 4 × 2 പവർ 2n എഴുതിയത്. മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രോബ്ലം തികച്ചും ഒരു നോൺ ഇൻറ്റിജർ ആണ്. അപ്പോൾ അതിനെ m എന്ന് വിളിച്ചാൽ അതിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ m-ഉം ഫ്രാക്ഷണൽ പാർട്ട് f-ഉം. പർപ്പസ്ഫുള്ളി ഞാൻ f ഡാഷിനെ ഇങ്ങനെ എടുക്കുന്നു. കാരണം അത് ഡിഫറൻസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എക്സ്പാൻഷൻ ലഭിക്കുന്നു. അതിൽ n ഈവൺ ആയതുകൊണ്ട് ആ എക്സ്പാൻഷൻ നമുക്ക് എപ്പോഴും ഒരു ഇൻറ്റിജർ തരുന്നു. അത് അപ്ലൈ ചെയ്താൽ f ഈക്വൽ ടു f ഡാഷ് മാത്രമായിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം f ഡാഷും 0ക്കും 1നും ഇടയിലാണ്. അപ്പോൾ f മൈനസ് f ഡാഷ് ഒരു ഇൻറ്റിജർ ആവണം എന്ന് പറഞ്ഞാൽ അത് 0 ആവാനേ പറ്റുള്ളൂ. ദാറ്റ്സ് വൈ f ഈക്വൽ ടു f ഡാഷ്. അങ്ങനെയാണെങ്കിൽ mf ഡാഷിനെ mf ഡാഷ് എന്ന് എഴുതാം. mf ഡാഷ് തികച്ചും നമ്മുടെ സിമ്പിൾ എക്സ്പ്രഷനായി മാറുന്നു. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് a + b × a - b, a² - b², ഐ തിങ്ക് ഇറ്റ് ഈസ് 125 - 121. That's why it is 4. 4 power n plus 1, it is 4 × 2 power 2n. Very simple. Option, C.
യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നോക്കിക്കോളൂ. അരിത്തമെറ്റിക് മീൻ ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് എ ആൻഡ് ബി. അപ്പോൾ തന്നെ അരിത്തമെറ്റിക് മീൻ AM വളരെ വ്യക്തമാണ്, A+B/2 ട്വൈസ് ദെയർ GM അറിയാലോ നിങ്ങൾക്ക്, √AB. അപ്പോൾ തന്നെ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ 2√AB എന്ന് മാത്രമല്ല അതിൻ്റെ ട്വൈസ് ആണ്, അതുകൊണ്ട് അത് എത്രയാവും 2√AB മാത്രമല്ല 4√AB. A+B ഈസ് ഈക്വൽ ടു ആണ് 2√AB/2 ആണ് √AB, പക്ഷെ അത് ട്വൈസ് ദ GM ആയതുകൊണ്ട് A+B/2 ഈക്വൽ ടു 2√AB, അതുകൊണ്ടാണ് A+B ഈക്വൽ ടു 4√AB. ഓക്കെ ആണെങ്കിൽ A ഈസ് ടു B. അപ്പൊ ഇതിൽ ഒരു നമ്പർ A ഒരു നമ്പർ B ആണ്. നോക്കൂ, ഈ ഓപ്ഷൻസിലേക്ക് നോക്കൂ. ഓപ്ഷൻസിൽ ഒരു നമ്പർ A ഒരു നമ്പർ B ആണ്. ഒരു നമ്പർ Aയും ഒരു നമ്പർ B ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം, തീർച്ചയായിട്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. A+B ഈക്വൽ ടു 4AB ആയിരിക്കണം. അപ്പൊ ഇതിൽ A+B എന്ന് പറയുമ്പം 12. ഇതിനകത്തുനിന്ന് നിങ്ങൾ A+B എത്രയാ വരുന്നത്? 12. AB എത്രയാ വരുന്നത്? AB വിൽ ബി 36 മൈനസ് 7. 36 മൈനസ് 7 എന്ന് പറയുമ്പോൾ 29 ആണ്. A+B 4AB അല്ലല്ലോ. ഇതിനകത്തുനിന്ന് A+B എത്രയാ വരുന്നത്? A+B എത്രയാ വരുന്നത്? 4 ആണ്. വാട്ട് ഈസ് AB? AB എന്ന് പറയുന്നത് A² മൈനസ് B² 1 ആണ്. അപ്പോൾ A+B ഈക്വൽ ടു 4√AB കറക്റ്റ് ആണ്. അപ്പോൾ 2 + √3 ഈസ് ടു 2 മൈനസ് √3 എന്നതാണ് അവിടെ A ഈസ് ടു B എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ ഇത് അല്ലാത്ത രീതിയിൽ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നുള്ള പറഞ്ഞല്ല, ഇതല്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യേണ്ടി വരും? മറ്റെന്തെങ്കിലും എക്സ്ട്രാ കണ്ടീഷൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് A+B √AB. നമുക്ക് എയും ബിയും വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ദി quadratic equation whose roots are A and B എന്ന് വിചാരിക്കാൻ കാരണം A+B AB ടേംസുകൾ വരും. വളരെ നിഷ്പ്രയാസം. ഇതാണ് ആ ഇക്വേഷൻ, മനസ്സിലാക്കുക. ഈ ഇക്വേഷന്റെ റൂട്ട്സ് ആണ് എയും ബിയും. അപ്പൊ ഇതിൽ എക്സിന് നിങ്ങൾക്ക് ഇപ്പം ആൽഫ കോമ ബീറ്റ കിട്ടിയാൽ ആൽഫ എയും ബീറ്റ ബിയും ആയിട്ട് എടുക്കാം. അപ്പൊ ഇതിന്റെ റൂട്ട്സ് കാണാൻ പോകുമ്പോൾ ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ A+Bക്ക് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? 4√AB എന്ന് ഉപയോഗിക്കാം. +AB is equal to 0. അപ്പോൾ x equal to 4√AB plus or minus root of B square. We can have 16AB minus 4AB all divided by 2. But you simplify, you get x equal to √AB common ആക്കി എടുക്കാൻ പറ്റുന്നു. 2√AB plus or minus √3AB എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂസ് A ഈക്വൽ ടു √AB ഇൻറ്റു 2 + √3 എന്നും √AB കോമൺ ആക്കി എടുത്തിട്ട് B ഈക്വൽ ടു √AB ഇൻറ്റു 2 - √3 എന്നും കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടെ നിങ്ങളോട് A ആരാണ് B ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അവിടുത്തെ റേഷ്യോ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഓപ്ഷൻ ക്ലിയർ ആയത്. റേഷ്യോ വരുന്നത് കൊണ്ട് മാത്രമാണ് ക്ലിയർ ആയത്. ആക്ച്വലി A എന്ന് പറയുന്നത് √AB ഇൻറ്റു A+2 + √3, B എന്ന് പറയുന്നത് √AB ഇൻറ്റു 2 - √3 ആയിട്ടാണ് ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ A ബിയും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റേഷ്യോ മാത്രമാണിത്. ഇത് റേഷ്യോ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ പ്രോബ്ലം നിങ്ങൾ
ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ എയും ബിയും കണ്ടുപിടിച്ചിട്ട് റേഷ്യോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഇവിടെ കോമൺ ടേം ഉണ്ടായത് കൊണ്ടാണ് ആ ടേം ക്യാൻസൽ ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രോസസ്സ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ എയും ബിയും റൂട്ട്സുകളായി വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അസ്യൂം ചെയ്താൽ മതി. അതെന്തുകൊണ്ടാണ് അങ്ങനെ അസ്യൂം ചെയ്താൽ മതി എന്ന് പറയുന്നത്? അപ്പോഴാണ് അതിനകത്ത് ഈ എന്ത് വരുന്നത്, ഈ എ പ്ലസ് ബി എന്ന് പറയുന്ന ഈ ടേമും എ ബി എന്ന് പറയുന്ന ടേമും വരും. എ പ്ലസ് ബി എന്ന് പറയുന്ന ടേമും എ ബി എന്ന് പറയുന്ന ടേമും വരുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് എ പ്ലസ് ബി ഈക്വൽ ടു 4 റൂട്ട് എ ബി അതിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എ പ്ലസ് ബിക്ക് പകരം 4 റൂട്ട് എ ബി ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നതാണ് നമ്മളുടെ ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂട്ട്സിൻ്റെ ക്വാഡ്രാറ്റിക് ഡിസ്ക്രിമിനൻറ്റ് ഉപയോഗിച്ചുള്ള ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 വാല്യൂ കിട്ടുന്നു. അപ്പോൾ നമുക്ക് എ ഈസ് ടു ബി എന്ന് പറയുമ്പോൾ റൂട്ട് എ ബി കട്ടാവുന്നു. 2 + √3 ഈസ് ടു 2 മൈനസ് √3 എന്ന ആൻസർ വരും. അല്ലാതെ എയും ബിയും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ ഈക്വൽ ടു 2 + √3 ബി ഈക്വൽ ടു 2 - √3 എന്ന് പറയാൻ ഇവിടെ സാധിക്കാന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ആയതുകൊണ്ടാണ്. ജനറൽ കേസിൽ അത് പറ്റില്ല. അപ്പോൾ ആക്ച്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. പ്രത്യേകം മനസ്സിലാക്കുക, എ എമ്മും ജി എമ്മുമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നാൽ അത് വരുന്ന എ ബി കാണാൻ എ പ്ലസ് ബിയും എ ബിയും വരുന്ന ഇക്വേഷൻ കിട്ടിയാൽ മതി. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എയും ബിയും റൂട്ടായി വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കോയിഫിഷ്യൻസ് ആരായി വരും? എ പ്ലസ് ബിയും കോൺസ്റ്റന്റ് ടേം എ ബി ആയിട്ട് വരും. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ കാരണം. സോ യുവർ ആൻസർ ഈസ് ബി, ഓപ്ഷൻ ബി. റേഷ്യോ ആയിട്ട് എടുക്കുമ്പോൾ 2 + √3 ഈസ് ടു 2 - √3 മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഞാൻ എന്ത് സജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നടക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കറക്റ്റ് മെത്തേഡ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എൽ ഓൺ ദ ലൈൻ 3x + 2y + 1 = 0 such that mod of LA - LB is മാക്സിമം. എയും ബിയും തന്നിട്ടുണ്ട്. ഇവിടെയും അതെ, 2 തരം മെത്തേഡ് ഞാൻ പറയാം. ഒന്ന്, നമുക്ക് എ ബി നോക്കാം. എയുടെ കോർഡിനേറ്റ് 30 ആണ്, ബി ആണ്. അപ്പം ഇത് ബി ആണ്, 0 3. ഇതാണ് എ, 30. ഇനി നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് 3x + 2y + 1 = 0. എക്സ് ആക്സിസിനെ 1/3 0യിലും y ആക്സിസിനെ 1/3 ആയിരിക്കില്ല, എക്സ് ആക്സിസിനെ -1/3 0യിലും y ആക്സിസിനെ എക്സിന് 0 കൊടുക്കുമ്പോൾ -1/2 0യിലും കട്ട് ചെയ്യുന്ന ലൈൻ. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ ലൈൻ. ദിസ് ഈസ് ലൈൻ. ഇതാണ് ഇതാണ് നമ്മളുടെ ലൈൻ. ഈ ലൈനിന്റെ മുകളിലാണ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന പോയിന്റ്. ഈ ലൈനിന്റെ മുകളിലാണ് എൽ. അപ്പോൾ ഒരു ആൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ ലൈനിന്റെ മുകളിലാണ്. അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ് മാത്രമേ ഇത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്താലും നോക്കാം. 21 - 20, 7 കൊടുക്കുമ്പോൾ 21 -20 നോക്കാം. -20 + 1 0 അല്ല. അപ്പം ഇതല്ല. ഇത് കൊടുക്കുന്ന സമയത്ത് സി കൊടുക്കുമ്പോൾ -21 - 20 + 1 ≠ 0.
അല്ല. 10 കൊടുക്കുന്ന സമയത്ത് 30 പ്ലസ് 14 പ്ലസ് 1 0 അല്ല. എന്നാൽ -7 കൊടുക്കുന്ന സമയത്ത് ഇത് കൊടുക്കുന്ന സമയത്ത് -21 പ്ലസ് 20 പ്ലസ് 1 എക്സാക്ട്ലി ഈക്വൽ ടു 0. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, സർ ഇതല്ലേ ഓപ്ഷൻ, ഈ ഓപ്ഷൻ അല്ലേ കറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് വേണമെങ്കിൽ ടെസ്റ്റിംഗ് ഫ്രം ദ ഓപ്ഷൻ എന്നുള്ള രീതി, അതൊരു മാത്തമെറ്റിക്കൽ മെത്തേഡ്. ചിലപ്പോൾ ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ഏതാണ് കൺഫേം ചെയ്യേണ്ടത്? നോക്കൂ, ഞാൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമായിട്ട് ഒരു എൽ എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് ട്രയാങ്കിൾ LBA ഓർ BAL. അങ്ങനെ വരുമ്പോൾ ട്രയാങ്കിളിൻ്റെ ബേസിക് പ്രോപ്പർട്ടി പ്രകാരം LA ലെസ് ദാൻ ഓർ ഈക്വൽ ടു LB പ്ലസ് AB ആണ്. സോ LA മൈനസ് LB ലെസ് ദാൻ ഓർ ഈക്വൽ ടു AB. So what is LA minus LB maximum? So maximum of mod of LA minus LB ആരായി വരും? AB ആയിട്ട് വരും. നിങ്ങൾ ലീനിയാരിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്, LA മൈനസ് LB AB ആവണമെങ്കിൽ LAB എവിടെ വരണം? ലീനിയർ ആയിരിക്കണം, കൊളീനിയർ ആയിരിക്കണം, ഒരേ ലൈനിൽ വരണം. Therefore LAB are in സെയിം ലൈൻ, ഒരേ ലൈനിലാണ്. അപ്പൊ നോക്കിക്കേ, എവിടെ എന്താ പ്രശ്നം? ഒരേ ലൈനിൽ വരിക എന്ന് പറയുമ്പോൾ L ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളോ. അപ്പോൾ അതേസമയം ഈ കണ്ടീഷൻ വേണം, ഈ കണ്ടീഷൻ വേണം, ഈ ലൈനിൻ്റെ മുകളിലും കിടക്കണം. അപ്പോൾ L എന്ത് ആരായിരിക്കണം? ഈസ് ഇൻ്റർസെക്ഷൻ ഓഫ് AB ആൻഡ് ഗിവൺ ലൈൻ. അതാണ് അതിൻ്റെ ആക്ച്വൽ മെത്തേഡ്. അതായത് LA മൈനസ് LBയുടെ മാക്സിമം വാല്യൂ AB ആണ്, മോഡുലസ്. അതിപ്പോൾ ഈ മോഡുലസ് എടുക്കാൻ കാരണം ആ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തായാലും LA മൈനസ് LB നമുക്ക് മാക്സിമം AB ആവണമെങ്കിൽ AB ആണ്. അതിൻ്റെ കാരണം ഈ ട്രയാങ്കിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. കാരണം ഞാൻ ലൈനിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും എടുക്കാവുന്ന ഒരു L എടുക്കുമ്പോൾ ജനറലായിട്ട് എനിക്ക് ഒരു ട്രയാങ്കിൾ ലഭിക്കുമെന്ന് വിചാരിക്കാം. ആ ട്രയാങ്കിൾ ലഭിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ LA മൈനസ് LB ലെസ് ദാൻ ഓർ ഈക്വൽ ടു AB എന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ LA മൈനസ് LBയുടെ മോഡുലസിന് വരാവുന്ന മാക്സിമം വാല്യൂ AB ആണ്. അപ്പോൾ LA മൈനസ് LB AB ആവണമെങ്കിൽ LAB എന്ന് പറയുന്ന പോയിന്റ്സുകൾ ഒരേ ലൈനിലായിരിക്കണം. അതേസമയം L എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ സ്ട്രൈറ്റ് ലൈനിൻ്റെ മുകളിലും ആവണമെങ്കിൽ L അപ്പോൾ ആരായിരിക്കണം? L ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് AB ആൻഡ് ദ ഗിവൺ ലൈൻ. അപ്പോൾ ആരാണ് AB? ABയെ കുറിച്ചൊന്ന് പറയാം. A എന്ന് പറയുന്നത് 30 B എന്ന് പറയുന്നത് 03 അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നത് x പ്ലസ് വൈ ഈക്വൽ ടു 3, അതായത് x പ്ലസ് വൈ മൈനസ് 3 ഈക്വൽ ടു 0. ലൈൻ, അതായത് ഗിവൺ ലൈൻ എന്ന് പറയുന്നത് 3x പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ 1 എന്നും ഇതിനെ ആദ്യത്തെ 2 എന്നും എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 1 മൈനസ് ഇക്വേഷൻ 1 എന്ന് 2 × 3 കുറയ്ക്കാം, 3x പോകുന്നു. what we get is -y പ്ലസ് 10 ഈക്വൽ ടു 0 കിട്ടുന്നു. y ഈക്വൽ ടു 10, y ഈക്വൽ ടു 10 ആണ്. അപ്പോൾ x ഈക്വൽ ടു എത്ര ആയിരിക്കും? -7. അതാണ് ഇൻ്റർസെക്ഷൻ. അങ്ങനെയാണ് നമുക്ക് -7 10 എന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ ഗിവൺ ലൈനിൽ എവിടെയെങ്കിലും ഞാൻ ഒരു L മാർക്ക് ചെയ്താൽ ഐ ഗോട്ട് ട്രയാങ്കിൾ LAB. പക്ഷെ ആ ട്രയാങ്കിൾ LAB ട്രയാങ്കിൾ ആയിട്ട് തന്നെ നിലനിൽക്കേണ്ടി വരുമോ എന്നതാണ് പിന്നത്തെ പ്രശ്നം. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? മറ്റൊരു നിബന്ധന തന്നിരിക്കുന്നു, LA മൈനസ് LB മാക്സിമം ആവുന്നത്. അതാണല്ലോ ചോദ്യം, മാക്സിമം ആയി നിൽക്കണം. അപ്പം മാക്സിമം ആയി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ട്രയാങ്കിൾ ആണെങ്കിൽ LA മൈനസ് LB എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു AB ആയിരിക്കും. അത് LA ലെസ് ദാൻ ഓർ ഈക്വൽ ടു LB പ്ലസ് AB, LA ലെസ് ദാൻ ഓർ ഈക്വൽ ടു LB പ്ലസ് AB, ബേസിക് പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ അതിനകത്തുനിന്ന് LA മൈനസ് LB ലെസ് ദാൻ ഓർ ഈക്വൽ ടു AB ആണെങ്കിൽ മോഡുലസ് ഓഫ് LA മൈനസ് LBക്ക് വരാവുന്ന മാക്സിമം വാല്യൂ AB.
അങ്ങനെ വരണമെങ്കിൽ എല്ലും എയും ബിയും ഒരേ ലൈനിലായിരിക്കണം. LA - LB = AB എന്ന് പറയണമെങ്കിൽ that should be in the same line. പക്ഷേ അതേസമയം എല്ലാം ഇപ്പം എന്തിലായിരിക്കണം? ഈ ലൈനിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചേരണമെങ്കിൽ എല്ലാം ഒരേ സമയം AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻസിൻ്റെ മുകളിലും ഈ നമ്മളുടെ ലൈനിൻ്റെ മുകളിലും ആണെങ്കിൽ അവരുടെ ഇക്വേഷൻസുകൾ, ലൈൻ സെഗ്മെൻസ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ആ ലൈൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അവരുടെ ഇക്വേഷൻസുകൾ തമ്മിൽ സോൾവ് ചെയ്താൽ ലഭിക്കുന്ന കോർഡിനേറ്റ്സ് വാല്യൂ x, y ആയിരിക്കണം L എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെ ചെയ്യുമ്പോൾ what we get is -7, 10. അതാണ് ഓപ്ഷൻ ബി വരാനുള്ള കാരണം. യെസ്, ക്ലിയർ ആണ് പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തത്, the midpoint of the chord 16x plus 9y = 25 to the ellipse. The midpoint of the chord. കോഡിൻ്റെ മിഡ് പോയിന്റ് ലൈൻ ജോയിനിങ് ആയിട്ട് തന്നിട്ടൊന്നുമില്ല, എലിപ്സും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എലിപ്സിന്, അതായത് x/x² പ്ലസ് y²/b² എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എലിപ്സിന് മിഡ് പോയിന്റ് x1 y1 ആയിട്ടുള്ള കോഡ് ഇക്വേഷൻ ഓഫ് കോഡ് having x1 y1 as midpoint. അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ്. പക്ഷെ അത് ഉപയോഗിക്കുകയാണെങ്കിലാണ് ഈ പ്രോബ്ലത്തെ കുറച്ചുകൂടി നമുക്ക് കൃത്യതയോടെ ചെയ്യാം. ജോമെട്രിക്കൽ പ്രോസസ്സ് ഉപയോഗിച്ച് വളരെയധികം സ്റ്റെപ്സുകളോടെ വേണ്ടി വരും. അപ്പം ശ്രദ്ധിക്കുക, x² പ്ലസ് y²/b² = 1 എന്ന് പറയുന്ന എലിപ്സിന് x1 y1 എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റ് മിഡ് പോയിന്റായി നിൽക്കാവുന്ന ഒരു കോഡുണ്ട്. ആ കോഡ് അവർ തന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്കറിയാം ആ കോഡ് ആരാണ്. ആ കോഡിൻ്റെ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. അത് ഇതാണ്: x(x1/a² പ്ലസ് y(y1/b² ഈസ് ഈക്വൽ ടു x1²/a² പ്ലസ് y1²/b². ഇതൊരു റിസൾട്ടായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. എലിപ്സിനുള്ള ഇതുപോലെ നമുക്ക് പരാബോളയ്ക്കും ഹൈപ്പർബോളയ്ക്കും ഒക്കെ പറയാവുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ ഈ 2024 വരാവുന്ന JEE മെയിനിൽ പരാബോള, എലിപ്സ്, ഹൈപ്പർബോളയിൽ കോഡ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ കോഡ് ഹൂസ് മിഡ് പോയിന്റ് ഈസ് ഗിവൺ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ക്വസ്റ്റ്യൻസുകൾ വരുമെന്നങ്ങട് കൂടുതലായി പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 100% വരില്ല എന്നും പറയാൻ കഴിയില്ല. അതാണല്ലോ നമ്മളെ JEE മെയിൻ എക്സാമിനേഷന് മറ്റ് സ്റ്റേറ്റ് വൈസ് ലെവലുള്ള മാത്തമെറ്റിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല, ഈ JEE മെയിൻ പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം അതിൽ മാത്രം ക്വാളിഫൈ ചെയ്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്നല്ലല്ലോ. അതല്ലല്ലോ നമ്മളുടെ പരമമായ ലക്ഷ്യം. അതെന്താ? JEE മെയിൻ ഹൈ പെർസെൻറ്റേജിൽ സ്കോർ ചെയ്യുന്നു, അഡ്വാൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്യുന്നു, അഡ്വാൻസ് എക്സാമിനേഷനും വളരെ മികച്ച രീതിയിൽ ക്വാളിഫൈ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റാങ്ക് വാങ്ങിച്ച് വളരെ പ്രശസ്തമായ IIT-കളിലും അതുപോലെയുള്ള ഗവൺമെൻറ് ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നമ്മൾ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഈ അഡ്വാൻസ് ലെവലിലെ എക്സാമിനേഷൻ എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള ലിബറൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കൃത്യമായി NCERT സിലബസിൽ പറയുന്ന കോൺസെപ്റ്റുകൾ അത് A to Z പഠിച്ചിരിക്കുക. കുറേയും കൂടിയും ചില പ്രത്യേക സെക്ഷൻസുകൾ വരുമ്പോൾ
കുറച്ച് എന്താണ് JEE അഡ്വാൻസ്ഡ് എക്സാമാണ്. അപ്പോൾ ഈ സിലബസിൽ തന്നെ നമുക്കറിയാം കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അല്ലാതെ എങ്ങനെ നമുക്ക് റിസ്ട്രിക്റ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം എന്നല്ല നോക്കേണ്ടത്. സോ അതുകൊണ്ട് ഈ ഇക്വേഷൻ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ പല ഇക്വേഷൻസുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലുകളിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ JEE മെയിനിന് പോകുന്നത്. അതുകൊണ്ട് ഇത് സിലബസിന് പുറത്താണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കല്ല വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കാൻ പറഞ്ഞത്. ഇതിവിടെ കൊടുക്കുന്നു, ഇക്വേഷൻ കാണുന്നു. x1നും y1നും വാല്യൂ കൊടുത്താൽ മതി. x1നും വാല്യൂ y1നും ഈ ഏത് വാല്യൂ കൊടുക്കുന്നു? നമ്മൾ x1 y1 ആയിട്ട് തന്നെ എടുക്കുന്നു. അങ്ങനെ ആ x1 y1 ആയിട്ട് നിങ്ങൾ വാല്യൂ കൊടുക്കാനായിട്ടില്ല, ആ വാല്യൂ ഇക്വേഷൻ കാണുന്നു. ആ ഇക്വേഷനാണ് 16x + 9y = 25 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ ലൈനിനെ തന്നെ ഒരേ കോഡിനെ 2 ഇക്വേഷൻ കൊണ്ട് കാണിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അവരുടെ കോയിഫിഷ്യൻസുകളുടെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. സെയിം ലൈനിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ a1/a2 = b1/b2 = c1/c2 കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ഇതിനെ നോക്കി കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതിയ ഇക്വേഷൻ പ്രകാരം x1 y1 മിഡ് പോയിന്റ് ആയിട്ടുള്ളത് ഗിവൺ കോഡ് ഈസ്, എന്താണ് കോഡ് തന്നിരിക്കുന്നത്? 16, കോഡിന്റെ ഇക്വേഷൻ 16x + 9y = 25. അത് നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ ഓഫ് കോഡ് x1 y1 as midpoint is xx1/9 a² plus yy1/16 b² is equal to x1² എങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, a² എന്ന് പറയുന്നത് 9 plus y1²/16. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 16xx1 plus 9yy1 is equal to 16x1² plus 9y1² എന്ന് പറയുന്ന ഇക്വേഷൻ വരും. ഇത് രണ്ടും സെയിം ലൈനാണ്, കോഡാണ്. ഇതും കോഡാണ്, ഇതും കോഡാണ്. അങ്ങനെയാണെങ്കിൽ 1 and 2 ആർ സെയിം ലൈൻ. 1ഉം 2ഉം സെയിം ലൈനാണ്. 1ഉം 2ഉം സെയിം ലൈൻ ആകുമ്പോൾ ഒന്ന് നോക്കിയേ, അതിൻ്റെ കോയിഫിഷ്യൻസുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ what we get is 16x1/16. ഇവിടെ 16x1 ആണ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഇവിടെ 16 ആണ്. മനസ്സിലാക്കാം, നോക്കിക്കോളൂ. അതുപോലെ തന്നെ 9y1/9 9 9y1/9 is equal to constant 16x1² plus 9y1²/25. അപ്പോൾ x1 = y1 ആണ് ലഭിക്കുന്നത്. x1 = y1 = നമുക്കിതിൽ ഈ നമ്പറിന് കൊടുക്കാം. അപ്പോൾ ഇതിന് x1 = ഇത് കൊടുക്കുന്നു, അതിലത്തെ y1ന് പകരം വീണ്ടും x1 കൊടുക്കാം. നോക്കാം, ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ ഇതിൽ ഞാൻ ആദ്യം x1 = ഇതിനകത്തുനിന്ന് x1 = റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഏതെടുക്കാം? x1 = നമുക്ക് എന്തെടുക്കാം? 16x1² plus 9y1²/25 ഈ y1² വീണ്ടും ആരാണ്? x1² ആണ്. So what you get is this 16x1² plus 9x1²/25 എന്ന് പറയുമ്പോൾ what you get is x1². So what you get is x1 into x1 minus 1 equal to 0, x1 equal to 0, x1 equal to 1. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 0 0 1 1 ഇതാണ് പോയിന്റ്സ്. പക്ഷേ 0 0 എന്ത് സാറ്റിസ്ഫൈ ഇല്ല? 16x plus 9y equal to 25 സാറ്റിസ്ഫൈ ഇല്ല. അത് പറയണം. ഇതാണ് ശരിക്ക് കോഡിൻ്റെ മിഡ് പോയിന്റ് വരുന്നത്. ഈ രണ്ടും മിഡ് പോയിന്റ് ആയിട്ട് വരാം. പക്ഷേ 0 0 എന്ത് ചെയ്യില്ല?
സാറ്റിസ്ഫൈ ഇല്ല. ബട്ട് 0 0 does not obey എന്നും വേണമെങ്കിൽ പറയാം. 1. So x1 y1 is equal to 1, 1. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഏതാണ് ഇക്വേഷൻ? x(1/a² + y(y1/b² = x1² a). അത് ചില ട്രാൻസ്ഫോർമേഷന് ശേഷം ഞാൻ ഓർക്കാൻ എളുപ്പത്തിൽ രീതിയിൽ എഴുതിയതാണ്. x(1/a² + y(y1/b² + -1 ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ +1 ആ രീതിയിൽ കോൺസ്റ്റന്റ് ടേം ഞാൻ ഒഴിവാക്കുന്നു. ഒരേ കോൺസ്റ്റന്റ് ആണ് വരുന്നത്. x(1²a² + y(1²/b² ഉപയോഗിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇക്വേഷൻ 2 ആണ് കോഡായിട്ട് വരുന്നത്. x1 y1 മിഡ് പോയിന്റ് ആയിട്ടുള്ള എലിപ്സിന്റെ കോഡാണത്. പക്ഷെ ആ കോഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ലൈനാണ്. അപ്പോൾ അതിന്റെ കോയിഫിഷ്യൻസ് ഓഫ് x and y റേഷ്യോസ് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് x1 = y1 എന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ x1 = y1 ആവുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ സംശയം. അതുകൊണ്ടാണ് അതൊന്ന് സോൾവ് ചെയ്തത്. റൈറ്റ് സൈഡിലെ ടേമായിട്ട് ഇതായിട്ട് x1 ഇക്വേറ്റ് ചെയ്തു. അതിലത്തെ y1 വീണ്ടും x1 കൊടുക്കുമ്പോൾ 2 പോസിബിലിറ്റീസ്. x1 = 0, x1 = 1. പക്ഷെ 0 0 x1 0 ആകുമ്പോൾ y1 0, x1 1 ആകുമ്പോൾ y1 1. പക്ഷെ 0 0 അത് ഒബേ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഏതാണ് ആൻസർ പറയാൻ പറ്റുള്ളൂ? 1 1. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റിലൊരു പ്രോബ്ലം, പക്ഷെ അത് ട്രിഗണോമെട്രിക്കൽ ടേംസുകൾ വരുന്നുണ്ട്. ഈ ട്രിഗണോമെട്രിക് ടേംസ് ഉള്ള ഈ ലിമിറ്റിന്റെ ആൻസർ അവർ 1/n1 പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല n1 ഒരു പ്രൈം നമ്പർ ആണ്. അത് നമുക്ക് ആൻസർ കിട്ടിയിട്ട് തീരുമാനിക്കാം. പ്രൈം നമ്പർ ആണെന്ന് അവർ പറഞ്ഞാൽ നമ്മളത് പ്രൈമായിട്ട് തന്നെ കാണും. അതിലൊക്കെ ഉപരി നമുക്ക് ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഇത്രയും എക്സ്പ്രഷൻ്റെ ഈ എക്സ്പ്രഷനിൽ 1 - സത്യം പറഞ്ഞാൽ cos of x²/2, ഇവിടെയുണ്ട് cos of x²/2, ഇവിടെയുണ്ട് cos of x²/4. അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടർ എടുത്ത് നോക്കാം. അപ്പോൾ ആ എക്സ്പ്രഷനെ നമുക്ക് കുറേയും കൂടി കൃത്യതയോടെ എഴുതിയാൽ ലിമിറ്റ് x → 0 4/x⁸ കഴിഞ്ഞാൽ 1 - cos of x²/2 ഇതൊരു ടേമും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള രണ്ട് ടേമെന്ന് ഐ തിങ്ക് ഈ രണ്ട് ടേമെന്ന് cos of x²/4 കോമൺ ആക്കി എടുക്കാം. -cos of x²/4 കോമൺ ആക്കി എടുത്താൽ 1 - cos of x²/2 ലഭിക്കുന്നു. നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു നോക്കാം. That is what is limit x → 0 4/x⁸ into 1 - cos of x²/2 into 1 - cos of x²/4. Factorization. Factorized 1 - cos θ ലിമിറ്റ് ചെയ്യുമ്പോൾ നിസ്സംശയം 1 - cos θ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, 2 sin² of θ/2 കൺവേർട്ട് ചെയ്യാം. എന്താ കാരണം? സൈൻ ഓഫ് എക്സ്പ്രഷൻ ബൈ സെയിം എക്സ്പ്രഷൻ 1 ആണ്. എക്സ്പ്രഷൻ ടെൻസ് ടു 0. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ സൈൻ ഓഫ് എനി എക്സ്പ്രഷൻ ബൈ സെയിം എക്സ്പ്രഷൻ വരുമ്പോൾ 1 ആണ് ലിമിറ്റ് ആ എക്സ്പ്രഷൻ ടെൻസ് ടു 0. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്പ്രഷൻ ടെൻസ് ടു 0 സൈനിന് നമുക്ക് ഒരു പവർ വന്നാൽ സൈൻ ടു ദ പവർ n ഓഫ് എനി എക്സ്പ്രഷൻ വന്നാൽ ഡിനോമിനേറ്ററിൽ അതേ എക്സ്പ്രഷൻ്റെ പവർ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ടാവില്ല പ്രോബ്ലത്തിന്, വരുത്തുക. അതാണ് നമ്മളുടെ അറേഞ്ച്മെൻറ്റ്. പ്രോബ്ലത്തിനകത്ത് അങ്ങനെ കറക്റ്റായിട്ട് തന്നോളന്നില്ല. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഈ പാറ്റേണിലേക്ക് പ്രോബ്ലത്തെ കൺവേർട്ട് ചെയ്തെടുക്കണം. ഈ പാറ്റേൺ ശ്രദ്ധിക്കുക. ഈ പാറ്റേണിലേക്ക് നമ്മളെ പ്രോബ്ലത്തെ കൺവേർട്ട് ചെയ്തെടുക്കണം. നോക്കാം. അപ്പോൾ ഇവിടെ എന്തെഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → 0 4/x⁸ അവിടെ പുറത്ത് നിൽക്കട്ടെ 2 sin² of θ/2 എന്ന് പറയുമ്പോൾ x²/4 1 - cos θ
തീറ്റ എന്ന് പറയുന്നത് അവിടെ x²/2 ആണ്. അപ്പോൾ അതിൻ്റെ θ/2 വീണ്ടും 2 sin square of x²/8. അപ്പോൾ ഇതിൻ്റെ ചോടെ എന്ത് വേണം? ഇതിൻ്റെ ചോടെ x²/4 സ്ക്വയർ വേണം. ദാറ്റ് ഈസ് x⁴. അപ്പോൾ അതിനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. എന്താണ് ആ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ചോദിച്ചാൽ, ഈ പുറത്ത് കാണുന്ന x⁸ ഇതിന് ചോടെയുള്ള x⁴ഉം ഇതിന് ചോടെയുള്ള x⁴ഉം ആയിട്ട് എഴുതുമ്പോൾ x⁴/16 ബാലൻസ് ചെയ്യാൻ പിന്നെ ഒരു 16ഉം x⁴/64 ബാലൻസ് ചെയ്യാൻ 64ഉം മാത്രം മതി. കാരണം ഈ x⁴ ആണ് ഡിനോമിനേറ്ററിൽ x⁴ ആയിട്ട് വരുന്നത്. ബൈ 16 അവിടെ തന്നെ ബാലൻസ് ചെയ്തിട്ടുണ്ട്, ബൈ 64ഉം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ റൗണ്ട് ചെയ്യുന്ന പാർട്ട് നോക്കുക. സൈൻ സ്ക്വയർ എക്സ്പ്രഷൻ ബൈ എക്സ്പ്രഷൻ സ്ക്വയർ, അതേപോലെ റൗണ്ട് ചെയ്തിരിക്കുന്ന സൈൻ സ്ക്വയർ എക്സ്പ്രഷൻ ബൈ x⁴ എക്സ്പ്രഷൻ സ്ക്വയർ. ഇവിടെ എക്സ്പ്രഷൻ x²/4 ആണ്, അതിൻ്റെ സ്ക്വയർ ഇതാ, x²/8ൻ്റെ സ്ക്വയർ ഇതാ, അപ്പോൾ അത് 1 ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ 4 ഇൻറ്റു ന്യൂമറേറ്ററിൽ ഒരു 4 വരുന്നു, ഡിനോമിനേറ്ററിൽ 16 ഇൻറ്റു 64 എന്ന് വരുന്നു. what you get is 1/64. 1/64 എന്ന് പറഞ്ഞാൽ 1/2⁶ എന്ന് വെച്ചാൽ 1/2⁶. അവർ പറയുന്ന പ്രൈമായ n1 ആരാണ്? 2, n ആരാണ്? 6. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? n1 + n ആണ്. 8. n1 + n = 8. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ തീർച്ചയായിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സൈൻ പവർ n ഓഫ് എനി എക്സ്പ്രഷൻ വന്നാൽ ഡിനോമിനേറ്ററിൽ അതേ എക്സ്പ്രഷൻ്റെ പവർ n കൊണ്ട് വരണം. അതിനാണ് ഞാൻ ഇവിടെ സൈൻ സ്ക്വയർ ഓഫ് x²/4 വന്നപ്പോൾ I need x⁴/16 in the denominator. But it is x⁴ is there. അത് എവിടെ നിന്ന് എടുക്കാം? ഈ x⁸ എന്ന് ഒരു x⁴ ഇവിടേക്കും കൊടുക്കാം. But I don't have x⁴/16 is not there. I don't have 16 there by 16. But I substitute by 16 to balance it. I multiplied it by 16. ചുമ്മാ 16 ഡിവൈഡ് ചെയ്യാൻ പാടില്ല, പ്രോബ്ലം തെറ്റും. അതാണ് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇവിടെ ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതില്ലാതെ തന്നെ മനസ്സിലാക്കാം, പ്രോബ്ലം പ്രീവിയസ് സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ നമ്മളെ കാര്യം നടന്നു. ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നതിൽ സൈൻ സ്ക്വയർ ഓഫ് എക്സ്പ്രഷൻ ബൈ സെയിം എക്സ്പ്രഷൻ സ്ക്വയർന്ന് രണ്ട് ഭാഗത്തും വരുന്നു. ഇറ്റ്സ് ആൻസർ ഈസ് 1. സോ ബാക്കി നമ്പേഴ്സുകളാണ് 1/64 തരുന്നത്. ദറ്റ് മീൻസ് 1/2⁶, 1/2⁶ അവർ പറഞ്ഞിരിക്കുന്ന n1 1/n1⁴n. n1 is a prime. 2 is the first prime number, the even prime number. n1 equal to 2, n equal to 6. That's why n1 + n equal to 8. It's very clear. ട്രിഗണോമെട്രി റിസൾട്ടും ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം കിട്ടും. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സിലൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. Frequency distribution of the marks obtained by 60 students in a test is given below. 60 കുട്ടികളുടെ മാർക്കിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. യെസ്, 0 മാർക്കുള്ളവരുണ്ട്. 1 2 3 4 5 ഔട്ട് ഓഫ് ഒന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ഈ ഫ്രീക്വൻസി എന്നിട്ട് അതിൻ്റെ മീൻ ചോദിക്കില്ല. എന്താ ചെയ്തിരിക്കുന്നത്? ഈസ് ഗിവൺ ബിലോ, ദെൻ ദ മീൻ ഓഫ് ദ മാർക്സ്. വെരി സിമ്പിൾ. മീൻ ഓഫ് ദ മാർക്കിന് ഇവിടെ ഫ്രീക്വൻസി അറിഞ്ഞാൽ മതി. മീൻ എന്ന് പറയുന്നത്
നമുക്കറിയാം ഫോർമുല സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ബൈ സമ്മേഷൻ എഫ് ഐ. സമ്മേഷൻ എഫ് ഐ 60. പക്ഷെ ഇവിടുത്തെ ഓരോ എഫ് ഐകളും നമുക്കറിയില്ല. അതറിയണമെങ്കിൽ ഇതിൻ്റെ സം എന്തായിരിക്കണം? സം എഫ് ഐ 60 ആണെങ്കിൽ നിങ്ങൾ ഈ എക്സ് മൈനസ് 2 എക്സ് എക്സ് സ്ക്വയർ ഇതിൻ്റെ എക്സ്പാൻഷൻ ഇത് കൂടി ആഡ് ചെയ്യുന്നു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഗെറ്റ് 60. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഇവിടെ വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ ചെയ്യാം. എനിക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് എക്സ് സ്ക്വയർ 2x square plus I think it is 2x square plus 7x equal to 60. എങ്ങനെ കിട്ടും? കുറച്ചുകൂടി ഇത് 2x square sigma fi equal to 60. That implies 2x square plus 7x equal to 60. So 2x square plus 7x minus 60 equal to 0. 2x square minus 8x plus 15 minus 60 equal to 0. 2x into x minus 4 plus 15 in 15x ആണ് x minus 4 equal to 0. What I am getting, x minus 4 into 2x plus 15 equal to 0. X equal to minus 15 by 2, x equal to 4. Number of students ആണ് x വരിക. ഒരിക്കലും നെഗറ്റീവ് വരില്ല ഫ്രീക്വൻസി. Therefore x equal to 4. X not a negative number. നെഗറ്റീവ് നമ്പർ വരില്ല. കാരണം എന്താണ്? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ടാണല്ലോ വരുന്നത്. ഇതിൽ എക്സ് ഉണ്ടല്ലോ, 1 മാർക്കുള്ള എക്സ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എക്സ് എപ്പോഴും 4 പോസിറ്റീവ്. എക്സ് 4 ആണെങ്കിൽ F1 F2 F3കൾ കിട്ടിയിരുന്നു. F1 എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ 4 മൈനസ് 2. അപ്പോൾ വേണമെങ്കിൽ ആ ടേബിൾ ഒന്ന് കാണിക്കാം. ആ ടേബിള് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വേ. എന്തായിരുന്നു? 0 1 2 3 4. 0 1 2 3 4. 0 1 2 3 4. 0 1 2 3 4 5. 5 is also there. 5. So 0 ഉള്ളവർ x minus 2. That means 2. 2. പിന്നെ 4 16. 2 mark. 2 mark x square 16. 25, 8, 5, 16, 25, 4 mark, sorry, 8, 8 and 5. So what is x bar? Product and sum. What you get is 0 plus 4 plus 32 plus 0 plus 4 plus 32 plus 48. 3. What is the mark of 3? That is x plus 1 whole square. It is 25. Here it is 25. That's why it is 75. 0, 4, 32, 75. Again 32, 25 by 60. And what we get is, its answer will be around 2.8. That is 2.8. It will be 75. Adding. It's a very simple question. 2.8. So, frequency sum is 60. That's all. Frequency sum is 60. So, it give a quadratic equation in x, but x is positive, so x is 4. Putting each column
you get a data and corresponding frequency, multiply and add, dividing by total frequency 60, you get the answer is 2.8. It's a very simple question. So that's why I pass on to the next question. You are given a determinant as a long expression, it's a 7th degree polynomial, and some informations are given as A, B, C, D. You are asked to find out which one is wrong. So what do you think about this determinant? It's an expression in terms of x also. Sure that it's a polynomial expression in terms of x. So very simply we can say that on expansion you get a polynomial, and this one is also a polynomial. Two polynomial having the same degree equating, then you should get the coefficients are same. Coefficients will contain in this part, coefficients are what? Variables like p, q, r, s, t, u, v, w. But on in expansion of this determinant, ഈ determinant expand ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി 7th degree 6th degree കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻസും ഈ കാണുന്ന ഗിവൺ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻസും കൂടി ഇക്വേറ്റ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ W പെട്ടെന്ന് പറയാൻ പറ്റും. W പറയണമെങ്കിൽ നിങ്ങൾ വീണ്ടും എക്സിന് എന്ത് ചെയ്താൽ മതി? 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സിമ്പിൾ ഡിറ്റർമിനൻ്റ് കിട്ടുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് വലിയൊരു മെച്ചം ഉണ്ടായിരിക്കില്ല. ഇറ്റ് ടേക്സ് ഐ തിങ്ക് ലിറ്റിൽ ബിറ്റ് ടൈം, കുറച്ച് സമയമെടുക്കും. ബട്ട് കുറച്ചൊന്ന് കെയർഫുൾ ആയി കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറയുന്നത് എക്സ്പാൻഡ്, നിങ്ങൾ നോക്കണം, എക്സ്പാൻഡ് വി ഗെറ്റ് 7th degree polynomial and equate to given polynomial. Therefore we get, ഇതാണ് മെത്തേഡ്, u, v, w, I'm sorry, it is the reverse order like p, q, r, s, t, u. You will get p, q, r, s, t, u, v, w. This is the method. അങ്ങനെ വരുമ്പോൾ on expansion I think what you get is this. Determinant expand ചെയ്യാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ determinant value, determinant equal to minus x power 7 minus x power 6 plus an order എഴുതാണ്. Actually there was no x power 5 term, but I write it as 0x raised to 5 minus 4x raised to 4 plus 8x cube. That is after simplification. I got it. Plus 34x square plus 75x plus 21 is equating to px power 7 plus qx power 6 plus rx power 5 plus sx power 4 plus tx power 3 plus ux square plus vx plus w. But you can see that u equal to uv are never 0, but there is a option q equal to 0. Can you say q equal to 0? No. What you get is q equal to minus 1. Compare this with this equation. Compare ചെയ്യുമ്പോൾ what you get is p equal to minus 1, q equal to minus 1, r equal to 0, s equal to I think minus 4, t equal to 8, u equal to 34, v equal to 75, w equal to 21. And these options satisfies it. T equal to 8, everything's are okay. But this is wrong. The wrong answer to be marked. That's why this is our correct answer. Option D. Wrong answer ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മെട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചാലൊന്നും അങ്ങനെ കൃത്യമായി കോമൺ ഫാക്ടർ വരാൻ സാധ്യതയില്ല. കാരണം യു ഷുഡ് ഗെറ്റ് ഇറ്റ് ആസ് എ 7th degree പോളിനോമിയൽ. അതൊരു 7th degree പോളിനോമിയൽ ആയിട്ട് തന്നെ വരണം. അതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിറ്റർമിനൻ്റ് വാല്യൂറ്റ് ചെയ്യാൻ അറിയുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ അതിൻ്റെ ആൻസർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ചെയ്യുമ്പോൾ ഒരു 7th degree പോളിനോമിയലാണ് തന്നത്, ഒരു 7th degree പോളിനോമിയലാണ്. കോയിഫിഷ്യൻസുകൾ ഇക്വേറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ
നമുക്ക് കിട്ടുന്ന ആൻസറുകൾ, ഈ ആൻസറുകളിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലർ ആവുന്ന കേസാണ് ഇവിടെ ചോദിക്കേണ്ടത്. Q = 0 എന്ന് പറയുന്ന ബി ഓപ്ഷൻ അപ്പോൾ തെറ്റാണ്. ബി ഓപ്ഷൻ തെറ്റാണ്. S = 4 ആണ്, -4 ആണ്, Q -1 ആണ്. ബട്ട് ബി ഓപ്ഷൻ സേസ് ദാറ്റ് S = -4 ആൻഡ് Q = 0. സോ ബി ഓപ്ഷൻ ഈസ് എ റോങ് ആൻസർ. റോങ് ആണ്. റോങ് ആയിട്ടുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സോ വിയർ കറക്റ്റ് ആൻസർ ഈസ് ബി. ഓക്കെ, റോങ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. യെസ്. അതുപോലെ അടുത്ത ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. പവർ K ആണ്, ബട്ട് ദാറ്റ് ഷുഡ് ബി I2. I2 എന്ന് പറഞ്ഞാൽ 2/2 യൂണിറ്റ് മെട്രിക്സ് തന്നെയാണ് കേട്ടോ. ഇത് മെട്രിക്സ് ആണ്. അത് മെത്തേഡ് തരുമ്പോൾ തന്നേ ഉള്ളൂ. I2ന് പല ഓതേഴ്സും ഇങ്ങനെയുള്ള സിമ്പിൾ ഉപയോഗിക്കും. ദിസ് ഈസ് നത്തിങ് ബട്ട് 1001. അപ്പം ഇതിൻ്റെ ഏത് പവർ എടുക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്? പല പവറുകൾക്കും യൂണിറ്റ് മെട്രിക്സ് വരാം. അപ്പോൾ ആക്ച്വലി ഗിവൺ മെട്രിക്സ് ആരാണ് നമ്പറിൽ എടുക്കുമ്പോൾ? ദ ഗിവൺ മെട്രിക്സ് ഈസ് നത്തിങ് ബട്ട്, ലെറ്റ് ഐ കോൾ ഇറ്റ് as A. Cos 2π/3. What is cos 2π/3? -1/2 minus sin 2π/3 √3/2 √3/2 and -1/2 to the power K. First I take this A, not without K. A matrix. കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ that is -1/2 can be taken outside. The matrix is in the symbol form as set 1 √3 -√3 1. I think ഇതാണ് A. അപ്പോൾ നമുക്ക് A എന്താണെന്ന് നോക്കാം. A = -1/2 into 1 √3 -√3 1. Then what is A square? That will be 1/4 1 √3 -√3 1 1 √3 -√3 1. What you get is, I think, 1 multiply ചെയ്യുമ്പോൾ -2 -1 -2 2 √3 -2 √3 -2 ഇതാണ് വരുന്നത്. This is what is A square. Then what is, it is not identity. What is A cube? This into A. This into A. What you get is -1/8 into -2 2 √3 -2 √3 -2 into 1 √3 -√3 1. What you get is -2 -6, that is -8. -2 √3 plus 2 √3 0. -2 √3 plus 2 √3 0. Yeah, -8. What you get is 1001. Yeah. So K = what? 3. A cube 1 ആണെങ്കിൽ പിന്നെ 3യുടെ എല്ലാ മൾട്ടിപ്പിളും പവർ വരുമ്പോൾ 1 ആയിരിക്കും. അപ്പം ലീസ്റ്റ് വാല്യൂ 3. അപ്പം ഞാൻ ഇത്തരം പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ ചില പ്രത്യേക എൻട്രീസുകൾക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റിയെങ്കിലും ചിലത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വേണം. തേർഡ് പവർ ചില മെത്തേഡായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസുകൾക്ക് ഇങ്ങനെ ഡയഗണൽ എലിമെൻസുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് A⁻3 1 ആണ് എന്നുള്ള പല റിസൾട്ടുകൾ, അങ്ങനെയുള്ള റിസൾട്ട്സുകളേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരിട്ട് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ ക്യൂബ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ആൻസറുകൾ കിട്ടുന്നു. നമുക്ക് A cube = 3 കിട്ടുന്നു. സോ ദ ലീസ്റ്റ് പവർ ഓഫ് A so as to get is the identity matrix. The power should be 3. 3 is the answer. അടുത്തത് കാൽക്കുലസിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫംഗ്ഷനെ കുറിച്ചാണ്. ഇതാണ് ഫംഗ്ഷൻ, അതൊരു മോഡിനകത്താണ്. അപ്പൊ തന്നെ എഫ് ഓഫ് എക്സ് നമുക്ക് മോഡ് ഓഫ് ബ്രാക്കറ്റ് എക്സ് ഇൻറ്റു മോഡ് എക്സ് എന്നായിട്ട് എഴുതാം. നമുക്കൊന്ന് നോക്കാം, വിശദീകരിച്ചൊന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ആക്ച്വലി മോഡ് ഓഫ് ബ്രാക്കറ്റ് എക്സ് ഇൻറ്റു മോഡ് എക്സ് ആണ് എഫ് ഓഫ് എക്സ്. ഏതാ ലിമിറ്റ്? -1 < x <2. അപ്പം ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, മോഡ് എക്സും അതെ രണ്ടായിട്ട് ബിഹേവ് ചെയ്യും, +x-ഉം -x-ഉം. ഞാനിത് മോഡ് സ്പ്ലിറ്റ് ചെയ്താണ് കേട്ടോ, ഒരൊറ്റ മോഡിൻ്റെ ഉള്ളിലുള്ള 2 ടേമിനെ 2 മോഡാക്കി എഴുതിയിട്ടാണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ആദ്യം
എഫ് ഓഫ് എക്സിനെ കുറച്ചുകൂടി ഒന്ന് സ്പ്ലിറ്റഡ് ഫോമിൽ എഴുതാൻ നോക്കാം. ആദ്യം ഞാൻ -1 -1 കൂടുതലോ 0 കുറയുന്നു. അപ്പം നെഗറ്റീവ് എക്സ് ആണെങ്കിൽ ഇതെന്ത് വരും? മോഡ് എക്സ് എന്താവും? -x. പക്ഷെ നോക്കൂ, ഈ മോഡ് എക്സ് അവിടെ ഈ കേസിൽ മോഡ് എക്സ് -x ആണ്. പക്ഷേ ബ്രാക്കറ്റ് എക്സ് ആരാണ്? ബ്രാക്കറ്റ് എക്സ് what you get is -1 ആണ്. അതിൻ്റെ മോഡുലസ് +1 ആണ്. അപ്പോൾ 1 ആയിരിക്കും. സോ what you get is 1 into -x. what you get is -x. വീണ്ടും പറയാം, അതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്. when -1 less than or equal to x less than 0, മോഡ് എക്സിനെ നമ്മൾ -x ആയിട്ട് എഴുതണം. ബ്രാക്കറ്റ് എക്സ് -1 ആണ്. അപ്പോൾ മോഡ് ഓഫ് ബ്രാക്കറ്റ് എക്സ് ആരാണ്? 1 ആണ്. അപ്പോൾ 1 into -x, അതാണ് -x. ഇനി അടുത്ത കേസ് 0 വരാം, 0 കൂടുതൽ, 1 കുറവ്. അപ്പോൾ മോഡ് എക്സ് ആരാണ്? എക്സ്. ഈ കേസിൽ അതായത് 0 less than or equal to x less than 1 ആകുമ്പോൾ മോഡ് എക്സ് എക്സും, പക്ഷെ ബ്രാക്കറ്റ് എക്സ് ആരാണ്? 0യും. അതുകൊണ്ട് എന്തേ വരുള്ളൂ? 0. അപ്പോൾ 0 വരുമ്പോഴും 0 കൂടുതൽ 1 കൃത്യമായി കുറയുമ്പോൾ നമ്മൾ എഫ് എക്സ് വെറും നമ്പറാണ് 0. അതുപോലെ ഈ 1 കൂടുതൽ കൃത്യമായി 2 കുറയുമ്പോൾ മോഡ് എക്സ് എക്സ് തന്നെ, കാരണം പോസിറ്റീവ് ആണ്. ബ്രാക്കറ്റ് എക്സ് ആരാ? 1 കൂടുതലോ 2 കുറവുള്ള നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ തീർച്ചയായിട്ടും 1 ആണ്. അപ്പോൾ 1 into x = x. അടുത്തത് നമുക്ക് നമ്മുടെ ഇന്റർവെലിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് x = 2. x = 2 ആകുമ്പോൾ 2 you get again a number 4. ഇത് വെച്ച് ഈ കാണുന്ന നമ്മളുടെ സിറ്റുവേഷൻ വെച്ച് ഏതൊക്കെ ഓപ്ഷൻസുകൾ ശരിയാണ്, ഏതാണ് തെറ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ശരിയാണോ അല്ലോ എന്ന് ചർച്ച ചെയ്യണം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് എഫ് ഓഫ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് ആണ്. എഫ് ഓഫ് 0 മൈനസ് എന്ന് മനസ്സിലാവാത്തവർക്ക് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. എത്രയാണ് ലെഫ്റ്റ് ലിമിറ്റ്? 0. 0 താഴെ വരുമ്പോൾ 0. റൈറ്റ് ലിമിറ്റ് ആരാണ് നോക്കാം. എഫ് ഓഫ് 0 പ്ലസ് 0 കൂടുതൽ വരുമ്പോഴും 0, അത് തന്നെയാണ് എഫ് ഓഫ് 0. എന്ത് മനസ്സിലാവുന്നു? എഫ് ഓഫ് 0 മൈനസ് എന്ന് പറയുന്ന ലെഫ്റ്റ് ലിമിറ്റും 0, എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറയുന്ന റൈറ്റ് ലിമിറ്റും 0, ഫങ്ഷണൽ വാല്യൂ ആയ എഫ് ഓഫ് 0യും എന്താണ്? 0. സോ വാട്ട് യു ഗെറ്റ് ഈസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എഫ് ഈസ് കണ്ടിന്യൂസ്. ഓപ്ഷൻ എ എന്താ പറയുന്നത്? എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. തെറ്റ്. കാരണം വീണ്ടും പറയാം, കുറച്ചുകൂടി സ്പേസ് എടുത്ത് പറയണം. നമ്മളെ കേസിൽ നിന്ന് എഫ് ഓഫ് 0 മൈനസ് എന്താണ് ലഭിച്ചത്? 0 കുറയുമ്പോൾ വരുന്ന പാറ്റേണിൽ 0 കൊടുക്കുന്നു. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വെച്ചാൽ -0, അതായത് 0. നോക്കൂ, -x 0 കൊടുക്കുന്നു. റൈറ്റ് ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. 0 കൂടുന്ന സമയത്ത് 0 എന്നാണ്. അപ്പോൾ ലിമിറ്റും 0 ആണ്, കോൺസ്റ്റന്റ് ആണ്. അത് തന്നെയാണ് 0 കൊടുക്കുമ്പോൾ, അതുകൊണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് എന്നാണ്. എവിടെ? അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഓപ്ഷൻ എ ഈസ് റോങ്. യെസ്, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1.
നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു രണ്ടാമത്തെ ഓപ്ഷൻ? 1 ഡിഫറൻഷ്യബിൾ ആണോ എന്ന് അറിയാൻ ലെഫ്റ്റ് ഡെറിവേറ്റീവ് അത് എഴുതുന്നത് എഫ് മൈനസ് ഡാഷ് ഓഫ് 1. ഇത് ലെഫ്റ്റ് ഡെറിവേറ്റീവ് ആണ്. എഫ് മൈനസ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ്. എങ്ങനെ എഴുതണം? 1നേക്കാൾ താഴെ വരുന്ന എക്സ്പ്രഷനിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 1 കൊടുക്കുക. അതാണ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 1. 1ലുള്ള ലെഫ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ കാണും? 1നേക്കാൾ, ഇതൊക്കെ സ്പ്ലിറ്റർ ഫോം ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 1നേക്കാൾ, കാരണം പോളിനോമിയലും കോൺസ്റ്റന്റ് ഉള്ളൂ, അതുകൊണ്ടാണ് 1നേക്കാൾ കുറവുള്ള ഫോമായ 0നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരുന്നു? 0. എന്താണ് എഫ് പ്ലസ് ഡാഷ് ഓഫ് 1? 1നേക്കാൾ കൂടുതൽ വരുമ്പോഴുള്ള പാറ്റേൺ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1. ഇപ്പോൾ തന്നെ റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആയതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എവിടെ? എക്സ് ഈക്വൽ ടു 1. എന്താ പറയുന്നത്? ബി ഡിഫറൻഷ്യബിൾ. അതും റോങ്. ഇനി എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 2. ഒരു കാര്യത്തിൽ ഇവിടെ ഒരു 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 ഹയർ മാത്തമാറ്റിക്സിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ദെൻ ചില സമയത്ത്, ഭൂരിപക്ഷ സമയത്തും, ദെൻ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എഫ് at A and B are not defined. അതുകൊണ്ട് തന്നെ therefore fx is not differentiable at A and B. n പോയിന്റ്സുകളിൽ ഡിഫറൻഷ്യബിലിറ്റി ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവിടെ റൈറ്റ് ഡെറിവേറ്റീവും ബിയിൽ പറയാൻ കഴിയില്ല, ലെഫ്റ്റ് ഡെറിവേറ്റീവ് എയിലും പറയാൻ കഴിയില്ല. എയിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് പറയുക എന്ന് പറഞ്ഞാൽ എയേക്കാൾ കുറവ് വരുമ്പോഴുള്ള എഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ചർച്ച അവിടെ ഉദിക്കുന്നില്ല. എയേക്കാൾ കുറവില്ല, ബി യേക്കാൾ കൂടുതലുമില്ല. അതുകൊണ്ട് തന്നെ എൻ പോയിന്റ്സുകളിൽ ഡിഫറൻഷ്യബിലിറ്റി സാധിക്കില്ല. അതുകൊണ്ട് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ട് സ്വീകരിക്കാം. എന്നാൽ കണ്ടിന്യൂറ്റിയിൽ ചില സമയത്ത് ഇതുപോലെ തന്നെ റൈറ്റ് എൻ പോയിന്റിൽ ഭാഗികമായ, അതായത് ഇടതുഭാഗം മാത്രമുള്ള ലെഫ്റ്റ് കണ്ടിന്യൂറ്റി എന്നും റൈറ്റ് കണ്ടിന്യൂറ്റി ലെഫ്റ്റ് എൻ പോയിന്റിലും ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഹയർ മാത്തമാറ്റിക്സിൽ ചില സമയങ്ങളിൽ നമുക്ക് ലെഫ്റ്റ് ഡിഫറൻഷ്യബിലിറ്റി റൈറ്റ് ഡിഫറൻഷ്യബിലിറ്റി മാത്രമായിട്ട് എടുക്കാം. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ഈ തരത്തിൽ എൻ പോയിന്റ്സുകളിൽ നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻ തരേണ്ടിയിരുന്നു. എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വന്നേ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 2. ശരിയാണ്, ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എൻ പോയിന്റിൽ പറയില്ല എന്നാണ് പറയുന്നത്. ഇനി അല്ല, നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ അറ്റ് എക്സ് ഈക്വൽ ടു 2-നേക്കാൾ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. ലെഫ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ നമുക്ക് 1 എടുക്കാൻ പറ്റുള്ളൂ. റൈറ്റ് ഡെറിവേറ്റീവ് നമുക്ക് 1 ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പോയിന്റിൽ തന്നെ 4 ആണ് വാല്യൂ വരുന്നത്. എന്നേ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് എൻ പോയിന്റ്സുകളിൽ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഇൻ്റർവെലിൻ്റെ, ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ എൻ പോയിന്റ്സുകളിൽ നോർമലി നിങ്ങളുടെ സിലബസ് പ്രകാരം കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും അവൈലബിൾ അല്ല. ദേ ആർ കൺസിഡർ ആസ് നോട്ട് ഡിഫറൻഷ്യബിൾ ആൻഡ് നോട്ട് കണ്ടിന്യൂസ്. പക്ഷേ കുറേയും കൂടി അഡീഷണൽ ഇൻഫർമേഷൻസുകളും ആവശ്യവും വരികയാണെങ്കിൽ നമുക്കവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രമായിട്ട് എടുക്കാം. പാർഷ്യൽ എന്ന വാക്ക് ഉപയോഗിക്കരുത്. പാർഷ്യൽ ഡെറിവേറ്റീവ് മറ്റൊരു കോൺസെപ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? എൻ പോയിന്റ്സിൽ ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 2. മാത്രമല്ല ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ആണെങ്കിൽ പിന്നെ അത് എന്തായാലും എടുക്കുന്നില്ല. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 2 ആണ് ശരിയായ ഒബ്സർവേഷൻ.
അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത് തെറ്റായ ഒബ്സർവേഷൻ. മറ്റുള്ള സ്ഥലങ്ങളിൽ തികച്ചും നമ്മൾ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണണം. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ മോഡുലസ് വാല്യൂ പ്ലസ് മൈനസ് ആയി വരുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇതാണ് എഫ് എക്സിൻ്റെ യഥാർത്ഥ രൂപം. ഈ രൂപം വെച്ച് നമുക്ക് ഓപ്ഷൻ എ ബി തെറ്റാണെന്ന് പറയാം. സി തെറ്റാണെന്ന് പറയാൻ എൻ പോയിന്റ് ആണ് 2 എന്നുള്ളത് കൊണ്ടും സി തെറ്റാണെന്നല്ല, സി ശരിയാണ്. കാരണം സിയിൽ പറയുന്ന കാര്യം ശരിയാണ്, കാരണം എൻ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. എന്നാൽ ഡിയിൽ പറയുന്ന കാര്യം എൻ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അവർ കണ്ടെത്തി എന്ന് പറയുന്നത് തെറ്റാണ്. എൻ പോയിന്റിൽ ഡിഫറൻഷ്യബിലിറ്റി, ടോട്ടൽ ഡിഫറൻഷ്യബിലിറ്റി കൺഫേംഡ് അല്ല. ഇനി പാർഷ്യൽ സൈഡഡ് എന്നാണ് പറയുക. അത് ഈ രീതിയിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതല്ല. സോ ഓപ്ഷൻ നമുക്ക് സി കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എക്സ് പവർ 4 പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി such that x equal to 0 is the only real root of p dash x equal to 0. p dash xന് 0 വരുന്നത് എപ്പോൾ മാത്രമാണ്? അപ്പം നമുക്ക് ഈ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? പി ഓഫ് എക്സ് ഒരു പോളിനോമിയലാണ്. അപ്പം തന്നെ നിങ്ങൾക്കറിയാം പി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഇന്ന ഇൻ്റർവെൽ നിന്നില്ല, ആറിലെ കണ്ടിന്യൂസ് ആണ്. ദെയർഫോർ ഓൺ ഇവിടെ ചർച്ച ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ -1ലും +1ലും കണ്ടിന്യൂസ് ആണ്. കൈയെടുക്കാതെ വരയ്ക്കാം. ഇനി പി ഡാഷ് എക്സ് 0 മാത്രം, പി ഡാഷ് എക്സിൽ 0 ഓൺലി ദ റൂട്ടാണ് എന്ന് വെച്ചാൽ പി ഓഫ് എക്സിൻ്റെ ഗ്രാഫിന് ഗ്രാഫ് ഓഫ് പി ഓഫ് എക്സ് ഹാസ് ഓൺലി വൺ ടേണിംഗ് പോയിന്റ്. അതാണ് ടേണിംഗ് പോയിന്റ് അറ്റ് എക്സ് ഈക്വൽ 0, 0, D. 0, Dയിൽ മാത്രമാണ് ടേണിംഗ് ഉള്ളത്. പിന്നെ പി ഓഫ് -1 ലെസ് ദാൻ പി ഓഫ് 1. അപ്പം നമുക്ക് ഈ പി ഡാഷ് എക്സിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്താൽ പി ഡാഷ് എക്സ് 4x³ പ്ലസ് 3ax² പ്ലസ് 2bx പ്ലസ് c. അതിന് നമുക്ക് x ഇൻറ്റു 4x² പ്ലസ് 3ax പ്ലസ് 2b എന്ന് എഴുതാം. ഇതാണ് പി ഡാഷ് എക്സ്. അപ്പോൾ തീർച്ചയായിട്ടും 4x² പ്ലസ് 3ax പ്ലസ് 2b എന്തല്ല? 0 അല്ല. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 +1. കാരണം x ഈക്വൽ 0 മാത്രമല്ലേ റൂട്ടുള്ളൂ. ആൻഡ് 4 ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് 4x² പ്ലസ് 3ax പ്ലസ് 2b എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എല്ലാ സമയത്തും പോസിറ്റീവ് ആയിരിക്കും. കാരണം ശ്രദ്ധിക്കുക, ഇതൊരിക്കലും 0 വരുന്നില്ല എന്ന് വെച്ചാൽ എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്നില്ല, ഓപ്പൺ അപ്പ് ആണ് പരാബോള. അപ്പോൾ ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ പിന്നെ പി ഡാഷ് എക്സ് അപ്പോൾ നെഗറ്റീവ് ആവുന്നത് എക്സ് നെഗറ്റീവ് ആവുമ്പോൾ, പി ഡാഷ് എക്സ് പോസിറ്റീവ് ആവുന്നത് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതാണ് അവിടെ നിന്ന് നിശ്ചയിക്കാൻ പറ്റുന്നത്. നോക്കാം, ഈ പാർട്ട് എല്ലായ്പ്പോഴും ഓൾവേസ് പോസിറ്റീവ്. കാരണം അത് 0 ആവുന്നില്ല. കാരണം പി ഡാഷ് എക്സിൽ ഒരു ഫാക്ടർ ആണല്ലോ അത്. പി ഡാഷ് എക്സ് 0 ആവുന്നത് x ഈക്വൽ 0 ആവുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ ഫാക്ടർ പ്രകാരം 0 ആവില്ല. അപ്പോൾ അത് 0 അല്ല, പക്ഷെ നെഗറ്റീവ് ആവുമോ? അതെങ്ങനെയാവുന്നത്? കോയിഫിഷ്യൻ്റ് ഓഫ് x² 4 ആണ്. അപ്പോൾ ഓപ്പൺ അപ്പേർഡ് ആണ്, 0 ആവരുത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് നിലനിൽക്കും. അപ്പോൾ പിന്നെ പി ഡാഷ് എക്സിൻ്റെ സൈൻ, പി ഡാഷ് എക്സ് എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ഇത് ഓൾവേസ് പോസിറ്റീവ് ആണെങ്കിൽ
പി ഡാഷ് എക്സിൽ അടുത്ത ഫാക്ടറായ എക്സ് ആണ് എന്ത് തീരുമാനിക്കുന്നത്? പി ഡാഷ് എക്സ് എപ്പോൾ നെഗറ്റീവ് ആവണം, പി ഡാഷ് എക്സ് എപ്പോൾ പോസിറ്റീവ് ആവണം, പി ഡാഷ് എക്സ് എപ്പോൾ 0 ആവണം എന്ന് തീരുമാനിക്കുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ പി ഡാഷ് എക്സ് പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ പി ഡാഷ് എക്സ് നെഗറ്റീവ്, എക്സ് 0 ആകുമ്പോൾ പി ഡാഷ് എക്സ് 0. ഇതിന്ന് എന്ത് മനസ്സിലാക്കി? പി ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് വെൻ എക്സ് ലെസ് ദാൻ 0, ഡിക്രീസിങ്, ഇൻക്രീസിങ്. അപ്പോൾ പി ഓഫ് എക്സ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ, പി ഓഫ് എക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എഴുതുന്നത്. പി ഓഫ് എക്സ് ഈസ് അപ്പോൾ ഡിക്രീസിങ് ഇൻ ലെഫ്റ്റ് ക്ലോസ്ഡ് -1 0 ആൻഡ് increasing in left top 0 1, increasing, and p of -1 less than p of 1. അപ്പോൾ എങ്ങനെ വേണം പി ഓഫ് എക്സിന്റെ ഗ്രാഫ്? പി ഡാഷ് എക്സിന്റെ ഗ്രാഫിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പി ഓഫ് എക്സിന്റെ ഗ്രാഫ് എക്സ് ഈക്വൽ ടു 0 ടേണിങ് വരണം. എവിടെ സംഭവിക്കണം? 0D. ഇതാണ് -1, ഇതാണ് +1. -1ൽ നിന്ന് 0യിലേക്ക് എക്സ് വരുമ്പോൾ മുകളിൽ നിന്ന് കൈ താഴേക്ക് വരണം. അതിപ്പോൾ മുകളിൽ നിന്ന് പറഞ്ഞാൽ പി ഓഫ് -1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. ഏതെങ്കിലും രീതിയിൽ ഇപ്പം നമ്മൾ ഇതെടുത്തു, ഇവിടെ നിന്ന് നമുക്ക് വരുമ്പോൾ പക്ഷെ പി ഓഫ് 1 മുകളിൽ നിൽക്കണം. ഇതാണ് ടേണിങ്. ഒന്നുകിൽ അങ്ങനെ വരാം, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡി, അല്ലെങ്കിൽ +1 -1 ഇത് 0,D. അയ്യോ സോറി, അവിടെ ടേണിങ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി, കൃത്യമായിട്ട് തന്നെ വരയ്ക്കാം. x ഈക്വൽ ടു 1, x ഈക്വൽ ടു -1, ഇതാണ് 0D. നോക്കാം, x ഈക്വൽ ടു 1ലാണ് പി ഓഫ് 1 അധികമായി നിൽക്കണം. ഇപ്പം നോക്കൂ, ഈ തരത്തിൽ മാത്രം വരാവുന്ന പി ഓഫ് എക്സിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റി? സത്യത്തിൽ പി ഓഫ് എക്സിന്റെ മിനിമം വരുന്നത്, പി ഓഫ് എക്സ് ഹാസ് മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 0ലും പി ഓഫ് -1 നോട്ട് മിനിമം, എന്നാൽ പി ഓഫ് 1 മാക്സിമം ആണ്. ഈ രണ്ട് കേസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് പി ഓഫ് 1 വാല്യൂ, 1, പി ഓഫ് 1, ഇത് -1, പി ഓഫ് -1. ഏറ്റവും ഉയരത്തിലുള്ളത് പി ഓഫ് 1 ആണ്, സമ്മതിച്ചു രണ്ട് കേസിലും. പക്ഷേ ഏറ്റവും താഴെ നിൽക്കുന്നത് പി ഓഫ് -1 ആവണ്ട. കാരണം അതിനേക്കാൾ താഴെ ടേണിങ് നടക്കുന്നുണ്ട്. കാരണം ഡിക്രീസിങ് ആണല്ലോ. -1 മുതൽ 0 വരുമ്പോൾ എനിക്ക് ഡിക്രീസ് ചെയ്ത് വരാം. അപ്പോൾ എവിടുന്ന് തുടങ്ങാം ഡിക്രീസിങ്? ഒന്നുകിൽ എക്സ് ആക്സിസിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും തുടങ്ങാം. മുകളിൽ നിന്ന് തന്നെ മാത്രമായിട്ടോ അല്ലെങ്കിൽ താഴേക്ക് മുകളിലേക്ക് ഇട്ടോ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പി ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡി ആൻഡ് കോഎഫിഷ്യൻസ്. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ആക്ച്വലി. എനിഹൗ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം ഈ ഇൻഫർമേഷനിൽ നിന്ന്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പി ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് ഇൻ -1 0, ഇൻക്രീസിങ് 0 1 ആൻഡ് ടേണിങ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ആൻഡ് അതുകൂടി എഴുതാം, ആൻഡ് ടേണിങ് പോയിന്റ് അറ്റ് 0,D. അപ്പോൾ നോക്കിയേ, ഡിക്രീസ് ചെയ്ത് വന്ന് ടേൺ ചെയ്ത് ഇൻക്രീസിലേക്ക് വരുമ്പോൾ എവിടെ വെച്ചാണോ ടേൺ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്ത്, അതായത് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരയ്ക്കുന്ന സമയത്ത് എവിടെ വെച്ചാണോ നമ്മൾ ഡിക്രീസ് ചെയ്ത് വരുന്നത് എന്നനുസരിച്ച് ഇരിക്കും. മുകളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഡിക്രീസ് ചെയ്ത് ടേൺ ചെയ്യുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ ടേണിങ്ങിലാണ് അവിടെ മിനിമം. എവിടുന്ന ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത്? -1 നിന്ന്. അപ്പോൾ -1നേക്കാൾ താഴേക്ക് വന്നിട്ട് 0 x = 0 വെച്ച് ടേൺ ചെയ്യുന്നത് കൊണ്ട് പി ഓഫ് -1 മിനിമം ആണെന്ന് പറയാൻ വയ്യ. പക്ഷെ പി ഓഫ് 1 മാക്സിമം ആണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ചർച്ചയില്ല. അതുകൊണ്ട് ഇത്രയും ഇൻഫർമേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പി ഓഫ് -1 ഈസ് നോട്ട് മിനിമം അല്ല, പി ഓഫ് 1 ഈസ് മാക്സിമം ആണ്. പി ഓഫ് -1 ഈസ് മിനിമം തെറ്റി. നെയ്തർ പി ഓഫ് -1 ഈസ് മിനിമം, പി ഓഫ് 1 ഈസ് മാക്സിമം. ഇത് തെറ്റാണ്.
ഈ നെയ്തർ എന്നുള്ള വാക്ക്. അപ്പോൾ ഇത് തെറ്റാ. പി ഓഫ് മൈനസ് വൺ ഈസ് ദ മിനിമം, പി ഓഫ് വൺ ഈസ് ദ പി ഓഫ് മൈനസ് വൺ പിന്നെ മിനിമം അല്ലല്ലോ. മിനിമം നടക്കുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു സീറോയിലാണ്. പി ഓഫ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നോക്കാം, ഒരേ ഒരു ടേണിംഗ് പോയിന്റേ ഉള്ളൂ പി ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ വയ്ക്കുന്നത്, അത് സീറോയിലാണ്. അപ്പോൾ അത് എവിടെയാണ് ടേണിംഗ് പോയിന്റ്? 0,D. അതെന്താ ക്വസ്റ്റ്യനിൽ കൊടുക്കുമ്പോൾ 0,D. അത് ഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സ് ആക്സിന് മുകളിലേക്ക് വേണോ താഴേക്ക് വേണോ എന്നുള്ളത്. മുകളിലേക്ക് ആയാലും താഴേക്ക് ആയാലും ഒരു കാര്യം വ്യക്തമാണ്, പി ഡാഷ് എക്സിന്റെ സൈൻ നിശ്ചയിക്കുന്നത്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പി ഡാഷ് എക്സിന്റെ സൈൻ നിശ്ചയിക്കുന്നത് ആരാണ്? എക്സ് ആണ്. കാരണം ഈ സെക്കൻഡ് പാർട്ട് ഒരിക്കലും സീറോ അല്ല. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 4 പോസിറ്റീവ് ആയതുകൊണ്ട് ഓപ്പൺ അപ്വേർഡ് ആൻഡ് സീറോ അല്ലെങ്കിൽ തീർച്ചും പോസിറ്റീവ് ആയിരിക്കും. യെസ്, ഓപ്പൺ അപ്വേർഡിന് റൂട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് വരാം? റൂട്ട്സിനിടയ്ക്ക് നെഗറ്റീവ് വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൺ ദ ഡിസ്ക്രിമിനൻറ്റ്. പക്ഷേ ഇവിടെ എപ്പോഴും ഇത് പോസിറ്റീവാണ്. അപ്പോൾ പി ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിശ്ചയിക്കുന്ന എക്സ് ആയതുകൊണ്ടാണ് നമുക്ക് -1 മുതൽ 0 വരെ ഡിക്രീസിങ്ങും 0 മുതൽ 1 വരെ ഇൻക്രീസിങ്ങും ആണ് പി ഓഫ് എക്സ്, പി ഡാഷ് എക്സിൻ്റെ സൈൻ പ്രകാരം. അങ്ങനെ വരയ്ക്കുകയും പി ഓഫ് -1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ ഉയരത്തിൽ നിൽക്കണം പി ഓഫ് 1. എങ്ങനെ വന്നാൽ ദ ഓൺലി മിനിമം ഒക്കർ അറ്റ് എക്സ് ഈക്വൽ ടു 0. അതുകൊണ്ട് പി ഓഫ് -1 മിനിമം അല്ല, പി ഓഫ് 1 മാക്സിമം ആണ് എന്ന് പറയുന്ന ഒബ്സർവേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് നമുക്കൊരു ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ x³ dx ബൈ 1 + x². നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, അതിൻ്റെ ആൻസറും കിട്ടും. ആ ഇൻ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ ആൻസർ ഈ ആൻസറുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും കിട്ടും. സെയിം മെത്തേഡ്. പക്ഷേ ഇൻ്റഗ്രേഷൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ഇൻ്റഗ്രേഷൻ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരില്ലേ എന്നാണ്. നോക്കാം. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് കോൺസ്റ്റന്റ് വരിക. സോറി, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അതേസമയം ഡെറിവേറ്റീവ് ഓഫ് എൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് ക്യാൻസൽഡ് ഈച്ച് അതർ. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഡിഫറൻസിയേഷൻ നടക്കണം. ആ സമയത്തും ഇക്വേഷൻ ഇതേപോലെ വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ട് സ്ഥലത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എയും ബിയും പോവാൻ സാധ്യതയില്ല. പോവാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ ഡിഫറൻസിയേഷന് ശേഷവും എയും ബിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന x³ ബൈ 1 + x², √1 + x² എന്ന് മാത്രമുള്ള എക്സ്പ്രഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ എയും ബിയുമായി കിട്ടുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ എയും ബിയും ഉൾപ്പെടുന്ന ഡെറിവേറ്റീവ് ആൻസറും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും റോളിൽ ആര് വരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം. ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത്, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. അപ്പോൾ എന്താണ് ആ ചോദ്യത്തിന് പറയുന്നത്? ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വട്ട് യു ഗെറ്റ് ഈസ് ഇൻ്റഗ്രൻ്റായി മാറും. ഇൻ്റഗ്രൻ്റ് 1 + x³ ബൈ √1 + x². റൈറ്റ് ഹാൻഡ് സൈഡ് 3a/2 ഇൻറ്റു 1 + x² all raised to 1/2 ഇൻറ്റു 2x. പ്രോഡക്റ്റ് റൂൾ സിംഗിൾ ടേം ആണ്, പ്രോഡക്റ്റ് റൂൾ അല്ല. bx ഡിവൈഡഡ് ബൈ 2 റൂട്ട് വേണ്ട, അതിൽ 2 കട്ടാവും. കുറേയും കൂടിയും നമുക്കിനി ഒരു കാര്യം ചെയ്യാം. മൾട്ടിപ്ലൈ എന്നാണ് ബൈ √1 + x² കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വട്ട് യു ഗെറ്റ് ഈസ് x³ പറയുന്നത് ഇതാണ്. മൾട്ടിപ്ലൈ ബൈ √1 + x². അങ്ങനെ ചെയ്യുമ്പോൾ x³ ഈക്വൽ ടു 3ax³ + 3a + b ഇൻറ്റു x എന്ന് വരും. കമ്പയർ ചെയ്യൂ. x³ കോയിഫിഷ്യൻറ്റ് 1 = 3a ഗിവ്സ് a = 1/3. സോ 3a + b = 0. What is 3a? 1 + b = 0. So what is b? -1. എന്താ ചെയ്തത്? ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വട്ട് യു ഗെറ്റ് ഈസ് x³. റൈറ്റ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ആണ്.
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. റൈറ്റ് സൈഡിൽ സാധാരണ പോലെ ഡെറിവേറ്റീവ് എടുക്കുന്നു. പിന്നെ അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയാണ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഈ കാണുന്നത്. ഈ ഇക്വേഷനകത്ത് കമ്പയർ ചെയ്താൽ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, റൈറ്റ് സൈഡിൽ 3 ആണ്. അപ്പോൾ 3a = 1, a = 1/3. റൈറ്റ് സൈഡിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 3a + b ആണ്, ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, ഇല്ല. അപ്പോൾ 3a + b 0 ആയിരിക്കും. 3a എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 + b 0, b = -1. സോ a = 1/3, b = -1. ഓപ്ഷൻ ഡി ആയിട്ട് ആൻസർ പറയുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേഷനിൽ sin nx by sin x dx if n is an odd integer. അപ്പോൾ ഇവിടെ ഓഡ് ഇൻറ്റിജർ എന്നുള്ള നിലയ്ക്ക് ഒരു പെർട്ടിക്കുലർ കേസ് n-ന് 1 കൊടുത്താൽ നമുക്ക് ഇൻ്റഗ്രൽ 0 to π x sin x by sin x dx, എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ഇൻ ദ ലിമിറ്റ് 0 to π π²/2. ഓപ്ഷൻ ബി ഇത് പറയാം. പക്ഷേ n = 1 എടുക്കുമ്പോൾ മാത്രമാണ് കിട്ടി. n = 3 ആവുമ്പോൾ ഇത് തന്നെ കിട്ടിക്കോളണമെന്നുണ്ടോ? ഈ ലാഘവത്തോടെ നമുക്ക് sin 3x by sin x-നെ പെട്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ n = 5 കൊടുക്കുമ്പോൾ 1-നും 3-ക്കും 5-നും ഒക്കെ ഒരേ ആൻസർ കിട്ടുന്നു. അതുകൊണ്ട് n = 177 അതേ ആൻസർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അപ്പോൾ അതിവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എല്ലാ ഓഡ് ഇൻറ്റിജേഴ്സുകൾക്കും വരാവുന്ന തരത്തിലുള്ള ഒരു ആൻസർ ലഭിച്ച് അതിൽ നിന്ന് നമുക്ക് ഒബ്സർവേഷൻ കൊടുക്കാം. ആൻസർ π²/2 ആണ്, പക്ഷേ ഈ മെത്തേഡിൽ ക്ലാരിറ്റി പോരാ. അതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തെ നമുക്കൊരു ഐ എന്ന് വിളിക്കാം. I = പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to π x sin nx dx by sin x. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ബൈ പ്രോപ്പർട്ടി പ്രകാരം I = ഇൻ്റഗ്രൽ 0 to π π - x sin of nπ - x by sin of π - x. ഇവിടെ നമുക്ക് ഈ ഓഡ് ഇൻ്റഗ്രലിൻ്റെ ആവശ്യമുണ്ട്. sin of nπ is an odd multiple of π. n ഓടാ, അപ്പോൾ അത് sin x തന്നെ വരും. This is what is sin x. This is also sin x. So I on splitting what you get is integral 0 to π sin nx dx sin nx dx by sin x. The second part is remove the bracket minus x. So again the question. That's why 2i has this answer. Pi integral 0 to π sin nx dx by sin x. So our question I = nothing but integral 0 to π only π/2. Question നമുക്ക് എങ്ങനെ എഴുതാം? Question is again now π/2 integral 0 to π sin nx dx divided by sin x എന്ന് എഴുതാം. ഇൻ്റഗ്രൽ 0 to π/2 integral 0 to π sin nx dx by sin x എന്ന് എഴുതാം. ഇവിടെ n ഒരു ഓഡ് ഇൻറ്റിജർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓടാണെങ്കിൽ എന്തെല്ലാം ഇവിടെ വരാം? 1x 3x 5x 7x, അതായത് sin x sin 3x sin 5x എന്ന് വെച്ചാൽ ജനറൽ നമുക്ക് sin of 2m - 1x 2n + 1 വരാം, 2m - 1 വരാം. യെസ്, സോ ലെറ്റ് ഐ ടേക്ക് im as like π/2 integral 0 to π sin of 2m - 1 into x dx by
sin x. So what is sin im plus 1? That is also pi by 2 integral 0 to pi 2m plus 1 all into x dx by sin x. On subtraction, what I get is im plus 1 minus im will be pi by 2 integral 0 to pi. Subtract ചെയ്യുന്ന സമയത്ത് sin of 2n plus 1x minus sin of 2n minus 1x is in the numerator. Denominator is sin x dx. You can use sin c minus sin d. So what you get is this. im plus 1 minus im is equal to pi by 2 integral sin c minus sin d. 2 cos add ചെയ്യുമ്പോൾ 4nx by 2. That is 2 cos 2nx. Integral 0 to pi 2 cos 2nx. Subtract ചെയ്യുമ്പോൾ sin x. Sorry, അതെ, sin of c minus d. 2 cos of c plus d by 2 sin of c minus d by 2 എന്ന് പറയുമ്പോൾ sin x. That will be cancelled. ഈ ഇൻ്റഗ്രൽ എപ്പോഴും 0 ആയിരിക്കും. cos 2nx ന് sin 2nx ആണ്. 0 to pi കൊടുത്താൽ 0. So what you get? The answer is 0. ഇതിൻ്റെ ഇൻ്റഗ്രൽ sin 2nx. ഇതിൻ്റെ ഇൻ്റഗ്രൽ sin 2nx. അതിൽ 0 to pi കൊടുത്താൽ 0 തന്നെ വരും. അപ്പോൾ im plus 1 what you get is this. അവിടെ നമുക്ക് ലഭിച്ചത് im plus 1 ഈക്വൽ ടു im എന്നാണ് കിട്ടുന്നത്. im plus 1 മൈനസ് im. ഇവിടെ എമ്മിന് ഏതാണ് വാല്യൂ? m 1 2 3 ആണ്. m ഈക്വൽ ടു 1 2 3 വാല്യൂസുകളാണ്. അപ്പോൾ അവിടെ എമ്മിന് 1 2 3 കൊടുക്കുമ്പോൾ നമ്മളുടെ ഇൻ്റഗ്രൻ്റ് എന്തായിട്ട് വരും? സൈൻ ഓഫ് ഓഡ് മൾട്ടിപ്പിൾ എക്സ് ആയിട്ട് തന്നെ വരും. എമ്മിന് 1 2 3 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എമ്മിന് 1 കൊടുത്താൽ വാട്ട് യു ഗെറ്റ് ഈസ് i1 ഈക്വൽ ടു i2. That is equal to i3 and so on. അപ്പോൾ നിങ്ങളുടെ ഏതൊരു im-ഉം therefore what is im equal to i1 and you can see this is what is. നിങ്ങൾക്കിവിടെ ഈ im തന്നെയാണ് നിങ്ങളുടെ i വരുന്നത്. im തന്നെയാണ് i എന്ന് പറയുന്നത്. എന്താണ് i എന്ന് പറയുന്നത്? im ആണ്. കാരണം ഇതൊരു ജനറൽ ഈവൺ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് im ആണ്. സോ ആക്ച്വലി im ആണ് ആരവിടെ i എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ im ഈക്വൽ ടു i1 എന്ന് പറഞ്ഞാൽ വട്ട് ഈസ് i ഈക്വൽ ടു വാട്ട്? i1. im ആണ് im ആണ് ദ ജനറൽ i. എന്താണ് ജനറൽ iയിൽ വരുന്നത്? ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആണ് വരുന്നത്. im-ൽ എന്താ വരുന്നത്? m 1 2 3 ആവുന്നതനുസരിച്ച് ഓഡ് ഇൻ്റഗ്രൽ, ഏത് ഓഡ് ഇൻ്റഗ്രലും വരാം. ഇതാണ് എല്ലാ ഓഡ് ഇൻ്റഗ്രലും im-ൽ വരാം, ഏതും വരാം. പക്ഷെ ഏത് വന്നാലും im-ൻ്റെ ആൻസർ എപ്പോഴും എത്രയായിരിക്കും? i1 ആയിരിക്കും. i1 എന്ന് പറഞ്ഞാൽ ആരാണ്? അതാണ് നേരത്തെ ഇൻ്റഗ്രൽ 0. അപ്പോൾ അവിടെ ക്ലാരിറ്റി വേണം, ജസ്റ്റിഫിക്കേഷൻ വേണം. യാദൃശ്ചികമായ n ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്നുള്ളത് ഓക്കെ, അത് തന്നെയാണ് ആൻസർ. പക്ഷെ അതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള വശം ഇതാണ്. അപ്പോൾ നമുക്ക് i1-ന് n-ന് 1 കൊടുത്താൽ sin x by sin x dx, പുറത്ത് pi by 2. യെസ്, m-ന് 1 കൊടുക്കുമ്പോൾ sin x ക്യാൻസൽ ആവുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു pi by 2 ഇൻറ്റു integral 0 to pi. I'm sorry, integral 0 to pi. So pi by 2 into pi minus 0. What you get is the answer pi square by 2. ഇതാണ് അതിൻ്റെ യഥാർത്ഥ മെത്തേഡിൽ വരുന്നത്. മനസ്സിലാക്കുക, n-ന് 1 കൊടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ കേസിലെ ആൻസർ കിട്ടുമെങ്കിലും യഥാർത്ഥ ആൻസർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. യെസ്, അടുത്ത പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ, പൈ സ്ക്വയർ ബൈ 2. അടുത്ത ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഒരു ഇൻ്റഗ്രേഷൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. എന്താണ് എഫ് ഓഫ് എക്സ്? സി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് എ എന്നാണ്. സി ഗ്രേറ്റർ ദൻ 0. അപ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കാം?
ഓപ്പൺ അപ്പ് പരാബോളയാണ്. Then the area bounded by the coordinate axis, line x equal to 2 and y equal to f of x. So എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ എക്സ് ആക്സിസിനെ എപ്പോൾ ക്രോസ് ചെയ്യും എന്നുള്ളതാണ്. എക്സ് ആക്സിനെ എ ഉള്ള ടൈമിലാണ് ക്രോസ് ചെയ്യുന്നത്. ലോവർ ബൗണ്ടറി എക്സ് ആക്സിസ്, ലെഫ്റ്റ് ബൗണ്ടറി യെസ്. ഇറ്റ് ഈസ് എൻ ഓപ്പൺ അപ്പ് പരാബോള. When x equal to 0, what do you get? A. It is like this way. F dash x equal to 0 ആവുന്നത് അങ്ങനെ നമുക്ക് x equal to 0, x equal to 2, ഇതാണ് x equal to 0. ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയയാണ് A. What is A? Very simple. Integral 0 to 2 f of x dx. That is, on integration what you get is c by 3x cube plus b by 2x square plus ax in the limit 0 to 2. So what you get? A is this 8c by 3 plus 2b plus 2a. This is actually area. പക്ഷേ ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൽ ഈ വാല്യൂസുകൾ കൊടുക്കുമ്പോൾ, അപ്പോൾ ഏരിയ എത്രയാണ് കിട്ടിയത്? ഏരിയ വാട്ട് യു ഒബ്റ്റെയിൻഡ് ഈസ് ദിസ്. വൺ ബൈ ത്രീ കോമൺ ആക്കി എടുക്കുമ്പോൾ ഏരിയ എ ഈക്വൽ ടു 1/3 ഇൻറ്റു 8c പ്ലസ് 6b. ഏരിയ A equal to 1/3 is taken outside, 8c plus 6b plus 6a. This is area. ഇനി നിങ്ങൾ ഈ പറയുന്ന എക്സ്പ്രഷൻസ് വാല്യൂസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് 0? വെരി സിമ്പിൾ. എഫ് ഓഫ് 0 ഈക്വൽ ടു എ. വാട്ട് ഈസ് f of 1? f of 1 is a plus b plus c. What is 4f of 1? 4a plus 4b plus 4c. What is f of 2? It's very clear, a plus 2b plus 4c. When you calculate this, 1/3 into f of 0 plus 4f of 1 plus f of 2, what you get is 1/3 into 8c plus 6b plus 6a. Add ചെയ്യുമ്പോൾ, so what is the area? Area is equal to the expression given in option D. It's very simple. Okay. So it's an integration problem. Application of integration വരുന്നതാണ്. You get the answer very simply as the area bounded by the coordinate axis. രണ്ട് ആക്സിസ് x equal to 0 എന്നുള്ളതാണ്. x equal to 0 എന്ന് പറയുന്ന y ആക്സിസും y equal to 0 എന്ന് പറയുന്ന x ആക്സിസ്. പിന്നെ അപ്പർ ബൗണ്ടറി കർവ്, the right boundary is formed by x equal to 2. So very simple standard result, integral a to b f of x dx. അത് പ്രകാരം a കിട്ടി. ഇനി ഈ കിട്ടുന്ന ആൻസർ ഇതിൽ ഏത് എക്സ്പ്രഷനാണ് തരുന്നതെന്ന് അറിയാൻ എഫ് ഓഫ് 0, 4f of 1, എഫ് ഓഫ് 2 വാല്യൂസുകൾ കണ്ട് ആഡ് ചെയ്യുമ്പോൾ 1/3 ഇതുവരെ ആഡ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ 1/3 into 8c plus 6b plus 6a വരുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. y dash x plus y of x into g dash x. നമുക്കതിനെ ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ y dash x dy by dx പ്ലസ് y of x എന്ന് പറഞ്ഞാൽ y ആയിട്ട് എടുക്കാം, g dash x is equal to g of x g dash x.
കൃത്യമായിട്ടൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പിയുടെ റോൾ അവിടെ ജി ഡാഷ് എക്സിനാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു ജി ഓഫ് എക്സ് ആണ്. ഇ റേസ് ടു ഇൻ്റഗ്രൽ ജി ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ what you get is e raised to g of x. Therefore solution നമുക്ക് കൃത്യമായിട്ട് അറിയാം, y e power g of x is equal to integral e power g of x into g of x g dash x dx. ഇതിൽ e power g of x g dash x സെക്കൻഡ് ഫംഗ്ഷനും g of x ഫസ്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ y e power g of x equal to first into, that is g of x into integral of second. എന്താണ് e power g of x into g dash x ന്റെ ഇന്റഗ്രൽ? e power g of x into g dash x ന്റെ ഇന്റഗ്രൽ e power g of x. e power g of x ന് t കൊടുത്താൽ ഇന്റഗ്രൽ dt t, that is e power g first into integral of second minus integral derivative of first, that is g dash x into e power g of x. വീണ്ടും y e power g of x is equal to g of x e power g of x മൈനസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇ പവർ ജി ഓഫ് എക്സ് തന്നെ വരുന്നു. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി കൊടുക്കുന്നു. ഇ പവർ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ y ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് സി ഇ പവർ മൈനസ് ജി ഓഫ് എക്സ്. ഇനി എന്താണ് ഇൻഫർമേഷൻ? ഇതാണ് സൊല്യൂഷൻ. ദിസ് ഈസ് വാട്ട് ഈസ് ജനറൽ സൊല്യൂഷൻ. സിയുടെ വാല്യൂ കാണാൻ യു ആർ ഗിവൺ y of 0 equal to 0. y of 0 equal to 0 implies 0 equal to what you given as g of 0 minus 1 plus c e power minus g of 0. And g of 0 is what? g of 0 I think given as g of 0, g of 2 0 ആണ്. So e part to 0. So 0 equal to minus 1 plus c gives c equal to 1. സി 1 ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എഴുതാം. അല്ല, സി 1 ആയതുകൊണ്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതാം. ദെയർഫോർ പർട്ടിക്കുലർ സൊല്യൂഷൻ വാട്ട് യു ഗെറ്റ് ഈസ് ദിസ്: y e പവർ g of x is equal to y g of x നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, ഡിവൈഡിങ് ബൈ. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇതിനകത്താണ് സിക്ക് വാല്യൂ കൊടുക്കേണ്ടത്, സിക്ക് 1 കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഇ പവർ ജി ഓഫ് എക്സ് ഇല്ല. y of x equal to, അല്ലെങ്കിൽ y or y of x equal to, what you can write is g of x minus 1 plus e power minus g of x. You are asked to find out y of 2. That is nothing but g of 2 minus 1 plus e power minus g of 2. g of 2 തന്നിട്ടുണ്ടല്ലോ. g of 2 പ്രോബ്ലത്തിൽ എന്ത് തന്നിട്ടുണ്ട്? 0 തന്നിട്ടുണ്ട്. So 0 minus 1 plus e power 0. That is what you get, 0. So y of 2 is equal to 0. Yes, that is the answer of that differential equation problem. വീണ്ടും നമുക്ക് തുടർച്ചയായിട്ടുള്ള ഇനിയുണ്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ. നിങ്ങൾക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വെക്ടേഴ്സ്? വെക്ടർ ബി 3 ഡയമെൻഷനിലെ ഒരു വെക്ടറാണ്. അതിന് പൊസിഷൻ വെക്ടർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ടാൻ ആൽഫ -1 √4 സൈൻ ഓഫ് ആൽഫ ബൈ 2. വെക്ടർ സിയോ ടാൻ ആൽഫ -3 സൈൻ ഓഫ് ആൽഫ ബൈ 2. എന്താ അവർ തമ്മിലുള്ള പ്രത്യേകത പറഞ്ഞത്? ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. അത് ഇരിക്കട്ടെ. പിന്നെ വെക്ടർ എ എന്ന് പറയുന്നതോ 1 3 സൈൻ 2 ആൽഫ എന്ന് വെച്ചാൽ i പ്ലസ് 3j പ്ലസ് സൈൻ 2 ആൽഫ കെ മേക്സ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ വിത്ത് സെഡ് ആക്സിസ്. സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പം നമുക്ക് തന്ന ഇൻഫർമേഷൻ പ്രകാരം എന്ത് ചെയ്യാം? നമുക്ക് ഓർത്തോഗണൽ വെക്ടേഴ്സ് ആവുമ്പോൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കുമെന്നറിയാം. അതായത് കോർഡിനേറ്റ്സുകളുടെ ആക്ച്വലി വെക്ടർ ബി എങ്ങനെ വെക്ടർ ഫോമിൽ പറയുന്ന IJK റെപ്രസെൻറ്റേഷനിൽ പറഞ്ഞാൽ നമുക്ക് നോക്കാം. വെക്ടർ ബി എന്ന് പറയുന്നത് ആക്ച്വലി ടാൻ ആൽഫ ഐ മൈനസ് ജെ, നോക്കാം സെക്കൻഡ് കോർഡിനേറ്റ് -1 ആണ്, പ്ലസ് √4 sin ഓഫ് ആൽഫ ബൈ 2k എന്നും വെക്ടർ സി എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് വെച്ച് പറയൂ. ഇറ്റ് ഈസ് ഓൾസോ ഐ തിങ്ക് ടാൻ ആൽഫ ഐ പ്ലസ് ടാൻ ആൽഫ ജെ മൈനസ് 3/√of സൈൻ ഓഫ് ആൽഫ ബൈ 2k. ഇതാണ് ഇതിന്റെ വെക്ടർ ഫോം. ആൻഡ് ദേ ആർ ഓർത്തോഗണൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗിവൺ ബി ഡോട്ട് സി ഈക്വൽ ടു 0. ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0. ക്ലിയർ ആണല്ലോ. എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ? കമ്പോണൻസുകളുടെ പ്രോഡക്റ്റിന്റെ സമ്മാണ് ഡോട്ട് പ്രോഡക്ട്സ്. ഒക്കെ വളരെ സിമ്പിൾ ഐഡിയ ആണ്. അപ്പൊ കമ്പോണൻസുകളുടെ പ്രോഡക്റ്റിന്റെ സം എഴുതാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ IJK ഇവിടെ കമ്പോണൻസുകൾ ടാൻ ആൽഫ. അപ്പോൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ ആൽഫ -1 ടാൻ ആൽഫ മൈനസ് ടാൻ ആൽഫ. നോക്കൂ, √4 സൈൻ ഓഫ് ആൽ, അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് സിംപ്ലിഫൈഡ് ആവുന്ന തരത്തിലുള്ള ടേംസുകളാണ് അവർ തരുന്നത്. അപ്പൊ √of സൈൻ ഓഫ് ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ √of സൈൻ ഓഫ് ആൽഫ ബൈ 2 ക്യാൻസൽ ആവുന്നു. ഓൺലി മൈനസ് ഇവിടെ √4 അത് പുറത്തോട്ട് 2 ആയിട്ട് വരും. അതുകൊണ്ട് എന്ത് വരും? -6 ഈക്വൽ ടു 0. സൈൻ ഓഫ് ആൽഫ ബൈ 2 മാത്രമേ ക്യാൻസൽ ആവുള്ളൂ. √4 പുറത്തേക്ക് 2 വരും, -3. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഇതിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? യു ഹാവ് ടാൻ ആൽഫ -3 ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് 2 ഈക്വൽ ടു 0. സോ ടാൻ ആൽഫ ഈക്വൽ ടു 3, ടാൻ ആൽഫ ഈക്വൽ ടു -2. ചോദ്യം ടാൻ ആൽഫയാണ്. 3 ഉണ്ട്, -2 ഉണ്ട്. അതാണ് ഓപ്ഷനിൽ -2 മാത്രവും ബാക്കിയുള്ളതെല്ലാം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? -2 ആണ് ആൻസർ. പക്ഷേ ടാൻ ആൽഫയുടെ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോഴുള്ള ഒരു പോസിബിലിറ്റി ആയ 3യും വരുന്നുണ്ടല്ലോ അല്ലേ? ഓപ്ഷൻ സി. അപ്പൊ നമുക്കിനി ഓപ്ഷൻ സി ഓപ്ഷൻ ഡിയിൽ ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മളിനി ഇതിൽ ഏതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണം, ഇതിൽ ഏതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? അതിനുള്ള ഇൻഫർമേഷൻ ആണ് എന്ത്? ഈ വെക്ടർ എ നോക്കാം. വെക്ടർ എ ആരാത്? I + 3j + sin 2 ആൽഫ k. അത് സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഒബ്റ്റ്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ലെറ്റ് വെക്ടർ എ ഈക്വൽ ടു, അതിന്റെ കറക്റ്റ് ഫോം I പ്ലസ് എന്ത് വരും? 3j പ്ലസ് sin 2 ആൽഫ k makes an obtuse angle gamma with z axis. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം xi + yj + zk വെക്ടർ z ആക്സിസുമായിട്ട് ഗാമ ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ കൊസൈൻ ഓഫ് റേഷ്യോ, അതായത് ഡയറക്ഷൻ കൊസൈൻസിലെ കോസ് ഗാമ ആരായിരിക്കും? കെയുടെ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് എന്ന് വെച്ചാൽ z/√of x² + y² + z². ഇവിടെ ആരാണ് x? 1. y ആരാണ്? 3. z ആരാണ്? sin 2 ആൽഫ. അപ്പൊ നിങ്ങൾക്ക് കോസ് ഗാമ എന്ന് പറയുന്നത് ആരായിരിക്കും എന്ന് നോക്കാം. കോസ് ഗാമ എന്ന് പറയുന്നത് k കമ്പോണന്റ് ആയ sin 2 ആൽഫ ബൈ മോഡുലസ് എന്ന് പറയുമ്പോൾ 1 + 9 + sin² 2 ആൽഫ. But you see, gamma more than 90, obtuse. Therefore, cos gamma negative. Therefore, ഈ ഫ്രാക്ഷൻ നിന്ന് sin 2 ആൽഫ ബൈ √of 1 + 9 + sin² 2 ആൽഫയിൽ ഈ ഫ്രാക്ഷൻ നെഗറ്റീവ് ആവണമെങ്കിൽ ഡിനോമിനേറ്റർ ഈസ് സ്ക്വയർ റൂട്ട്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ന്യൂമറേറ്റർ ഈസ് നെഗറ്റീവ്.
So that is sin 2 alpha less than 0. sin 2 alpha നെഗറ്റീവ് ആയിരിക്കണം. sin 2 alpha നെഗറ്റീവ് ആണെങ്കിൽ tan ആൽഫ എന്താവും എന്നറിയാൻ sin 2 alpha നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 2 tan alpha by 1 plus tan square ആൽഫയും നെഗറ്റീവ്. കാരണം sin 2 alphയുടെ റിസൾട്ട് അല്ലേ. 2 tan alpha by 1 plus tan square alpha ആരുടെ റിസൾട്ടാണ്? sin 2 alphയുടെ റിസൾട്ടാണ്. അപ്പൊ sin 2 alpha നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ 2 tan alpha by 1 plus tan square alpha എന്തായിരിക്കണം? നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ വരുമ്പോൾ നോക്കിക്കോളൂ, ഡിനോമിനേറ്റർ എന്താണ്? 1 plus tan square alpha ആണ്. ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. 1 plus tan square alpha ഈസ് ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ്. സ്ക്വയർ ആണല്ലോ, 1 ആണ് ആഡ് ചെയ്യണം. അതുകൊണ്ട് 2 tan alpha നെഗറ്റീവ് ആയിരിക്കണം, tan alpha ലെസ് ദാൻ 0 നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ട് പോസിബിലിറ്റി ആയ tan alpha equal to 3, tan alpha equal to -2 നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതാണ്? tan alpha equal to -2 അതാണ് എടുക്കേണ്ടത്. കാരണം tan alpha എന്തായിരിക്കണം? നെഗറ്റീവ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യത്തെ രണ്ട് വെക്ടേഴ്സുകൾ ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓർത്തോഗണൽ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് tan ആൽഫയിൽ വരുന്നൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ കിട്ടി, ഇക്വേഷൻ കിട്ടി. അത് സോൾവ് ചെയ്തപ്പോൾ tan ആൽഫയുടെ രണ്ട് വാല്യൂ ആയ 3യും -2. അപ്പൊ നമുക്ക് ചില സമയത്ത് വേണമെങ്കിൽ പ്രോബ്ലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ. പക്ഷെ ഓപ്ഷനിൽ 3 ഉണ്ട്, -2 ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് സ്വീകരിക്കണമെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഇൻഫർമേഷൻ വായിച്ചു നോക്കൂ. ഈ വെക്ടർ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഗാമയാണ് ആംഗിൾ എങ്കിൽ ഗാമ ഒബ്റ്റ്യൂസ്. അപ്പൊ കോസ് ഗാമ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. എന്താണ് കോസ് ഗാമയുടെ ഫോർമുല? കമ്പോണന്റ് ഓഫ് കെ കോർഡിനേറ്റ്, കമ്പോണന്റ് ഓഫ് കെ ഡിവൈഡഡ് ബൈ മോഡുലസ്. കമ്പോണന്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ sin 2a ഡിവൈഡഡ് ബൈ √1+. അതിൽ ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ട് sin 2 alpha നെഗറ്റീവ്. sin 2 alpha നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടാനിലേക്ക് എത്താൻ വേണ്ടി sin 2 alphയുടെ ടാനിലുള്ള റിസൾട്ട് ഉപയോഗിച്ചപ്പോൾ ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ tan alpha നെഗറ്റീവ്. tan alpha നെഗറ്റീവ് എന്ന് പറയുമ്പോൾ tan alpha ഷുഡ് ബി -2. ദാറ്റ് ഈസ് ദ ആൻസർ. യെസ്, -2 ഈസ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. യെസ്, അതുകൊണ്ട് ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നു. വീണ്ടും വെക്ടറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കാം. A, B are 2 unit vectors. അപ്പോൾ തന്നെ മോഡ് A 1 ആണ്, മോഡ് B 1 ആണ്. And theta is the angle between them. Then the unit vector along their angular bisector. അതായത് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും ആംഗുലാർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ വെക്ടർ എ വെക്ടർ ബി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എ ബി എ ഡി, ഇതാണ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അവയ്ക്ക് ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഇനി കാണേണ്ടത് ഈ ആംഗിളിന്റെ ബൈസെക്ടറിന് മുകളിൽ കിടക്കുന്ന യൂണിറ്റ് വെക്ടർ കണ്ടാൽ മതി. അത് ഇതിലാര് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നോക്കൂ, നമുക്കൊരു പാരലോഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതെല്ലാം 1 ആണ്, 1 ലെങ്ത് ആണ്. അപ്പൊ അത് പാരലോഗ്രാം കൂടിയാണ്. 4 സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ABCD ആരാണെന്ന് പറയാം? ഈസ് എ റോംബസ് എന്ന് പറയാം. റോംബസ് ആണ്. റോംബസ് ആണ് ഈ പാരലോഗ്രാം ABCD. പാരലോഗ്രാം ആണ്, 4 സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് റോംബസ്. റോംബസിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താണറിയോ? അതിന്റെ ഡയഗണല് will bisect the angle. Bisect the angle എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്രയായി? θ/2. മാത്രമല്ല ഡയഗണൽസ് ബൈസെക്ട് പെർപെൻഡിക്കുലർലി.
പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യും. ഇതൊക്കെ റോംബസിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം എ സി എന്ന് പറയുന്ന ഡയഗണലാണ് വെക്ടർ എ പ്ലസ് ബി. അത് പാരലോഗ്രാം ലോ പ്രകാരം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ട യൂണിറ്റ് വെക്ടർ എന്തിന്റെ മുകളിലുള്ള യൂണിറ്റ് വെക്ടറാണ്? എ സിയുടെ മുകളിലാണ്. എന്താ എ സിയുടെ മുകളിലാണെന്ന് പറയാനുള്ള കാരണം? ആംഗിൾ ബൈസെക്ടറിന്റെ മുകളിലാവണ്ടേ എന്നാണ് ചോദ്യം. അതെ, റോംബസിന്റെ ഡയഗണൽ ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് ഡയഗണലിന്റെ മുകളിലായിരിക്കണം എന്ന് പറഞ്ഞത്. ഡയഗണലിന്റെ മുകളിലുള്ള, അതായത് ഡയഗണൽ ആരാ? വെക്ടർ പാരലോഗ്രാം ലോ പ്രകാരം എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബി വെക്ടറിന്റെ മുകളിലുള്ള യൂണിറ്റ് വെക്ടർ എനിബഡി ക്യാൻ സേ, ഏതൊരു വെക്ടറിന്റെ മുകളിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പറയാം റിക്വയർഡ് യൂണിറ്റ് വെക്ടർ. അതാണ് നമ്മളുടെ ചോദ്യം. റിക്വയർഡ് യൂണിറ്റ് വെക്ടർ ആക്ച്വലി വെക്ടർ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് എ പ്ലസ് ബി എന്ന് തീരുമാനിക്കാം. കാരണം എ പ്ലസ് ബിയുടെ ഡയറക്ഷനിലാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ കാണേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു, അത് ആൻസർ ആണ് ശരിക്കും, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി ന്യൂമറേറ്റർ എന്തായാലും എ പ്ലസ് ബിയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് എയും സിയും നമുക്ക് എന്തായിട്ട് എടുക്കാം? റോങ് ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും മോഡ് ഓഫ് എ പ്ലസ് ബി എന്ന് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. മോഡ് ഓഫ് എ പ്ലസ് ബി എനിക്ക് വേണമെങ്കിൽ ഈ ഇന്റർസെക്ഷൻ പോയിന്റിന് ഇ എന്ന് വിളിച്ചാൽ എ ഇ എന്ന് പറയുന്നത് എ സിയുടെ ഹാഫാണ്. അപ്പൊ മോഡ് ഓഫ് എ പ്ലസ് ബി സത്യത്തിൽ ഇ, കാരണം ബൈസെക്ടർ ആണ്, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ എ സിയുടെ ലെങ്ത് ആണ് മോഡ് ഓഫ് എ പ്ലസ് ബി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു എ ഇ എന്ന് പറയുന്ന ആരായിരിക്കും ഒന്ന് പറഞ്ഞേ? എ ഇ എന്ന് പറയുന്ന ലെങ്ത് ആക്ച്വലി മോഡ് ഓഫ് എ പ്ലസ് ബിയുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ മോഡ് ഓഫ് എ പ്ലസ് ബി ഒന്ന് റീപ്ലേസ് ചെയ്യണം. എനിക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? 2AE. അപ്പോഴും തീറ്റ വന്നില്ലല്ലോ, വരണ്ട, ഇപ്പൊ വരുത്താം. നമുക്ക് എ പ്ലസ് ബി ബൈ 2AE എന്നായി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന ഫ്രം റൈറ്റ് ട്രയാങ്കിൾ AEB, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അത് ആ റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? റോംബസിന്റെ ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, അതുകൊണ്ടാണ്. അപ്പൊ ഫ്രം റൈറ്റ് ട്രയാങ്കിൾ AEB, വാട്ട് ഈസ് കോസ് തീറ്റ ബൈ 2? കോസ് ഓഫ് തീറ്റ ബൈ 2ന്റെ വാല്യൂ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിസ്. അതായത് AE ആണ് അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനിസിന്റെ ലെങ്ത് 1, ഹൈപ്പോട്ടനിസ് AB ആണ്. അപ്പൊ AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ ബൈ 2. That is why AE equal to cos of theta by 2. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? A plus B divided by 2 cos of theta by 2. ശ്രദ്ധിച്ചിരുന്നല്ലോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. പ്രത്യേകിച്ച് യെസ് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട് പലരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി ഞാൻ പെട്ടെന്നൊന്ന് പറയണം. വെക്ടർ എ വെക്ടർ ബി യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അവ അഡ്ജസൻറ്റ് സൈഡ് ആയിട്ടുള്ള പാരലോഗ്രാം ഫില്ല് ചെയ്യുമ്പോൾ മറ്റു രണ്ട് സൈഡ്സുകളും 1 ആണ്. അപ്പൊ 4 സൈഡ്സും പാരലോഗ്രാമിന്റെ ഈക്വൽ ആയാലും ആ പാരലോഗ്രാമിനെയാണ് നമ്മൾ റോംബസ് എന്ന് വിളിക്കുന്നത്. റോംബസിന് ഉണ്ടാവുന്ന ജോമെട്രിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡയഗണൽ വിൽ ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആൻഡ് ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അതൊക്കെയാണ് റോംബസിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയഗണലാണ് ആംഗിൾ ബൈസെക്ടർ എങ്കിൽ ഡയഗണൽ എ പ്ലസ് ബി വരാൻ കാരണം പാരലോഗ്രാമിലോ. അപ്പൊ എ പ്ലസ് ബിക്ക് ഡയഗണലിന്റെ ആംഗിൾ ബൈസെക്ടറിന്റെ മുകളിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ എ പ്ലസ് ബിക്ക് മുകളിലുള്ള യൂണിറ്റ് വെക്ടർ എ പ്ലസ് ബി ബൈ മോഡ് ഓഫ് എ പ്ലസ് ബി, ഫിനിഷ്, ആൻസർ ആയി. പക്ഷെ ആ മോഡ് ഓഫ് എ പ്ലസ് ബിനെയാണ് നിങ്ങൾ ഇനി മാറ്റിയെടുക്കേണ്ടത്. അതിനുവേണ്ടി ബൈസെക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ എ പ്ലസ് ബിയുടെ പകുതിയാണ് AE. അതുകൊണ്ട് മോഡ് ഓഫ് എ പ്ലസ് ബി 2AE. അങ്ങനെ ഒരു ആൻസറിലെത്തി, 2AE. അങ്ങനെയും ഓപ്ഷനിൽ കാണുന്നില്ല. ഇനി AE നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതിനാണ് അവിടെ റൈറ്റ് ട്രയാങ്കിൾ വന്നത്. അപ്പൊ ആ റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിക്കാൻ കാരണം റോംബസ് ആയതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ആ റൈറ്റ് ട്രയാങ്കിൾ എന്ന് AE പറയുന്നത് കോസ് ഓഫ് തീറ്റ ബൈ 2. സോ വാട്ട് വി ഗെറ്റ് ഈസ് ദ പെർഫെക്റ്റ് ആൻസർ ഈസ് എ പ്ലസ് ബി ബൈ 2 കോസ് ഓഫ് തീറ്റ ബൈ 2. സോറി, B, I think B is the answer. Yeah, B is the answer. ക്ലിയർ അല്ലേ? റോംബസ് വന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റിയത്. റോംബസ് ആയതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.
ശരി, സംശയമൊന്നുമില്ല, അത്രയും സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ നോക്കിക്കോളൂ. ഒരു ലൈൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ വിത്ത് 4 ഡയഗണൽസ് ഓഫ് എ ക്യൂബ്, ഒരു ക്യൂബിന്റെ 4 ഡയഗണലുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ലൈൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ വിത്ത് 4 ഡയഗണൽസ് ഓഫ് എ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ പ്ലസ് സൈൻ സ്ക്വയർ ഡെൽറ്റ എത്രയായിരിക്കും? വേണമെങ്കിൽ ക്യൂബ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ക്യൂബ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ എഡ്ജസ് ആർ ഈക്വൽ, ക്യൂബ്. പിന്നെ അപ്പൊ ഇത് വേണമെങ്കിൽ ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പല എക്സാമുകൾക്ക് ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ബൈഹാർട്ടായി പഠിക്കാം. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിക്കണം പറയുന്നത്, ഇത്തരത്തിലുള്ള ചില സ്റ്റാൻഡേർഡ് പ്രോബ്ലംസുകളെയൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സുകളായിട്ട് കരുതി വെച്ചത് കൊണ്ട് ഒരു ഐഡന്റിറ്റി ആയിട്ട് കരുതി വെക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഏതെങ്കിലും സമയത്ത് ആവർത്തനം വരുമ്പോഴേ ഉള്ളൂ. പക്ഷെ അതിലൊക്കെ ഉപരി ഇത് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കണം. അതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൃത്യമായും അതിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂവിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ക്യൂബ് എടുക്കണം. ക്യൂബ് എടുക്കുമ്പോൾ ഇത് ഒറിജിനായിട്ട് സ്വീകരിക്കുന്നു. അപ്പൊ ഇത് നമ്മളുടെ y ആക്സിസും ഇത് നമ്മളുടെ x ആക്സിസും ഇത് z ആക്സിസുമായിട്ട് കൺസിഡർ ചെയ്യണം. ക്യൂബിന് സൈഡ് എ ആണെന്ന് കരുതാം. ലെറ്റ് സൈഡ് ഓഫ് ക്യൂബ് ഈക്വൽ ടു എ. പല സന്ദർഭങ്ങളായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചിലർക്കത് ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും പറയണം. നിങ്ങൾ ആദ്യം നിശ്ചയിക്കേണ്ടത് ഇതിന്റെ 8 വെർട്ടിസസുകളാണ്. ഒന്ന് നമ്മുടെ ഒറിജിനിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുമ്പോഴേ മാത്തമെറ്റിക്സ് ഈസി ആവുള്ളൂ. എവിടെ വേണമെങ്കിലും ക്യൂബ് വെക്കാം. ലാസ്റ്റ് ആൻസർ എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം വെക്ടേഴ്സിൽ നിങ്ങൾക്ക് എന്തു പറയാം, എനി വെക്ടർ ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് പാരലൽ ഷിഫ്റ്റ് നടത്തി അതിന്റെ ഇനീഷ്യൽ പോയിന്റ് ഒറിജിനിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മാത്തമാറ്റിക്സ് വിൽ ബി മോർ ഈസി. അതുകൊണ്ടാണ് എപ്പോഴും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒറിജിനിൽ ഒരു വെർട്ടക്സ് വെക്കാനുള്ള കാരണം. സ്പേസിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എ സൈഡ് ആയ സ്ഥിതിക്ക് ഒ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് ഇവിടെ ഫിഗറിൽ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒ എ ബി സി എന്ന് പറയുന്നത് ബേസ് വെർട്ടിസസും ഒ എ ബി സി ഡി ഇ എഫ് ജി അതിന്റെ അപ്പർ ഫേസിലെ വെർട്ടിസസുമായിട്ട് എടുക്കുന്നു. എന്താണ് ഇതിന്റെ കോർഡിനേറ്റ്സുകൾ വരുന്നത്? ഒ എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് 0 0 0. ബേസ് കോർഡിനേറ്റ്സ് എഴുതാണ്. എ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെ മുകളിൽ എ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആയതുകൊണ്ട് എ 0 0. ബി ഇത് എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് എ 0. എക്സ് വൈ പ്ലെയിനിലാവുമ്പോൾ ഇതാണ്, ഇത് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും എ ഡിസ്റ്റൻസ്, അതുകൊണ്ടാണ് അത് എ എന്ന് വരുന്നത്. ദർ ഇസ് നോ ഹൈറ്റ് ഫ്രം ദ പ്ലെയിൻ, ദാറ്റ് ഈസ് വൈ സെഡ് കോർഡിനേറ്റ് ഈസ് 0. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഇസ് വെരി ഫണ്ടമെന്റൽ ഓഫ് 3D. 3 ഡയമെൻഷണൽ സ്പേസിന് വളരെ ഫണ്ടമെന്റൽ ആയ കാര്യമാണത്. അത് നിങ്ങൾക്കറിയാം. സിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? അത് സെഡ് വൈ ആക്സിസിന്റെ മുകളിലെ പോയിന്റ് ആയതുകൊണ്ട് അതിന് വൈ കോർഡിനേറ്റ് മാത്രമേ എ വരുള്ളൂ, മറ്റ് 2 കോർഡിനേറ്റും 0 ആയിരിക്കും. ഇനി അപ്പർ ഫേസിലേക്ക് കടന്നാൽ നമുക്ക് ഡിയുടെ കോർഡിനേറ്റിനെ 0 0 എ എന്നെടുക്കാം. സെഡ് ആക്സിസിന് മുകളിലെ പോയിന്റാണ്. അതുപോലെ ഇയുടെ കോർഡിനേറ്റ്സിനെ എ 0 എ എന്നെടുക്കാം. എഫിന്റെ കോർഡിനേറ്റ്സിനെ എ സ്പേസിലെ കൃത്യമായ ഒരു പോയിന്റാണ്. ജിയുടെ കോർഡിനേറ്റ്സ് അത് സെഡ് വൈ പ്ലെയിനിലാണ്. സെഡ് വൈ പ്ലെയിനിലാവുമ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് 3Dയുടെ ബേസിക്സ് ഇൻഫർമേഷൻ ആണ്.
ഈ കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടിസസ് കിട്ടിയാൽ സൈഡ്സുകളുടെ ഡി ആർട്സുകൾ കിട്ടി എന്നാണ്. ഡി ആർട്സുകൾ എങ്ങനെയാണ് സൈഡ്സുകളുടെ ഡി ആർട്സുകൾ കിട്ടുന്നത്? കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. അങ്ങനെ ഡി ആർട്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഡി സീസ് കാണാൻ അറിയാലോ. ഡി ആറുകള് എ ബി സി ആണെങ്കിൽ ഡി സീസുകൾ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബി ബൈ റൂട്ട് ഓഫ്, അത് ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഡി ആർട്സ്, ഇഫ് ഡി ആർട്സ് ആർ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ലെറ്റർ കൊടുക്കും. ഫോർ എക്സാമ്പിൾ പി ക്യു ആർ, അതാണ് ഡി ആർട്സ്. അങ്ങനെയാണെങ്കിൽ ഡി സീസ് ആരായിരിക്കും? ഡയറക്ഷൻ കൊസൈൻസ് പി ബൈ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, ക്യൂ ബൈ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, ആർ ബൈ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പൊ ആദ്യം നമുക്ക് ഡി ആർട്സുകൾ ഫിക്സ് ചെയ്യാം. ഏതൊക്കെയാണ് ഡയഗണൽ എന്നുള്ളതാണ്. ബേസിന്റെ വെർട്ടിസസിൽ നിന്ന്, ബേസിലുള്ള ഒരു വെർട്ടക്സിൽ നിന്ന് അത് കണ്ടെയ്ൻ ചെയ്യാത്ത പ്ലെയിനിന്റെ വെർട്ടക്സിലേക്ക്, ഓപ്പോസിറ്റ് വെർട്ടക്സ് തന്നെ വേണമെങ്കിൽ വിളിക്കാം. ഇപ്പൊ നോക്കൂ, ഒ എഫ് ഒരു ഡയഗണലാണ്. ഒ എഫ്, ഒയിൽ നിന്ന് എഫിലേക്ക്. അതുപോലെ എയിൽ നിന്ന് ഇവിടെ വരയ്ക്കുമ്പോൾ 3D വിഷൻ ആയതുകൊണ്ട് എ ജി ഒരു ഡയഗണലാണ്. എ ജി ഒരു ഡയഗണലാണ്. അതുപോലെ ബി ഡി എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്. പിന്നെ ഉള്ളത് ഏതാണ്? സി എഫ് ആണ്. അപ്പൊ ബേസിലുള്ള 4 വെർട്ടിസസിൽ നിന്ന് അപ്പർ ഫേസിലുള്ള വെർട്ടിസിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് ഡയഗണൽസ്. അങ്ങനെയാണ് ഒരു ക്യൂബിന് 4 ഡയഗണൽ വരുന്നത്. അപ്പൊ ഈ ഡയഗണൽസുകളുടെ ഡി ആർട്സുകൾ എഴുതാൻ ഡയഗണൽസുകളുടെ എൻ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ഇവിടെ ഉണ്ടല്ലോ, അതിന്റെ ഡിഫറൻസ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഏതൊന്ന് ഏത് സബ്ട്രാക്ട് ചെയ്യുന്നു വെച്ചാൽ അതേ ഓർഡറിലായിരിക്കണം അടുത്തതിന്റെ ഡി ആർ എടുക്കേണ്ടത് എന്ന് വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഒ എഫിന്റെ ഡി ആർ ഒന്ന് നോക്കാം. ഒ എഫിന്റെ ഡി ആർ ഒന്ന് നോക്കൂ. ഒ എന്ന് പറയുന്നത് 0 0 0യും എഫ് എന്ന് പറയുന്നത് എയുമാണ്. ഇതാണ് ഒ എഫ് ഒ. അപ്പൊ ഞാനിവിടെ സ്വീകരിക്കുന്നത് അപ്പർ ഫേസിന്റെ വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സിൽ നിന്ന് ലോവർ ബേസിൽ കിടക്കുന്ന വെർട്ടിക്സിന്റെ കോർഡിനേറ്റ്സുകൾ സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡി ആർ എടുക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഡി ആർട്സ് ഓഫ് ഒ എഫ് പറയാമോ? ഡി ആർട്സ് ഓഫ് ഒ എഫ് എ മൈനസ് 0 എ മൈനസ് 0 എ മൈനസ് 0 എന്ത് വരും? എ എ എ. ഉടനെ എന്റെ ഡി സി എഴുതാം. എന്തെഴുതാം? എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 3a സ്ക്വയർ. എ സ്ക്വയർ പുറമെ വരും, എ കട്ടാവും 1/√3. ഉടനെ അതിന്റെ ഡി സി കിട്ടി. ഡി സി 1/√3 1/√3 1/√3. ഒരു ഡയഗണലായ ഒ എഫിന്റെ ഡി സി കിട്ടി. ഇതുപോലെ നമുക്ക് 4 ഡയഗണലിന്റെയും ഡി സീസ് കാണണം. അപ്പൊ ഇനി നമുക്ക് സിമിലർലി എന്ന് പറഞ്ഞാൽ മതി. ഡി സീസ് ഓഫ് ഒ എഫിന് പകരം ഇനി നമുക്ക് ഏജ് എടുത്താൽ ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. -1/√3 1/√3 1/√3. അതുപോലെ ഡി സീസ് ഓഫ് ബി ഡി എടുക്കാം. ബി ഡി എടുക്കുമ്പോൾ -1/√3 -1/√3 1/√3. ഇനി അതുപോലെ സിഇ എടുക്കാം. സിഇയുടെ ഡി സീസ് ഓഫ് സിഇ അത് 1/√3 -1/√3 1/√3. ഈ ഫോർമുല ഉപയോഗിച്ചാണ് ഡി ആറിൽ നിന്ന് ഡി സീസ് എടുക്കണം. ഡി ആർ എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് എടുക്കുക. അതിൽ ഓരോ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ സ്ക്വയേർഡ്സ് ഓഫ് ഡി ആർസ് എടുത്താൽ ഡി സി സി ആയി. അപ്പൊ എ അപ്പൊ എങ്ങനെ ഡി സി എടുക്കുക? എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ 3a സ്ക്വയർ. എ സ്ക്വയർ പുറത്തോട്ട് എ ആയിട്ട് വരുമ്പോൾ ന്യൂമറേറ്ററിലെ എ ബൈ എ കട്ടാവുന്നു 1/√3. അങ്ങനെ എല്ലാറ്റിനും അതാണ് 1/√3 1/√3 1/√3.
ഒരു dr ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സം ഓഫ് dr, കോമ അടുത്ത dr ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സം ഓഫ് dr, സ്ക്വയേഴ്സ് ഓഫ് drs. അതാണല്ലോ DCs കാണാനുള്ള ഫോർമുല. അങ്ങനെ നമ്മൾ 4 ഡയഗണലിന്റെയും DCs കിട്ടി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ നമ്മുടെ ലൈനിലേക്ക് വരാം. നമ്മളെ ലൈനിലേക്ക് ലെറ്റ് ദ ലൈൻ എൽ എന്ന് പറയുന്ന ലൈൻ മേക്സ് തന്നിരിക്കുന്നു ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആംഗിൾസ് വിത്ത് ദി എബോ ഡയഗണൽസ്. യെസ്, റെസ്പെക്റ്റീവ്ലി. അങ്ങനെയല്ലേ ക്വസ്റ്റ്യനിൽ 4 ഡയഗണൽസ് ആയിട്ട് ഉണ്ടാക്കുന്നത് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്തായിരിക്കും? നേരത്തെ പറഞ്ഞിരുന്നു, ഡയഗണൽസുകളുടെ പ്രോഡക്റ്റിന്റെ സമ്മ് നമുക്ക് ആരായിട്ട് എടുക്കാം? കോസാൽഫ ആയിട്ട് എടുക്കാം. ഡിആർസ് പോലെയല്ല. കോസാൽഫ എന്ന് പറഞ്ഞാൽ ജനറൽ ഫോർമുല ഉണ്ട്, സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ്, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് കാണാനുള്ള ഫോർമുലയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോസാൽഫ ആംഗിൾ ബിറ്റ്വീൻ 2. അപ്പോൾ ഇതാണ്. ഇപ്പൊ നമ്മളിപ്പോ 2 ലൈൻസ് L1 L2 തമ്മിലുള്ള ആംഗിൾ 3θ ആണെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു L1 ലൈനിന് L1 M1 N1 ആണെങ്കിൽ L1 L2 പ്ലസ് M1 M2 പ്ലസ് N1 N2 എന്നാണ് കോസ് തീറ്റയുടെ ഫോർമുല. L1 M1 N1 L1ന്റെ DCസും L2 M2 N2 ആരുടെ DCസും ആണ്? L2ന്റെ. എന്ന പോലെ ഇവിടെ കോസാൽഫ എടുക്കുമ്പോൾ നമുക്ക് LMNും 1/√3 1/√3 1/√3. അപ്പൊ അത് പ്രോഡക്റ്റിന്റെ സംബന്ധായിരിക്കും L/√3 പ്ലസ് L/√3 പ്ലസ് L/√3 എന്ന് പറഞ്ഞാൽ L പ്ലസ് M പ്ലസ് N/√3. ഇതാണ് കോസാൽഫ. ഇതുപോലെ കോസ് ബീറ്റ നമുക്ക് -L പ്ലസ് M പ്ലസ് N ഡിവൈഡഡ് ബൈ √3. ആ DCസിൽ വരുന്ന നെഗറ്റീവ് ആണ്. അതുപോലെ കോസ് ഗാമ ഈക്വൽ ടു -L മൈനസ് M പ്ലസ് N ഡിവൈഡഡ് ബൈ √3. അതുപോലെ കോസ് ഡെൽറ്റ ഈക്വൽ ടു L മൈനസ് M പ്ലസ് N ബൈ √3 എന്നാണ് കിട്ടുന്നത്. ഈ വാല്യൂസിനെ സ്ക്വയർ ചെയ്താൽ എന്തു വരും? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ പ്ലസ് കോസ് സ്ക്വയർ ഡെൽറ്റ എന്തു തരും? അപ്പൊ ഈ ഫോർമുല എങ്ങനെയാ വന്നത് നോക്കണം. ഈ ഫോർമുല വന്നത് കോസ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് തീറ്റയാണെങ്കിൽ ലൈൻസുകളുടെ DCസുകളുടെ പ്രോഡക്റ്റിന്റെ സമ്മാണ് കൊസൈൻസ് ഓഫ് ദ ആംഗിൾ. DRs ആവുമ്പോൾ വേറെയാണ്. DRs ആവുമ്പോൾ സം ഓഫ് ദി DRs ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് DRs ഓഫ് ഫസ്റ്റ് ഇൻറ്റു റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് DRs ഓഫ് സെക്കൻഡ്. അത് DCയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് DCs ആണ് ഇവിടെ LMN. ഇനി ഓരോ ഡയഗണലിന്റെയും DCസുകൾ വേറെയാണ്. അപ്പോൾ ഓരോ ഡയഗണലുമായിട്ട് ഉണ്ടാക്കുമ്പോൾ LMNും 1/√3 1/√3 1/√3 സം ഓഫ് ദ പ്രോഡക്റ്റ് എങ്ങനെ വരും? L/√3 പ്ലസ് L/√3 പ്ലസ് L/√3. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ ആണ് എപ്പോഴും. അതുകൊണ്ടാണ് √3 എഴുതിയിട്ട് L പ്ലസ് M പ്ലസ് N. എല്ലാറ്റിനും കോമൺ ഡിനോമിനേറ്റർ ആണ് √3. അതിൽ നിന്ന് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ പ്ലസ് കോസ് സ്ക്വയർ ഡെൽറ്റ എഴുതുമ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാലോ, സ്ക്വയർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ആരായി മാറും? 3 ആയി മാറും. അപ്പൊ എല്ലാവരുടെയും ഡിനോമിനേറ്റർ 3 1/3. ഇനി നമുക്ക് ഈ L പ്ലസ് M പ്ലസ് N ഹോൾ സ്ക്വയർ എടുക്കുമ്പോഴും L പ്ലസ് M പ്ലസ് N ഹോൾ സ്ക്വയർ എടുക്കുമ്പോഴും L മൈനസ് M പ്ലസ് N ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ -L മൈനസ് M പ്ലസ് N ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഈ 4 എണ്ണത്തിന്റെ സ്ക്വയർ എടുക്കുമ്പോഴും നിങ്ങൾക്കറിയാം എല്ലാറ്റിലും ഓരോ തവണ L സ്ക്വയർ M സ്ക്വയർ N സ്ക്വയർ വരും. എല്ലാറ്റിലും ഓരോ തവണ L സ്ക്വയർ M സ്ക്വയർ N സ്ക്വയർ വരും. അങ്ങനത്തെ 4 തവണ വരുമ്പോൾ 4 തവണ L സ്ക്വയർ, 4 തവണ M സ്ക്വയർ, 4 തവണ N സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു L സ്ക്വയർ പ്ലസ് M സ്ക്വയർ പ്ലസ് N സ്ക്വയർ. പിന്നീട് വരുന്നതിന്റെ കാര്യം അത് ഒന്ന് വിശദീകരിക്കാം. അതായത് നമുക്കിപ്പോ A പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്താണ്? A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന് ശേഷം 2 AB പ്ലസ് ബി സി പ്ലസ് സി എ ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ എൽ പ്ലസ് എം പ്ലസ് എല്ലാം വിശദമായിട്ട് എഴുതുന്നില്ല ഞാൻ. എൽ പ്ലസ് എം പ്ലസ് എൻ ഹോൾ സ്ക്വയറിൽ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എൽ എം പ്ലസ് എം എൻ പ്ലസ് എൽ എൻ ഇങ്ങനെ വരും. നോക്കൂ, അടുത്ത മൈനസ് എൽ പ്ലസ് എം പ്ലസ് എൻ ഹോൾ സ്ക്വയർ എന്തായിട്ട് വരും? മൈനസ് എൽ പ്ലസ് എം പ്ലസ് എൻ ഹോൾ സ്ക്വയർ വരുമ്പോൾ തുടക്കത്തെ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് അതുപോലെ ഉണ്ടാവും. പിന്നീട് എല്ലുമായി മൾട്ടിപ്ലൈ 2 ഇൻറ്റു എല്ലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തതൊക്കെ നെഗറ്റീവിലായിരിക്കും. എം എൻ മൈനസ് എൽ എൻ ഇങ്ങനെ 4 എണ്ണം എഴുതി ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധിക്കുക, 4 എണ്ണം വെച്ച് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 4 തവണ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ വരും. ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മ്യൂച്വലി എന്ത് വരും? ക്യാൻസലേഷൻ നടക്കും. അതുകൊണ്ടാണ് ഈ റിസൾട്ടിൽ ഇവിടെ പിന്നെ എനിക്ക് എന്ത് എഴുതാം? 4 ഇൻറ്റു എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് 0 എന്ന് എഴുതാം. ഇത് കോ സ്ക്വയർ ആൽഫ പ്ലസ് കോ സ്ക്വയർ ബീറ്റ പ്ലസ് കോ സ്ക്വയർ ഗാമ പ്ലസ് കോ സ്ക്വയർ ഡെൽറ്റ. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെ വരുന്ന പ്രോബ്ലംസുകൾക്കൊക്കെ ഉള്ള 2 റിസൾട്ടുകൾ ഓർത്തിരുന്നാൽ പോരേന്ന്. പക്ഷെ അത് എങ്ങനെയാന്ന് മനസ്സിലാക്കണമല്ലോ അല്ലേ? അതെന്റെ ഡെറിവേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നോക്കൂ, അപ്പൊ ഇത് 0 വന്നത് മനസ്സിലായി. കാരണം ഇങ്ങനെയുള്ള എൽ എം പ്ലസ് എം പ്ലസ് എൽ എൻ, എൽ എം പ്ലസ് എം എൻ പ്ലസ് എൽ എൻ, പിന്നെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് എൽ എം, പിന്നെ ആഡ് ചെയ്യുന്നതിലൊരു പ്ലസ്, പിന്നെ ഒരു മൈനസ്. അപ്പൊ എൽ എം അവിടെ തീർന്നു കിട്ടി. ഇതുപോലെ എം എന്നും അതെ 2 പ്ലസിലും വരും. പറയൂ, 2 പ്ലസിലും വരും, 2 മൈനസിലും വരും. അപ്പൊ അതും എന്തായി? ക്യാൻസലായി. അപ്പൊ ആകെ നിൽക്കുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം എന്ന് ചോദിച്ചാൽ നോക്കട്ടെ. യെസ്, ഇവിടെ കോസ്ക്വയർ ആൽഫ പ്ലസ് കോസ്ക്വയർ ബീറ്റ പ്ലസ് കോസ്ക്വയർ ആൽഫ ബീറ്റ ഗാമ പ്ലസ് കോസ്ക്വയർ ഡെൽറ്റ നിങ്ങൾക്ക് ബ്രാക്കറ്റ് മാറ്റിയാൽ 4/3 ഇൻറ്റു എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ. ഇനി മറ്റൊരു റിസൾട്ട് ഉണ്ട്. DCSലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട്സ് ആണ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. ഏത് ലൈനിന്റെയും സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് DCs എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അതാണ് DC ആണോ DR ആണോ എന്ന് മനസ്സിലാക്കാൻ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് DC എടുത്താൽ നമുക്കറിയാം 1 ആണ്. അങ്ങനെ ഇത് 1 ആവും. ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഇത് 1 ആണ്. 4/3 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 4/3. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്ന് കേട്ടിട്ടുണ്ട്. 3 ഡയമെൻഷനിലെ ബേസിക്സ് ആണ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഡയറക്ഷൻ കൊസൈൻസ് എപ്പോഴും 1 ആയിരിക്കും. പക്ഷെ ആരുടെ ആൻസർ ആണ് 1? കോസ്ക്വയർ ആൽഫ പ്ലസ് കോസ്ക്വയർ ബീറ്റ പ്ലസ് കോസ്ക്വയർ ഗാമ പ്ലസ് കോസ്. നമുക്ക് കിട്ടുന്നത് ആരെയാണ്? സൈൻസ്. അപ്പൊ ഇതൊരു റിസൾട്ട് ആയിട്ട് എടുക്കാം. കോസ്ക്വയർ ആൽഫ പ്ലസ് ഇതാ ദിസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? 4/3. അപ്പൊ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ പ്ലസ് സൈൻ സ്ക്വയർ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും 1 മൈനസ് കോസ്ക്വയർ ആൽഫ 1 മൈനസ്. അപ്പൊ എത്ര വരും? 4. 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 4 മൈനസ് എന്ത് വരും? 4/3. ക്ലിയർ അല്ലേ? ഇത് 1 മൈനസ് കോസ്ക്വയർ ആൽഫ, 1 മൈനസ് കോസ്ക്വയർ ബീറ്റ, 1 മൈനസ് കോസ്ക്വയർ ഗാമ. അപ്പൊ 4 പ്രാവശ്യം 1 4 മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനുള്ളിൽ കോസ്ക്വയർ ആൽഫ പ്ലസ് കോസ്ക്വയർ ബീറ്റ പ്ലസ് കോസ്ക്വയർ ഗാമ പ്ലസ് കോസ്ക്വയർ ഡെൽറ്റ. അത് 4/3. So the answer is 12 minus 4/3. It is the answer 8/3. അങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്ലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം ചെയ്തത് എന്താ? നമ്മൾ ഒറിജിൻ ഒരു വെർട്ടെക്സ് ആയിട്ട് നമ്മുടെ ക്യൂബിനെ പ്ലേസ് ചെയ്തു. സൈഡെല്ലാം അഥവാ എഡ്ജസുകളെല്ലാം A ആയിട്ട് അസ്യൂം ചെയ്തു. A ആയിട്ട് എഡ്ജസുകൾ അസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്കതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം പ്രകാരം 3 ഡയമെൻഷനിലെ കോർഡിനേറ്റ് സിസ്റ്റം പ്രകാരം 8 വെർട്ടിസസുകളുടെയും കോർഡിനേറ്റ്സ് ലഭ്യമായി. ഈ വെർട്ടിസസുകളുടെ കണക്ഷൻ ആണല്ലോ ഡയഗണൽ. വേണമെങ്കിൽ പറഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടിസസുകളുടെ. അതായത് ഒരു വെർട്ടക്സ് നിന്ന് ആ വെർട്ടക്സ് കിടക്കാത്ത പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന, അത് ഒരു പോയിന്റ് ആയിട്ട് കോമൺ ഷെയർ ചെയ്യാത്ത പ്ലെയിനിലേക്കായിരിക്കും വരയ്ക്കേണ്ടത്. അതാണ്. നിങ്ങളൊരു ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മതി, ചിന്തിക്കാനേ ഉള്ളൂ. മോർ ഓവർ ഐ ഹാവ് ഡ്രോൺ ദ, ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്.
അപ്പൊ എന്താ വേണ്ടത്? ഈ ഡയഗണൽസ് ആയിട്ട് ഒരു ലൈൻ അല്ല ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ലൈൻ. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഡി സിസ് LMN ആയിട്ട് എടുക്കുക. നമ്മളെ ഡയഗണൽസുകളുടെ ഓരോരുത്തരുടെയും ഡി സി കിട്ടണ്ടേ? ഡയഗണലിന്റെ ഡി സി കിട്ടണമെങ്കിൽ ഒരു ഡയഗണലിന്റെ എൻ പോയിന്റിന്റെ ഡിഫറൻസ് എടുത്ത് DR എടുക്കുക. ഇതാണ് DR. DR-ൽ നിന്ന് ഡി സിസ് എടുക്കുക. എങ്ങനെയാ? 1 DR ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് DR. ആ രീതിയിൽ എടുക്കുമ്പോഴാണ് 1/√3 1/√3 1/√3 അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറാനുള്ള കാരണം നിങ്ങൾക്കറിയാം, ഈ കോർഡിനേറ്റ്സ് ഡിഫറൻസ് എടുക്കുമ്പോഴാണ്. ഞാൻ കൂടുതൽ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടില്ല, ഒരാളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, OFന്റെ. അതുപോലെ നിങ്ങൾ അപ്പർ ഫേസിലെ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് മൈനസ് ലോവർ ഫേസിൽ കിടക്കുന്ന വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് എന്നുള്ള രീതിയിൽ എടുത്തോളൂ. അങ്ങനെ എടുക്കുമ്പോൾ വരും. ഇനിയിപ്പോൾ അതിനകത്ത് സൈൻ മാറിക്കഴിഞ്ഞാൽ ടോട്ടൽ റിസൾട്ട് സെയിം ആയിരിക്കും മാഗ്നിറ്റ്യൂഡിൽ. അങ്ങനെ നമുക്കതിന്റെ DCsകൾ കിട്ടി. 1/√3 അപ്രോപ്രിയേറ്റ് സൈനിൽ വരുന്ന 1/√3. അപ്പൊ LMNകളാണ് ലൈനിന്റെ DCs എങ്കിൽ LMN DCs ഉള്ള ഒരു ലൈൻ ഒരു ഡയഗണലുമായിട്ട് ആൽഫ ആംഗിൾ ഉണ്ടാക്കിയാൽ കോസ് ആൽഫയുടെ ഫോർമുല ഉണ്ട്. കോസ് ആൽഫ ഈക്വൽ ടു സം ഓഫ് ദ DCs, പ്രോഡക്റ്റ് ഓഫ് DCs. അതാണ് എഴുതിയിരിക്കുന്നത്. ആ പ്രകാരം കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, കോസ് ഡെൽറ്റ കിട്ടി. അത് സ്ക്വയർ ചെയ്ത് ഇടുമ്പോൾ ബൈ ആൾജിബ്ര പ്രകാരം 1/3 into 4 into L square plus M square plus N square ആണ്. That is another standard result of 3D. Sum of squares of DCs is always 1. അങ്ങനെ 4/3 ആണ് cos square alpha plus cos square beta plus cos square gamma plus cos square delta കിട്ടണം. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? sin square alpha. Just by trigonometry you can have 8/3 is the answer. നോക്കാം, 8/3 is the answer. ക്ലിയർ ആണല്ലോ? 3Dയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ വേണമെങ്കിൽ ഇനി ഇങ്ങനെയുള്ള പ്രോബ്ലം വരും. പക്ഷെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഒരു ക്യൂബിന്റെ ഡയഗണൽസുകളുമായിട്ട് ഒരു ലൈൻ ആംഗിൾ ഉണ്ടാക്കിയാൽ അവരുടെ സ്ക്വയേഴ്സുകളുടെ കൊസൈൻ സ്ക്വയേഴ്സിന്റെ സമ്മ് 4/3 സൈൻ സ്ക്വയേഴ്സിന്റെ സമ്മ് 8/3 എന്ന് മനസ്സിലാക്കാം. മറ്റു ചില പ്രോബ്ലംസുകൾ ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ വസ്തുത നിങ്ങൾക്ക് എന്തായിട്ട് കീപ്പ് ചെയ്യാം? ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് ഓർത്തിരിക്കുകയും ചെയ്യാം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് ഈ പ്രോബ്ലം പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് അത്ര ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാം സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കുന്നത് അതൊരു പ്രോപ്പർ വേ അല്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്ന് 8/3 എത്തിയത്. മനസ്സിലായിരുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ പ്രോബബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഒന്ന് വായിച്ചു നോക്കൂ. പ്രോബബിലിറ്റി എന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ആ സിറ്റുവേഷൻ? 2 എയ്റോപ്ലെയിനുകളാണ്. എയ്റോപ്ലെയിനിന്റെ പേരുകൾ അവർ 1 എന്നും 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല ഉദ്ദേശത്തിനല്ല എയ്റോപ്ലെയിൻ പോകുന്നു. വായിച്ചു നോക്കൂ, നല്ല ഉദ്ദേശത്തിനല്ല. ഒരു സെക്കൻഡ്. അത് 2 പ്ലെയിനും ബോംബർ ഫ്ലൈറ്റാ, ബോംബ് ചെയ്യാനാ ഒരു സ്ഥലത്ത്. നല്ല ഉദ്ദേശത്തിലല്ല പറഞ്ഞേക്കുന്നു പ്ലെയിനെ അല്ലേ. ഒരു ടാർഗറ്റ് ലക്ഷ്യമാക്കിയിട്ട് ബോംബ് ചെയ്യാണ് ടാർഗറ്റിനെ. അപ്പൊ ആദ്യം എന്താ സംഭവിക്കുന്ന അറിയോ? ആദ്യം ഒരു പ്ലെയിൻ പോയി ബോംബിംഗ് നടത്തിയിട്ട് അടുത്ത പ്ലെയിൻ പോകുന്നു, വീണ്ടും പ്ലെയിൻ പോകുന്നു, അടുത്ത പ്ലെയിൻ പോകുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇവിടെ ഇൻ സക്സഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സക്സഷൻ മാത്രമല്ല, സിറ്റുവേഷൻ വായിച്ചാൽ മനസ്സിലാവും. ഇനി എന്തിന്റെ സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? വായിച്ചു നോക്കിയേ. ദ പ്രോബബിലിറ്റീസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്കോറിംഗ് എ ഹിറ്റ് കറക്റ്റ്ലി. ഫ്ലൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൊള്ളണമെന്നൊന്നുമില്ല. ഫസ്റ്റ് പ്ലെയിൻ ബോംബ് ചെയ്താൽ നമ്മൾ ഏത് സ്ഥലത്താണോ ബോംബ് വീഴേണ്ടത് വെച്ചാൽ അവിടെ തന്നെ വീഴണം എന്നില്ല. ഉണ്ടെങ്കിൽ അതൊരു ഷുവർ ഇവന്റ് ആണ്, 1 ആയിരിക്കും പ്രോബബിലിറ്റി. പക്ഷെ ഇവിടെ പറയുന്നത് ഫസ്റ്റ് പ്ലെയിൻ ഹിറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 0.3ഉം സെക്കൻഡ് പ്ലെയിൻ കുറച്ചുകൂടി വീക്കാ. എന്തുകൊണ്ടാണെന്നറിയില്ല. രണ്ടാമത്തെ പ്ലെയിൻ ബോംബ് ചെയ്താൽ തട്ടാനുള്ള സാധ്യത കുറച്ച് കുറവാ, 0.2 ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ തന്നെ മനസ്സിലായി ഫസ്റ്റ് പ്ലെയിൻ പോയി ബോംബിട്ട ബോംബ് അവിടെ തട്ടിക്കൊള്ളുന്നില്ല, കറക്റ്റ് സ്ഥലത്ത് തട്ടിക്കൊള്ളുന്നില്ല, മിസ്സാവാം.
സെക്കൻഡ് പ്ലെയിനും അതേ മിസ്സാവാം. പ്ലെയിൻ ബോംബ് ചെയ്താൽ കറക്റ്റ് ഹിറ്റ് ആവുമെങ്കിൽ പിന്നെ പ്രോബബിലിറ്റി 1 അല്ലേ? 1 അല്ലല്ലോ തന്നിരിക്കുന്നത്. ശരി, അപ്പൊ ഫസ്റ്റ് പ്ലെയിൻ പോയി കഴിഞ്ഞ് ബോംബിടുമ്പോൾ അത് ഹിറ്റ് ആയിക്കൊള്ളണം, അതായത് അവിടെ തട്ടിക്കൊള്ളണം എന്നുള്ള യാതൊരു നിബന്ധനയില്ല. തട്ടാം, തട്ടാതിരിക്കാം. തട്ടാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. 0.3, പകുതി പോലും ഇല്ല. മറ്റാൾക്ക് കുറച്ചുകൂടി കുറവാണ് രണ്ടാമത്. ശരി, അങ്ങനെ നടക്കട്ടെ. ഇനി എന്താ സംഭവിക്കുന്നറിയോ? ഈ രണ്ടാമത്തെ പ്ലെയിൻ പോയി ദ സെക്കൻഡ് പ്ലെയിൻ വിൽ ബോംബ്. ഒരു സ്ഥലത്ത് തന്നെ 2 പ്ലെയിൻ ബോംബിട്ട് തകർക്കേണ്ട ആവശ്യമുണ്ടോ? സ്വാഭാവികമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പ്ലേസിൽ ബോംബിടാൻ വേണ്ടി നമ്മൾ പിന്നെ ഒരു പ്ലെയിൻ അങ്ങോട്ട് പോയിട്ട് അവിടെ ബോംബിട്ടുണ്ട് പോകുന്നവിടെ ചോദിച്ചാൽ ചിലപ്പോൾ ആ പ്ലെയിൻ ബോംബിട്ട് കഴിഞ്ഞാൽ അവിടെ തട്ടിയില്ല എന്ന് വരും. ബോംബ് പോയി എന്നല്ലാതെ ബോംബ് എവിടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അത് നാശം വിധിച്ചില്ല എന്ന് വരും. മറ്റെന്തെങ്കിലും ആയിട്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, നാശം വിധിച്ചിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ച നടക്കില്ല. അങ്ങനെ ഒന്നാമത്തെ പ്ലെയിൻ പോയി ബോംബിടുന്നു, തട്ടിയാൽ പിന്നെ പോകേണ്ട ആവശ്യമില്ല. നശിപ്പിച്ചൊരു സാധനത്തിൽ പിന്നെയും പോയിട്ട് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ബോംബ് വെറുതെ ആക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ പ്ലെയിൻ എന്തേ ചെയ്യുള്ളൂ? ഒന്നാമത്തെ പ്ലെയിൻ പോയി ദ സെക്കൻഡ് പ്ലെയിൻ വിൽ ബോംബ് ഓൺലി ഇഫ് ദ ഫസ്റ്റ് പ്ലെയിൻ മിസ്സസ് ദ ടാർഗറ്റ്, അല്ലേ? അതായത് ഒന്നാമത്തെ പ്ലെയിൻ പോയിട്ട് ബോംബ് ഇട്ടിട്ട് അത് തട്ടിയിട്ടില്ലെങ്കിൽ മാത്രം മതി രണ്ടാമത്തെ പ്ലെയിൻ പോവുക. പക്ഷെ തട്ടോ തട്ടില്ല എന്നുള്ളത് ഡിപ്പെൻസ്. തട്ടിയാ പോണ്ട, തട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ആള് പോകണം. ഒന്ന് ആലോചിച്ചൊക്കെ, രണ്ടാമത്തെ ആള് പോയിട്ട് ബോംബിടുന്നു, തട്ടിയിരിക്കും എന്ന് ഉറപ്പ് പറയാൻ വയ്യ. തട്ടാം, തട്ടാതിരിക്കുക. തട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ പോയിന്റ് 2 ഉള്ളൂ. ആദ്യത്തെ ആള് പോയി തട്ടിയതിന്റെ ബോംബിട്ട തട്ടത് അത്രയും കൂടി ഇല്ല സാധ്യത. അപ്പൊ എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്ന അറിയോ? അങ്ങനെ ബോംബിംഗ് നടന്നിട്ട് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ടാർഗറ്റ് ഈസ് ഹിറ്റ് ബൈ ദ സെക്കൻഡ് പ്ലെയിൻ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെ രണ്ടാമത്തെ പ്ലെയിനിലെ ബോംബിംഗ് കൊണ്ടാണ് തകർത്തത് അല്ലെങ്കിൽ തകർക്കപ്പെടുന്നത് എന്നതിനുള്ള സാധ്യത. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ പ്ലെയിൻ ബോംബ് ചെയ്യുന്നു, തകർന്നാൽ പിന്നെ രണ്ടാമത്തെ പ്ലെയിൻ പോകേണ്ട ആവശ്യമില്ല. തകരും നമുക്ക് ഉറപ്പില്ലല്ലോ. തകർന്നില്ലെങ്കിൽ രണ്ടാമത്തെ പ്ലെയിൻ പോയിട്ട് ആ സ്ഥലത്ത് ബോംബിടുന്നു. ചിലപ്പോൾ കൊള്ളാം, കൊണ്ടാൽ കഴിഞ്ഞു, സംഗതി കഴിഞ്ഞു, രണ്ടാമത്തെ പ്ലെയിൻ. പക്ഷെ അതല്ല കേസ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ അതൊരു കേസ്. ഒന്നാമത്തെ പ്ലെയിൻ പോയി കൊള്ളുന്നില്ല, രണ്ടാമത്തെ പ്ലെയിൻ പോകുന്നു, ബോംബിടുന്നു, തട്ടുന്നു. ഇതാണ് ഒരു കേസ്. അപ്പൊ ഒരാൾക്ക് ചോദിക്കാം, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നാമത്തെ പ്ലെയിൻ പോകുന്നു, ബോംബിടുന്നു, തട്ടുന്നില്ല. ദാറ്റ് ഈസ് വൈ രണ്ടാമത്തെ പ്ലെയിൻ പോകുന്നു, ബോംബിടുന്നു, അതും തട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ഈ തട്ടുന്നവർ നമുക്ക് പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പ്ലെയിൻ തട്ടണം പോയിട്ട്. അപ്പൊ പിന്നെ രണ്ടാമത്തെ പ്ലെയിൻ പോയിട്ട് തട്ടിയില്ലെങ്കിൽ വീണ്ടും രണ്ടാമത്തെ പ്ലെയിൻ വന്ന് വരില്ല. രണ്ടാമത്തെ പ്ലെയിൻ വരണമെങ്കിൽ ഇനി ഒന്നാമത്തെ പ്ലെയിൻ വരണം. അപ്പൊ ഒന്നാമത്തെ പ്ലെയിൻ വരുന്നു, ബോംബിടുന്നു, തട്ടിയില്ല. രണ്ടാമത്തെ പ്ലെയിൻ വരുന്നു, ബോംബിടുന്നു, തട്ടുന്നു. അതൊരു കേസ്. ഒന്നാമത്തെ പ്ലെയിൻ വരുന്നു, ബോംബിടുന്നു, തട്ടുന്നില്ല. രണ്ടാമത്തെ പ്ലെയിൻ വരുന്നു, ബോംബിടുന്നു, തട്ടുന്നില്ല. വീണ്ടും മൂന്നാമത്തെ പ്ലെയിൻ വരുന്നു, തട്ടുന്നില്ല എന്നെടുക്കണം. എന്നാലേ അടുത്ത പ്ലെയിൻ വരുന്നു, തട്ടുമില്ലോ എന്നറിയുള്ളൂ. അങ്ങനെ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഈ ടാർഗറ്റ് ഹിറ്റാവുന്നത് രണ്ടാമത്തെ പ്ലെയിൻ ആവാനുള്ള സാധ്യതയാണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഒരു ഇവന്റ് നിശ്ചയിക്കാം. എന്താണ് ആ ഇവന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ബി എന്ന് പറയുന്ന ഒരു ഇവന്റും ഡിഫൈൻ ചെയ്യട്ടെ. എ എന്ന് പറയുന്നത് ദ ഇവന്റ് that plane 1 hit the target. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ പ്ലെയിൻ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു എന്ന സംഭവമാണ് എ. ബി എന്ന് പറയുന്നത് ദ ഇവന്റ് പ്ലെയിൻ 2 ഹിറ്റ് ദ ടാർഗറ്റ്. തന്നിരിക്കുന്നു. എന്ത് തന്നിരിക്കുന്നു? ശ്രദ്ധിക്കണം. പി ഓഫ് എ, ഒന്നാമത്തെ പ്ലെയിൻ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള സാധ്യത 0.3 ആണ്. അപ്പോൾ തന്നെ സാധിക്കാത്ത ഹിറ്റ് ആവാത്ത പ്രോബബിലിറ്റിയോ 0.7 ആണ്. എന്താ അതിന്റെ കുട്ടൻസ്? തട്ടുന്ന പ്രോബബിലിറ്റിയും തട്ടാത്ത പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്രയായിരിക്കണം? 1 ആയിരിക്കണം. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി കൂടി ആഡ് ചെയ്താൽ 1 ആയിരിക്കണം. അഥവാ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ കോംപ്ലിമെന്റ് ഓഫ് ഇവന്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ്
പി ഓഫ് ഇവന്റ്. നിസ്സാരമായ കാര്യം, ഞാനത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്ത്. അത്രയ്ക്കും പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയ ആൾക്കാരാണ് നിങ്ങൾ. വളരെ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ എന്തിനാണ് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ ക്ലാസ്, ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പി ഓഫ് ബി, രണ്ടാമത്തെ പ്ലെയിൻ ഹിറ്റ് ചെയ്യുന്നത് 0.2 ആണ്. അപ്പൊ രണ്ടാമത്തെ പ്ലെയിൻ തട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 0.8 ആണ്. ഇനി ഏതൊക്കെ തരത്തിൽ രണ്ടാമത്തെ പ്ലെയിൻ ഹിറ്റ് ആവാം? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദ ഫോളോവിങ് ആർ. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒന്നാമത്തെ പ്ലെയിൻ ബോംബിട്ടാൽ കൊള്ളുന്നതും രണ്ടാമത്തെ പ്ലെയിൻ ബോംബിട്ടാൽ കൊള്ളുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് ഒന്നാമത്തെ പ്ലെയിൻ ബോംബിട്ടത് കൊണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊണ്ടാത്തത് കൊണ്ടാണ്, കൊള്ളാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ വയ്യ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, എയും ബിയും ആരാണെന്ന് മനസ്സിലാക്കുക, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എന്തിനാ അത് പറഞ്ഞു വെക്കണം എന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ്സ് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ്. എ ബി ഒക്കെ ഇൻഡിപെൻഡന്റ്. ആർ പറ ഇൻഡിപെൻഡന്റ്. എ ബി, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എല്ലാം ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, സ്വതന്ത്രമായി സംഭവിക്കുകയാണ്. അല്ലാതെ അയാൾ വന്നതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറയാനില്ല. ഇൻഡിപെൻഡന്റ് ഇവന്റ്സാ. അപ്പൊ ഇനി നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം എന്താ? നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം ഇതാണ്. രണ്ടാമത്തെ രണ്ടാമത്തെ പ്ലെയിനിന്റെ ബോംബിങ്ങിനാൽ ആ ടാർഗറ്റ് ഹിറ്റായി എന്നതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ ഇത് ഏതൊക്കെ കേസിൽ വരാം? ഒന്നാമത്തെ പ്ലെയിൻ പോകുന്നു, ബോംബിടുന്നു, തട്ടുകയാണെങ്കിലോ എന്ന് നിങ്ങളൊരു സംശയം പ്രകടിപ്പിച്ചാൽ, തട്ടുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ പ്ലെയിൻ ഇവിടെ പോകുന്ന ഒരു വിഷയം തന്നെ ഉദിക്കുന്നില്ല. അപ്പൊ ഈ ചോദ്യവുമായി ബന്ധമില്ലാത്ത ഒരു സംഭവമാണ്. നമ്മൾ നമ്മുടെ ചോദ്യത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം സാധ്യതകളെ കൽപ്പിക്കാൻ. കുട്ടി ചോദിക്കുകയാണ്, ഒന്നാമത്തെ പ്ലെയിൻ പോകുന്നു, ബോംബിടുന്നു, തട്ടി, പിന്നെ രണ്ടാമത്തെ പ്ലെയിൻ അവിടെ പോകാനുള്ള ആവശ്യം തന്നെ ഇല്ല. തട്ടാനും തട്ടാതിരിക്കാനുമുള്ള സാധ്യത എന്നല്ലേ പറഞ്ഞത്. തട്ടിയാൽ രണ്ടാമത്തെ പ്ലെയിൻ പോകുന്നില്ല. അത് നമ്മുടെ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥയായി മാറി. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മളെ ചോദ്യത്തെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ട രീതിയിൽ മുന്നേറണം. അപ്പൊ നമ്മൾ എന്ത് വേണം? രണ്ടാമത്തെ പ്ലെയിനിനാൽ ടാർഗറ്റ് ഹിറ്റ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്നാമത്തെ പ്ലെയിൻ പോയിട്ട് ബോംബിട്ട് തട്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ നിഗമനം, തീരുമാനം. അപ്പൊ ദ ഫോളോവിങ് ആർ ഡിഫറൻറ്റ്, ഒരു സ്ലിപ്പിംഗ് വരുന്നുണ്ട് എഴുതുമ്പോൾ കേട്ടോ, സാരമില്ല. ആർ ഡിഫറൻറ്റ് കേസസ് എന്നാണ്. നോക്കാം, ഞാൻ ഷോർട്ടായിട്ട് എഴുതുള്ളൂ, സെന്റൻസിലൊന്നും എഴുതില്ല, കാരണം ഇവന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ വരാം? ഒന്നാമത്തത് തട്ടാതെ വരുന്നു, അത് എപ്പോഴും അങ്ങനെ വരണം. രണ്ടാമത്തത് തട്ടുന്നു. എന്താ അത്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടാർഗറ്റ് ഈസ് നോട്ട് ഹിറ്റ് ബൈ പ്ലെയിൻ 1 ബട്ട് ഇറ്റ് ഈസ് ഹിറ്റ് ബൈ പ്ലെയിൻ 2. വേണമെങ്കിൽ ഇവിടെ നിർത്താം, പക്ഷെ ഇങ്ങനെ ഉറപ്പുണ്ടോ? അവിടെയാണ് ചോദ്യം. രണ്ടാമത്തെ പ്ലെയിൻ ബോംബിട്ടാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ രണ്ടാമത്തെ പ്ലെയിൻ പോകുമ്പോൾ ബോംബിട്ടാൽ തട്ടിയിരിക്കും. ആർക്കാണ് ഉറപ്പുള്ളത്? തട്ടാതിരിക്കാം. അപ്പൊ തട്ടുന്നത്. ഇനി തട്ടാത്തത്, ഒന്നാമത്തെ പ്ലെയിൻ എപ്പോഴും തട്ടാതിരിക്കണം, എന്നാലേ ഈ രണ്ടാമത്തെ പ്ലെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അയാളും തട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഇൻ സക്സഷൻ എന്നാ പറഞ്ഞ, തുടർച്ചയായ ബോംബിങ്ങിനാൽ രണ്ടാമത്തെ പ്ലെയിൻ കൊണ്ട് തട്ടിക്കുന്നത് എന്നാണ് ചോദ്യം. തുടർച്ചയായ പ്ലെയിൻ ബോംബിങ്ങിനാൽ വീണ്ടും ഒന്നാമത്തെ പ്ലെയിൻ വരുന്നു, തട്ടാതിരിക്കുന്നു, തട്ടാതിരുന്നതിനാൽ രണ്ടാമത്തെ പ്ലെയിൻ വരുന്നു, തട്ടുന്നു. അങ്ങനെ വരാം. അപ്പോ നോക്കണം, രണ്ടാമത്തെ പ്ലെയിൻ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ തട്ടുന്നൊരു കേസ്,
രണ്ടാമത്തെ പ്ലെയിൻ ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4. നാലാമത്തെ പ്രാവശ്യം വരാനല്ല, നാലാമത്തെ പ്ലെയിനിന്റെ വരവില്. അത് രണ്ടാമത്തെ പ്ലെയിനിന്റെ രണ്ടാമത്തെ വരവാ. രണ്ടാമത്തെ പ്ലെയിനിന്റെ രണ്ടാമത്തെ വരവാ. തട്ടാം. ഇനി ഇത് ആറാമത്തെ പ്രാവശ്യമാ. ഇതും തട്ടുന്നില്ലെങ്കിലോ വീണ്ടും ആവർത്തിക്കണം. ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് കേസുകൾ. ഓരോരോ കേസുകൾ. എത്ര കേസുകൾ എന്ന് എന്നോട് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. തട്ടുന്നത് വരെ, രണ്ടാമത്തെ പ്ലെയിനിനാൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് വരെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് ഈ കേസസുകളുടെ ഡിഫറെന്റ് കേസസുകളായതുകൊണ്ട് റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, സോറി ഇവിടെ വായിക്കേണ്ടത് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഈ തരത്തിൽ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ പോകുന്നതിൽ എവിടെയോ വെച്ച് തട്ടാം. എവിടെയോ വെച്ച് തട്ടുന്നതായി വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പോകാൻ തയ്യാറാവണം. അല്ലാതെ ഒരു കുട്ടി പറയാം ഇങ്ങനെ ഞങ്ങൾ 16 പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് എന്ന് പറയാൻ ആർക്കാ ഉറപ്പുള്ളത്? അതുകൊണ്ട് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പ്രോബ്ലം കൃത്യം മനസ്സിലായി. ചിലപ്പോ ചിലവർക്ക് തോന്നും ഈ ഒരു കേസ് മാത്രം പരിഗണിച്ചാൽ പോരെ എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പല സമയത്തും. കാരണം സാറെ പ്രോബ്ലം ഒന്നുകൂടി വായിച്ചാൽ, രണ്ടാമത്തെ പ്ലെയിൻ ചെന്ന് ബോംബിട്ടാൽ തട്ടാനുള്ള സാധ്യതയാണ്. അപ്പൊ ഒന്നാമത്തെ പ്ലെയിൻ തട്ടാതിരിക്കുകയും രണ്ടാമത്തെ പ്ലെയിൻ തട്ടുകയും ബോംബിട്ടാൽ. പക്ഷെ രണ്ടാമത്തെ പ്ലെയിൻ തട്ടിയിരിക്കും എന്നെങ്ങനെയാ പറയുക? തട്ടാതെ വന്നാലോ അങ്ങനെയും വരാലോ. അപ്പൊ തട്ടുന്ന രണ്ടാമത്തെ പ്ലെയിനിനാൽ തട്ട, അല്ലാതെ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ തട്ടുക എന്നല്ല. ഒരു പ്ലെയിൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന രണ്ടാമത്തെ പ്ലെയിനാ, അതിൽ തട്ടിയിരിക്കുക എന്നുള്ളതല്ല, രണ്ടാമത്തെ പ്ലെയിനിനാൽ തട്ടാനുള്ള സാധ്യത. അപ്പൊ തട്ടാനും തട്ടാതിരിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതിന്റെ ഓരോ പ്രോബബിലിറ്റിയിലും നമ്മൾ ഈ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, probability of intersection of independent events is equal to product of the event probability of the events. P of A intersection B, P of A into P of B. ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ആ നിലയ്ക്ക് നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്റെ ആൻസർ? P of A complement into P of B plus P of A complement into P of B complement into P of A complement into P of B. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആയിട്ട് മാറും. വാല്യൂസ് കൊടുക്കുമ്പോൾ 0.7 into 0.2 plus 0.7 into 0.8 into 0.7 into 0.2 plus etc. ഇതിനകത്തുനിന്ന് എനിക്ക് 0.7 into 0.2 ഒരു കോമൺ ഫാക്ടർ ആയിട്ട് ലഭിച്ചാൽ ബാക്കി വരുന്നത് 1 പ്ലസ് പിന്നെ വരുന്നത് 0.56 ആ. പിന്നെ ആ 0.56 2 തവണ വരും. അതുകൊണ്ട് 0.56ന്റെ സ്ക്വയർ. പിന്നെ 3 തരം വരും. അങ്ങനെ എത്ര വരുമെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് തട്ടുന്നത് വരെ. അപ്പൊ ഇത് എന്ത് വരും? 0.14 into, നിങ്ങൾക്ക് നോക്കാം, ഇൻസൈഡ് സീരീസ് ഇസ് എ GP വിത്ത് കോമൺ റേഷ്യോ 0.56 ലെസ് ദാൻ 1. സോ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 മൈനസ് R. That is 1 minus 0.56. That is what is 0.14 divided by what you get is 0.44. 14 by 44. It is 7 by 22 is the probability. 7 by 22. നോക്കാം. 7 by 22. ഈ 7 by 22ന് അവര് എന്താക്കിയിട്ടുണ്ട്? 7 by 22.
66, 4, 41, 3. Yeah, then 4. 1, that is 22, like yeah, 180, maybe 8, like 0.318 something like. That is why it is approximately 0.32. 0.32 എന്നാണ് അവർ കൊടുക്കുക. That is the value of, മറ്റതെല്ലാം അതിനും വ്യത്യസ്തമാണ്. 22 by I think 7/22. That is the value. ഓക്കെ, അപ്പോൾ വളരെയധികം രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു നിഗമനത്തിൽ ഇങ്ങനെയാണ് വരാൻ സാധ്യത, നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബിയിൽ നിർത്തിക്കൂടെ എന്ന്. അങ്ങനെയാവുമ്പോൾ രണ്ടാമത്തെ പ്ലെയിനിന്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ബോംബിംഗ് നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് രണ്ടാമത്തെ പ്ലെയിൻ ചെല്ലുന്നു, ബോംബിടുന്നു, തട്ടുന്നു. ദാറ്റ്സ് എ ഷുവർ ഇവന്റ്. അപ്പോൾ അത് 1 ആയിരിക്കണ്ടേ പ്രോബബിലിറ്റി? അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഡിഫറെൻറ്റ് കേസുകളായിട്ട് വിവരിക്കാനുണ്ടായ കാരണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് A1 A2. ഇനി നമുക്ക് അതുകൊണ്ട് ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ്, ന്യൂമറിക്കൽ ടൈപ്പ് ആൻസേഴ്സ് വരുന്നത്. ചിലപ്പോൾ ഇൻറ്റീജർ ആവാം, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടി വരും. A1 A2 A3 etc. A5 are 15 sets each with 3 elements. യെസ്, 15 സെറ്റുകളാണ്. ഓരോന്നിലും 3 എലമെന്റ്സ് ഉണ്ട്. സമ്മതിച്ചു, ഓരോ സെറ്റിലും 3 എലമെന്റ്സ്, അങ്ങനത്തെ 15 സെറ്റ്. പിന്നെ ഒരു n സെറ്റ്സുകളാണ് B1 B2 etc. n സെറ്റ്സ് ഈച്ച് വിത്ത് 2 എലമെന്റ്സ്. 2 എലമെന്റ്സേ ഉള്ളൂ. ഇനി യൂണിയൻ ഓഫ് എയിൽ വരുന്ന എലമെന്റ്സുകളുടെ എണ്ണം, യൂണിയൻ ഓഫ് എയും യൂണിയൻ ഓഫ് ബിജെയും എക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, അസ്യൂം ദാറ്റ് ഈച്ച് എലമെന്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സാക്ട്ലി 5 എലമെന്റ്സ് ഓഫ് എ ജെ. അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. A1 A2 A3 എക്സെട്ര A5 എല്ലാ എലമെന്റ്സുകളെയും കൂടിയും യൂണി എടുക്കുമ്പോഴാണ് എക്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എക്സ് ഒരു A1 3 എലമെന്റ്സ്. അങ്ങനത്തെ എത്ര എകൾ ചേർന്നാണ് എക്സ് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതായത് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ A15 എലമെന്റ്സുകളുടെ എണ്ണം, ഓരോരുത്തരുടെയും എലമെന്റ്സുകളുടെ എണ്ണത്തിന്റെ സമ്മ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ഈക്വൽ എലമെന്റ്സാ, 3 എലമെന്റ്സാ. അങ്ങനത്തെ 15 എണ്ണമാണ്. അപ്പൊ പിന്നെ 15 പ്രാവശ്യം 3 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 45 എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഒരു പ്രശ്നം കിടക്കുന്നത്. ഇത് നോർമൽ കേസിൽ. ഇത് സത്യം പറഞ്ഞാൽ എപ്പോഴാണ് അത് ശരിയാവുക? എവരി AR ഡിസ്ജോയിന്റ് ആവുമ്പോൾ ഇത് തന്നെയാണ് വരിക. എവരി AR ഡിസ്ജോയിന്റ്, പെയർ വൈസ് ഡിസ്ജോയിന്റ്. ഒരു 2 വ്യത്യസ്ത എകളിൽ കോമൺ എലമെന്റ് ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. പക്ഷേ യൂണിയൻ എടുത്താൽ ആ യൂണിയനിലെ ഒരു എലമെന്റ്, യൂണിയനിലെ ഒരു എലമെന്റ് അല്ല, യൂണിയനിലെ ഓരോ എലമെന്റ് നോക്കൂ. ഈച്ച് എലമെന്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു 5, എക്സാക്ട്ലി 5 ഓഫ് എ. അതാ രസം. ഈ കൂട്ടി വെച്ചതിലത്തെ ഓരോരുത്തരും 5, കൃത്യമായും 5 A1കളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ 5 A1 AI-കളിൽ നിന്നും ഇവരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിച്ചു വെച്ചിരിക്കുക. ഏതെങ്കിലും ഒരു A1 ഇന്നിപ്പോ ഒരു എന്താ പറയാ സ്മോൾ ലെറ്റർ A1 വന്നു, അതേ A1 തന്നെ A5 വരുന്നുണ്ട്. അങ്ങനെ 5 എണ്ണത്തിന് വരുമ്പോൾ ഈ യൂണിയനിൽ ഒരു എലമെന്റ് 5 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ റിപ്പീറ്റേഷനിൽ മൾട്ടിപ്ലിക്കേഷനിൽ 5 ടൈംസ് എക്സ്ട്രാ വന്നിട്ടുണ്ടാവും മൾട്ടിപ്ലിക്കേഷനിൽ, ഇല്ലേ, കോമൺ എലമെന്റ്സ് വരുമ്പോൾ. അപ്പൊ യൂണിയനിൽ കോമൺ എലമെന്റ്സ് വന്നാൽ കോമൺ എലമെന്റ്സുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്താ കാരണം? ഈ മൾട്ടിപ്ലിക്കേഷനകത്ത് നമ്മൾ അറിയാതെ ഓരോ എലമെന്റും 5 തവണ മൾട്ടിപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് but each element of x are in exactly 5a. അപ്പൊ ശരിക്കും n of x ആരാണ് അവിടെ? 45/5 is equal to 9. ഇങ്ങനെ വരാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ആവർത്തനം ഒഴിവാക്കുക. ആവർത്തനം മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് വന്നിരിക്കുന്നത്. ഒരേ എലമെന്റ്സ് ആവുമ്പോൾ, ഒരേ നമ്പർ ഓഫ് എലമെന്റ്സ്. ശരി, അല്ലെങ്കിൽ ഇന്റർസെക്ഷനിൽ വരുന്ന എലമെന്റ്സുകളുടെ എണ്ണം കുറയ്ക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഇതേ എക്സിൽ തന്നെ ഉള്ള ഓരോ എലമെന്റും 6 ബീജേസുകളിലും ഉണ്ട്. അപ്പൊ ശരിക്ക് n of x മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നോക്കണം. ഓൾസോ n of x-നെ നമുക്ക് ഇങ്ങനെയും എടുക്കാലോ. b1 യൂണിയൻ b2 യൂണിയൻ എക്സെട്ര യൂണിയൻ bn. അതാണ്, എത്ര എണ്ണം എന്നറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ bn-ലും 2 എലമെന്റ്സാ. ഓരോ bn-ലും 2 എലമെന്റ്സ് ആവുമ്പോൾ 2n ആണ്. അപ്പോഴാണ് ഈ 2n തെറ്റാണ്. എന്താ കാരണം? ഈച്ച് എലമെന്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സാക്ട്ലി 5 ഓഫ് എസ് ആൻഡ് എക്സാക്ട്ലി 6 ഓഫ് ബീജേസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ എക്സിലെ ഓരോ എലമെന്റും 6 ബീജകളിലുണ്ട്. ഒരു എലമെന്റിന്റെ 6 ബീജകൾ. അതറിയാതെ നമ്മൾ മൊത്തത്തിൽ 2n എഴുതിയപ്പോൾ ഇൻറ്റു 6 അധികം വന്നു. ദെയർഫോർ എക്സാക്ട് നമ്പർ n ഓഫ് എക്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 2n-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതും യഥാർത്ഥത്തിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം എന്ന് പറയാം? 9 equal to 2n/6. 9 equal to 2n/6. n equal to 9 into 6/2 equal to 9 into 3. Answer is 27. വളരെ ക്ലിയറാണ്. ഞാൻ മൊത്തത്തിൽ എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തതുകൊണ്ട് എന്താ വെച്ചാൽ ഓരോ എലമെന്റിലും ഓരോ സെറ്റിലും 3 വീതം. അങ്ങനത്തെ 15. അപ്പൊ പിന്നെ 15 × 3 45. അപ്പൊ അതിൽ എന്ത് വന്നു? ഓരോ എലമെന്റും സത്യം പറഞ്ഞാൽ 5 തവണ അധികം മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടു. റിപ്പീറ്റേഷൻ. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി 45-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. അതാണ് കറക്റ്റ് എലമെന്റ്. ഇതേ കറക്റ്റ് എലമെന്റ് ആണ് ബി പ്രകാരവും കിട്ടേണ്ടത്. ബി പ്രകാരം കിട്ടാൻ നോർമൽ രീതിയിൽ ചിന്തിച്ചാൽ 2n. അപ്പോഴാണ് ഈ എക്സിലെ ഓരോ ആൾക്കാർ 6 ബികളിലുണ്ട്. അപ്പോൾ ഒരു എലമെന്റ് ഞാൻ 6 തവണ അധികം മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 2n/6 ആണ് എക്സാക്ട് എലമെന്റ്, 9 ആണ് എക്സാക്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആവണ്ടേ? ഒരേ സെറ്റിന്റെ ടോട്ടൽ എലമെന്റ്സിന്റെ എണ്ണല്ലേ പറഞ്ഞ എക്സിന്റെ. അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്തു. വെരി സിമ്പിൾ. n equal to 3 പറഞ്ഞ് n ആണ് നിങ്ങളോട് കാണാൻ ആവശ്യപ്പെട്ടത്. 27. ക്ലിയർ ആണല്ലോ? എന്താണ് ആൻസർ? 27 ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആൾജിബ്ര കൊണ്ട് ചെയ്യാവുന്നതല്ലേ? നോക്കൂ, വായിച്ചു നോക്കൂ. ക്വാഡ്രാറ്റിക് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആൾജിബ്രയ്ക്കലി നമുക്കതിനെ കരുതേണ്ടി വരും. ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. എനിക്ക് തോന്നുന്നു 10th പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ -3 ആൽഫ ബീറ്റ 1 ആണ് അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ അവിടെ എന്തായിട്ട് വരുന്നു? -3 -b/a ആൻഡ് ആൽഫ ബീറ്റ ഈക്വൽ ടു c/a. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ -3. നമുക്ക് ഇവിടെ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ -3 യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ ആണ്. ആൽഫ ബീറ്റ ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ? യെസ്. നമ്മളോട് ആവശ്യപ്പെട്ട ക്വാണ്ടിറ്റി ഇതാണ്, α/1. അപ്പൊ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ വേണ്ടി വരുമോന്ന് അറിയില്ല. 9 ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇസ് ഈക്വൽ ടു 9 ആയതുകൊണ്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എപ്പോഴും 7. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി ആരുടെ റൂട്ട്സ് ആണ്? ആൽഫ ബീറ്റ ആർ റൂട്ട്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x + 1 = 0 ആയതുകൊണ്ട് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം എന്നാണ് ഇതിൽ പറയുന്നത്? എക്സിന്റെ സ്ഥാനത്ത് പറ, ആൽഫയും കൊടുക്കാം ബീറ്റയും കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് 3 ആൽഫ + 1 0 ആണ്. ബീറ്റ സ്ക്വയർ പ്ലസ് 3 ബീറ്റ + 1 0 ആണ്. ആവശ്യമുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കാം. ഇനി പ്രശ്നം കിടക്കുന്നത്
ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. ഏത് സിംപ്ലിഫൈ ചെയ്യുക? ആൽഫ ബൈ 1 പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയറും ബീറ്റ ബൈ ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയറും സിംപ്ലിഫൈ ചെയ്യുക. സ്ക്വയർ കൊടുക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. അവിടെ വലിയൊരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡിനോമിനേറ്റർ എന്തായിരുന്നു? ബീറ്റയാണ്. ബീറ്റ ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ന്യൂമറേറ്റർ ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഹോൾ സ്ക്വയർ ആണ്. എക്സ്പാൻഡ് ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയറും ഇവിടെ ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ആണ് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ 1 പ്ലസ് 2 ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ അറിയോ? പക്ഷെ 1 പ്ലസ് 3 ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ അറിയാം. നോക്കൂ, 1 പ്ലസ് എന്തറിയാം? 3 ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ അറിയാം. ഒരു ബീറ്റ അങ്ങ് കുറച്ച് കൊടുത്താൽ പോരെ. അപ്പൊ 1 പ്ലസ് 2 ബീറ്റ എന്തായിരിക്കും? നോക്കാം. 1 പ്ലസ് 3 ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ 0 ആണപ്പ, അല്ലേ? അപ്പൊ 1 പ്ലസ് 2 ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ആരായിരിക്കും ചോദിച്ചാൽ മൈനസ് ബീറ്റ ആയിരിക്കും. അതുപോലെ ഇത് മൈനസ് ആൽഫ ആയിരിക്കും. അപ്പൊ ഇത് ദിസ് ഈസ് മൈനസ് ബീറ്റ ആൻഡ് ദിസ് ഈസ് മൈനസ് ആൽഫ. സോ എന്താണ് സ്റ്റെപ്പ്? ആൽഫ സ്ക്വയർ ബൈ മൈനസ് ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ മൈനസ് ആൽഫ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഈസ് ടേക്കൺ ഔട്ട് സൈഡ്. മൈനസ് 1 ബൈ ആൽഫ ബീറ്റ. യാ, ന്യൂമറേറ്റർ ഈസ് വാട്ട്? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്. മൈനസ് 1 ബൈ ആൽഫ ബീറ്റ പുറത്തെടുത്താൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്. എന്ത് വരും അത്? വീണ്ടും നമുക്ക് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബിനെ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ ബീറ്റ. അത് വീണ്ടും എന്താണ് വരിക? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 3 ആൽഫ ബീറ്റ. ഇങ്ങനെയൊക്കെ ആയിട്ട് അതെന്തായി മാറി? കൺവേർട്ട് ചെയ്യപ്പെടണം. ഓക്കെ, സോ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ ബീറ്റ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. യെസ്, ഇനി നിങ്ങൾക്ക് അറിയുന്ന വാല്യൂസുകൾ ഉണ്ടല്ലോ, ബോക്സുകൾ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 3 ആൽഫ ബീറ്റ 1. സോ ഇറ്റ് ഈസ് മൈനസ് 1 ബൈ 1 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു 9 മൈനസ് 3. What you get is 6 positive. I think it is 18. Very simple. Algebraic വർക്കാണ്. ഇതിനകത്ത് വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സമ്മും പ്രോഡക്റ്റും എഴുതി, ആൽഫയും ബീറ്റ ഇക്വേഷൻ ആയതുകൊണ്ട് ആ ഇക്വേഷൻ എഴുതി. ഇത് നോർമൽ ആൾജിബ്ര ഉപയോഗിച്ച് സിംപ്ലിഫൈ എക്സ്പാൻഡ് ചെയ്തിട്ട് ആൽഫ ക്യൂ പ്ലസ് ബീറ്റ ക്യൂ. സംശയം വരാനുള്ള ഒരു സാധ്യതയും അതിനകത്ത് ഞാൻ കാണുന്നില്ല. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ 18. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ ഇങ്ങനെയാണ് പറയുന്നത്. എ ക്വസ്റ്റ്യൻ പേപ്പർ, വീണ്ടും പ്രോബബിലിറ്റി ആണോ നോക്കാം. ദ ക്വസ്റ്റ്യൻ പേപ്പർ in the examination contains 3 sections. Okay, A section, B section, C section. There are 5 for 3 questions in each section. Okay, A section എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 5 ക്വസ്റ്റ്യൻ. B സെക്ഷനിലോ 4 ക്വസ്റ്റ്യൻ. C സെക്ഷനിൽ എത്തുമ്പോൾ അത് 3 ക്വസ്റ്റ്യൻ. സ്റ്റുഡന്റിന് നോക്കട്ടെ. എ സ്റ്റുഡന്റ് ഹാസ് ഫ്രീഡം ടു ആൻസർ എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. എത്ര ചോദ്യം വേണമെങ്കിലും എഴുതാം. അപ്പൊ ഒരാൾ ചോദിക്കുക എത്ര ചോദ്യം വേണമെങ്കിലും എഴുതാം. മാത്തമാറ്റിക്സ് അല്ലേ? 0 ചോദ്യം എഴുതിക്കൂടെ സാർ? എത്ര എന്നുള്ളതിന് ഒന്നുമില്ല എന്നുള്ളതിന് 0 അല്ലേ? അങ്ങനെ പറയാൻ വയ്യ. എ സ്റ്റുഡൻസ് ഹാസ് ഫ്രീഡം ടു ആൻസർ എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ആൾക്കൊരു ചോദ്യം എഴുതാണ്ട് എഴുതിയിട്ട് പോരാം. പക്ഷെ വായിച്ചു നോക്കിയേ, ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റിംഗ് അറ്റ് ലീസ്റ്റ് 1 ഫ്രം ഈച്ച് സെക്ഷൻ. ഉത്തരം ശരിയായോ ഇല്ലയോ എന്നൊന്നുമല്ല, ഒരു ചോദ്യമെങ്കിലും ഒരു സെക്ഷൻ എടുക്കണം. മനസ്സിലാക്കൂ. എ സെക്ഷനിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും മിനിമം എടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ എടുക്കാം? ഒരു ചോദ്യമെങ്കിലും മിനിമം എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം എടുക്കാണ്ടിരിക്കാൻ പാടില്ല. മിനിമം ഒരു ചോദ്യം, അല്ലെങ്കിൽ 2 ചോദ്യം, അല്ലെങ്കിൽ 3 ചോദ്യം, 4 ചോദ്യം, 5 ചോദ്യം, 6 ചോദ്യം എടുക്കാൻ പറ്റില്ല. കാരണം 6 എണ്ണം ഇല്ലല്ലോ. രണ്ടാമത്തേന്നോ 1, 2, 3, 4. മൂന്നാമത്തേന്നും 1, 2, 3, 4 ഇല്ല. എത്ര വേണമെങ്കിൽ എടുക്കാം, മിനിമം 1. അപ്പൊ ഈ ഒരു പ്രകടനം, യെസ്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ പേപ്പർ ബി അറ്റംപ്റ്റഡ് ബൈ ദ സ്റ്റുഡന്റ്? ഒരു കുട്ടി അത് എത്ര, അപ്പൊ ഇത് കോമ്പിനേഷൻ റിസൾട്ടാ.
എത്ര വ്യത്യസ്ത രീതിയിൽ അവന് ആ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 ഓപ്പറേഷനായിട്ട് ഞാൻ ഇതിനെ തിരിക്കുന്നത്. അയാള് റിക്വയർഡ് വേസ്, എനിക്ക് ഇങ്ങനെ പറയാം നിങ്ങളോട്, റിക്വയർഡ് വേസ് എന്ന് തന്നെ പറയും ഞാൻ. ആവശ്യപ്പെട്ട വേസുകള്, നമ്പർ ഓഫ് വേസ് ഫ്രം, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഒക്കെ ഉണ്ട്. ആ വിശദാംശം ഒന്നും എഴുതുന്നില്ല. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം എ, നമ്പർ ഓഫ് വേസ് ഫ്രം എ ഇൻറ്റു നമ്പർ ഓഫ് വേസ് ഫ്രം ബി ഇൻറ്റു നമ്പർ ഓഫ് വേസ് ഫ്രം സി. ഇതല്ലേ എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഓഫ് പോസിബിൾ വേസ് ബൈ മൾട്ടിപ്ലിക്കേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാ, അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ എടുത്തത്. അതായത് എ സെക്ഷനിൽ നിന്ന് അയാൾ സെലക്ട് ചെയ്തിരിക്കണം, അതും കഴിഞ്ഞ് പേപ്പർ അവിടെ കൊടുത്ത് പോരല്ല, ബിയിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കണം, സിയിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കണം. അപ്പൊ ഈ 3 പ്രവർത്തനം ഒന്നിച്ച് നടത്തിയാലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രവർത്തനമായ അറ്റംപ്റ്റിംഗ് ദ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് നടക്കുള്ളൂ. അല്ലാതെ എ സെക്ഷനിൽ മാത്രം ചെയ്ത് വെക്കാം, ഇങ്ങോട്ട് പോരാം, ബി മാത്രമാവാം. അപ്പൊ ഇൻഡിപെൻഡന്റ് കേസ്, ഒരു തുടർച്ചയില്ല. അപ്പൊ ഇത് തുടർച്ചയായ ഒരു ഓപ്പറേഷൻസുകളുടെ ആകെ വേസ് കാണാൻ, തുടർച്ചയായ ഓപ്പറേഷൻസുകളിലെ ഓരോ തുടർച്ചയായ ഓപ്പറേഷൻ ശ്രദ്ധിക്കണം, ഡിപ്പെൻഡഡാ, അല്ലാണ്ട് വ്യത്യസ്തമല്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തി നടത്തി പിന്നെ അതുമായി ബന്ധമില്ലാത്തതല്ല. നമ്മളുടെ മൊത്തം പ്രവൃത്തി ഇതൊന്നുമല്ല. ഇത് ഓരോന്ന് ചെയ്താലും നമ്മളെ പ്രവൃത്തിയല്ല. നമ്മളെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അയാൾ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്യാനാണ്. ആ സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്ത് വേണം? ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാനല്ല, സോറി, ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അതിൽ എന്ത് വേണം? ഒന്നാമത്തേൽ നിന്നും സെലക്ട് ചെയ്തിരിക്കണം, എയിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കണം, ബിയിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കണം, സിയിൽ നിന്നും സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞാലേ നമ്മളുടെ പ്രവർത്തനം അവസാനിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ പ്രവർത്തനത്തെ 3 തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ 3 തുടർച്ചയായ പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തനം എം വേസ് എൻ വേസ് എൻ വേസ് നടത്തിയാൽ നമ്മൾ ഉദ്ദേശിച്ച പ്രവർത്തനം എം ഇൻറ്റു എൻ ഇൻറ്റു എൻ വേസിലാണ്, ഇൻറ്റു പി വേസിൽ. എം വേസ് എൻ വേസ് പി വേസ് ആണെങ്കിൽ എം ഇൻറ്റു എൻ ഇൻറ്റു പി വേസ് തുടർച്ചയായിട്ട്. അല്ല, നമ്മളുടെ പ്രവർത്തനം 3 വ്യത്യസ്ത ഇൻഡിപെൻഡന്റ് രീതിയിൽ 3 കേസസുകളായിട്ട് എം വേസും എൻ വേസും പി വേസിലും നടത്താമെങ്കിൽ ആകെ വേസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യരുത്, വ്യത്യസ്ത കേസുകളാണ്. അപ്പൊ എം പ്ലസ് എൻ പ്ലസ് പി, അതിനെയാണ് പറയുക പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ബൈ അഡീഷൻ. അപ്പൊ ഒരു പ്രവർത്തനം തുടർച്ചയായ 3 പ്രവർത്തനങ്ങളാണെങ്കിൽ പ്രോഡക്റ്റ് ചെയ്യുക. ഒരു പ്രവർത്തനം 3 വ്യത്യസ്ത കേസുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ആ കേസുകളുടെ വേസ് കണ്ട് ആഡ് ചെയ്യുക. ഇതാണ് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ അടിസ്ഥാന മാത്തമെറ്റിക്സ്. അറിയാലോ എല്ലാവർക്കും. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് വേസ് ഫ്രം എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം എ ഇൻറ്റു ഫ്രം ബി ഇൻറ്റു ഫ്രം സി. ഇവിടെ എഴുതുന്നില്ല, ഈ വേർഡ്സ് ഒന്നും എഴുതുന്നില്ല. എയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 5 എലിമെന്റ്സ്. അതിൽ മിനിമം 1 സെലക്ട് ചെയ്യാനുള്ള വേ എന്ന് ചോദിച്ചാൽ മിനിമം 1 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 3 ആവാം. അപ്പൊ എങ്ങനെയാണ് 1 സെലക്ട് ചെയ്യാനുള്ള 1 സെലക്ഷൻ എത്ര വേസിൽ നടത്താം? 5C1 വേസിൽ നടത്താം. അല്ല, 2 ആണെങ്കിലോ 5C2. അപ്പൊ അവിടെ ടോട്ടൽ വേസ് കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അതെന്താ കാരണം? എയിൽ നിന്ന് 5 എണ്ണത്തിൽ നിന്ന് 1 സെലക്ട് ചെയ്ത് പോവാം, അതൊരു കേസ് ഓവർ. പിന്നെ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ 2 എണ്ണം സെലക്ട് ചെയ്യാം, അപ്പൊ മറ്റൊരു അവസരം തുടർച്ചയായിട്ടല്ല. അതുകൊണ്ടാണ് 5C1 പ്ലസ് 5C2 പ്ലസ് 5C3 പ്ലസ് 5C4 പ്ലസ് 5C5. ഇതുപോലെ രണ്ടാമത്തുനിന്ന് എത്രയാണ് അവിടെ ഉള്ളത്? ടോട്ടൽ 4 ആണ്. അപ്പൊ 4C1 പ്ലസ് 4C2 പ്ലസ് 4C3 പ്ലസ് 4C4 ഇൻറ്റു 3C1 പ്ലസ് 3C2 പ്ലസ് 3C3. ഇത് രസകരമായ ഒരു സീരീസാ. അതിന്റെ കാര്യം ഞാൻ പറയാം. അതിന്റെ കാര്യം ഇതാണ്: 5C0 പ്ലസ് 5C1 മുതൽ 5C5 വരെയാണെങ്കിൽ 2⁵5.
അതെന്താ കാരണം? NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCNന്റെ ആൻസർ എന്താ? 2n. അതിന്റെ കാരണം എന്താ? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷനിൽ പുട്ട് എക്സ് ഈക്വൽ ടു 1. അപ്പൊ 2n ഈക്വൽ ടു C0 പ്ലസ്, അറിയാലോ അതൊക്കെ നിങ്ങൾക്ക്, C2 പ്ലസ് എക്സെട്ര പ്ലസ് CN. C0 എന്ന് പറഞ്ഞാൽ NC0. ശരി, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് 2/5. അപ്പൊ ഈ റിസൾട്ട് ഇനി ആവശ്യമില്ലല്ലോ. ഇതാണ് അതിന്റെ റിസൾട്ട്, ഇതാണ് അതിന്റെ ഫണ്ടമെന്റൽ റിസൾട്ട്. അപ്പൊ 5C0 മുതൽ 5C1 പ്ലസ് 5C5 വരെയാണ് 2/5. അങ്ങനെയാണെങ്കിൽ ഇത് 5C0 ഇല്ലല്ലോ, 5C1 എന്നല്ലേ തുടങ്ങുന്നത്, മതി. അപ്പൊ 2/5 എന്ത് കുറയ്ക്കണം? 5C0 കുറയ്ക്കണം. 5C0 1. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ, പുറകിലെ പേജിന്റെ കണ്ടിന്യൂഷൻ ഇതായിട്ടാണ് എഴുതുന്നത്. അപ്പൊ എത്ര ഇരിക്കണം? 2/5 എന്ന് 1 കുറച്ചത്, അതുപോലെ 2/4 എന്ന് 1 കുറച്ചത്, 2³ എന്ന് 1 കുറച്ചത്. നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാന്നല്ലാതെ ഒരു രക്ഷയില്ല അവിടെ. 31 ഇൻറ്റു ഐ തിങ്ക് 15 ഇൻറ്റു 7 ആണ്. ദാറ്റ് ഈസ് 15 ഇൻറ്റു 7, ഐ തിങ്ക് ഇറ്റ് ഈസ് 105 ഇൻറ്റു 31. 105 315 5523 3255. 3255 ആണ് ആൻസർ. 3255. ദാറ്റ് ഈസ് ദ ടോട്ടൽ പീസ്. കറക്റ്റ്. 3255. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോ 3 പ്രവൃത്തികൾ ഒന്നിച്ച് ചെയ്ത് തീർക്കുന്നതാണ് നമ്മളുടെ ഒരു പ്രവൃത്തി. നമ്മളുടെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അയാൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ അവിടെ കൊണ്ടു കൊടുക്കുന്നു. അപ്പൊ ഒരാൾ അത് നോക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര വ്യത്യസ്ത രീതിയിൽ അതിനെ കാണാൻ പറ്റും, ഏതൊക്കെ വ്യത്യസ്ത രീതിയിൽ ഇയാൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. എ പാർട്ടിൽ നിന്ന് 1, ബി പാർട്ടിൽ നിന്ന് 1 കൂടുതൽ, അല്ലെങ്കിൽ 1 ആവാം, അതൊക്കെ ഇതിനകത്ത് വരും. അപ്പൊ ഈ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കോംപ്ലിക്കേഷൻ വരിക. അപ്പൊ ഇതിനെ 3 പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് കാണാം. എ പാർട്ടിൽ നിന്ന് മിനിമം 1, ബി പാർട്ടിൽ നിന്ന് മിനിമം 1, സി പാർട്ടിൽ നിന്ന് മിനിമം 1. ഇവയുടെ പ്രവർത്തനങ്ങൾ, ഈ 3 പ്രവർത്തനങ്ങളോടെയും ഒന്നിച്ച് നടത്തുക. അപ്പൊ എ പാർട്ടിൽ നിന്ന് മിനിമം 1 എടുക്കുക എന്ന് പറഞ്ഞാൽ 1 എടുത്ത് പോരുക എന്നല്ല, 1 ആവാം 2 ആവാം, അതൊക്കെ വ്യത്യസ്ത കേസുകളാണ്. അപ്പൊ 1 ആവാനുള്ള സാധ്യത പ്ലസ് 2 ആവാനുള്ള സാധ്യത, 3 സെലക്ട് ചെയ്യാനുള്ള സാധ്യത പ്ലസ് 4 സെലക്ട് ചെയ്യാനുള്ള സാധ്യത പ്ലസ് 5 സെലക്ട് ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഞാൻ അവിടെ 5C1 പ്ലസ് 5C2 പ്ലസ് 5C3 പ്ലസ് 5C4 പ്ലസ് 5C5, അടുത്തതിന് 4C1 പ്ലസ് 4C2 പ്ലസ് 4C3 പ്ലസ് 4C4, അതിന്റെ അടുത്തത് 3C1 പ്ലസ് 3C2 പ്ലസ് 3C3. ഇത് ഓരോന്നും എത്രയാണെന്ന് നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് പ്രകാരം 2/5 - 1, 2/4 - 1, 2³ - 1 പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 3255 is the answer. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മറ്റത് ഒരു എവിടുന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇഫ് ദ സർക്കിൾസ്, ഓക്കെ, സർക്കിൾസ് തന്നെയാണ്. നോക്കാം എങ്ങനെയൊക്കെയാ സർക്കിൾസിന്റെ സ്ഥിതി എന്ന് നോക്കാം. ഇഫ് ദ സർക്കിൾസ് x² + y² + 6x + 8y + 16 = 0, ഒരു സർക്കിള്. x² + y² + 2 × 3 - √3 × x, കോയിഫിഷ്യന്റ് ലേശം പ്രശ്നമാക്കി ഇറേഷണൽ നമ്പർ കൊണ്ട്. നമുക്ക് നോക്കാം. 2 × 4 - √6 × y ഈസ് ഈക്വൽ ടു, വീണ്ടും ഇറാഷണൽസ് വരുന്നു. ഈ ഇറാഷണൽ നമ്പേഴ്സുകൾ വരുന്നത് കണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, വേണ്ട. കാരണം അതിന്റെ കറക്റ്റ് പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്നതെങ്കിൽ ഒരു ഘട്ടത്തിൽ വെച്ച് ആ ഇറാഷണാലിറ്റി ഒക്കെ റാഷണലൈസ് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട് എന്നത് 100% വിശ്വസിക്കേണ്ട. കാണുമ്പോഴേക്ക് തന്നെ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യിക്കുകയാണ്. കാരണം ഒരു നിസാര പരീക്ഷയല്ലല്ലോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമ്മളുടെ പ്രാക്ടീസ് കൊണ്ടും നമ്മളുടെ കഴിവ് കൊണ്ടും അതിനെ എന്താക്കാണ്? നിസാരവൽക്കരിക്കണം. ഒരു പ്രോബ്ലത്തിന് മുന്നിലും നിങ്ങൾ ഭയക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളോട് മാത്തമെറ്റിക്സ് പ്രോബ്ലം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ പഴയ ആൾക്കാർ പറയുന്ന അഹങ്കാരം പാടില്ല എന്ന് പറയെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ചൊക്കെ അഹങ്കരിക്കാം, എങ്കിലേ നമ്മൾ പതറാതിരിക്കുള്ളൂ പ്രോബ്ലത്തിന്റെ മുന്നിൽ. ഒരു പക്ഷേ അതിലൂടെ നമ്മൾ വിജയിച്ചിരിക്കാം. കോൺഫിഡൻസ് നല്ലതാണ്. ചില പ്രോബ്ലത്തെ നമ്മൾ വളരെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. അങ്ങനെ നിസ്സാരവൽക്കരിക്കുകയും നമുക്ക് അറിയുന്നതുമാണ് എന്ന് പറയുന്ന ആ ഉത്സാഹത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ഏതൊരു അധ്യാപകന് പോലും ഉണ്ടാവുന്ന കെയർലെസ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത അറിയുന്ന പ്രോബ്ലം
വളരെ പ്രാവശ്യം കണ്ടത്, ഒറ്റ നോട്ടത്തിൽ ഐഡിയ ക്ലിക്കാവുകയും ഏകദേശം ഒരു 99.5% ആൻസറിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ എത്തുകയും ചെയ്യുന്ന ചില പ്രോബ്ലംസുകൾ ഒരു സന്തോഷത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു കെയർലെസ് വരാൻ സാധ്യതയുണ്ട്. സോ ഈച്ച് ആൻഡ് എവരി പ്രോബ്ലം അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ആ ഡിഗ്നിറ്റി അതിന് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യണം. തെറ്റരുത്. ഫാസ്റ്റ് ആവാം, പക്ഷേ മിസ്റ്റേക്ക് വരാതിരിക്കണം. അതുകൊണ്ട് ഇറാഷണൽ നമ്പേഴ്സുകളിൽ നിങ്ങൾ അത്ര വറീഡ് ആവണ്ട. നിങ്ങൾ വറീഡ് ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ഇറാഷണൽ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ആ ഇറാഷണലിറ്റി ഫീല് അവസാനം വരെ കൊണ്ടുപോയി എന്നും വരും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. ഇവിടുത്തെ പ്രശ്നം 2 സർക്കിൾസുകൾ തന്നിരിക്കുന്നു. പ്രോബ്ലത്തിലേക്ക് വരാം. നിസാരമായ ഒരു അവസ്ഥയാണല്ലേ. ഇൻ ടച്ച് ഇന്റേണലി അറ്റ് ദ പോയിന്റ് ആൽഫ ബീറ്റ. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ആൽഫ പ്ലസ് √3 അപ്പൊ ഇവിടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് ആൽഫയും ബീറ്റയും എത്രയാണെന്ന് കാണാം. അല്ലെങ്കിൽ ആൽഫ പ്ലസ് √3 നേരിട്ട് കിട്ടുമെങ്കിൽ വളരെ നന്നായി. ബീറ്റ പ്ലസ് √6 നേരിട്ട് കിട്ടുമെങ്കിൽ പിന്നെന്താ ചെയ്താൽ മതി, സ്ക്വയർ ചെയ്താൽ പോരെ ആൽഫ പ്ലസ്. അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഞാൻ ഈ സർക്കിൾസുകളെ തൽക്കാലം 2 സർക്കിൾസുകളെ പേര് കൊടുക്കട്ടെ. ഞാൻ എസ് എന്നുകൊണ്ടാണ് സർക്കിളിനെ കാണിക്കുന്നത്. സർക്കിളിന്റെ തുടക്കം എസ് ആണോ എന്നൊന്നും ചോദിക്കേണ്ട. S1 എന്ന് പറയുന്ന സർക്കിളും S2 എന്ന് പറയുന്ന സർക്കിളും ഉണ്ട്. ആദ്യത്തെ സർക്കിൾ x² + y² + 6x, x² + y² + 6x plus I think it is 8y, exactly 8y + 16. 8y + 16 is equal to 0 is the first circle. It's a very simple circle. 2gx is 6x, 2g is 6, g is 3, f is 4, c is 16. ഞാൻ ആ റിസൾട്ട് പറയണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു. x² + y² + 2gx + 2fy + c = 0 എന്ന് പറയുന്ന ഒരു ജനറൽ സർക്കിളിന്റെ സെന്ററും റേഡിയസും ഒക്കെ ഈ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു. -g - f ആണ് സെന്റർ. √g² + f² - c ആണ് പറയൂ റേഡിയസ്. എവറിബഡി നോ. ശരി, ഇതിന്റെ സഹായത്താൽ ഞാൻ വീണ്ടും സെന്റർ ഓഫ് S1 ഈസ് C1 അതിന്റെ കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ I got it as -3 -4. അതിന്റെ സെന്റർ -3 -4. ഇനി അതിന്റെ റേഡിയസ് R1 വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം. 9 + 16 - 16. അത് ശരി, റേഡിയസും 3 ആണ്. കറക്റ്റായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. കോർഡിനേറ്റ്സ് ചില പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. XY പ്ലെയിൻ കറക്റ്റായി വരച്ച് അതിനകത്ത് ഈ സെന്ററും സെന്ററൊക്കെ കറക്റ്റ് കോർഡിനേറ്റ്സിൽ ചെയ്താൽ -3 4 കറക്റ്റായിട്ട് എടുത്ത് എന്താ കാര്യം? ചിലപ്പോൾ ചില ജോമെട്രിക്കൽ പ്രോബ്ലം നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ജോമെട്രിക്കൽ ഫീച്ചേഴ്സിലൂടെ തന്നെ പോകണം. പൊസിഷൻ കുറച്ചുകൂടി നന്നായി പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ട്രീറ്റ്മെന്റിലൂടെ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കോർഡിനേറ്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വരുമ്പോൾ ആ ഫിഗർ ലുക്ക്, ആ ജോമെട്രിക്കൽ ലുക്കിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ആൻസർ വരും. ചില പ്രോബ്ലത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോൾ ഈ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് കോർഡിനേറ്റ് ആക്സ് വെച്ച് -3 -4 ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് നോക്കാം. കൺസെപ്റ്റിലേക്ക് വരട്ടെ. ആദ്യം ഞാൻ സർക്കിളുകളെ ഒന്ന് പരിചയപ്പെടുത്തേ ചെയ്തിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ സർക്കിളിനെയാണ് കുറച്ച് പരിചയപ്പെടുത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല, നോക്കാം. x² + y² S2 എന്താണ് പറ? x² + y² + 2 കണ്ടോ 3 - √3 x + 2 × 4 - √6y ഈസ് ഈക്വൽ ടു എന്നാണ്. ഈസ് ഈക്വൽ ടു എന്നുള്ളതിന് ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യട്ടെ, ലെഫ്റ്റിലോട്ട് കൊണ്ടുവരട്ടെ. -k + 6 √3 + 8 √6 -k + 6 √3 + 8 √6
ഈക്വൽ ടു 0. കെയെ കുറിച്ച് പറയുന്നുണ്ട്, പോസിറ്റീവ് ആണ് എന്നുള്ളത് എപ്പോഴും ചില സന്ദർഭങ്ങളിൽ ആവശ്യം വരും. അപ്പൊ ഇതിന്റെ സെന്റർ എങ്ങനെ പറയും? ഇതാണ് 2G. അപ്പൊ ജി ആരാണ്? 3 മൈനസ് റൂട്ട് 3. അപ്പൊ അതിന്റെ നെഗറ്റീവ് ആരാണ്? റൂട്ട് 3 മൈനസ് 3. അപ്പൊ നോക്കൂ, സെന്റർ C2 റൂട്ട് 3 മൈനസ് 3 കോമ അതുപോലെ റൂട്ട് 6 മൈനസ് 4 സെന്ററും. റേഡിയസ് നിങ്ങൾ എന്ത് ചെയ്യണം? റേഡിയസ് R2 ശ്രദ്ധിക്കൂ, റൂട്ട് ഓഫ് കണ്ടോ ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നത്, നിങ്ങൾ ചെയ്തു നോക്കുക, 34 പ്ലസ് കെ ആയിരിക്കും റേഡിയസ്. ഇതാ ഇവിടെ ഉണ്ടല്ലോ, ജിയും എഫും സിയും കിട്ടിയില്ലേ? ഇതാണ് സി. മൈനസ് സി എന്നുള്ളത് അവിടെ എന്തായിട്ട് മാറും? പറ, പ്ലസ് സി എന്നായിട്ട് വരും. കാരണം ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി, സി തന്നെ മൈനസ് ഓഫ് ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ ക്യാൻസലേഷന് ശേഷം റൂട്ടിനകത്ത് എന്താ വരുന്നത്? 34 പ്ലസ് കെ. അപ്പൊ ഒന്ന് നോക്കാം. ഫസ്റ്റ് സർക്കിളിന് സെന്റർ -3 -4, റേഡിയസ് 3. സെക്കൻഡ് സർക്കിളിന്റെ സെന്റർ റൂട്ട് 3 മൈനസ് 3, റൂട്ട് 6 മൈനസ് 4, റേഡിയസ് റൂട്ട് ഓഫ് 34 പ്ലസ് കെ. ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഇവരത് ടച്ചസ് ഇന്റേണലി എന്നാണ് പറയുന്നത്, സർക്കിൾസ് ടച്ചസ് ഇന്റേണലി. അപ്പൊ ഏതാണ് ഔട്ടർ സർക്കിൾ ഏതാണ് ഇന്നർ സർക്കിൾ എന്നുള്ളതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സർക്കിൾസ് ടച്ചസ് ഇന്റേണലി. അതെവിടെയാണ്? പി ആൽഫ ബീറ്റയിൽ. യെസ്. അപ്പോ എന്ത് വരും എന്ന് ചോദിച്ചാൽ, രണ്ട് സർക്കിൾസുകൾ ഇന്റേണലി ടച്ച് ചെയ്യുകയാണെങ്കിൽ C1 C2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇന്റേണലി ടച്ച് ആവണമെങ്കിൽ R2 മൈനസ് R1. അതിപ്പോ ഏതാ വലുത് ചെറുത് എന്ന് അറിയാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ മോഡ് ഓഫ് R2 മൈനസ് R1. ഇങ്ങനെ വരുമ്പോഴാണ് സർക്കിൾസുകൾ ടച്ചസ് ഇന്റേണലി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സെന്റേഴ്സുകൾ അറിയാം. ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി C1 C2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു, R2 മൈനസ് R1ന്റെ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെ വാല്യൂ സോൾവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. C1 C2ന്റെ ഹോൾ സ്ക്വയർ എടുത്താൽ ഇവിടെ മോഡ് ഓഫ് R2 മൈനസ് R1ന്റെ സ്ക്വയർ ആവും. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. ഇതാണ് C1 C2. ഇതിനെ ഡിസ്റ്റൻസ് ഫോർമുലയിൽ എന്ന് പറയാം. ഡിസ്റ്റൻസ് ഫോർമുലയിൽ എഴുതുമ്പോൾ റൂട്ട് വരും, പക്ഷെ ഇവിടെ റൂട്ട് വേണ്ട, സ്ക്വയർ ചെയ്യണം. അങ്ങനെ ചെയ്താൽ what we get is എന്തെഴുതാം ചോദിച്ചാൽ റൂട്ട് 3 മൈനസ് 3 പ്ലസ് 3 എന്ന് വരും, ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 6 മൈനസ് 4 പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 34 പ്ലസ് കെ എന്ന് പറയുന്ന റേഡിയസും 3യും തമ്മിലുള്ളതിന്റെ സ്ക്വയറും. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 6 ആണിത് വരുന്നത്. അവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസലേഷൻ്റെ ഒക്കെ ശേഷം ദാറ്റ് ഈസ് വെരി സിമ്പിൾ വർക്ക്. 6 ഈക്വൽ ടു റൂട്ട് ഓഫ് 34 പ്ലസ് കെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 36 ഈക്വൽ ടു 34 പ്ലസ് കെ. അപ്പൊ കെ ആര് തരും? കെ ഈക്വൽ ടു 2 എന്ന് തരും. കെ ഈക്വൽ ടു 2. അങ്ങനെ K2 ആവുമ്പോൾ അവിടെ എന്താണ് ലഭിക്കുന്നത് നോക്കാം. സെന്ററും റേഡിയസും തമ്മിൽ K2 ആവുമ്പോൾ R2 എന്ന് പറയുന്ന റേഡിയസിന് ഇവിടെ എന്ത് സംഭവിക്കും? 6 ആയി മാറും. R1 3 ആയി മാറും. നോക്കാം. അപ്പൊ വീണ്ടും ഈ K2 ലഭിച്ച സ്ഥിതിക്ക് C1 -3 -4ഉം C2 എന്ന് പറയുന്ന സെന്റർ എത്രയാണ്? നമ്മളെ K2 ആണ്. C2 സെന്ററിൽ റൂട്ട് 3 - 3 തന്നെയാണ്. റൂട്ട് 3 - 3, റൂട്ട് 6 - 4, R1 3, R2 6. അപ്പൊ നമ്മള് ഇവിടെ ചെയ്യുന്ന സമയത്ത് C1 C2 എന്ന് പറയുന്നത്
സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സെൻറ്റേഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ് വരുന്നത്. നോക്കാം, സെൻറ്റേഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് C1P C1 C2 ഈക്വൽ ടു C1P എന്ന് കിട്ടുന്നു. സോ വാട്ട് യു ഗെറ്റ് ഈസ് ദിസ്. ഈ C2P എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് C2 ഇത് C1 ആയിട്ട് എടുക്കാം. കാരണം സെക്കൻഡ് റേഡിയസ് ആണ് വലുത്, ചെറിയ റേഡിയസ് കുറവാണ്. അപ്പോൾ നോക്കിക്കേ, ഇത്രയും ഡിസ്റ്റൻസ് ആണ് 6, ഇത്രയും ഡിസ്റ്റൻസ് ആണ് 3. അപ്പൊ C1 ആരായിരിക്കണം? C2Pയുടെ മിഡ് പോയിന്റ് ആയിരിക്കണം. വലിയ റേഡിയസ് ഞാൻ ഔട്ടർ സർക്കിളിനല്ലേ കൊടുക്കണം. അപ്പൊ വലിയ റേഡിയസ് 6ഉം ഇന്നർ റേഡിയസ് 3യുമാണ്. അപ്പൊ ഈ അപ്പൊ നോക്കൂ, C2 എന്ന് പറയുന്നത് 6 ആണ്, C1P എന്ന് പറയുന്നത് 3 ആണെങ്കിൽ പിന്നെ C1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ C1 ആരാണ്? C1 എന്ന് പറയുന്ന സെന്റർ C2Pയുടെ മിഡ് പോയിന്റ് ആണ്. അതാണ് ഒബ്സർവേഷൻ. ടോട്ടൽ 6 റേഡിയസ്, വലിയ റേഡിയസ് ചെറിയ റേഡിയസ്. അപ്പൊ തന്നെ ഈ ഫിഗറിൽ പ്രകാരം C1 ഈസ്, അതായത് C1 -3 -4 ഈസ് മിഡ് പോയിന്റ് ഓഫ് C2P. ഒന്നുകൂടി പറയാം, അതാണ് ഏതാണ് ഇന്നർ സർക്കിൾ ഔട്ടർ സർക്കിൾ എന്നുള്ളതിന്, അല്ല ഗ്രേറ്റർ സർക്കിളും സ്മോൾ സർക്കിൾ എന്നുള്ളതിന്റെ ഒരു തീരുമാനം ഇപ്പെടുത്തി. 6 റേഡിയസ് ഉള്ള സർക്കിൾ, അതിനുള്ളിൽ 3 റേഡിയസ് ഉള്ള സർക്കിൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു. അപ്പൊ തന്നെ എന്തായി, അവരുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും സെക്കൻഡ് റേഡിയസും സെയിം ആയതുകൊണ്ട് സെക്കൻഡ് സെന്റർ C1 C2Pയുടെ മിഡ് പോയിന്റ് ആയിരിക്കണം. ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് C2P. C2 ആരാണ്? അപ്പം C2 സെന്റർ √3 - 3, √6 - 4. P ആരാണ്? ആൽഫ ബീറ്റ. അപ്പൊ മിഡ് പോയിന്റിന്റെ ഫോർമുല പ്രകാരം what you get is -3 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് √3 - 3/2 ആയിരിക്കണം. -4 എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് √6 - 4/2 ആയിരിക്കണം. മിഡ് പോയിന്റ് ഫോർമുല. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആൽഫ പ്ലസ് √3 ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു. എങ്ങനെയാണ് ആൽഫ പ്ലസ് √3 കിട്ടുന്നത് പറയാമോ? -6 + 3. അങ്ങനെയാണ്. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ ആൽഫ പ്ലസ് √3 -6 + 3 ആയ -3യും, ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ബീറ്റ പ്ലസ് √6 ആണ്. ബീറ്റ പ്ലസ് √6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -8 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്നും ലഭിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രോബ്ലം തുടങ്ങുന്നതിന് മുന്നേ ഒന്നുകിൽ ആൽഫ ബീറ്റ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ആൽഫ പ്ലസ് √3 ബീറ്റ പ്ലസ് √6. നമുക്ക് ആൽഫ പ്ലസ് √3 -3യും ബീറ്റ പ്ലസ് √6 4ഉമായ സ്ഥിതിക്ക് ആൽഫ പ്ലസ് √3 ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് √6 ഹോൾ സ്ക്വയർ 9 + 16 ഈക്വൽ ടു 25 ഈസ് ദ ആൻസർ. C1 C2 ഈക്വൽ ടു മോഡ് ഓഫ് R2 - R1 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചു. അപ്പൊ റേഡിയസുകളോ 6ഉം 3യും കിട്ടിയാൽ 6 റേഡിയസ് ഉള്ളതാണ് ലാർജ് സർക്കിൾ, 3 റേഡിയസ് ഉള്ളതാണ്. അപ്പൊ C1 C2 ഈക്വൽ ടു റേഡിയസ് C1P - C1 C2 ആണ് റേഡിയസ്, അതും 3. അതുകൊണ്ട് ഡിസ്റ്റൻസ് C1 C2 എന്തായി പറ, C1Pയും ഈക്വൽ ആണ്. വരച്ചതിലൊക്കെ വ്യത്യാസം ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രാഫിക്കലിയുള്ള കാര്യം, അതായത് ജോമെട്രിക്കലി നമ്മൾ എഴുതിയതിന് മുകളിലല്ല ചെയ്യുന്നത്, കോൺസെപ്റ്റിന്റെ ബേസിലാണ് ചെയ്യുന്നത്. അതായത് ലാർജർ സർക്കിൾ 6ന്റെ റേഡിയസും ഇന്നർ സർക്കിളിന്റെ പകുതിയുമാണെങ്കിൽ തീർച്ചയായിട്ടും സെന്റർ തമ്മിലുള്ള ഡിഫറൻസും 3 ആണ്. അപ്പൊ എന്തായി, C1 സെന്റർ C2Pയുടെ മിഡ് പോയിന്റ് ആയി. ആ ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് നമ്മൾ ആൽഫയും ബീറ്റയും അടങ്ങുന്ന ആൽഫ പ്ലസ് √3യും ബീറ്റ പ്ലസ് √6യും കണ്ടെത്തിയത്. സ്ക്വയർ ചെയ്യുമ്പോൾ 25. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് integral values of A for which a unique circle passes through the points of intersection of the rectangular hyperbola x square minus y square equal to a square and the parabola y equal to x square. ഈ ചോദ്യം ചെയ്യുമ്പോൾ നോക്കിക്കോളൂ,
number of integral values of a for which the unique circle passes through the points of intersection of the rectangular hyperbola x square minus y square equal to a square and the parabola y equal to x square. നമുക്കറിയാം രണ്ട് കർവുകൾ തമ്മിലുള്ള ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന പുതിയൊരു കർവിനെ എങ്ങനെ എഴുതാം നോക്കാം. The curve passes through intersection of ഏതൊക്കെയാ കർവ് passes through the intersection of x square minus y square minus a square equal to 0 എന്ന് എടുക്കുന്നതിന് അടുത്തത് y minus x square or x square minus y equal to 0 and x square minus y equal to 0 is സ്വാഭാവികമായിട്ട് നമുക്ക് x square minus y square minus a square നോട് പ്ലസ് എ ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ ആഡ് ചെയ്യുന്നു. ഇതാണ് ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ പോകുന്ന സർക്കിളിന്റെ കർവിന്റെ ജനറൽ ഇക്വേഷൻ. പക്ഷെ ഇതൊരു സർക്കിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്. നമ്പർ ഓഫ് നമുക്ക് കിട്ടേണ്ടത് ഈ ഹൈപ്പർബോളയുടെയും ഈ പരാബോളയുടെയും ഇന്റർസെക്ഷനിലൂടെ ഒരേ ഒരു സർക്കിൾ പാസ് ചെയ്യുന്നു എങ്കിൽ എ എന്ന് പറയുന്ന നമ്പറിന് ഏതെല്ലാം ഇന്റഗ്രൽ വാല്യൂസ് കൊടുക്കാം. ഇന്റഗ്രൽ വാല്യൂസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻഡിജേഴ്സ് വരാം എക്ക് എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനത് ജനറൽ കർവ് എഴുതി ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ. കുറേയും കൂടി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ 1 പ്ലസ് ലാംഡ ഓൾ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ലാംഡ വൈ എന്നുള്ളൊരു ടേം കൂടി ഉണ്ടാവും. മൈനസ് ലാംഡ വൈ നോക്കാം. 1 പ്ലസ് ലാംഡ ഓൾ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ലാംഡ വൈ minus a square equal to 0 is given as a circle. സർക്കിൾ ആവണമെങ്കിൽ എന്ത് വേണം? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും സെയിം ആയിരിക്കണം. അപ്പം വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് -1 ആണ്. therefore 1 പ്ലസ് ലാംഡ തന്നെ എന്തായിരിക്കണം? -1 ആയിരിക്കണം. സോ ലാംഡ ഷുഡ് ബി -2. അപ്പോൾ ലാംഡ -2 ആണെങ്കിൽ സർക്കിൾ ഈസ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2y മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 0. അഥവാ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0. സർക്കിൾ ക്ലിയർ ആണല്ലോ. സർക്കിൾ മൈനസ് 2 ലാംഡ അല്ല 2y. And what is its radius? അപ്പോൾ അവിടെ ജി വേണമെങ്കിൽ എന്ത് പറയാം? 0 എഫ് ഈക്വൽ ടു -1. എഫ് -1 ആണ്. അപ്പോൾ സി ആരാ? എ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിന്റെ റേഡിയസ് എടുക്കാം. റേഡിയസ് ഈക്വൽ ടു യു ക്യാൻ ഹാവ് റൂട്ട് ഓഫ് 0 + 1 മൈനസ് എ സ്ക്വയർ. സി എവിടെ? അതെ എ സ്ക്വയർ ആണ്. അപ്പോൾ -c. ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. 1 മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. എ സ്ക്വയർ ലെസ് ദാൻ 1. -1 ലെസ് ദാൻ എ ലെസ് ദാൻ 1 ആവാം. -1നും 1നും ഇടയിലാണ് എ വരേണ്ടത്. അപ്പോൾ തന്നെ -1നേക്കാൾ കൃത്യമായിട്ട് കൂടുതലും 1നേക്കാൾ കൃത്യമായിട്ട് കുറവുള്ള എ എന്ന് പറയുമ്പോൾ എടുക്കാവുന്ന ഇൻറ്റീജറിന്റെ വാല്യൂ 0 ആണ്. ഒറ്റ 0 മാത്രമേ ഉള്ളൂ. ഒരു ഇൻറ്റീജർ മാത്രമേ വരുന്നുള്ളൂ. മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കണ്ടാൽ ഇത് മാത്രമല്ല എന്ത് സാറ്റിസ്ഫൈ എന്ന് പറ. മറ്റൊരു രീതിയിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സർക്കിളിന് മുകളിലാണ് സാറ്റിസ്ഫൈസ് ആരുള്ളത്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ. കോമൺ പോയിന്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ എക്സ് സ്ക്വയറിന് പകരം y കൊടുത്താൽ y സ്ക്വയർ മൈനസ് y പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0. y ഈസ് റിയൽ. ആ രീതി ചിന്തിച്ചാൽ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 1 മൈനസ് 4a സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എ സ്ക്വയർ ലെസ് ദാൻ 1/4 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റെസ്ട്രിക്ഷൻ വന്നു.
-1/2 <1/2. ഈ രണ്ട് ഓപ്ഷൻ പ്രകാരം നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യുന്നു പറ? -1/2നും +1/2നും ഇടയിലായിട്ട് എ സെലക്ട് ചെയ്താൽ a = 0. therefore number of integral values equal to എത്ര വരും? 1 ആണ് വരുന്നത്. ഒരു ഇന്റഗ്രൽ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇന്റർസെക്ഷൻ പോയിന്റിലുള്ള ജനറൽ ഇക്വേഷൻ എഴുതി, അത് സർക്കിൾ ആണെന്ന തീരുമാനത്തിൽ λ = -2. -2 കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ സർക്കിളിന്റെ റേഡിയസിൽ നിന്ന് തന്നെ നമുക്ക് റെസ്ട്രിക്ഷൻ കിട്ടിയിട്ടുണ്ട്. -1 <1. നമ്മളെ ചോദ്യത്തിന് നമ്പർ ഓഫ് ഇന്റഗ്രൽ വാല്യൂസിന് അവിടെ നിന്ന് തന്നെ ഉത്തരം കൊടുക്കുക. എന്നാൽ ഈ ചോദ്യത്തെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കിയാലോ? അങ്ങനെയും വരാലോ. ദ നമ്പർ ഓഫ് ഇന്റഗ്രൽ വാല്യൂസ് ഓഫ് എന് പകരം വാട്ട് ഈസ് ദ ലീസ്റ്റ് ഇന്റർവൽ ഇൻ വിച്ച് എ ബിലോങ്സ് ഫോർ ദിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്താൽ പോരാ. -1 <1 എന്ന് പറയുമ്പോൾ 0.8 ഒക്കെ വരാം. പക്ഷേ അതേസമയം ഇതുകൂടി സാറ്റിസ്ഫൈ എന്ന് പറയുമ്പോൾ ഏതെടുക്കണം? നിങ്ങൾക്ക് അവിടുത്തെ ആൻസർ അപ്പോൾ ഏതായിട്ട് വരും? -1/2 <1/2 ചൂസ് ചെയ്യണം. ഇതിൽ നിർത്തിക്കൂടെ? ഇതിനിടയ്ക്ക് എ എന്ന് പറയുന്ന ഇന്റിജർ എടുക്കുന്നത് ആര് മാത്രമാണ്? 0 മാത്രമാണ്. ആ അർത്ഥത്തിലും അത് എന്ത് വരും? 0 ഒരു വാല്യൂ വരുള്ളൂ. എന്നാൽ ചോദ്യം ചിലപ്പോൾ ലീസ്റ്റ് ഇന്റർവൽ ഏതാണ് എ ബിലോങ് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ ഈ ആൻസർ വരും. ഞാനൊന്നൊരു മോഡിഫിക്കേഷൻ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിഹൗ ആൻസർ ഈസ് 1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ, ഇഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി ഡിസൈഡഡ് ബൈ, പ്രോബബിലിറ്റിയിൽ ഒരു ചോദ്യമാണ്, പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇഫ് ദ സൈഡ്സ് of a triangle be decided by throwing a die thrice, then the probability that the triangle is isosceles or equilateral എന്നതിന്റെ പ്രോബബിലിറ്റി m/k ആണ്. k എപ്പോഴും m-നേക്കാൾ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ m+k യുടെ വാല്യൂ, m-ഉം k-യും റിലേറ്റീവ്ലി HCF ആരാണ്? 1 ആണ് എന്ന് വെച്ചാൽ കോമൺ ഫാക്ടർ ഇല്ല, വേറെ റിലേറ്റീവ്ലി പ്രൈം ആണ്. എന്താ ഇവിടുത്തെ അവസ്ഥ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഡൈ 3 പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ ലഭിക്കാവുന്ന 216 അഥവാ 6³ ഔട്ട്കംസുകളിൽ വരുന്ന നമ്പേഴ്സുകൾ സൈഡ്സുകളായി വരുന്നതാണ് കംപ്ലീറ്റ് ട്രയാങ്കിൾസുകൾ. എന്ന് വെച്ചാൽ ആ ട്രയാങ്കിളുടെ സൈഡ്സുകൾ 1 1 1 മുതൽ 6 6 6 വരാവുന്ന കംപ്ലീറ്റ് സാമ്പിൾ സ്പേസില് ഈ ഡിജിറ്റ്സുകൾ സൈഡ്സുകളായി വരാവുന്നതാണല്ലോ ട്രയാങ്കിൾസുകൾ. പക്ഷേ അവിടെ അങ്ങനെയല്ല, കംപ്ലീറ്റ് ട്രയാങ്കിൾ എടുക്കണ്ട. കംപ്ലീറ്റ് ട്രയാങ്കിൾസുകളുടെ എണ്ണം 216 ആണ്. ഇതാണ് ടോട്ടൽ ട്രയാങ്കിൾ വരുന്നത്. എന്നാൽ ഈ ട്രയാങ്കിളിൽ ഭാഗ്യവശാൽ പലതും ഐസോസിലസ് ആവാം, അല്ലെങ്കിൽ ഇക്വിലേറ്ററൽ ആവാം. അപ്പൊ ചോദ്യം, അങ്ങനെ എറിയുമ്പോൾ വരുന്ന ഈ 216 ട്രയാങ്കിളുകളിൽ എന്ത് വരണം? നമ്മളൊരു ഇവന്റ് നിശ്ചയിക്കുകയാണ്. ആ ഇവന്റ് എന്ത് കാണിക്കണം? ട്രയാങ്കിൾ ഈസ് ഐസോസിലസ് ഓർ ഇക്വിലേറ്ററൽ. അതാണ് ഇവന്റ്. അങ്ങനെ ട്രയാങ്കിൾ ഐസോസിലസോ ഇക്വിലേറ്ററലോ ആയി വരാനുള്ള പ്രോബബിലിറ്റിയാണ് m/k. എങ്കിൽ m+k, m-ഉം k-യും കണ്ടുപിടിക്കണം. m/k കിട്ടിയാൽ m-ഉം k-യും കിട്ടുമോ ചോദിച്ചാൽ റിലേറ്റീവ് പ്രൈം ആണെങ്കിൽ ഉറപ്പാണ്. ന്യൂമറേറ്റർ ഉള്ളത് m-ഉം ഡിനോമിനേറ്റർ ഉള്ളത് k-യും. അപ്പൊ എന്തായി? m+k കിട്ടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എത്ര വ്യത്യസ്ത കേസുകളിൽ ഈ ട്രയാങ്കിൾ വരാം എന്ന് നോക്കാം. അതായത് ഇപ്പോ ട്രയാങ്കിൾ എന്നുള്ളതിന് ഞാനൊരു T എന്ന് കൊടുക്കുന്നു. T ഇവന്റ് represent triangle is either isosceles or equilateral എന്നാണ്.
അങ്ങനെയാണെങ്കിൽ ടി ക്യാൻ ഒക്കർ ഇൻ ഫോളോവിങ് ഡിഫറൻറ്റ് വേയ്സ്. നോക്കാം ഏതൊക്കെ വേയ്സിലാണ്. ഒന്ന്, എനി ടു സൈഡ്സ് 1 ആണെന്ന് വെക്കുക. രണ്ട് സൈഡ്സ് 1 ഐസോസിലസ് ആവാൻ. എനി ടു സൈഡ്സ് 1 ആണെങ്കിൽ എനി ടു സൈഡ്സ് 1 ആവുന്ന എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? ഒന്ന് ആലോചിക്കേ. എനി ടു സൈഡ്സ് 1 ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് 2 വരാൻ പറ്റില്ല, 3 വരാൻ പറ്റില്ല, 4 വരാൻ പറ്റില്ല, 5 വരാൻ പറ്റില്ല, 6 വരാൻ പറ്റില്ല. അതെന്താ? മൂന്നാമത്തെ സൈഡ് ഇപ്പൊ നോക്കൂ, 1 ഇവിടെ വെച്ച് ഇവിടെ 2 വെക്കാൻ പറ്റുമോ? ഇവിടെ 2 വെച്ചാൽ ഒന്ന് പറഞ്ഞേ, സം ഓഫ് ടു സൈഡ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ട്രയാങ്കിൾ ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല, സം ഓഫ് ടു സൈഡ്സ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. ഗ്രേറ്റർ ദാൻ എങ്ങനെ തേർഡ് സൈഡ് ആവുക? 3 വെക്കാൻ പറ്റുമോ? 1 + 1 ആഡ് ചെയ്താൽ 3യേക്കാൾ കൂടുതലാണോ? അപ്പൊ ഇവിടെ എന്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ? 1 മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 1 സൈഡ് ആയിട്ടുള്ള ഐസോസിലസ് എന്താണ്? അവിടെ ഇക്വലേറ്ററൽ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ എനി ടു സൈഡ്സ് 1 ആവുമ്പോൾ തേർഡ് സൈഡ് പിന്നെ ഓപ്ഷൻസ് ഇല്ല, ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, 1 തന്നെ ആയിരിക്കണം. അപ്പൊ എനി ടു സൈഡ്സ് 1 ആവുന്നത് എനി ടു സൈഡ്സ് 1 അത് ഓൺലി 1 ട്രയാങ്കിൾ. 2, എനി ടു സൈഡ്സ് 2 വരാം. സൈഡ്സ് 2 വരുമ്പോൾ മൂന്നാമത്തെ സൈഡ് ആരൊക്കെ വരാം? തേർഡ് സൈഡ്. പറഞ്ഞോളൂ. എനി ടു സൈഡ്സ് 2. തേർഡ് സൈഡ് നമുക്ക് 1 വരാം. തേർഡ് സൈഡ് ഈസ് 1 വരാം. 1 വരുമ്പോൾ 2 + 1 ഗ്രേറ്റർ ദാൻ 2. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാൻ പാടില്ല. 4 വന്നുള്ള കുഴപ്പം എന്താ വെച്ചാൽ ആ 4 എന്ന് പറയുന്ന തേർഡ് സൈഡ് ഈസ് നോട്ട് എക്സാക്ട്ലി ഗ്രേറ്റർ ദാൻ 2 + 2. 2 + 2നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് നിൽക്കണം. അപ്പോ രണ്ട് സൈഡ് 2 ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് നോക്കാം, ഒന്നുകൂടി ചിന്തിക്കണം. രണ്ട് സൈഡ് 2 ആവുമ്പോൾ മൂന്നാമത്തെ സൈഡ് 2 വരുന്നു, നമുക്ക് അംഗീകരിക്കാം ഇക്വലേറ്റർ ട്രയാങ്കിൾ. മൂന്നാമത്തെ സൈഡ് 1 വരുന്നു, 2 to 1. 2 to 1 നിങ്ങൾ പെയർ വൈസ് രണ്ട് സൈഡ് ആഡ് ചെയ്താൽ 3ഉം 4 വരുള്ളൂ, ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. 2 to 2 എന്തായി? ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയി. അങ്ങനെ ആവാലോ, അതുകൂടി കേസിൽ നോക്കണം. 1 വന്നാൽ ഓക്കെ, 3 വന്നാൽ 2 to 3. 2 to 3 എന്ന് വരുമ്പോൾ സം ഓഫ് 2 to 3 3 + 2 2 + 2 ഗ്രേറ്റർ ദാൻ 3 3 + 2 ഗ്രേറ്റർ ദാൻ 2 2 + 2 ഗ്രേറ്റർ ദാൻ 3 പറ്റും. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ബേസിക് പ്രോപ്പർട്ടി നടക്കണം. എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾസ്. അടുത്ത കേസ് മൂന്നാമത്തെ കേസിൽ എനി ടു സൈഡ്സ് 3 വരുമ്പോൾ തേർഡ് സൈഡ് എന്തൊക്കെ വരാം? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. നിങ്ങൾ പെയർ വൈസ് ഏത് രണ്ട് സൈഡ് ആഡ് ചെയ്താലും തേർഡ് സൈഡിനേക്കാൾ കൂടുതലാണ്. അപ്പൊ എത്രയുണ്ടായി? 5 ട്രയാങ്കിൾ. 4 എനി ടു സൈഡ്സ്, അതായത് നമ്മൾ ഐസോസിലസ് കീപ്പ് ചെയ്തിട്ട് ഇക്വലേറ്ററൽ ആവാൻ അതിൽ വന്നോളും. എനി ടു സൈഡ് 4 വരുമ്പോൾ തേർഡ് സൈഡ്, ഇവിടെ 5 ട്രയാങ്കിൾ ആണ് വരുന്നത്. തേർഡ് സൈഡ് ആരൊക്കെ വരാം? ഏതും വരാം. 1 2 3 4 5 6 എല്ലാം വരാം. അപ്പൊ എത്ര ട്രയാങ്കിൾ? either ഐസോസിലസ് ഓർ ഇക്വലേറ്ററിൽ വരുന്ന
ഐസോസിലസ് രണ്ട് സൈഡും 4 ആയിട്ടുള്ള ഐസോസിലസുകളിൽ എത്ര എണ്ണം വരാം? 6 വരാം. അടുത്തത് എനി ടു സൈഡ്സ് 5. അവിടെ അതെ എനി ടു സൈഡ്സ് 5 ആവുമ്പോഴും തേർഡ് സൈഡ് എത്ര വരാം? തേർഡ് സൈഡ് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. സം ഓഫ് എനി ടു സൈഡ്സ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. അങ്ങനെ വരുന്നത് എത്ര ഉണ്ടാവും? അതും 6 times, 6 triangles. And the last case, any two sides 6 ആണെങ്കിൽ തേർഡ് സൈഡ് 1 2 3 4 5 6, അതും 6 ട്രയാങ്കിൾ. അപ്പൊ ടോട്ടൽ ട്രയാങ്കിൾസുകൾ എത്ര വരും? നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയ്തർ ഐസോസിലസ് ഓർ ഇക്വലേറ്ററൽ വരുന്ന. therefore number of total triangles either ഐസോസിലസ്, അങ്ങനെയാണല്ലോ ചോദ്യം. ചോദ്യത്തില് ഐസോസിലസോ ഇക്വലേറ്ററൽ ആണോ? ഐസോസിലസ് ട്രയാങ്കിള് ചോദിച്ചിരിക്കുന്നത് അതെ എയ്തർ ഐസോസിലസ് ഓർ ഇക്വലേറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് തുടങ്ങണം. 1 3, പിന്നെല്ലാം എത്രയാ? 5ഉം 3 6ഉം. 1 + 3 + 5 + 6 + 6 + 6 ആഡ് ചെയ്യുമ്പം 18 23 26 27 ഐ തിങ്ക് 27. ടോട്ടൽ ട്രയാങ്കിൾ ട്രൈ ചെയ്യുമ്പോൾ എത്രയാ? 216. therefore probability of triangle is either isosceles or equilateral എന്ന് പറഞ്ഞാൽ 27/216. എത്രയായിരിക്കും 27/216 എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ബൈ ഡിവിഷൻ 1/8. റിലേറ്റീവ്ലി പ്രൈം ആണ്. m = 1, k = 8. nothing to worry. m + k = 9. നോക്കാം നമുക്ക് ആൻസർ. 9 ആണ് ആൻസർ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഡൈ ത്രോ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ വരാവുന്ന ഔട്ട്കംസുകൾ സൈഡ്സുകളായ ട്രയാങ്കിൾസുകളുടെ ലിസ്റ്റ് എടുക്കാം. സോ ഹൗ മെനി ടോട്ടൽ ട്രയാങ്കിൾസ്? 216 ടോട്ടൽ ട്രയാങ്കിൾസ്. 216 ടോട്ടൽ ട്രയാങ്കിൾസ്. ആ ട്രയാങ്കിൾസുകളിൽ എത്ര എണ്ണം ഒന്നുകിൽ ഐസോസിലസോ അല്ലെങ്കിൽ ഇക്വലേറ്ററലോ ആവും. അപ്പൊ നമുക്ക് ഐസോസിലസ് ആക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് തന്നെ ഇക്വലേറ്ററിലേക്ക് കടക്കാം. എങ്ങനെ? 1 1 രണ്ട് സൈഡ് ഫിക്സ് ചെയ്യുക ഐസോസിലസ്. ഇനി മൂന്നാമത്തെ സൈഡ് ആരാവാം? 2 3 4 5 6 വരാൻ വയ്യ. അങ്ങനെ വരുമ്പോൾ 2 വന്നാൽ നമുക്ക് ഈ 1 1 ആഡ് ചെയ്യുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ 2 കിട്ടുന്നില്ല. തേർഡ് സൈഡിനേക്കാൾ കൂടണം. ബേസിക് പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ. അപ്പൊ 1 1 രണ്ട് സൈഡ് ഫിക്സ് ചെയ്താൽ മൂന്നാമത്തെ സൈഡ് പിന്നെ ഫോഴ്സ്ഫുള്ളി ആരായിരിക്കണം? 1 തന്നെ വരാൻ പറ്റുള്ളൂ. അപ്പൊ 1 1 ഐസോസിലസ് ആയ ഒരേ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ അവിടെ. ഇനി 2 2 രണ്ട് സൈഡ് വന്നാൽ തേർഡ് സൈഡ് 1 വരാം, അപ്പൊ അത് മിയർ ഐസോസിലസ്. തേർഡ് സൈഡ് 2 വരാം, അപ്പൊ അത് ഇക്വലേറ്ററൽ. തേർഡ് സൈഡ് 3 വരാം. അവിടെ ട്രയാങ്കിളിന്റെ ബേസിക് പ്രോപ്പർട്ടി അംഗീകരിക്കും. 4 വരാൻ പറ്റില്ല. 4 വന്നാൽ നമുക്ക് 2 2 എന്നാണ്. അതിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് അല്ല. തേർഡ് സൈഡ് 4 അല്ലേ, പിന്നെ 5 അല്ലല്ലോ. 2 2 എന്ന് പറയുന്ന 4 ഗ്രേറ്റർ ദാൻ 4ഉം ഗ്രേറ്റർ ദാൻ 5ഉം ഗ്രേറ്റർ ദാൻ 6ഉം തെറ്റാണ്. അതുകൊണ്ടാണ് തേർഡ് സൈഡ് എന്ത് വരാൻ പാടില്ല? 4 വരാൻ പാടില്ല. തേർഡ് സൈഡ് 1 ആയിട്ടുള്ളത്, തേർഡ് സൈഡിൽ 2 ആയിട്ടുള്ളത്, തേർഡ് സൈഡ് 3 ആയിട്ടുള്ളത്. അപ്പൊ എത്ര ട്രയാങ്കിൾസ്? 3 ട്രയാങ്കിൾസ്. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ രണ്ട് സൈഡ് 3 ആയി വരുന്ന 5, രണ്ട് സൈഡ് 4 ആയി വരുന്നതും 5 ആയി വരുന്നതും 6 ആയി വരുന്നതും 6 6 6 എങ്കിൽ എയ്തർ ഐസോസിലസ് ഓർ ഇക്വലേറ്ററൽ ആവുന്ന ടോട്ടൽ ട്രയാങ്കിൾസുകളുടെ എണ്ണം 27ഉം ടോട്ടൽ പോസിബിൾ ട്രയാങ്കിൾസുകൾ 216ഉം ആണ്. അങ്ങനെ വരുമ്പോൾ what do you get? Probability of getting either an isosceles or an equilateral എന്ന് പറഞ്ഞാൽ ഫേവറബിൾ നമ്പറിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/8.
അതാണ് എം ബൈ കെ. എമ്മും കെയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ പിന്നെ നോർമലി എം ഈക്വൽ ടു 1ഉം കെ ഈക്വൽ ടു എന്തായിരിക്കണം 8. അപ്പൊ എം പ്ലസ് കെ എത്രയാണ് 9. 9 ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദാറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആർ എന്ന ആറിലേക്കുള്ള എഫ് എക്സും തന്നിട്ടുണ്ട്, ജി എഫ് എക്സും തന്നിട്ടുണ്ട്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് -3 ഇസ് നത്തിങ്. എഫ് കോമ്പോസിഷൻ ഓഫ് -3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് -3. വാട്ട് ഈസ് ജി ഓഫ് -3? Put in the expression of g of x, put x equal to 3. I think it is 10. Again it is putting the expression of f of x. 10 plus 1 the whole square. I think it is 121. 11 square. Yeah, 121 is the answer. Nothing to worry. Just by composition rule, you can calculate it. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒരു ആവശ്യമില്ല. ജി ഓഫ് -3 10 ആണ്. അത് എഫിൽ കൊടുത്താൽ ആൻസർ ആയി. എക്സ്പ്രഷൻ കാണാനാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇതിവിടെ വാല്യൂ കാണുമ്പോൾ ഈ രീതി ചെയ്താൽ മതി. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. That's why next question. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ടായിട്ടല്ലേ കാണുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസുകളിൽ ഒരു സ്ഥിരം സ്വഭാവം നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നല്ലതല്ല, വേണം. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ അണ്ടർ ദ കണ്ടീഷൻസ്. എന്തായിരിക്കണം? എക്സും വൈ പോസിറ്റീവ്, എക്സ് വൈ ലെസ് ദാൻ അല്ല ഗ്രേറ്റർ ദാൻ -1. അങ്ങനെയാണെങ്കിൽ ഈ സമ്മേഷൻ നമ്മൾ ഇതുപോലെ 1, 2, 3 കൊടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കപ്പോൾ ഈ സമ്മേഷനകത്ത് ഈ ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇങ്ങനെ സ്പ്ലിറ്റഡ് ഫോമിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ വന്ന് നമ്മൾ സം ചെയ്യുമ്പോൾ സമ്മേഷനിലൂടെ നമുക്ക് ക്യാൻസലേഷൻ വരും. ഇവിടെ ഇതിനകത്ത് ഇതിനെ ഒരു ടാൻ ഇൻവേഴ്സ് എം മൈനസ് ടാൻ ഇൻവേഴ്സ് എൻ, അതിൽ എന്നും എമ്മും എന്നിലും 6 ഉണ്ടാവും. ആ 6ന് 1, 2, 3 കൊടുക്കുമ്പോഴുള്ള ടാൻ ഇൻവേഴ്സ് എം മൈനസ് ടാൻ ഇൻവേഴ്സുകളുടെ ബ്രാക്കറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസലേഷന് സാധ്യത കൽപ്പിക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്ത് വേണം? ഈ ടാൻ ഇൻവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് എം മൈനസ് ടാൻ ഇൻവേഴ്സ് എന്നിൽ അതിന് എന്ത് വേണം? ഓർക്കണം? ഈ ഫോർമുല പോലെ ഇതിനെ കൊണ്ടുവരണം. അപ്പൊ നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് ഓഫ് 2r ബൈ 2 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ പവർ 4നെ ടാൻ ഇൻവേഴ്സ് ഓഫ് 2r ബൈ നമുക്ക് 1 പ്ലസിൽ കിട്ടണം അല്ലേ? 2 പ്ലസ് എന്നല്ലേ? അപ്പൊ 1 പ്ലസ് 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ പവർ 4 എന്നാക്കണം. അതെന്ന് പറഞ്ഞാൽ അറിയാലോ, ടാൻ ഇൻവേഴ്സ് ഓഫ് 2, അതാണ് ആ സ്പ്ലിറ്റിംഗ് ഡിനോമിനേറ്റർ എന്നാണ് കിട്ടുക. ഇതിനെ നമുക്ക് 1 പ്ലസ് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആയിരിക്കുമല്ലോ എക്സ്പാൻഡ് ചെയ്താൽ 2r സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? ഇവിടെ നിന്ന് യു ക്യാൻ ഹാവ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് വൈ ടാൻ ഇൻവേഴ്സ് ഓഫ് നോക്കാം 2r ബൈ 1 പ്ലസ് ആർ സ്ക്വയർ 1 പ്ലസ് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അതെ, ഈ 1 നേരത്തെ ഉള്ള 1 ആണ്. ബാക്കി 1 പ്ലസ് പറ ആർ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ. ഡിനോമിനേറ്റർ ഓക്കെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കണം ന്യൂമറേറ്റർ. ഫാക്ടറൈസ് ചെയ്തപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഈ എ ഇതിന്റെ രണ്ടിനും കൂടി ഡിഫറൻസ് ആയിട്ട് ന്യൂമറേറ്ററിന് എഴുതാൻ പറ്റണം. നോക്കാം. അപ്പൊ അതിനിങ്ങനെ എഴുതാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 2r എന്നുള്ളത്. അപ്പൊ ഈ ഡിഫറൻസ് ആയിട്ട് എഴുതുമ്പോൾ 1 പ്ലസ് ആർ സ്ക്വയർ മൈനസ് ഓഫ് 1 മൈനസ് ആർ പ്ലസ് ആർ സ്ക്വയർ divided by 1 plus r plus r square, 1 plus r square minus 1 minus r plus r square, 1 plus r plus r square into 1 minus r plus r square. Correct. Tan inverse of x minus y by 1 plus xy. അപ്പോൾ ഇതെന്തായി മാറി? tan inverse of 1 plus r square minus tan inverse of 1 minus r plus r square ആയി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ്
ഈ എക്സ്പ്രഷൻ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ ബാക്കി എസ് അപ്പം എന്തായിരിക്കും? എസ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആർ ഈക്വൽ ടു 1 to 50 ടാൻ ഇൻവേഴ്സ് ഓഫ് 1 plus r സ്ക്വയർ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 minus r plus r സ്ക്വയറിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? എന്താ ചെയ്തത് ഇവിടെ? ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ന് പറയുന്ന സിംഗിൾ എക്സ്പ്രഷനെ ഒരു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നിങ്ങൾ ഇതിന് ആറിൽ 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ടാൻ ഇൻവേഴ്സ് ഓഫ് 1 plus r സ്ക്വയർ, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 3 മൈനസ് ടാൻ ഇൻവേഴ്സ് 1. അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് അവിടെ നിൽക്കും, പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ 50 കൊടുക്കുമ്പോഴുള്ള ടേമായ 1 plus 50 plus 50 സ്ക്വയർ അവിടെ നിൽക്കും, മൈനസ് ടാൻ ഇൻവേഴ്സും 1 അവിടെ നിൽക്കും. 5/4 ആക്കല്ലേ? ബാക്കിയുള്ള ടേംസുകൾ എവിടെ പോയി? ക്യാൻസലേഷൻ. അതായത് ഫസ്റ്റ് ടേം അടുത്ത ടേമിന്റെ സെക്കൻഡ് ടേം ആയിട്ട് ക്യാൻസൽ ആവും. ടാൻ ഇൻവേഴ്സ് 3 അടുത്ത ടേമിൽ അത് മൈനസ് ടാൻ ഇൻവേഴ്സ് 3, ടാൻ ഇൻവേഴ്സ് 5 അങ്ങനെ ക്യാൻസൽ ചെയ്തു. യെസ്, ക്യാൻസലേഷന്റെ ശേഷം ബാക്കി നിൽക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 plus 50 plus 50 സ്ക്വയർ മൈനസ് ടാൻ ഇൻവേഴ്സ് 1. അതിനെ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്തെഴുതാം. എങ്ങനെ ജോയിൻ ചെയ്യാം? നേരത്തെ എഴുതിയ പോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ 1 plus 50 plus 50 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 plus എക്സ് വൈ എന്ന് പറയുമ്പോൾ ഓൺലി 1 plus 50 plus 50 സ്ക്വയർ കമ്പൈൻ ചെയ്തു. ഇതാണ് എസ്. എത്രയാണ് അപ്പോൾ എസ് വരുന്നത്? എസ് വരുന്നത് അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് അറിയാലോ, 1 ക്യാൻസൽ ചെയ്താൽ 50 plus 50 സ്ക്വയർ, 50 സ്ക്വയർ 2500. സോ ഇറ്റ് ഈസ് 2550 ഡിവൈഡഡ് ബൈ താഴെ 2552 എന്ന് വരും. ഇതാണ് എസ്. സോ വാട്ട് ഈസ് ടാൻ എസ്? ടാൻ എസ് ഈക്വൽ ടു 2550 ബൈ 2552. വീണ്ടും പറയാം, ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ തോന്നിയത് എന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്ററിനെ ഞാൻ 1 പ്ലസിലേക്ക് എഴുതാൻ ശ്രമിച്ചു. 1 പ്ലസിൽ എഴുതി അതിനെ ഫാക്ടറൈസ് ചെയ്തു. എന്നിട്ട് അതിന്റെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി എ മൈനസ് ബി എഴുതുമ്പോൾ എയും ബിയും കിട്ടി. അതിന്റെ ഡിഫറൻസ് ആയിട്ട് ന്യൂമറേറ്റർ 2r ലഭിക്കും. അങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ വന്നത്. അതിന് സമ്മേഷൻ കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ വരുന്ന മൈനസ് വാല്യൂ ആയ ടാൻ ഇൻവേഴ്സ് 1 അവിടെ വരും. മൈനസ് ടാൻ ഇൻവേഴ്സ് അവിടെ ക്യാൻസൽ ചെയ്യാതെ നിൽക്കും. അവസാനത്തെ r ഈക്വൽ ടു 50 കൊടുക്കുമ്പോഴുള്ള ടാൻ ഇൻവേഴ്സ് ഓഫ് 1 plus 50 plus 50 സ്ക്വയറും ക്യാൻസൽ ചെയ്യാതെ നിൽക്കും. ബാക്കി ഇൻ ബിറ്റ്വീൻ വരുന്ന ടേംസുകളൊക്കെ എന്താവും? പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി വരുന്നതിനെ വീണ്ടും ടാൻ ഇൻവേഴ്സിലേക്ക് കമ്പൈൻ ചെയ്തെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിൽ നിന്ന് ടാനസ് എഴുതി. കണ്ടുപിടിക്കേണ്ടത് കോട്ടസ്. കോട്ടസ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ആക്കി എഴുതിയാൽ 2552 by 2550. പക്ഷെ കണ്ടുപിടിക്കേണ്ടത് ഐ തിങ്ക് ഇറ്റ് ഈസ് 2550. ഇങ്ങനെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 2550 ഡിവൈഡഡ് ബൈ 638 കോട്ടസ് എന്നൊരു നമ്പർ ചോദിച്ചാൽ നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്യാന്നല്ലാതെ ഒന്നുമില്ല. 2550 ബൈ 638 ഇൻറ്റു 2552 ഡിവൈഡഡ് ബൈ ക്യാൻസലേഷൻ 2550 ക്യാൻസൽഡ്. റിസൾട്ടിംഗ് ആൻസർ 2552 ഡിവൈഡഡ് ബൈ 638. I think it is correctly divided by 4 times. So 4 is the answer. 4 എന്ന് പറയുന്ന ഇൻറ്റീജർ ആണ് അതിന് ആൻസർ ആയി വരുന്നത്. കറക്റ്റ്. ടാൻ ഇൻവേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നു, സമ്മേഷൻ കൊടുക്കുന്നു, cancellation വരുന്നു. Then remaining last 2 terms again changed into tan inverse x minus tan inverse y equal to tan inverse of x minus y by 1 plus xy. അതിന്ന് ടാനസ് എഴുതി കോട്ടസ് എഴുതി നമ്മളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിട്ടാണ് തന്നിരിക്കുന്നത്? ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. The matrix is LMN PQR 11 and B equal to A square. ശരി. പിന്നെ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്, നല്ലോണം ആലോചിക്കണം. ഇതൊരു ഇൻഫർമേഷൻ, ഇത് വേറൊരു ഇൻഫർമേഷൻ, ഇത് വേറൊരു ഇൻഫർമേഷൻ.
നമുക്ക് ഈ ഡിറ്റർമിനന്റ് ഓഫ് ബി ശരിക്കും ആരാണ്? ഡിറ്റ് എ സ്ക്വയർ അല്ലേ? കാരണം ബി = എ സ്ക്വയർ ആണ്. അപ്പൊ ഡിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഡിറ്റ് ഓഫ് എയുടെ സ്ക്വയർ ആയിട്ട് എടുക്കാം. ഓർത്തിരിക്കുക, ഡിറ്റ് ബി എന്ന് പറയുന്നത് ഡിറ്റ് എയുടെ സ്ക്വയർ ആണ്. ആരാണ് ഡിറ്റ് എ? ഡിറ്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എലമെന്റ് PQR 111. ട്രാൻസ്പോസൈസ് എടുത്തു നോക്കൂ. ഇത് വളരെ രസകരമായ ഒരു റിസൾട്ടാണ്. ഞാൻ പറയട്ടെ, LP MQ NR വെർട്ടിസസ് ആയ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഡബിൾ ആണിത്. ദിസ് ഈസ് ട്വൈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇവിടെ ഞാൻ ABC എന്ന് കൊടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ ABC. ക്ലിയർ ആണോ? അല്ലേ? ഈ ഡിറ്റർമിനന്റ് ഈ ABC ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഡബിൾ ആണ്. ഏരിയ കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈഡ്സുകൾ കണ്ടുപിടിക്കണം. ഈ A എന്ന് പറയുന്ന സൈഡ് എങ്ങനെയായിരിക്കും? A എന്ന് പറയുന്ന സൈഡ് നമുക്ക് വേണമെങ്കിൽ A സ്ക്വയർ പറയാം. A സ്ക്വയർ ആരാ? m-n² പ്ലസ് q-r². അതിനാണ് ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലല്ലേ? L-m ആണ്. അപ്പോ LPMQ NR. അപ്പൊ A സ്ക്വയർ m-n q-r. m-n² പ്ലസ് q-r² ഉണ്ടല്ലോ. അപ്പൊ m-n² പ്ലസ് q-r² എന്ന് പറഞ്ഞാൽ 16 ആണ്. A അപ്പോൾ 4 ആണ്. സോ ദിസ് സൈഡ് ഈസ് 4. അടുത്ത ഇൻഫർമേഷൻ പ്രകാരം ദിസ് സൈഡ് ഈസ് 5 ആൻഡ് ദിസ് സൈഡ് വിൽ ബി ലൈക്ക് 4 എന്ന് വരും. എങ്ങനെയാ വരുന്നത്? L-n² ഇതാ L-n² തിരിച്ചു പോവാട്ടോ. L-n² ഇതാ n-l² പ്ലസ് r-p² ഈക്വൽ ടു 25 ആണെങ്കിൽ ആ സൈഡ് 5 ആണ്. കോർഡിനേറ്റ്സ് ഡിഫറൻസിന്റെ സ്ക്വയറിന്റെ സമ്മ് സൈഡിന്റെ സ്ക്വയർ. കോർഡിനേറ്റ്സ് ഡിഫറൻസിന്റെ സ്ക്വയറിന്റെ സമ്മ് സൈഡിന്റെ സ്ക്വയർ മാത്രമേ ഉള്ളൂ. സിമ്പിൾ. അപ്പൊ നമുക്ക് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ABC അറിഞ്ഞാൽ S എന്താണ്? A+B+C/2 ആണ്. എത്ര ഇവിടെ? A+B+C/2. 5 + 4 + 4. സോറി 5 + A2 ആണല്ലേ? അതെ 4 തന്നെ ആണോ? എനി മിസ്റ്റേക്ക്? A = is it given as 16? L-m plus P minus Q² equal to 9. 9. So this is not 4. I'm sorry. It is 3. So what is it? 12/2 is equal to what? 6. S equal to 6. S 6. 3 സൈഡ് അറിയാം. അപ്പൊ S എന്ന് പറഞ്ഞാൽ A+B+2. What is Heron's formula? Heron's formula പ്രകാരം ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C. So what is area square? S into S minus A into S minus B into S minus C. When you put these values, I think it's what you get is 6 into 3 into 1 into 2 കിട്ടും. What is 36? So what is area? Area ആണ് ഡെൽറ്റ 6. എന്താ നമ്മൾ കണ്ടുവച്ചത്? ഡിറ്റ് B equal to ഡിറ്റ് A സ്ക്വയർ. What is ഡിറ്റ് A? അപ്പോൾ 2 into area. 2 into area equal to 2 into 6 equal to 12. അപ്പോൾ ഡിറ്റ് B എന്തായിരുന്നു? ഡിറ്റ് B ഈസ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റിൽ എഴുതി വെച്ചതാണ്. ഡിറ്റ് B എന്ന് പറഞ്ഞാൽ ഡിറ്റ് A സ്ക്വയർ ആണ്. ഈക്വൽ ടു ഡിറ്റ് A സ്ക്വയർ. എന്താണ് ഡിറ്റ് A എന്ന് പറഞ്ഞാൽ? 2 into ഏരിയ.
2 into area 12. 12 square equal to 144. Answer is 144. ഒന്നുകൂടി പറയാം. Any doubt? നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് LMN PQR 111. ബി എന്ന് പറയുന്നത് എ സ്ക്വയർ ആണെങ്കിൽ ഡിറ്റ് ബി ചോദിച്ചാൽ ഡിറ്റ് എ സ്ക്വയർ. ഡിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും? ഡിറ്റർമിനന്റ് LMN PQR 11. അതെന്ന് പറഞ്ഞാൽ LP PMQ NR വെർട്ടിസസ് ആയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഡിറ്റ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ ഫോർമുല വേണമെങ്കിൽ 1/2 കൂടി വേണം. അതുകൊണ്ട് ഈ ഫോർമുല എന്ന് പറഞ്ഞാൽ 2x ദ ഏരിയ. അപ്പൊ ഏരിയ മറ്റേതെങ്കിലും രീതിയിൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. വെർട്ടിസസുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മിന്റെ റൂട്ടാണ് സൈഡ്സ്. കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് സൈഡ്സുകളുടെ സ്ക്വയർ. അതാണ് ഈ 3 ഇൻഫർമേഷൻ. അപ്പൊ ആ 3 ഇൻഫർമേഷൻ പ്രകാരം തന്നെ സൈഡ് നമുക്ക് എന്തൊക്കെയാണ് വന്ന് 534 ആണ് സൈഡ്. ഇതിന്ന് 3, ഇതിന്ന് 4, ഇതിന്ന് 5. അപ്പൊ ടോട്ടൽ സം എത്രയാ? 12 സൈഡ്സ്. എസ് എത്രയാണ്? by 2, 6. ഈ റോൾസ് ഫോർമുല പ്രകാരം ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുന്നു. ട്രയാങ്കിളിന്റെ ഏരിയ 6 ആണെന്ന് കിട്ടുന്നു. അതിന്റെ ഡബിള് 12 ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ 6 ആവുന്നു, 2x 12 ആവുന്നു. അപ്പൊ എന്താണ് ഡിറ്റ് ബി എന്ന് പറഞ്ഞാൽ? പറഞ്ഞ പ്രകാരം ഡിറ്റ് എ സ്ക്വയർ, ദാറ്റ് ഈസ് 12 സ്ക്വയർ ഈക്വൽ ടു 144. 144 ഈസ് ദ ആൻസർ. And the question, f of x. ഇവിടെ എന്താ തന്നിരിക്കുക? f of x ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ് which has a local maximum at x equal to -1. നോക്കാം. അപ്പൊ നമുക്ക് f of x ഒരു ക്യൂബിക് പോളിനോമിയൽ ആയ സ്ഥിതിക്ക് ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d എന്ന് കൊടുക്കാം. What is its f dash x? 3ax² പ്ലസ് 2bx പ്ലസ് c. ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ 1 എന്ന് കൊടുക്കുന്നു. എന്താണ് എഫ് ഡബിൾ ഡാഷ് എക്സ്? 6ax പ്ലസ് 2b. പിന്നീട് ഉപയോഗിക്കാനായി 2 എന്നും കൊടുക്കുന്നു. തന്നിരിക്കുന്ന കാര്യം പറയാം. ഗിവൺ എഫ് ഹാസ് ലോക്കൽ മാക്സിമം എവിടെയാണ് തന്നിരിക്കുന്നത്? അറ്റ് x ഈക്വൽ ടു -1. ക്ലിയർ ആണല്ലോ? ലോക്കൽ മിനിമം അറ്റ് x ഈക്വൽ ടു -1. അപ്പൊ എഫ് ഡാഷ് ഓഫ് -1 ആരായിരിക്കണം? 0 ആയിരിക്കും. എത്രയാണ് എഫ് ഡാഷ് ഓഫ് -1 0 തരുന്നത്? 1ൽ നിന്ന് 3a മൈനസ് 2b പ്ലസ് c ഈക്വൽ ടു 0. നമുക്ക് വേണ്ട മറ്റൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് 3 എടുക്കാം. ഇനിയുള്ള ഇൻഫർമേഷൻ എന്താ അറിയോ? എഫ് ഡാഷ് എക്സ് ആക്സ് എ ലോക്കൽ മിനിമം അറ്റ് x ഈക്വൽ ടു. എഫ് ഡാഷിന് ലോക്കൽ മിനിമം വരണമെങ്കിൽ അവന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം അവിടെ. എന്ന് വെച്ചാൽ എന്താ? ഓൾസോ ഗിവൺ എഫ് ഡബിൾ ഡാഷ് 1 ഈക്വൽ ടു 0. ഒന്നുകൂടി പറയാം. കാരണം എഫ് ഡാഷ് ഹാസ് ലോക്കൽ, ഐ തിങ്ക് ഇറ്റ് ഈസ് മാക്സിമ, ആൻഡ് എഫ് ഡാഷ് എക്സ് ഹാസ് ഓൾസോ ലോക്കൽ മിനിമ. മറ്റത് ആദ്യത്തെ ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ അറ്റ് x ഈക്വൽ ടു 1. മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു പ്രധാന വസ്തുതയുണ്ട്. ഈ ലോക്കൽ മാക്സിമം മിനിമം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കുമെന്ന് 100% വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചും ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഉണ്ടാവണമെന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇപ്പൊ മോഡ് എക്സിന്റെ കേസിൽ ഡിഫറൻഷ്യബിൾ പോലും അല്ല x ഈക്വൽ ടു 0. അവിടെ അബ്സല്യൂട്ട് മിനിമം വരുന്നുണ്ട്. x³ x ഈക്വൽ ടു 0 അവന്റെ ഡെറിവേറ്റീവ് 0 ആണ്. പക്ഷെ അതിന് മാക്സിമം ഇല്ല, മിനിമം ഇല്ല. അപ്പൊ ആർക്കാണ് ഈ മാക്സിമം മിനിമം ഗ്യാരണ്ടി ചെയ്യുന്നത് ഡെറിവേറ്റീവ് 0 ആവുന്നത് കൊണ്ട് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ ആൻസർ. ഫംഗ്ഷൻ x ഈക്വൽ ടു സിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതിനുശേഷം മറ്റൊരു ഇൻഫർമേഷനും കൂടി തരുന്നു. ഈ എഫിന് x ഈക്വൽ ടു സിയില് ഒന്നുകിൽ മാക്സിമോ അല്ലെങ്കിൽ മിനിമോ ഉണ്ട് എന്നും പറയുകയാണെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. എഫ് ഡാഷ് വാല്യൂ 0 ആയിരിക്കും. അതിന് പിന്നെ തർക്കമില്ല.
അപ്പൊ ഇവിടെ ഡിഫറൻഷ്യബിലിറ്റി പറയാതെ തന്നെ ഗ്യാരണ്ടീഡ് ആണ്, കാരണം പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് എവരിവെയർ ഡിഫറൻഷ്യബിൾ. അപ്പൊ പിന്നെ അതിന്റെ ഡെറിവേറ്റീവ്സുകൾക്കോ അതിനോ വരുന്ന മാക്സിമം മിനിമം ഉള്ള സ്ഥലത്ത് അതിന്റെ ഡെറിവേറ്റീവ് 0 ആയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഫ് ഡാഷ് ധൈര്യമായിട്ട് എഫ് ഡാഷ് -1 0 എന്നും എഫ് ഡാഷിന് ലോക്കൽ മിനിമം ഉള്ള സ്ഥിതിക്ക് അതിന്റെ അടുത്ത ഡെറിവേറ്റീവായ എഫ് ഡബിൾ ഡാഷ് 1 0 എന്ന് പറഞ്ഞു. അപ്പൊ എഫ് ഡബിൾ ഡാഷ് 1 0 ആണെങ്കിൽ എന്ത് വരും പറ? 6a + 2b = 0 എന്ന് പറയുന്ന ഫോർത്ത് ഇക്വേഷൻ വരും. 3ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്ന് 9a + c = 0 അഥവാ c = -9a. നമുക്ക് നോക്കാം. ഫ്രം ബിയിൽ നിന്ന് 4ൽ നിന്ന് 2b എന്ത് കിട്ടും? 2b = -6a എന്നും ലഭിക്കും. സോ വാട്ട് ഈസ് ആക്ച്വൽ എഫ് ഡാഷ് എക്സ്? ഈ ഇൻഫർമേഷൻ പ്രകാരം എഫ് ഡാഷ് എക്സ് എഴുതുന്നു. എഫ് ഡാഷ് എക്സ് = 0 എഴുതിയാൽ 3ax² - 6ax, ബി ഒന്നുമില്ല, എയിൽ തന്നെ കംപ്ലീറ്റ് കിട്ടുന്നു. -9a = 0. 3a × x² - 2x - 3 = 0. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലമാണ്. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന ഒരു സ്ഥലം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, -1. യെസ്. അപ്പം ഇതിന് 3 ഒരിക്കലും 0 അല്ല. അപ്പൊ x² - 2x - 3 = 0 വെച്ചാൽ ഓൺ ഫാക്ടറൈസേഷൻ x - 1 × പറ x + 3 = 0. x = 1, x = -3ലാണ് എഫ് ഡാഷ് എക്സ് 0. അപ്പൊ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയാൽ അവിടെ എയ്തർ മാക്സിമം ഓർ മിനിമം സംഭവിക്കണം. അതിലേറുപരി അവിടെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും, അത് ഉറപ്പാ. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ x = എയിലും x = ബിയിലും ഡെറിവേറ്റീവ് 0 ആയാൽ ഷുവർ ആയിട്ട് അവിടെ ടേണിംഗ് പോയിന്റ് നന്നിരിക്കണം. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഞാൻ x = 1ലും x = -3ലും ടേൺ ചെയ്തിരിക്കണം ഗ്രാഫ്. അതിൽ x = 1ലെ അവസ്ഥ എന്താ? -1ന്റെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വരയ്ക്കുമ്പോൾ x = 1ലും x = 3ലുമാണ് ടേൺ ചെയ്തിരിക്കേണ്ടത്. ആ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം x = 1ലും x = -3ലുമാണ്. യെസ്, എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലങ്ങള് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് x = 1ഉം ഒന്ന് x = -3യുമാണ്. -3 നോക്കാം. ഇതില് ഇറ്റ് ഈസ് ഓൺ പ്രോഡക്റ്റ് x² + 3x - x അല്ല. അപ്പൊ ഇവിടെ x + 1ഉം x - 3ആണ്. അതാണ് ആ ഫാക്ടറൈസേഷനിൽ ചെറിയൊരു ഞാനത് ശ്രദ്ധിച്ചില്ല, സോറി, ഇപ്പോഴാണ് വരുന്നത്. x + 1 × x - 3. യെസ്, അപ്പോഴല്ലേ ഈ എക്സ്പ്രഷൻ വരുള്ളൂ. x² - 2x - 3 x² - 3x + x - യെസ്. അപ്പൊ x = -1ഉം x = 3യും. യെസ്, x = -1 നേരത്തെ ഉണ്ട്. അപ്പൊ ഈ ടേണിംഗ് പോയിന്റുകൾ എവിടേക്ക് വരുന്നത്? x = -1ലും x = 3ലും ടേണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ x = -1ലും x = 3ലുമാണ് ടേണിംഗ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് x = -1ല് എന്താണെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ വായിക്കുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഹാസ് ലോക്കൽ മാക്സിമം അറ്റ് x = -1. തീർച്ചയായിട്ടും കർവ് ഇങ്ങനെ വരും. ഇവിടെ ഒരു ടാൻജന്റ്, ടേണിംഗ് പോയിന്റിലെ ടാൻജന്റ് എപ്പോഴും എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ടാൻജന്റ് എല്ലാ സമയത്തും നമ്മളുടെ ഇവിടെ ബിറ്റ്വീൻ, യെസ്, ഈ പോയിന്റും നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ടേണിംഗ് പോയിന്റിൽ എപ്പോഴും ടാൻജൻസുകൾ എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഹൊറിസോണ്ടൽ ടാൻജൻസ്, അങ്ങനെയാണ് ചോദ്യം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഹൊറിസോണ്ടൽ ടാൻജൻസ്. എത്രയാവും ഒന്ന് കണ്ടുപിടിക്കാം.
x equal to -1 and x equal to 3. വാല്യൂസുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ തന്നെ ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ എന്തിനാ കാണുന്നത്? f of -1 10, f of 3 -22. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഡിഫറൻസിന്റെ മോഡുലസ് എടുക്കണം. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്തിനാണ് ഈ രണ്ട് ഇൻഫർമേഷൻസ് തന്നത്? നോക്കൂ, ഫിഗർ പ്രകാരം x ഈക്വൽ ടു -1 ഹൊറിസോണ്ടൽ ടാൻജന്റ്, x ഈക്വൽ ടു 3 ഹൊറിസോണ്ടൽ ടാൻജന്റ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ടാൻജൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ f of -1 f of 3 തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് ആണ്. അതിനാണ് f of -1 f of 3 ഇവിടെ തന്നിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ടാൻജൻസ് എടുക്കുമ്പോൾ മോഡ് ഓഫ്, ഇവിടെ തന്നെ അറിയാം ഡിസ്റ്റൻസ് വലുതെന്ന്. ഇപ്പൊ നമുക്ക് 10 - -22, what you get is 32. അല്ലെങ്കിൽ -22 -10 എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് -32, that is 32. 32 is the answer. നോക്കാം, 32 is the answer. അപ്പൊ എന്തൊക്കെയാ ഈ പ്രോബ്ലത്തിൽ ചെയ്തതെന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടി ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. കുറച്ചുകൂടി ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ഞാൻ കുറെ ഡിക്വേഷൻസുകളൊക്കെ എഴുതി, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് എഴുതിയതൊന്നും വെറുതെ അല്ല, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. എന്താണ് ഈ പ്രോബ്ലം വായിച്ചാൽ വരുന്ന കൺക്ലൂഷൻ ആയിട്ട് ആദ്യം പറയാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ടാൻജന്റ്. ഒരു കർവിന് ഹൊറിസോണ്ടൽ ടാൻജന്റ് എവിടെയാ വരിക? ആ രീതിയിൽ അവിടുന്ന് ഇങ്ങോട്ട് പറയാം. ഒരു കർവ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയി പോകുന്ന ഒരു കർവിന് ഹൊറിസോണ്ടൽ ടാൻജന്റ് വരിക ടേണിംഗ് പോയിന്റ്സിലാണ്. അപ്പൊ ഈ കർവിന്റെ ടേണിംഗ് പോയിന്റ്സുകൾ എവിടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. ടേണിംഗ് പോയിന്റ് എവിടെ നടക്കുന്നു എന്ന് മനസ്സിലായാൽ മതി. ടേണിംഗ് പോയിന്റ് എവിടെ നടക്കുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ഡെറിവേറ്റീവ് 0 ആവുന്നിടത്താണ്. അപ്പൊ ഡെറിവേറ്റീവ് 0 ആവുന്ന ഒരു സ്ഥലം x ഈക്വൽ ടു -1 എന്ന് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. പിന്നെ ഡെറിവേറ്റീവ് 0 ആവണമെങ്കിൽ ഈ f' ഈക്വൽ ടു 0 വെച്ച് സോൾവ് ചെയ്യണം, അല്ലേ? ഈ f' ഈക്വൽ ടു 0 വെച്ച് സോൾവ് ചെയ്യാം. അതിൽ x ഈക്വൽ ടു -1 നിങ്ങൾക്ക് 3a - 2b + = 0 എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ ഇത് ഈക്വൽ ടു 0 വെച്ച് x സോൾവ് ചെയ്യണമെങ്കിൽ, ശ്രദ്ധിക്ക്, ഈ നമ്പർ 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഈക്വൽ ടു 0 വെച്ച് x സോൾവ് ചെയ്യണമെങ്കിൽ a അറിയണം, b അറിയണം, c അറിയണം. അതിനു വേണ്ടിയാണ് മറ്റ് ഇൻഫർമേഷൻസുകൾ ഉപയോഗിച്ച് ഞാൻ സിയെയും ബിയെയും ഒന്ന് നോക്കിക്കേ. സിയെയും ബിയെയും നമ്മൾ എന്തിൽ കൊണ്ടുവന്നു? എയിൽ കൊണ്ടുവന്ന് f' കൊടുത്തപ്പോൾ a കോമൺ ഫാക്ടറായി വരുന്നു. a ഒരിക്കലും 0 അല്ല. എന്താ a 0 അല്ല എന്ന് പറയാൻ കാരണം? a 0 ആയാൽ ക്യൂബിക് പോളിനോമിയൽ ആവില്ല. അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ടേണിംഗ് പോയിന്റ് എവിടെ നടക്കുന്നു? x ഈക്വൽ ടു -1 നിന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അടുത്ത വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് സോൾവ് ചെയ്തപ്പോൾ എവിടെ നടക്കുന്നു? x ഈക്വൽ ടു 3 x ഈക്വൽ ടു -1 എന്ത് നടക്കുന്നത്? ടേണിംഗ് പോയിന്റ്. അപ്പൊ ടേണിംഗ് പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻസുകളുടെ y കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇങ്ങനെ രണ്ട് ഹൊറിസോണ്ടൽ ടാൻജൻസുകൾ വന്നാൽ അവരുടെ y കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എവിടെ നടക്കുന്നത്? -1 3. അപ്പൊ y കോർഡിനേറ്റ്സ് ആരാ? f of -1 f of 3. അതിനാണ് അവര് f of -1 10 f of 3 -22 തന്നത്. ഇന്റിജർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരു ക്ലൂവും കിട്ടില്ല ഈ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ. ഇന്റിജർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷനിലൊക്കെ ആണെങ്കിൽ ഈ രണ്ട് വാല്യൂസ് എന്തിന് എന്ന് ചിന്തിക്കുമ്പോൾ സംടൈം 32 മാർക്ക് ചെയ്യാൻ ഒരു ചിലവർക്ക് തോന്നുകയാണെങ്കിൽ അതൊരു ബൈ ലെക്ക് ചിലപ്പോൾ ആൻസർ ആയി വരാം. പക്ഷെ ഇവിടെ ഓപ്ഷനിലല്ലോ, ഇന്റിജർ ടൈപ്പ് അല്ലേ. അതുകൊണ്ട് തിയറട്ടിക്കലായിട്ട് തന്നെ പോകണം. അപ്പോൾ ഇവിടുത്തെ തിയറി ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് നിർത്താം നമുക്ക്. ഹൊറിസോണ്ടൽ ടാൻജൻസുകൾ എവിടെ വരുന്നു? ടേണിംഗ് പോയിന്റിൽ വരുന്നു. ടേണിംഗ് പോയിന്റ് എവിടെ സംഭവിക്കുന്നു? പോളിനോമിയൽ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവുമ്പോൾ. എങ്കിൽ ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവുകൾ 0 വെച്ച് 2 x വാല്യൂ സോൾവ് ചെയ്താൽ പോരെ? ഒരു x വാല്യൂ -1 തന്നിട്ടുണ്ട്. അത് കൊടുത്താൽ പോലും അടുത്ത x വാല്യൂ കിട്ടണമെങ്കിൽ സിയും ബിയും അറിയില്ല. അപ്പൊ സിനെയും ബിനെയും എയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്
സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവില് എന്ത് കൊടുത്താൽ 0 വരും? 1 കൊടുത്താൽ 0 വരും എന്ന് പറഞ്ഞു. അതെങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന് ലോക്കൽ മിനിമം ഉണ്ട് അറ്റ് x = 1. അങ്ങനെ ആ ഇക്വേഷനിൽ നിന്ന് പിയും സിയും എയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. f'(x = 0)ൽ നിന്ന് a കോമൺ ഫാക്ടറായി വരുന്നു. a ഒരിക്കലും 0 അല്ല. അതുകൊണ്ട് നമുക്ക് x = -1ഉം x = 3ഉം. അവിടെ ഉണ്ടാവുന്ന y കോർഡിനേറ്റ്സുകളാണ് f(-1), f(3). അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഹൊറിസോണ്ടൽ ടാൻജൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. കണ്ടോ? ഇതാണ് -1, f(-1). വേണമെങ്കിൽ 3, f(-3). എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. f(3) -22. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ ഇവിടെ തന്നെ -3, f(3). ഈ ഡിഫറൻസ് എത്രയാണ്? 32. അതിന്റെ മോഡുലസ് വാല്യൂ 32. അങ്ങനെയാണ് 32 ആൻസർ. അപ്പൊ നമുക്കിപ്പോ ഈ കഴിഞ്ഞ GIB പരീക്ഷ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തെന്നായി മനസ്സിലാക്കുന്നു. അതിന്റെ സൊല്യൂഷൻസുകളാണ് കഴിയത്ര രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം പരീക്ഷകൾ നിരന്തരമായി ഇവിടെ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും സൊല്യൂഷൻസുകൾ കിട്ടുന്നു. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ നിരന്തരമായ നിങ്ങളുടെ പരിശ്രമവും നമ്മൾ ഇവിടുന്ന് തരുന്ന തുടർച്ചയായ വീഡിയോ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്ങിലൂടെ ഈ വരുന്ന ജനുവരി സെഷനിൽ നടക്കുന്ന ഫസ്റ്റ് സെഷനായ JEE മെയിനിന് നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന്, അതായത് നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല കോൺഫിഡൻസിലിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.